ഹലോ ചിൽഡ്രൻ, വെൽക്കം ബാക്ക്. യെസ്, നമ്മുടെ മൂന്നാമത്തെ ദിവസമാണ്. നാളെയാണ് നമ്മുടെ പരീക്ഷ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ചാപ്റ്റർ മദർ ടു സൺ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഓക്കെ, മദേഴ്സ് ടു സൺ ഇസ് ഇൻ ഡീറ്റെയിൽ സ്റ്റഡി ഇൻ യുവർ ഫോക്കസ് ഏരിയ. ഫോക്കസ് ഏരിയയിലുള്ള ഒരു ചാപ്റ്റർ തന്നെ, ഡീറ്റെയിൽ സ്റ്റഡി തന്നെയാണ്. സോ ഈ യൂണിറ്റിലുള്ള ഏക ഫോക്കസ് ഏരിയയിലുള്ള ചാപ്റ്ററും ഇത് തന്നെയാണ്, ലാസ്റ്റ് യൂണിറ്റിൽ മദർ ടു സൺ. അപ്പോൾ ആദ്യം നിങ്ങൾ ഓർത്തു വെക്കേണ്ട ചില പോയിന്റ്സ്. ഒന്ന്, ലങ്സ്റ്റൺ ഹ്യൂഗ്സ് എന്ന് പറയുന്ന പേര് തന്നെയാണ് ഓർത്തു വെക്കേണ്ടത്. അമേരിക്കൻ നോവലിസ്റ്റാണ്, ആക്ടിവിസ്റ്റാണ്, പോയറ്റാണ്, ഒരു ബ്ലാക്ക് റൈറ്ററാണ് അദ്ദേഹം. ഓക്കെ, കറുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടിയിട്ട് എഴുതുന്ന എഴുത്തുകാരൻ ലങ്സ്റ്റൺ ഹ്യൂഗ്സ്. പേര് മറന്നു വരുത്, ലങ്സ്റ്റൺ ഹ്യൂഗ്സ്. രണ്ടാമത്, അദ്ദേഹത്തിൻ്റെ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കണമെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അധികം എഴുതണമെങ്കിൽ, ദ ക്രൈസിസ് എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തിൻ്റെ ദ ക്രൈസിസ് എന്ന് പറയുന്ന മാഗസിനിലാണ് 1922 ഈ കവിത ആദ്യമായിട്ട് അച്ചടിച്ചു വന്നത്. 1922 ദ ക്രൈസിസ് എന്ന് പറയുന്ന ഒരു മാഗസിനിലാണ് ഈ കവിത ആദ്യമായിട്ട് അച്ചടിച്ചു വന്നത്. അടുത്ത വേറൊരു പോയിന്റ് നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്, ആഫ്രോ അമേരിക്കൻ ഡയലക്റ്റിലാണ് ഈ പോയം എഴുതിയിട്ടുള്ളത്. ആഫ്രോ അമേരിക്കൻ ഡയലക്റ്റിലാണ് പോയം എഴുതിയിട്ടുള്ളത്. എന്താണ് ആഫ്രോ അമേരിക്കൻ? അത് നമ്മൾ ക്രൈസിസ് ഓർമ്മയില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് ഓർമ്മയിൽ എന്തായാലും ഉണ്ടാവണം. ആഫ്രോ അമേരിക്കൻ ഡയലക്റ്റിലാണ് എഴുതിയിട്ടുള്ളത്. എന്തിനാണ് ഈ ആഫ്രോ അമേരിക്കൻ ഡയലക്റ്റിൽ എഴുതിയിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഒരു എഡ്യൂക്കേറ്റഡ് അല്ലാത്ത, അതുപോലെ തന്നെ ഒരു ട്രൈബൽ ഏരിയയിൽ താമസിക്കുന്ന, ഒരു കൺട്രി ഏരിയയിൽ താമസിക്കുന്ന ഒരു അമ്മയാണ് ഇവിടെ സംസാരിക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലേ? ആഫ്രോ അമേരിക്കൻ ഡയലക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാദേശിക ഭാഷ എന്നാണ് ഡയലക്റ്റിൻ്റെ അർത്ഥം. ഒരു നാട്ടിലെ ഒരു നാടൻ ഭാഷ, ആ നാടൻ ഭാഷയിലാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് പല വാക്കുകളും എന്തെയില്ല, മനസ്സിലാവില്ല. ഇംഗ്ലീഷ് അറിയുന്ന ഒരാൾക്ക് പലതും നമുക്ക് മനസ്സിലാവാത്ത കുറേ വാക്കുകൾ ഉണ്ടാവും. അത് കാരണം ഇതാണ്, ആഫ്രോ അമേരിക്കൻ ഡയലക്റ്റിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് എന്തിനാണ് എഴുതിയെന്ന് വെച്ചാൽ അതിന് ഒറിജിനാലിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അമ്മ പറയുന്നത്, അമ്മ എന്ന് പറയുന്ന ആൾ ഇവിടെ ഒരു അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ഇലിറ്ററേറ്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ എന്താണ്, ഒരു വില്ലേജിൽ താമസിക്കുന്ന ഒരു കറുത്ത വർഗ്ഗക്കാരിയായിട്ടുള്ള സ്ത്രീയാണ്. അപ്പോൾ ആ ഒരു സ്ത്രീയുടെ അവസ്ഥ കൃത്യമായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് കൂടെയാണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത്, ലങ്സ്റ്റൺ ഹ്യൂഗ്സ് ആഫ്രോ അമേരിക്കൻ ഡയലക്റ്റിൽ കൃത്യമായിട്ടും എഴുതിയത്. റേസിസ്റ്റ് സൊസൈറ്റി എന്ന വേർഡ് ഓർത്തു വെച്ചാൽ നന്നത്. റേസിസ്റ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, വർണ്ണവിവേചനം നിലനിൽക്കുന്ന ഒരു നാട്. ഇതാണ് റേസിസ്റ്റ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെച്ചാൽ മതി. ഇനി നമുക്ക് നേരെ ടൈറ്റിലേക്ക് വരാം. മദർ ടു സൺ. ഇവിടെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്, ഹൂ ഇസ് ദ സ്പീക്കർ ഇൻ ദ പോയം? മദർ ഇസ് ദ സ്പീക്കർ ഇൻ ദ പോയം, അല്ലേ? ഹൂ ഇസ് ദ പോയം അഡ്രസ്ഡ് ടു? ആരോടാണ് ഈ പോയം പറയുന്നത്? ദ പോയം ഇസ് അഡ്രസ്ഡ് ടു ഹെർ സൺ. ദ പോയം ഇസ് അഡ്രസ്ഡ് ടു ഹെർ സൺ. മകനോടാണ് പറയുന്നത്. ഹൂ ഇസ് ദ സ്പീക്കർ? മദർ, അല്ലേ? അപ്പോൾ രണ്ട് പോയിന്റ്സ് ആണ് അവിടെ. ഒന്ന്, ആരാണ് സ്പീക്കർ? മദറാണ് സ്പീക്കർ. ആരോടാണ് കവിത പറയുന്നത്? അത് സണ്ണിനോടാണ് പറയുന്നത്. ഇറ്റ് ഈസ് എൻ അഡ്വൈസ് ഫ്രം എ മദർ ടു ഹെർ ടീനേജ് സൺ. ഓക്കെ, ഒരു തൻ്റെ കൗമാരക്കാരനായ മകനോട് അമ്മ പറഞ്ഞു കൊടുക്കുന്ന ഒരു എന്താണത്, ഒരു അഡ്വൈസ് ആണത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ അഡ്വൈസ് എന്ന് പറയുന്നത് ഈ എന്താ പറയുക, ഈ അഡ്വൈസ് എന്ന് പറയുന്നത് അമ്മയുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നും അമ്മ മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് പാഠങ്ങളാണ്. ആ പാഠങ്ങൾ അമ്മ എന്ത് ചെയ്യാണ്, മകന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? തൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നും അമ്മ പഠിച്ച ചില പാഠങ്ങൾ മകന് പകർന്നു കൊടുക്കുകയാണ് അമ്മ ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് വരാം. അതിനു മുമ്പ് ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഓക്കെ, നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് വരാം. നോക്കാം. യെസ്, ഫസ്റ്റ് ലൈൻസ് ഇതാ ഇവിടെ ബോർഡിലുണ്ട്. വെൽ സൺ, ഐ വിൽ ടെൽ യു, ലൈഫ് മീ ain't been no crystal stair. It had tacks in it and splinters and bought torn up. എന്താ പറയുന്നത്? വെൽ സൺ, അതേ മകനെ, ഐ വിൽ ടെൽ യു, ഞാൻ നിനക്ക് പറഞ്ഞു തരാം, ലൈഫ് ഫോർ മീ, ജീവിതം എന്നെ സംബന്ധിച്ചിടത്തോളം, ain't been no crystal stair, എനിക്കൊരിക്കലും ജീവിതം എന്തായിരുന്നില്ല, ഒരു ക്രിസ്റ്റൽ സ്റ്റെയർ ആയിരുന്നില്ല എന്നാണ് അമ്മ പറയുന്നത്.
ആദ്യത്തെ ലൈൻ നോക്ക്, വെൽ സൺ, അതേ മകനെ. അപ്പോൾ ഒരു ചോദ്യമുണ്ട് അവിടെ, ഹൂ ഇസ് ദ സ്പീക്കർ ഇൻ ദ പോയം? ആരാണ് ഇവിടെ സ്പീക്കർ? പോയത്തിൽ സ്പീക്കർ ആരാണ്? അത് നമുക്കറിയാം, ആരാണ്? മദറാണ്. രണ്ടാമത്തെ ചോദ്യം, ഡു യു ഫീൽ ദ പ്രസൻസ് ഓഫ് എ ലിസണർ? ഹൗ? നിങ്ങൾക്ക് അവിടെ ഒരു ലിസണർ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? എങ്ങനെ? യെസ്, ദർ ഇസ് എ ലിസണർ. എങ്ങനെ നമുക്ക് മനസ്സിലാവും? ഫ്രോം ദ ഫസ്റ്റ് ലൈൻ ഇറ്റ് സെൽഫ്, ദ പോയം ഇസ് അഡ്രസ്ഡ് ടു ദ സൺ. അതാണ് അതിൻ്റെ ആൻസർ. ദ പോയം ഇസ് അഡ്രസ്ഡ് ടു ദ സൺ ഇൻ ദ ഫസ്റ്റ് ലൈൻ. ആദ്യത്തെ ലൈനിൽ എന്നെ പറയുന്നുണ്ട് മദർ വെൽ സൺ എന്ന് പറയുന്നുണ്ടെന്നാണ് അമ്മ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു മകൻ ഒരു കേൾവിക്കാരൻ മാത്രമാണ്. കവിത തീരുന്നത് വരെ മകൻ ഒന്നും മിണ്ടുന്നില്ല, കേൾക്കുക മാത്രമാണ് ചെയ്യുന്നത്. ആര് മാത്രമേ സംസാരിക്കുന്നുള്ളൂ? അമ്മ മാത്രം. അങ്ങനെയാണെങ്കിൽ അതിനെന്ത് നമ്മൾ എന്ത് പറയും? ഡ്രമാറ്റിക് മോണോലോഗ് എന്ന് പറയും. എന്താണ്? ഡ്രമാറ്റിക് മോണോലോഗാണ്. ഡയലോഗ് എന്ന് പറഞ്ഞാൽ രണ്ടാൾക്കാർ സംസാരിക്കലാണ്. മോണോലോഗ് എന്ന് പറഞ്ഞാൽ എത്രയാളാ? ഒരാളാണ്. അപ്പോൾ പോയത്തിൽ അടുത്ത പോയിന്റ് ഓർത്ത് വെക്കേണ്ടത്, ഡ്രമാറ്റിക് മോണോലോഗിലാണ് പോയം എഴുതപ്പെട്ടിട്ടുള്ളത്. മനസ്സിലായില്ലേ? ഒരാൾ മാത്രമാണ് സംസാരിക്കുന്നത്. ആരാണ് സംസാരിക്കുന്നത്? അമ്മ മാത്രമാണ്. അമ്മ പറയാണ്, വെൽ സൺ, അതേ മകനെ, ഐ വിൽ ടെൽ യു, ഞാൻ നിനക്ക് പറഞ്ഞു തരാം. എന്ത്? ലൈഫ് ഫോർ മീ എയിൻഡ് ബീൻ നോ ക്രിസ്റ്റൽ സ്റ്റെയർ. ജീവിതം എന്നെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നില്ല? ഒരു ക്രിസ്റ്റൽ സ്റ്റെയർ ആയിരുന്നില്ല. അപ്പോൾ ഇവിടെ ക്രിസ്റ്റൽ സ്റ്റെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിസ്റ്റൽ സ്റ്റെയർ എന്ന് പറഞ്ഞാൽ പളുങ്ക് ഗോവണിയാണ്. പളുങ്ക് ഗോവണി. എന്താ ഈ പളുങ്ക് ഗോവണി എന്ന് പറഞ്ഞാൽ? പളുങ്കിൻ്റെ നമ്മളെ സ്റ്റെയർ ഇല്ലേ, സ്റ്റെയർ കേസ് ഇല്ലേ, ഏണി. ആ ഏണി ആയിരുന്നില്ല എന്നാണ് പറയുന്നത്. പളുങ്കിൻ്റെ ഏണി ആയിരുന്നില്ല എൻ്റെ ജീവിതം എന്ന് പറയുമ്പോൾ ജീവിതത്തെ ഇവിടെ പളുങ്ക് ഗോവണിയുമായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട്. മെറ്റഫറാണത്. ക്രിസ്റ്റൽ സ്റ്റെയർ എന്ന് പറയുന്നത് എന്താണ്? മെറ്റഫറായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇത് എവിടെ നിന്നാണ് ഈ ക്രിസ്റ്റൽ സ്റ്റെയർ കിട്ടിയതെന്ന് വെച്ചാൽ, ക്രിസ്റ്റൽ സ്റ്റെയർ ഒരു ബൈബിളിക്കൽ സ്റ്റോറിയിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. ജാക്കോബിൻ്റെ കഥ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ബൈബിളിൽ. ആ ജാക്കോബ് ഒരു ദിവസം ഒരു യാത്ര മധ്യയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് അയാൾ സ്വപ്നം കാണുകയാണ്. എന്ത്? ഒരു കോണിയെക്കുറിച്ചിട്ട്. ഒരു കോണി. ആ കോണി എവിടേക്കാണ്? സ്വർഗത്തിലേക്കാണ്, ഭൂമിയിൽ നിന്നും ഒരു കോണി. ശരിക്കും അത് ലൈഫാണ് കാണിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും ലൈഫിനെയാണത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പക്ഷെ അമ്മ പറയുന്നത് നോക്ക്, ഇവിടെ പറയാണ്, എൻ്റെ ജീവിതം ഒരിക്കലും ഒരു ക്രിസ്റ്റൽ സ്റ്റെയർ അല്ലായിരുന്നു, പളുങ്ക് ഗോവണി അല്ലായിരുന്നു. എന്ന് വെച്ചാൽ മിനുമിനുസമുള്ളതും നല്ല എന്താ പറയുക, തിളക്കമുള്ളതും ഒക്കെ ആയിരിക്കും പളുങ്കിൻ്റെ കോണി എന്ന് പറയുന്നത്. അപ്പോൾ അമ്മ പറയുന്നത് എൻ്റെത് അത്ര തിളക്കമുള്ളതും മിനുസമുള്ളതൊന്നും ആയിരുന്നില്ല എൻ്റെ ജീവിതം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? എൻ്റെ ജീവിതം അത്രയും ഈസി അല്ലായിരുന്നു എന്നാണ്, അത്രയും കംഫർട്ട് ഉള്ളതല്ലായിരുന്നു എന്നാണ്. മനസ്സിലായോ? അതിലൊരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ? ഇറ്റ് ഹാഡ് ടാക്സ് ഇൻ ഇറ്റ്. ടാക്സ് എന്ന് പറഞ്ഞാൽ മുള്ളാണികളാണ്, ചെറിയ ആണികളാണ്. ആൻഡ് സ്പ്ലിൻഡേഴ്സ്, കുപ്പിച്ചില്ലുകളാണ്. ആൻഡ് ബോർഡ് ടോണപ്സ്, വലിയ വലിയ വിടവുകൾ ഉണ്ടായിരുന്നു. ഞാൻ തന്നെ അതിനകത്തേക്ക് വീണു പോകുന്ന വലിയ വലിയ വിടവുകൾ ഉണ്ടായിരുന്നു എൻ്റെ കോണിയുടെ മേലെ. അതൊരിക്കലും പളുങ്കിൻ്റെ കോവണി ആയിരുന്നില്ല. അതിൽ ആണികളുണ്ടായിരുന്നു, കുപ്പിച്ചില്ലുകളുണ്ടായിരുന്നു, വലിയ വലിയ കിടങ്ങുകളും ടോണപ്സുകളും ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. അത്ര എളുപ്പമായിരുന്നില്ല അമ്മയുടെ ജീവിതം എന്നാണ്, അല്ലേ? ആ പ്രയാസങ്ങൾ ഏതൊക്കെയാണ്? ഈ ടാക്സ്, സ്പ്ലിൻഡേഴ്സ്, ബോർഡ് ടോണപ്സ് എന്നൊക്കെ പറയുന്നതിലൂടെയാണ് എന്തിനെ പറയുന്നത്? പ്രയാസങ്ങളെ പറയുന്നത്. അപ്പോൾ അതും എന്ത് തന്നെയാണ്? മെറ്റഫർ തന്നെയാണ്, അല്ലേ? നേരിട്ട് പറഞ്ഞ് കമ്പയർ ചെയ്തതല്ലേ? ജീവിതത്തിൽ പ്രയാസങ്ങളായിരുന്നു. ഏതൊക്കെ? ടാക്സ്, സ്പ്ലിൻഡേഴ്സ്, ബോർഡ് ടോണപ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ ജീവിതത്തെ എന്തുമായിട്ട് അമ്മ കമ്പയർ ചെയ്യുന്നത്? ഒരു സ്റ്റെയറുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ക്രിസ്റ്റൽ സ്റ്റെയറുമായിട്ട് കമ്പയർ ചെയ്യുന്നു. എൻ്റെ ജീവിതം ഒരിക്കലും എന്തായിരുന്നില്ല? ഒരു ക്രിസ്റ്റൽ സ്റ്റെയർ ആയിരുന്നില്ല, ഈസി ആയിരുന്നില്ല, അതിലൊരുപാട് പ്രയാസങ്ങൾ നിറഞ്ഞതായിരുന്നു മോനെ എന്നാണ് അമ്മ പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, അടുത്തത്. ആൻഡ് പ്ലേസസ് വിത്ത് നോ കാർപ്പറ്റ്സ് ഓൺ ദ ഫ്ലോർ. പല സ്ഥലങ്ങളിലും എന്തില്ലായിരുന്നു? കാർപ്പറ്റുകളില്ലായിരുന്നു നിലത്ത്. കാർപ്പറ്റ് എന്തിനാണ് നമ്മൾ നിലത്ത് വിരിക്കുന്നത്? എന്തിനാ? നമ്മുടെ തണുപ്പകറ്റാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? നമുക്ക് ഒരു കംഫർട്ടിന് വേണ്ടിയിട്ടാണ്. അപ്പം അമ്മ ഇവിടെ പറയുന്നത് പലയിടങ്ങളിലും എൻ്റെ കോണി കയറുന്ന സമയത്ത് പലയിടങ്ങളിലും കാർപ്പറ്റ് ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ പലപ്പോഴും എനിക്ക് കംഫർട്ട് ഫീൽ ചെയ്തിട്ടില്ല, എനിക്ക് ആ വേണ്ടുന്ന കംഫർട്ട് കിട്ടിയിട്ടില്ല. ഓക്കെ, ബെയർ എന്നൊരു വേർഡ്, ഒറ്റ ലൈനിലൊരു വേർഡ് മാത്രം. ബെയർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത, നഗ്നമായത് എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ ബെയർ എന്ന് പറഞ്ഞാൽ നേരെ നിങ്ങളിങ്ങനെ മനസ്സിലാക്കി വെക്കുക, എഴുതി വെക്കുക. ഏത്? സ്റ്റാർക്ക് പോവർട്ടി ഓർ സ്റ്റാർക്ക് പോവർട്ടി. എന്താ സ്റ്റാർക്ക് പോവർട്ടി എന്ന് പറഞ്ഞാൽ? കഠിനമായ ദാരിദ്ര്യം. ഓക്കെ,
ഒന്നുകിൽ അങ്ങനെ മനസ്സിലാക്കാം, കഠിനമായ ദാരിദ്ര്യം എന്ന് മനസ്സിലാക്കാം, അല്ല അങ്ങനെ തന്നെ എഴുതാം, കഠിനമായ ദാരിദ്ര്യം, അല്ലെങ്കിൽ സ്കാൻഡ് ഫർണിഷിങ്, SCANT, സ്കാൻഡ് ഫർണിഷിങ്. സ്കാൻഡ് ഫർണിഷിംഗ് എന്ന് പറഞ്ഞാൽ ലിറ്റിൽ ഫർണിഷിംഗ്. ഫർണിഷിംഗ് എന്ന് പറഞ്ഞാൽ ഈ റൂം ഫർണിഷ്ഡ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് മഷയും കസാരയൊക്കെ ഉണ്ട്, ഇരിക്കാനൊക്കെ കംഫർട്ട് ഉണ്ട് അല്ലേ. ഇതില്ലാത്ത ഈ റൂം ഫർണിഷ്ഡ് അല്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ലിറ്റിൽ ഫർണിഷ്ഡ് എന്ന് പറഞ്ഞാൽ തീരെ ഇല്ല, ഫർണിഷനൊന്നുമില്ല, നമ്മൾ നിലത്തിരിക്കേണ്ടി വരും. അപ്പോൾ എന്താ, കംഫർട്ട് കുറവല്ലേ. അപ്പോൾ ഇവിടെ അമ്മ പറയാണ്, എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ബെയറായിരുന്നു എന്ന് പറഞ്ഞാൽ ഫർണിഷിംഗ് ഇല്ലായിരുന്നു, കംഫർട്ട് കുറവായിരുന്നു, അല്ലെങ്കിൽ കഠിനമായ ദാരിദ്ര്യമായിരുന്നു. ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി ആൻസർ. ഓക്കെ, അല്ലെങ്കിൽ രണ്ടും കൂടെ എഴുതുക, സ്കാൻഡ് ഫർണിഷിംഗ് ഓർ ആൻഡ് സ്റ്റാർക്ക് പോവർട്ടി. സ്കാൻഡ് ഫർണിഷിംഗ് ആൻഡ് സ്റ്റാർക്ക്. എന്താണ് ബെയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പറയണം, സ്കാൻഡ് ഫർണിഷിംഗ് ഓർ സ്റ്റാർക്ക് പോവർട്ടിയാണ് ആൻസർ കേട്ടോ. ബട്ട് ഓൾ ദ ടൈം, എന്നാലും മോനെ എല്ലാ സമയവും ഞാൻ എന്താ ചെയ്തതെന്നറിയോ, ഐ ഇസ് ബീൻ എ ക്ലൈംബിങ് ഓൺ. ഐ ഇസ് ബീൻ എന്നൊക്കെ പറഞ്ഞാൽ ഐ വാസ് ക്ലൈംബിങ് ഓൺ എന്ന് പറയുന്നത് ആ ഒരു ആഫ്രോ അമേരിക്കൻ ഡയലക്റ്റിൽ പറയുന്നതുകൊണ്ടാണ്. ഐ ഹാവ് ബീൻ എ ക്ലൈംബിങ് ഓൺ, ഞാനിങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നതായിരുന്നു, ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു ലൈഫിൽ, പക്ഷേ ഞാൻ അതൊക്കെ വകവയ്ക്കാണ്ട് മുമ്പോട്ടേക്ക് തന്നെ പോയി. ആൻഡ് റീച്ചിങ് ലാൻഡിങ്സ്, പലപ്പോഴും ഞാൻ ലാൻഡിങ്സിലെത്തിയിട്ടുണ്ട്. എന്താണ് ലാൻഡിങ്സ് എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ഹോസ്പിറ്റലിലേക്കോ നിങ്ങളെ സ്കൂളിലോ ഒക്കെ സ്റ്റെയർ കയറുമ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും, ആദ്യത്തെ സ്റ്റെയർ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലാൻഡിങ്ങിലെത്തും, പിന്നെയും തിരിഞ്ഞിങ്ങോട്ടേക്ക് ഒരു കോണിയായിരിക്കും അല്ലേ, പിന്നെയും ഒരു ലാൻഡിങ് ഉണ്ടാവും, പിന്നെയും കുത്തനുള്ള കോണിയല്ല ഉണ്ടാവുക. അപ്പോൾ ഈ കുത്തനുള്ള കോണി ഉണ്ടാകുന്ന മുമ്പുള്ള ബുദ്ധിമുട്ട് എന്താ, നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള സമയം ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇവിടെ റീച്ചിങ് ലാൻഡിങ്സ് എന്ന് പറയുന്നത് അമ്മയുടെ ജീവിതത്തിൽ മാജിക്കലായിട്ട് തോന്നിയ, വണ്ടേഴ്സായിട്ട് തോന്നിയ ചില സമയങ്ങളുണ്ട് ലൈഫിൽ, അതിനെയാണ് ഇവിടെ എന്തെന്ന് പറയുന്നത്, റീച്ചിങ് ലാൻഡിങ്സ് എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ, ആശ്വാസകരമായിട്ട് തോന്നിച്ച ഫാദർ ഗില്ലിഗണ്ടൊക്കെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ ചില സമയങ്ങളിൽ മാജിക്കലായിട്ട് തോന്നിയ ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ. അതാണ് റീച്ചിങ് ലാൻഡിങ്സ് എന്ന് പറയുന്നത്. ഞാനങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു, ക്ലൈംബ് ചെയ്തുകൊണ്ടേയിരുന്നു, കയറിക്കൊണ്ടേയിരുന്നു. ആൻഡ് റീച്ചിങ് ലാൻഡിങ്സ്, ചില സമയങ്ങളിൽ ഞാൻ ലാൻഡിങ്സിലെത്തി, ഞാൻ മാജിക്കലായിട്ടുള്ള സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. ആൻഡ് ടേണിംഗ് കോണേഴ്സ്, ടേണിംഗ് കോണേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, വഴിത്തിരിവുകളാണ് അല്ലേ. വഴിത്തിരിവുകൾ എന്ന് വെച്ചാൽ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും വഴി ഉണ്ടാവും. അതിലിപ്പോൾ നിങ്ങളിപ്പോൾ 10th കഴിഞ്ഞാൽ ഒരു ടേണിംഗ് കോർണറിലെത്തും. ആ ടേണിംഗ് കോർണറിലെത്തി കഴിഞ്ഞാൽ നിങ്ങൾ കുറേ എന്താ ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് കോമേഴ്സ് എടുക്കണോ സയൻസ് എടുക്കണോ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അത് ഒരു ടേണിംഗ് കോർണറാണ്. ഇവിടെ പോയിട്ട് ഉദ്ദേശിക്കുന്നത് അവൾ തന്നെ സ്വയം അവളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ. എന്ന് വെച്ചാൽ ഫേസസ് ഇൻ ഹർ ലൈഫ് വേർ ഷീ ട്രൈ ടു സോൾവ് പ്രോബ്ലംസ് ഹെർ ഓൺ. അവളുടെ തന്നെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അവൾ തന്നെ പരിഹരിച്ച ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ടേണിംഗ് കോർണേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് സംടൈംസ് ഗോയിങ് ഇൻ ദ ഡാർക്ക്, ചില സമയങ്ങളിൽ ഇരുട്ടിലൂടെ നടക്കേണ്ടി വന്നിട്ടുണ്ട്. ചില സമയങ്ങളിൽ ഇരുട്ടിലൂടെ നടക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ ആ സന്ദർഭങ്ങളിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. വേർ ദർ ain't been no light, അവിടെ വെളിച്ചമില്ലായിരുന്നു. സോ ബോയ്, അതുകൊണ്ട് മോനെ, ഡോണ്ട് യു ടേൺ ബാക്ക്, നീ ഒരിക്കലും ടേൺ ബാക്ക് ചെയ്യരുത് കേട്ടോ, നീ ഒരിക്കലും പിന്തിരിഞ്ഞ് കളയരുത് കേട്ടോ. യു ഡോണ്ട് സെറ്റ് ഡൗൺ ഓൺ ദ സ്റ്റെപ്സ്. സെറ്റ് ഡൗൺ എന്ന് പറഞ്ഞാൽ സിറ്റ് ഡൗൺ എന്നാണ് അർത്ഥം. നീ ആ സ്റ്റെപ്പിൽ ഇരുന്ന് കളയരുത് എന്ന് വെച്ചാൽ നീ അവിടെ പരാജയപ്പെട്ടു പോകരുത്. ബിക്കോസ് യു ഫൈൻഡ് ഇറ്റ്സ് കിൻഡർ ഹാർഡ്, കാരണം അങ്ങനെ ഇരുന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ പ്രശ്നമാണെന്ന് നീ മനസ്സിലാക്കും. ഇപ്പോൾ നീ അനുഭവിക്കുന്ന ആ പ്രശ്നത്തെക്കാളും വലിയ പ്രശ്നമായിരിക്കും നീ അങ്ങാനും അവിടെ ഇരുന്ന് പോയിട്ടുണ്ടെങ്കിൽ. ബാക്കിയുള്ളവരെല്ലാം നിന്നെ ചവിട്ടിക്കയറും അല്ലേ. അപ്പോൾ അതുകൊണ്ട് നീ പരാജയപ്പെട്ടു പോരുത്. ബിക്കോസ് യു ഫൈൻഡ് ഇറ്റ്സ് കിൻഡർ ഹാർഡ്, ഡോണ്ട് യു ഫോൾ നൗ, ഇപ്പോൾ വീണ് പോരുത് മോനെ. ഫോർ ഐ ഹാസ് ബീൻ ഗോയിങ് ഹണി, എന്നെ നോക്ക് നീ, ഞാൻ ഇന്നും കയറിക്കൊണ്ടിരിക്കുന്നല്ലേ, ഇന്നും ഞാൻ ജീവിച്ചു കൊണ്ടിരിക്കുന്നില്ലേ. സ്റ്റിൽ ഐ ഹാവ് സ്റ്റിൽ ക്ലൈംബിങ്, ഞാനിന്നും കയറിക്കൊണ്ടിരിക്കുന്നതാണ്. ലൈഫ് ഫോർ മീ ആൻഡ് ലൈഫ് ഫോർ മീ ain't been no crystal stair, എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതം ഒരിക്കലും എന്തായിരുന്നില്ല, ഒരു പളുങ്ക് ഗോവണി ആയിരുന്നില്ല എന്നമ്മ പറഞ്ഞിട്ട് അവിടെ കവിത അവസാനിക്കുകയാണ് കേട്ടോ. ഒന്നുകൂടെ ഞാൻ വായിക്കാം. വെൽ സൺ ഐ വിൽ ടെൽ യു, അതേ മകനെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ലൈഫ് ഫോർ മീ ain't been no crystal stair, ജീവിതം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും എന്തായിരുന്നില്ല, ഒരു ക്രിസ്റ്റൽ സ്റ്റെയർ ആയിരുന്നില്ല, പളുങ്ക് ഗോവണി ആയിരുന്നില്ല.
ഇറ്റ് ഹാഡ് ടാക്സ് ഇൻ ഇറ്റ്. അതിൽ മുള്ളുകളുണ്ടായി, അതിൽ ആണികളുണ്ടായിരുന്നു, സ്പ്ലിൻഡേഴ്സ് കുപ്പിച്ചില്ലുകളുണ്ടായിരുന്നു, ബോട്ട് ടോണപ്സ് വലിയ വലിയ ടോണപ്സ് ഉണ്ടായിരുന്നു. പ്രശ്നങ്ങളെ പറ്റിയിട്ടാണ് അതൊക്കെ പറയുന്നത്. ആൻഡ് പ്ലേസസ് വിത്ത് നോ കാർപ്പറ്റ്സ് ഓൺ ദ ഫ്ലോർ, പല സ്ഥലങ്ങളിലും കംഫർട്ട് ഇല്ലായിരുന്നു. ബെയർ, സ്റ്റാർക്ക് പോവർട്ടി, സ്കാൻഡ് ഫർണിഷിങ്, ബട്ട് ഓൾ ദ ടൈം ഐ ഹാസ് ബീൻ ക്ലൈംബിങ്. പക്ഷേ എല്ലാ സമയവും ഞാൻ എന്ത് ചെയ്യുന്നായിരുന്നു? കയറിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ആൻഡ് റീച്ചിങ് ലാൻഡിങ്സ്, ചില സമയങ്ങളിൽ ചില മാജിക്കലായിട്ട് തോന്നിയ സന്ദർഭങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ടേണിങ് കോർണേഴ്സ്, വഴിത്തിരിവുകളിൽ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഞാൻ തന്നെയാണ് എൻ്റെ തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നിട്ടുള്ളത്. നിർണായകമായ ചില തീരുമാനങ്ങൾ ഒറ്റയ്ക്കെടുക്കേണ്ട സന്ദർഭങ്ങൾ വന്നിട്ടുണ്ട്. ആൻഡ് സംടൈംസ് ഗോയിങ് ഇൻ ദ ഡാർക്ക്, ചില സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യണമെന്നറിയാണ്ട് പോയ സമയങ്ങളുണ്ട്, ഇരുട്ടപ്പെട്ടു പോയിട്ടുണ്ട്. വേർ there ain't been no light, അവിടെ പ്രകാശമില്ലായിരുന്നു. സോ ബോയ് ഡോണ്ട് യു ടേൺ ബാക്ക്, അതുകൊണ്ട് മോനെ നീ ഒരിക്കലും പിന്തിരിഞ്ഞ് കളയരുത്, നീ ഒരിക്കലും പരാജയപ്പെട്ടു പോകരുത്. ഡോണ്ട് യു സെറ്റ് ഡൗൺ ഓൺ ദ സ്റ്റെപ്സ്, നീ ആ സ്റ്റെപ്സിൽ തളർന്നിരുന്നു പോകരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ തോറ്റു കൊടുക്കരുത്. ബിക്കോസ് യു ഫൈൻഡ് ഇറ്റ്സ് കിൻഡർ ഹാർഡ്, കാരണം നീ അതിനെ എങ്ങനെയായിട്ട് മനസ്സിലാക്കും? അത് അതിനേക്കാളും പ്രയാസമാണ്. അങ്ങനെ എങ്ങാനും തോറ്റിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും പ്രയാസമാണെന്ന് നീ മനസ്സിലാക്കും. ഡോണ്ട് യു ഫോൾ നൗ, നീ ഇപ്പോൾ വീണു പോകരുത് കേട്ടോ. ഫോർ ഐ ഹാവ് ബീൻ സ്റ്റിൽ ക്ലൈംബിങ് ഹണി, ഞാൻ ഇന്നും കയറിക്കൊണ്ടിരിക്കുന്നല്ലേ മോനെ. ഐ ഹാവ് സ്റ്റിൽ ക്ലൈംബിങ് ആൻഡ് ലൈഫ് ഫോർ മീ ain't been no crystal stair. ജീവിതം അമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും എന്തായിരുന്നില്ല, ഒരു പളുങ്ക് ഗോവണി ആയിരുന്നില്ല എന്ന് പറഞ്ഞ് പോയോടെ അവസാനിക്കുകയാണ് കേട്ടോ. ഇനി നമുക്കതിൻ്റെ ഒരു ലിറ്ററൽ പീസ് നോക്കാം. ലിറ്ററൽ അനാലിസിസ് ഓഫ് ദ മദർ ടു സൺ. ഇതിൽ നമുക്ക് അപ്രിസിയേഷൻ വരും. അപ്പോൾ അപ്രിസിയേഷനിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു മോഡൽ നോക്കി വെച്ചോ. മദർ ടു സൺ ഇസ് എ പോയട്രി റിട്ടൺ ബൈ ലങ്സ്റ്റൺ ഹ്യൂഗ്സ് ഇൻ ദ ഏർലി ഓഫ് 20th century. നല്ലൊരു അപ്രിസിയേഷനാണ്, ശ്രദ്ധിച്ച് കേട്ടാൽ കുറേ പോയിന്റ്സ് നിങ്ങളുടെ മനസ്സിൽ വെക്കുക. മദർ ടു സൺ ഇസ് എ പോയട്രി റിട്ടൺ ബൈ ആരാണ്? ലങ്സ്റ്റൺ ഹ്യൂഗ്സ് ഇൻ ദ ഏർലി ഓഫ് 20th century, 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിൽ എഴുതിയതാണ്. The speaker in this poem is a mother who gives advice to her son, beloved son. അവരുടെ പ്രിയപ്പെട്ട മകന് കൊടുക്കുന്ന ഒരു ഉപദേശമാണ് ഈ കവിത എന്ന് പറയുന്നത്. The poet opens this poem by presenting a metaphor between the mother's life and a crystal stair in order to show that her life was not at all been easy. അമ്മ ഇവിടെ ആദ്യം തന്നെ ഒരു മെറ്റഫർ കൊണ്ടുവരുന്നുണ്ട്. ക്രിസ്റ്റൽ സ്റ്റെയർ ആണ് മെറ്റഫർ. അതെന്ത് കാണിക്കാനാണ്? തൻ്റെ ജീവിതം ഒരിക്കലും ഒരു ക്രിസ്റ്റൽ സ്റ്റെയർ പോലെ ആയിരുന്നില്ല, എന്ന് വെച്ചാൽ അത്ര എളുപ്പമായിരുന്നില്ല എന്നത് കാണിക്കാനാണ്. ആസ് വി ക്യാൻ സീ ഇൻ ദ നെക്സ്റ്റ് സ്റ്റാൻസ, രണ്ടാമത്തെ സ്റ്റാൻസ നമുക്ക് കാണാം. ഇറ്റ് ഹാഡ് ടാഗ്സ് ഇൻ ഇറ്റ് ആൻഡ് സ്പ്ലിൻഡേഴ്സ്. Again the poet uses metaphor to compare tags and splinters in the staircase to problems and difficulties in the mother's life. വീണ്ടും ഒരു മെറ്റഫർ ഉപയോഗിക്കുകയാണ് പോയറ്റ്. ടാഗ്സും സ്പ്ലിൻഡേഴ്സും ഒക്കെ എന്തിനാണ് കാണിക്കുന്നത്? ഇവരുടെ ലൈഫിലുണ്ടായിരുന്ന പ്രോബ്ലംസിനെയാണ്, പിന്നെ പ്രോബ്ലംസിനെ ഡിഫിക്കൽട്ടീസിനെയാണ്. The mother seems to have born in a poverty as the poem goes like and broad turnips and places with no carpet on the floor. Then the mother says, but all the time I has been climbed on, showing that no matter what she faced, she keeps on moving forward and climbing the staircase. അമ്മ ജനിച്ചത് ഒരു പക്ഷേ ഒരു ദാരിദ്ര്യം നിറഞ്ഞ കുടുംബത്തിലായിരിക്കാം. അതുകൊണ്ട് തന്നെ പലപ്പോഴും അവർക്ക് എന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, കംഫർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അമ്മ പറയുന്നു, എന്നിരുന്നാലും ഞാനിങ്ങനെ മുമ്പോട്ടേക്ക് തന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു. അതെന്തിനാണ് കാണിക്കുന്നത്? അത് അവരുടെ ഡിറ്റർമിനേഷനെയാണ് കാണിക്കുന്നത്, തീരുമാനിച്ചുറച്ച ആ ഒരു മനസ്സിനെയാണ് കാണിക്കുന്നത്. അടുത്തത്, ദ മദർ ഓൾസോ അഡ്മിറ്റ് ദാറ്റ്, അമ്മ ഇങ്ങനെ പറയുന്നുണ്ട്, സംടൈംസ് ഗോയിങ് ഇൻ ദ ഡാർക്ക് വേർ ദർ ain't be no light. This line represent the low moments in her life when she was feeling down and feeling like there was no hope for her. പ്രതീക്ഷയില്ല എന്ന് തോന്നിയ ചില ജീവിത സന്ദർഭങ്ങളെയാണ് ഇവിടെ ഗോയിങ് ഇൻ ദ ഡാർക്ക് എന്ന് പറയുന്ന സെൻറ്റൻസിലൂടെ പോയിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ബോയ് ഡോണ്ട് യു ടേൺ ബാക്ക്, അതുകൊണ്ട് മോനെ നീ ഇപ്പോൾ തിരിഞ്ഞു പോകരുത്. ഡോണ്ട് യു സെറ്റ് ഡൗൺ ഓൺ ദ സ്റ്റെപ്സ്, അതൊരു ലൈൻസ് ആണ്. ഷീ ഗീവ്സ് എ സൺ അനദർ അഡ്വൈസ് ടു നോട്ട് ടു ഗിവ് അപ്പ്. അപ്പോൾ അമ്മ വേറൊരു അഡ്വൈസ് കൊടുക്കുകയാണ്, നീ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഗിവ് അപ്പ് ചെയ്യരുത്. ജീവിതത്തിൽ ഗിവ് അപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക, പരാജയപ്പെടുക, സറണ്ടർ ചെയ്യുക എന്നൊക്കെ അർത്ഥം.
When things go wrong, she says, I have still been going, honey. I am still climbing. The mother motivates her son. അമ്മ അവളുടെ മകനെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എങ്ങനെ പറഞ്ഞിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നത്? ടു നെവർ ഗിവ് അപ്പ് ഡിസ്പൈറ്റ് ഓഫ് എനി ഫെയിലിയേഴ്സ് ഇൻ ഹിസ് ലൈഫ്. ജീവിതത്തിൽ എന്ത് പരാജയം വന്നാലും ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത്, വിട്ടുകൊടുക്കരുത്. ഷീ എൻകറേജസ് ഹിം ടു മൂവ് ഓൺ ജസ്റ്റ് ലൈക്ക് വാട്ട് ഷീ ഡിഡ്. അമ്മ ചെയ്തതുപോലെ തന്നെ മുമ്പോട്ടേക്ക് പോകാനാണ് അമ്മ അവനെ എൻകറേജ് ചെയ്യുന്നത്. This mother to son poem is a short free verse poem. ഇനി അതിലെ പോയറ്റിക് ഡിവൈസസ് അതിൻ്റെ ലാംഗ്വേജിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. ദിസ് മദർ ടു സൺ പോയം ഇസ് എ ഷോർട്ട് ഫ്രീ വേഴ്സ് പോയം കണ്ടെയ്നിങ് 20 stanzas and has no regular rhythm. ഒരു റെഗുലർ റിതമോ റൈമിങ്ങോ സ്കീമോ ഒന്നുമില്ല. The language that the poet uses is a colloquial language. ഒരു കൊളോക്കിയൽ ലാംഗ്വേജ് ആണ് പോയറ്റ് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻ ഇൻഫോർമൽ ലാംഗ്വേജ് ഗിവ്സ് ആൻ ഇംപ്രഷൻ ദാറ്റ് ദ മദർ ഇസ് ലെസ് എഡ്യൂക്കേറ്റഡ്. നമുക്ക് മദർ തീരെ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളാണെന്ന് തോന്നിപ്പിക്കാനും ആൻഡ് പ്രോബബ്ലി കെയിം ഫ്രം ദ കൺട്രി സൈഡ്, ഒരു വില്ലേജിൽ നിന്നും വരുന്ന ആളാണെന്ന് തോന്നിക്കാനുമാണ് അങ്ങനെ കൊടുത്തത് ഭാഷ. ദ പോയറ്റ് ഓൾസോ ടെൻസ് ടു യൂസ് ആഫ്രിക്കൻ അമേരിക്കൻ ഇംഗ്ലീഷ് ലൈക്ക് ഐ ഈസ് എ കോൺട്രഡിക്ഷൻ ഓഫ് ഐ ഈസ് വിച്ച് ഇസ് സ്റ്റാൻഡേർഡ് അമേരിക്കൻ ഇംഗ്ലീഷ് should be I am, to give an interpretation that the mother was an African American and although in the early 20th century they were free from slavery, their lives were still very difficult. 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തോടു കൂടിയിട്ട് സ്ലേവറിയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നുവെങ്കിലും അവരുടെ ജീവിതം വളരെയധികം പ്രയാസം നിറഞ്ഞതായിരുന്നു എന്ന് കാണിക്കുന്ന, എന്ന് വെച്ചാൽ അന്നും സ്ലേവറി മാറിയിട്ടുണ്ട്, ആഫ്രോ അമേരിക്കൻസിൻ്റെ അടിമത്തമൊക്കെ മാറിയിട്ടുണ്ട്, പക്ഷെ എന്നാലും അവരുടെ ലൈഫൊക്കെ വളരെ ഡിഫിക്കൽട്ടായിരുന്നു എന്ന് കാണിക്കുന്ന ഒരു ലൈനാണത്. ഓക്കെ, ഹൂ ഇസ് ദ സ്പീക്കർ ഇൻ ദ പോയം? ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഹൂ ഇസ് ദ സ്പീക്കർ ഇൻ ദ പോയം? ഡു യു ഫീൽ ദ പ്രസൻസ് ഓഫ് എ ലിസണർ? ഹൗ? ആരാണതിൽ സ്പീക്കർ? നിങ്ങൾക്കൊരു ലിസണർ അവിടെ തോന്നുന്നുണ്ട്. സ്പീക്കർ ഇൻ ദ പോയം ഇസ് എ ബോയ്. സോറി, ദ സ്പീക്കർ ഇസ് ദ മദർ ഓഫ് എ ബോയ്. We do feel the presence of a listener who is her son. The words are directly spoken to him. നേരെ അവനോട് പറയാണ് ചെയ്യുന്നത്. So we can say that there is a listener and it is her son. What does no crystal stair mean? Crystal stair is a solid substance with the proper shapes. It also means strong transparent glass. So palungu അതാട്ടോ പറഞ്ഞത്. So the phrase no crystal stair means the stair of life are not smooth, plain and clear. ലൈഫ് ഇസ് ഹാർഡ്. ജീവിതം അത്ര എളുപ്പമുള്ളതല്ല, ജീവിതം കുറച്ച് പ്രയാസമാണെന്ന് കാണിക്കുന്നതാണ് നോ ക്രിസ്റ്റൽ സ്റ്റെയർ എന്ന് പറയുന്നത്. വാസ് ലൈഫ് ഈസി ഫോർ നറേറ്റർ? അമ്മയ്ക്ക് ഈ ലൈഫ് അത്ര ഈസി ആയിരുന്നു? പിക്ക് ഔട്ട് എവിഡൻസ് ഫ്രം ദ ഫസ്റ്റ് സ്റ്റാൻസ ടു സപ്പോർട്ട് യുവർ ആൻസർ. നോ, ഇറ്റ് വാസൻറ്റ്. അമ്മയ്ക്ക് അത്ര എളുപ്പമായിരുന്നില്ല ലൈഫ്. ലൈഫ് ഫോർ ഹർ വാസ് നോട്ട് എ ക്രിസ്റ്റൽ സ്റ്റെയർ. ഇറ്റ് ഹാഡ് ടാക്സ് ആൻഡ് സ്പ്ലിൻഡേഴ്സ്. അതിനകത്ത് ടാക്സ് ഉണ്ടായിരുന്നു, സ്പ്ലിൻഡേഴ്സ് ഉണ്ടായിരുന്നു. ബോർഡ്സ് വേർ ടോണപ്സ് ആൻഡ് നോട്ട് കാർപ്പറ്റഡ്. പല സ്ഥലങ്ങളിലും കാർപ്പറ്റ് ഇല്ലായിരുന്നു. ദ ഫസ്റ്റ് സ്റ്റാൻസ എൻഡ്സ് വിത്ത് ദ വേർഡ് ബെയർ. വാട്ട് ഡസ് ദ സ്പീക്കർ മീൻ ബൈ ദ വേർഡ് ബെയർ? ബെയർ മീൻസ് നേക്കഡ് ഓർ എക്സ്പോസ്ഡ് എന്നാണ് അർത്ഥം. ബെയർ എന്ന് പറഞ്ഞാൽ നേക്കഡ് എന്നോ എക്സ്പോസ്ഡ് എന്നോ അർത്ഥം. ഷീ ഡിഡ് നോട്ട് ഹാവ് ഇനഫ് ക്ലോത്ത്സ് ഓർ ഷൂസ് ടു വെയർ. അവളുടെ കയ്യിൽ അത്രയും ക്ലോത്ത്സോ ഷൂസോ ഒന്നും ഇല്ലായിരുന്നു. ഹർ ലൈഫ് വാസ് ബെയർ ജസ്റ്റ് ലൈക്ക് ദ സ്റ്റെയർ വാസ് ബെയർ വിത്തൗട്ട് എനി കാർപ്പറ്റ്. അമ്മയുടെ ലൈഫ് വളരെയധികം ബെയറായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി, സ്റ്റാർക്ക് പോവർട്ടി ആൻഡ് സ്കാൻഡ് ഫർണിഷിംഗ് എന്ന് എഴുതിയാലും മതി കേട്ടോ. ഇതൊന്നും ഇങ്ങനെ വാരി വലിച്ച് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റാർക്ക് പോവർട്ടി അല്ലെങ്കിൽ സ്കാൻഡ് ഫർണിഷിംഗ് എന്ന് എഴുതി വെച്ചാൽ മതി. അടുത്തത്, വെൻ ലൈഫ് ബിക്കംസ് ചലഞ്ചിങ് ഡസ് ദ സ്പീക്കർ ഗിവ് അപ്പ്? ഹൗ ഡു യു നോ? നോ. അമ്മ പരാജയപ്പെടുന്നുണ്ടോ? ഇല്ല. അമ്മ തോറ്റു കൊടുക്കുന്നുണ്ടോ? ഇല്ല. നോ, ഷീ ഡസൻറ്റ്. ബിക്കോസ് ഷീ സേസ്, അമ്മ പറയുന്നത് ഓൾ ദ ടൈം ഷീ ഹാഡ് ബീൻ ക്ലൈംബിങ് ഓൺ ആൻഡ് റീച്ചിങ് ലാൻഡിങ്സ്. ഓരോ സമയത്തും അമ്മ കയറിക്കൊണ്ടിരിക്കുക തന്നെയായിരുന്നു. റീച്ചിങ് ലാൻഡിങ്സ് എന്നൊക്കെ പറയുന്നത് അതിന് ഉദാഹരണങ്ങളാണ്. വാട്ട് ഡു ദ ഫ്രേസസ് ടേണിംഗ് കോർണേഴ്സ് ആൻഡ് സെറ്റ് ഡൗൺ ഓൺ ദ സ്റ്റെപ്പ് മീൻസ്? ദീസ് ഫ്രേസസ് ആർ അമേരിക്കനിസംസ് ഇൻ ദ പോയം. Turning corners means to overcome difficulties one by one.
ഓരോന്നോരോന്നായിട്ട് പ്രശ്നങ്ങളെ അതിജീവിക്കുന്നതിനാണ് ടേണിംഗ് കോർണേഴ്സ് എന്ന് പറയാം. സെറ്റ് ഡൗൺ മീൻസ് സിറ്റ് ഡൗൺ. The mother, who is a black woman, is asking her son to sit down on the steps because he is tired of problems. പ്രോബ്ലംസിനാൽ വളരെ ക്ഷീണിച്ചിട്ടുണ്ട്. സോ നീ എന്ത് ചെയ്യരുത്, ക്ഷീണിച്ചിട്ടും നീ എന്ത് ചെയ്യരുത്, അവിടെ ഇരുന്ന് പോകരുത് എന്നാണ് അമ്മ പറഞ്ഞു കൊടുക്കുന്നത്. അടുത്തത് സ്പീക്കർ സ്പീക്സ് ഓഫ് ദ ഡാർക്ക് ടൈംസ്. വാട്ട് ഡസ് ദിസ് പോയറ്റ് റെഫർ ടു ഹിയർ? ഡാർക്ക് ടൈംസിനെ പറ്റിയിട്ട് പറയുന്നുണ്ട് അല്ലേ. Dark times refers to the hardships in life. ജീവിതത്തിലെ പ്രയാസങ്ങളെയാണ് dark times എന്ന് പറയുന്നത്. As the mother says, she was sometimes going in the dark where there has been no any light. അവിടെ വെളിച്ചമില്ലാത്ത ഒരുപാട് പകലുകൾ കടന്നു പോയിട്ടുണ്ടെന്ന്. Often she had to travel even without a ray of hope. പല സന്ദർഭങ്ങളിലും വെളിച്ചമില്ലാത്ത ഒരു പ്രതീക്ഷയില്ലാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ. What advice does the speaker give? എന്ത് അഡ്വൈസ് ആണ് മകന് അമ്മ കൊടുക്കുന്നത്? Pick out the relevant lines from the poem. The advice she gives is not to turn back, not to sit down on the steps and not to fall. അത്രയേ ഉള്ളൂ അല്ലേ. ഏതൊക്കെയാണ്? Not to turn back, not to sit down on the steps and not to fall. വീണു പോകരുത്. Boy, don't ലൈൻസ് നമ്മൾ പറയുന്നത്. Boy, don't you turn back, don't you sit down on the steps, don't you fall now എന്ന് പറയുന്നതാണ് അമ്മ കൊടുക്കുന്ന അഡ്വൈസ്. With what message does the poem end? എന്ത് മെസ്സേജ് വെച്ചിട്ടാണ് പോയം അവസാനിക്കുന്നത്? The poem ends with the message to go forward in the spirit of problems. മുൻപോട്ടേക്ക് പോകാനാണ് നമ്മളോട് പോയം പറയുന്നത്. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും മുമ്പോട്ടേക്ക് തന്നെ പോകണം. The obstacles should not stop us from going ahead. തടസ്സങ്ങൾക്ക് നമ്മളെ തടയാൻ പറ്റരുത്. എന്തിന്? ഫ്രം ഗോയിങ് അഹെഡ്, മുൻപോട്ടേക്ക് നമ്മളുള്ള പ്രയാണത്തിൽ തടസ്സങ്ങൾക്ക് നമ്മളെ തടഞ്ഞു വെക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. ഇനി ലൈൻസ് തന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം ദ പോയം മദർ ടു സൺ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. വെൽ സൺ, ഐ വിൽ ടെൽ യു, ലൈഫ് ഫോർ മീ ain't been no crystal stair. ഈ ലൈൻസ് ആണ് ഫസ്റ്റ് സ്റ്റാൻസ് തന്നെയാണ്. എന്നൊരു ചോദ്യം. ഹൂ ഇസ് ദ സ്പീക്കർ ഇൻ ദ പോയം? പോയത്തിലെ സ്പീക്കർ ആരാണ്? വളരെ സിമ്പിളാണ്, മദറാണ്. വാട്ട് ഡസ് ദ എക്സ്പ്രഷൻ നോ ക്രിസ്റ്റൽ സ്റ്റെയർ മീൻ? നോ ക്രിസ്റ്റൽ സ്റ്റെയർ മീൻസ് ലൈഫ് വാസ് വിത്തൗട്ട് കംഫർട്ട്, അല്ലെങ്കിൽ ലൈഫ് വാസ് വിത്തൗട്ട് ലൈഫ് വാസ് നോട്ട് ലൈക്ക് എ ക്രിസ്റ്റൽ സ്റ്റെയർ. ഇറ്റ് വാസ് ഹാർഡ് ഇൻ ഇറ്റ് വാസ് നോട്ട് സോ സ്മൂത്ത്. What does the mother try to tell the son? The mother is trying to tell her son that life for her was not easy, but she was climbing on. What does turning and corners signifies? Turning corners signifies and the turning corners nu parnal phases in her life where she tried to solve problems on her own. ഒറ്റയ്ക്ക് തന്നെ പ്രശ്നങ്ങൾ പരിഹരിച്ച ചില സന്ദർഭങ്ങൾ. Pick out an instance of metaphor used in the poem. സിമ്പിൾ ആണ്. മെറ്റഫർ യൂസ് ചെയ്തതാണ് ലൈഫ് ഫോർ മീ ain't been no crystal stair എന്ന് പറയുന്നത് തന്നെയാണ് എന്ത് മെറ്റഫർ എന്ന് പറയുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ. അടുത്ത കുറച്ച് ടെക്സ്റ്റിൽ അവർ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ലെറ്റ്സ് റീവിസിറ്റ് എന്ന് പറഞ്ഞിട്ട് ആ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. കാരണം അത്രയും ചോദ്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാവുന്നതാണ്. ഇൻ ദ ഫസ്റ്റ് 7 lines, a stairway with tags in it is and splinters is being compared to dash. ലൈഫുമായിട്ടാണ് ഈ ടാക്സിനെയും ഈ സ്റ്റെയർവേനെയൊക്കെ കമ്പയർ ചെയ്യുന്നത് അല്ലേ. ഇൻ ദ പോയം boards with tags and splinters and board torn-ups are symbols for difficulties and challenges in life ആണ് കേട്ടോ. അടുത്ത്, what does reaching landing symbolizes in mother's life? reaching landings എന്തിനാണ് സൂചിപ്പിക്കുന്നത്? phases in her life that seemed magical to her. phases in her life that seemed magical to her. Why do you think the word bare is used in the poem? To emphasize the difficult and bare of luxuries the mother's life had been. അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു എന്താ പറയുക, പ്രയാസങ്ങളെയും അതുപോലെ തന്നെ ലക്ഷറീസ് ഇല്ലായ്മയും കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്ത്, which of the following is the most suitable meaning for turning corners in the poem?
ഫേസസ് ഇൻ എ ലൈഫ് വേർ ഷീ ട്രൈ ടു സോൾവ് പ്രോബ്ലംസ് ഹെർ ഓൺ. സ്വയം പ്രശ്നങ്ങൾ പരിഹരിച്ച കാര്യങ്ങൾ. വാട്ട് ഇസ് ദ തീം ഓഫ് ദ പോയം? സിമ്പിളാണ് തീം. ഡോണ്ട് ഗിവ് അപ്പ്, റീച്ച് ഔട്ട് ടു ദ ഗോൾസ് യു ഹാവ് സെറ്റ് ഫോർ യുവർ സെൽഫ്. ഡോണ്ട് ഗിവ് അപ്പ്, റീച്ച് ഔട്ട് ടു ദ ഗോൾസ് യു ഹാവ് സെറ്റ് ഫോർ യുവർ സെൽഫ്. അടുത്ത 7th one. The crystal stair is a metaphor used in the poem. Why do you think Hughes is referring to staircase as crystal? Crystals are beautiful. ക്രിസ്റ്റൽ എന്ന വേർഡ് തന്നെ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ക്രിസ്റ്റൽ സ്റ്റെയർ, സിമെൻറ്റ് സ്റ്റെയർ എന്നൊക്കെ പറഞ്ഞാൽ പറയായിരുന്നു. ഇവിടെ ക്രിസ്റ്റൽ എന്ന വേർഡ് ഉപയോഗിക്കാൻ കാരണം ഇതാണ്. ക്രിസ്റ്റൽസ് ആർ ബ്യൂട്ടിഫുൾ, നല്ല ഭംഗിയാണ് പളുങ്ക് കാണാൻ. ബട്ട് ദേ ആർ ഓൾസോ ഫ്രെജൈൽ ആൻഡ് സ്ലിപ്പറി. പക്ഷെ അതുപോലെ തന്നെ ഭംഗി പോലെ തന്നെ അത് വളരെയധികം വൈക്കും, അതുപോലെ തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതുമാണ്. ഈസിലി ബ്രേക്കബിൾ എന്നാണ് ഫ്രെജൈൽ എന്ന വേർഡിൻ്റെ അർത്ഥം. Why is stairway used as appropriate metaphor to describe the wisdom of the mother is trying to impart in the son? One requires steady persistence to go up and down the stair ആണ് ആൻസർ. What is the most likely age of the son? കുട്ടിയുടെ പ്രായം ടീനേജ്. The language used in the poem pertaining to a particular culture or geographical area is known as dash. ഏതാണ് ഭാഷ? അതിനെ നമ്മൾ ഡയലക്റ്റ് എന്ന് പറയും കേട്ടോ. ഡയലക്റ്റ്, പ്രാദേശിക ഭാഷ എന്ന് പറയും. ഡയലക്റ്റ് ആണത്. ഓക്കെ, അത്രയും മതി. അതാണ് നമ്മുടെ ചാപ്റ്റർ മദർ ടു സൺ. ഓക്കെ, ഇനി നമ്മൾ നേരെ നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാണ്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് വാങ്ക എന്നാണ്. നെക്സ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് വാങ്ക എന്നാണ്. അപ്പോൾ ഫോക്കസ് ഏരിയയുള്ള ചാപ്റ്റർ അല്ല വാങ്ക. എന്നാലും വാങ്കയിൽ നിങ്ങൾ മോഡലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. വാങ്കയിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, നമുക്ക് നോക്കാം വാങ്ക. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ ഈ യൂണിറ്റിൻ്റെ പേര് എന്താണെന്നുള്ളതൊന്ന്. യൂണിറ്റിൻ്റെ പേര് റേ ഓഫ് ഹോപ്പ് എന്നാണ്, പ്രതീക്ഷയുടെ കിരണങ്ങൾ എന്നാണ്. റേ ഓഫ് ഹോപ്പ്, അതൊക്കെ പറയാനാണെങ്കിലും തീമൊക്കെ എഴുതി വെക്കുകയാണെങ്കിലും വളരെ നല്ലതാണ് നമ്മുടെ എസ്സേ ഒക്കെ എഴുതുമ്പോൾ. അതിനകത്ത് വാങ്ക ഷുക്കോവ് എന്ന് പറയുന്ന ഒരു 9 വയസ്സുകാരൻ്റെ കഥയാണ് ഇവിടെ. ആൻറ്റൺ ചെക്കോവ്, റഷ്യൻ റൈറ്ററാണ് ആൻറ്റൺ ചെക്കോവ് എന്ന് പറയുന്ന റഷ്യൻ റൈറ്റർ ഇവിടെ പറയുന്നത് ആരുടെ കഥയാണ്? വാങ്ക ഷുക്കോവ് എന്ന് പറയുന്ന വെറും 9 വയസ്സുകാരൻ്റെ കഥയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കാലത്ത് നമ്മുടെ ലോകത്തിൽ ചൈൽഡ് ലേബർ എന്ന് പറയുന്ന സംഭവം, അല്ലേ, ബാലവേല എന്ന് പറയുന്ന സംഭവം വളരെയധികം വ്യാപകമായിരുന്നു. പലയിടങ്ങളിലും കുട്ടികളുടെ ജീവിതം വളരെ ദുസ്സഹമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ജോലിക്ക് പോകേണ്ടി വരിക, അവിടെ വളരെ ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങളും അതുപോലെ പല സംഭവങ്ങളിലും കുട്ടികളുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുകയും അതിനെ ചൊല്ലിയൊരു കേസോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത നിൽക്കുന്ന ഒരു വളരെ ദാരുണമായിട്ടുള്ള ഒരു അവസ്ഥ. അത് വളരെ സർവ്വസാധാരണമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരം ഒരു കാലഘട്ടത്തിലാണ് ഇത്തരം ഒരു കഥ പെട്ടെന്ന് പിറവി കൊള്ളുന്നത്. ആ കഥ ഒരുപാട് ആളുകളുടെ ഐ ഓപ്പണറായി എന്നാണ് പറയുന്നത്. ഐ ഓപ്പണർ എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൻ്റെ കണ്ണു തുറപ്പിക്കുന്ന ഒരു കഥയായിരുന്നു ഏത് വാങ്ക എന്ന് പറയുന്നത്. കഥ എത്രയേ ഉള്ളൂ. വാങ്ക ഷുക്കോവ് എന്ന് പറയുന്ന കുട്ടി ഒരു അനാഥനാണ്. അവന് രക്ഷിതാക്കളില്ല. അവൻ്റെ അച്ഛനമ്മമാർ മരിച്ചപ്പോൾ അവൻ്റെ മുത്തശ്ശൻ്റെ അടുത്തേക്ക് പോയി പറഞ്ഞയച്ചു. മുത്തശ്ശന് പ്രായമുള്ള ആളാണ്, 65 വയസ്സുള്ളൊരു വാച്ച്മാനാണ്. അദ്ദേഹത്തിന് ഈ കുട്ടീനെ നോക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ അദ്ദേഹം അവനെ ഒരു തൊഴിൽ കിട്ടാൻ വേണ്ടിയിട്ട്, അവനെന്തെങ്കിലും ഒന്ന് ആവാൻ വേണ്ടിയിട്ട് വാങ്കയെ ഒരു ഷൂ മേക്കറിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കാണ്. മോസ്കോ എന്ന് പറയുന്ന വലിയ പട്ടണത്തിലുള്ള ഒരു ഷൂ മേക്കറിൻ്റെ വീട്ടിലേക്ക് ഇവനെ പറഞ്ഞയക്കാണ്. അപ്പോൾ ഈ ഷൂ മേക്കറിൻ്റെ വീട്ടിലാണെങ്കിലോ ഇവന് വലിയ പ്രയാസങ്ങളാണ് അനുഭവിക്കേണ്ടത്. കൊടിയ പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വന്നപ്പോൾ ഇത് താങ്ങ വയ്യാണ്ട് 3 മാസമായി ഇപ്പോൾ അവൻ എവിടെ പോയിട്ട് ഈ അലിയോക്കൻ്റെ വീട്ടിലേക്ക് താമസം മാറിയിട്ട് അവിടെ മാസ്റ്ററും അയാളുടെ ഭാര്യ മിസ്ട്രസും അതുപോലെ തന്നെ അവിടെയുള്ള ഇവന് മുമ്പേ വന്ന സീനിയർ അപ്രൻറ്റിസസും ഒക്കെ ഇവനെ ക്രൂരമായി മർദ്ദിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്നും എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവനൊരു കത്ത് എഴുതാണ്. ആർക്ക്? തൻ്റെ മുത്തശ്ശന്. ഇവിടുന്ന് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുപോകണമെന്ന്. അപ്പോൾ ആ കത്തിലുടനീളം നമ്മൾ ഈ പ്രയാസങ്ങളും അവിടെ അവൻ്റെ നേരിട്ട പ്രശ്നങ്ങളും അതുപോലെ തന്നെ അവൻ്റെ ഓർമ്മകൾ, മുത്തശ്ശനെ കുറിച്ചുള്ള ഓർമ്മകളും വില്ലേജിനെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെയാണ് ഈ ചാപ്റ്റർ മുഴുവനും. കത്ത് അവസാനിക്കുന്നതോടുകൂടി നമ്മുടെ ചാപ്റ്റർ അവസാനിക്കുന്നത്. പക്ഷേ കത്ത്
ചാപ്റ്റർ അവസാനിക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുകയാണ്, ഈ കത്തൊരിക്കലും ഗ്രാൻഡ് ഫാദറിന് എന്ത് ചെയ്യാൻ പോകുന്നില്ല, കിട്ടാൻ പോകുന്നില്ല എന്ന്. മനസ്സിലായില്ലേ? അവിടെ നമ്മളെ വല്ലാതെ പിടിച്ചിരുത്തുന്ന രീതിയിലേക്ക്, കണ്ണ് നിറയിപ്പിക്കുന്ന രീതിയിലേക്ക് കഥ എന്ത് ചെയ്യാണ്, മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ചാപ്റ്ററിലേക്ക് വരികയാണ്. ഫസ്റ്റ് പാരഗ്രാഫ് ഞാൻ പറഞ്ഞപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾക്ക്. 9-year-old Vanga Shukov, who had been apprenticed 3 months ago to Alyokin, the shoemaker, did not go to bed on Christmas Eve. 9-year-old Vanga Yukov, Yukov എന്ന് വായിച്ചാൽ മതി, ZH ആണ്, ZHUKOV. 9 വയസ്സുള്ള വാങ്ക യുക്കോവ് എന്ന് പറയുന്ന പയ്യൻ, who had been apprenticed 3 months ago to Alyokin, the shoemaker. Apprenticed എന്ന് പറഞ്ഞാൽ ട്രെയിനി ആയിട്ട് ഇപ്പോൾ പറഞ്ഞേക്കുക. എന്തിന്? പണി പഠിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ടു എ ഷൂ മേക്കർ ഡിഡ് നോട്ട് ഗോ ടു ബെഡ് ഓൺ ക്രിസ്മസ് ഈവ്. ക്രിസ്മസിൻ്റെ തലേന്ന് അവന് ഉറങ്ങാനൊന്നും പോയില്ല. ഹി വെയിറ്റഡ്, അവൻ വെയിറ്റ് ചെയ്യായിരുന്നു. എന്തിന്? ടിൽ ഹിസ് മാസ്റ്റർ ആൻഡ് ദ മിസ്ട്രസ് ആൻഡ് ദ സീനിയർ അപ്രൻറ്റിസസ്, അവൻ്റെ മാസ്റ്ററും അവൻ്റെ മിസ്ട്രസ്സും അതുപോലെ തന്നെ അവിടെയുള്ള ബാക്കി ഇവന് മുമ്പേ വന്ന അപ്രൻറ്റിസസും ഒക്കെ ഹാഡ് ഗോൺ ടു ചർച്ചിലേക്ക് പോകുന്നതുവരെ ഇവൻ കാത്തു നിൽക്കുകയായിരുന്നു. ആൻഡ് ദെൻ ടുക്ക് ഫ്രം ദ കബോർഡ്, അവരൊക്കെ പോയി എന്ന് ഉറപ്പ് വരുത്തിയപ്പോൾ ആൻഡ് ഹി ടുക്ക് ഫ്രം ദ കബോർഡ്, കബോർഡിൽ നിന്നും അവനെടുത്തു. എന്താ എടുത്ത്? ഫ്രം ദ കബോർഡ് എ ബോട്ടിൽ ഓഫ് ഇങ്ക് ആൻഡ് എ പെൻ വിത്ത് എ റസ്റ്റി നിബ്. ഒരു മഷിക്കുപ്പി എടുത്തു, അതുപോലെ തന്നെ ഒരു റസ്റ്റി നിബുള്ള തുരുമ്പെടുത്ത നിബോട് കൂടിയിട്ടുള്ള ഒരു പെന്നും അവനെടുത്തു. സ്പ്രെഡ് ഔട്ട് എ ക്രംബിൾഡ് ഷീറ്റ് ഓഫ് പേപ്പർ, എന്നിട്ട് ഒരു ക്രംബിൾഡ് ഷീറ്റ് ഓഫ് പേപ്പർ, എന്താ ചുരുട്ടി മടക്കിയ ഒരു കഷ്ണം പേപ്പറും അത് നിർത്തി വെച്ചു. ആൻഡ് വാസ് ഓൾ റെഡി ടു റൈറ്റ്, എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുകയാണ് മൂപ്പര്. ബിഫോർ ട്രേസിങ് ദ ഫസ്റ്റ് ലെറ്റർ, ആദ്യത്തെ അക്ഷരം കുറിക്കുന്നതിന് മുമ്പേ, ആദ്യത്തെ അക്ഷരം എഴുതി വെക്കുന്നതിന് മുമ്പേ, ഹീ ഗ്ലാൻസ്ഡ് സെവറൽ ടൈംസ് ആങ്ഷ്യസ്ലി അറ്റ് ദ ഡോർ, ആ വാതിലിലേക്ക്, ആ വാതിലുകളിലേക്ക്, ജനലിലേക്ക് അവൻ ഒരുപാട് തവണ ഇങ്ങനെ ആകാംക്ഷയോടുകൂടി നോക്കുന്നുണ്ട്. ആരെങ്കിലും വരുന്നുണ്ടോ നോക്കുകയാണ്. To write before tracing the first letter, he glanced several times anxiously at the door and the window. Peered at the dark icon with shelves holding the cobbler's last stretching on either side of it, and gave curing sigh. അപ്പോൾ അവിടെ കാണുന്ന ചില കാഴ്ചകളാണ് ഈ ഐക്കൺ എന്നൊക്കെ പറഞ്ഞാൽ കാർവിംഗ് ആണ്, പെയിൻറ്റിങ്ങോ കാർവിംഗ് ഒക്കെ ആണ്. അപ്പം അതിലുള്ള ചില ചിഹ്നങ്ങൾ, ചില ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ചെരുപ്പിൻ്റെ അച്ചാണ്, മരം കൊണ്ടുണ്ടാക്കുന്നതോ അല്ലെങ്കിൽ ഇരുമ്പ് കൊണ്ടുണ്ടാക്കുന്നതോ ആയിട്ടുള്ള ചെരുപ്പിൻ്റെ അച്ചുകളാണ്. അപ്പോൾ അതൊക്കെ പല സൈസിലുള്ളത് അവിടെ ഉണ്ട്. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇതൊക്കെ ആളുകളുടെ ഉള്ളിൽ ഭീകരത ഉണ്ടാക്കാനാണ്. ക്യാരക്ടറിനെ പറഞ്ഞ് തുടങ്ങുന്നേ ഉള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ ഇവൻ അവിടേക്കും ഇവിടേക്കൊക്കെ നോക്കുന്നുണ്ട്, പേടിച്ച് നോക്കുകയാണ്, ആരെങ്കിലും വരുന്നുണ്ടോ നോക്കുകയാണ്. ദ പേപ്പർ ലേ ഓൺ ദ ബെഞ്ച്, ആ പേപ്പർ അവിടെ ബെഞ്ചിൽ മേലെ അങ്ങനെ ഇരിക്കുന്നു. ആൻഡ് വാങ്ക നെൽറ്റ് ഓൺ ദ ഫ്ലോർ അറ്റ് ദ ബെഞ്ച്. അറ്റ് ദ ബെഞ്ച് ഓർത്തു വെച്ചോ. അറ്റ് ദ ബെഞ്ച് എന്ന് പറഞ്ഞാൽ ബെഞ്ചിൻ്റെ അടുത്ത് ഇരുന്നു എന്നർത്ഥം. ഓൺ ദ ബെഞ്ച് എന്ന് പറഞ്ഞാൽ ബെഞ്ചിൻ്റെ മുകളിൽ ഇരുന്നു എന്നർത്ഥം. മനസ്സിലായില്ലേ? അപ്പോൾ ആ വ്യത്യാസം അവിടെ മനസ്സിലാക്കണം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ വരും. ആ കുട്ടി അവിടെ ബെഞ്ചിൻ്റെ അടുത്ത് ഇരുന്നു. രണ്ടാമത്തെ പാരഗ്രാഫിൽ ശ്രദ്ധിക്കുക, കത്ത് എഴുതി തുടങ്ങിയിട്ടോ. ഡിയർ കോൺസ്റ്റാറ്റിൻ മാക്രച്ച്, കുട്ടി എഴുതാണ്. ഡിയർ കോൺസ്റ്റാറ്റിൻ മാക്രച്ച്, ഹി റോട്ട്, ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ ടു യു, ഞാനിതാ നിങ്ങൾക്കൊരു കത്ത് എഴുതുന്നു. ഐ സെൻഡ് യു ക്രിസ്മസ് ഗ്രീറ്റിംഗ്സ് ആൻഡ് ഹോപ്പ് ഗോഡ് വിൽ സെൻഡ് യു ഹിസ് ബ്ലെസ്സിങ്സ്, ഞാൻ നിങ്ങൾക്ക് ക്രിസ്മസ് ഗ്രീറ്റിംഗ്സ് അയക്കുന്നു. ഓക്കെ, ആൻഡ് ഐ തിങ്ക്, ഞാൻ പ്രതീക്ഷിക്കുന്നു, എന്ത്, ആൻഡ് ഐ ഹോപ്പ് ഗോഡ് വിൽ സെൻഡ് യു ഹിസ് ബ്ലെസ്സിങ്സ്, ദൈവം അങ്ങേ ഈ ക്രിസ്മസിന് അനുഗ്രഹിക്കട്ടെ. ഐ ഹാവ് നോ ഫാദർ ആൻഡ് നോ മമ്മി ആൻഡ് യു ആർ ഓൾ ഐ ഹാവ് ലെഫ്റ്റ്, എനിക്ക് ഈ ലോകത്തിൽ മുത്തശ്ശ വേറെ ആരുമില്ല, നിങ്ങൾ മാത്രമേ ഉള്ളൂ എനിക്കിനി ഈ ജീവിതത്തിൽ. തേർഡ് പാരഗ്രാഫ്. Vanka raised his eyes to the dark window pane in which the reflection of the candle flickered.
ഹലോ, ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ, കറണ്ട് പോയതാണ്. ഓക്കെ, നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. കേൾക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, യെസ്, നമുക്ക് തുടങ്ങാം. Vanga raised his eyes to the dark window pane in which the reflection of the candle flickered. വാങ്ക അവൻ്റെ കണ്ണുകൾ ഉയർത്തി. എവിടേക്കാണ് ഉയർത്തിയെന്നറിയോ? ടു ദ ഡാർക്ക് വിൻഡോ പെയിൻ. ആ ഡാർക്ക് വിൻഡോ പെയിനിലേക്ക് അവൻ്റെ കണ്ണുകൾ ഉയർത്തി. ഇൻ വിച്ച് ദ റിഫ്ലക്ഷൻ ഓഫ് ദ കാൻഡിൽ ഫ്ലിക്കേർഡ്. ഫ്ലിക്കേർഡ് എന്ന് പറഞ്ഞാൽ ഷൈൻ അൺസ്റ്റഡിലി. പാരഗ്രാഫ് വരും, ഇതിനകത്തൊന്നും ചോദ്യം ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ വേർഡ് മീനിങ് ചോദിക്കും. ഫ്ലിക്കേർഡിൻ്റെ മീനിങ് എന്താണ്? ടു ഷൈൻ അൺസ്റ്റഡിലി എന്നാണ് അർത്ഥം. അപ്പോൾ ഇൻ ദ ഇമാജിനേഷൻ, അവിടെ അവൻ കാണുകയാണ്. ഇപ്പോൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു ഫ്ലാഷ് ബാക്ക് പോലെ അവൻ്റെ ഓർമ്മകളിലേക്ക് വരികയാണ്. ആര്? ഹിസ് ഡിസ്റ്റിങ്ലി സോ ദ ഗ്രാൻഡ് ഡാഡ് കോൺസ്റ്റാന്റിൻ മാക്രിച്ച്. അവൻ്റെ മുത്തശ്ശനായുള്ള കോൺസ്റ്റാന്റിൻ മാക്രിച്ചിൻ്റെ രൂപം അവൻ്റെ മനസ്സിലേക്ക് വരികയാണ്. ഹി വാസ് എ നൈറ്റ് വാച്ച്മാൻ ഓൺ ദ എസ്റ്റേറ്റ് ഓഫ് സം ജെന്റിൽ ഫ്ലോക്ക് കോൾഡ് ശിവാരേവ്. ശിവാരേവ് എന്ന് പറയുന്ന ഒരു ഭൂപ്രമാണിമാരുടെ വീട്ടിൽ, ഒരു എസ്റ്റേറ്റിൽ ഇയാൾ ആരാണ്? നൈറ്റ് വാച്ച്മാൻ ആണ്. കോൺസ്റ്റാന്റിൻ മാക്രിച്ച് എന്ന് പറയുന്ന വാങ്കയുടെ മുത്തശ്ശൻ. ഓക്കെ, ഹി വാസ് എ സ്മോൾ ലീൻ ഓൾഡ് മാൻ അബൌട്ട് 65. അയാളൊരു ചെറിയ മനുഷ്യനാണ്. ലീൻ, മെലിഞ്ഞ ആളാണ്. ഓൾഡ് മാൻ അബൌട്ട് 65, ഒരു വൃദ്ധനായ മനുഷ്യൻ. ഏകദേശം എത്ര വയസ്സുണ്ട് പ്രായം? ഈ 65 വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യൻ. ബട്ട് റിമാർക്കബിളി ലൈവ്ലി. പക്ഷെ 65 വയസ്സുണ്ടെന്ന് കരുതിയിട്ട് അയാൾ ഇങ്ങനെ തീരെ വയ്യാത്ത ആളൊന്നുമല്ല. റിമാർക്കബിളി, എടുത്തു പറയത്തക്കതായ നല്ല ലൈവ്ലിയാണ് ആള്. ആൻഡ് എജൈൽ, ഈസിലി മൂവബിൾ എന്നാണ് എജൈൽ എന്ന വേർഡിൻ്റെ അർത്ഥം. എളുപ്പത്തിൽ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ചുറുചുറുക്കുള്ള ആളാണ്. വിത്ത് എ സ്മൈലിംഗ് ഫേസ്, എപ്പോഴും ചിരിച്ച മുഖമാണ്. ആൻഡ് ഐസ് ബ്ലിയറി വിത്ത് ഡ്രിങ്ക്, മദ്യപിച്ചതിൻ്റെ ഒരു ഡൾനെസ് എപ്പോഴും അയാളുടെ കണ്ണുകളിൽ കാണാൻ പറ്റും. ഇൻ ദ ഡേ time he either slept at the kitchen or sat joking with the cook and the kitchen maids. ഡേ ടൈമിൽ മൂപ്പരെ പണി എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ കിച്ചൺ മെയ്ഡ്സിനോട് സംസാരിച്ചിരിക്കുക, കുക്കിനോട് സംസാരിച്ചിരിക്കുക, അല്ലെങ്കിൽ അവിടെ കിടന്നുറങ്ങുക. രാത്രിയാണല്ലോ അയാളുടെ പണി. ഓർ സാറ്റ് ജോക്കിംഗ് വിത്ത് ദ കുക്ക് ആൻഡ് ദ കിച്ചൺ മെയ്ഡ്സ്. ഇൻ ദ നൈറ്റ് ഹി wrapped himself in great sheepskin coat. രാത്രിയാകുമ്പോൾ മൂപ്പര് വലിയ കോട്ട് ഇട്ടിട്ട്, ഷീപ്പ് സ്കിൻ കോട്ട് എന്ന് പറഞ്ഞാൽ കമ്പിളിയുടെ കോട്ട് ധരിച്ചിട്ട് അയാൾ എന്ത് ചെയ്യും? തണുപ്പകറ്റാൻ വേണ്ടിയിട്ട് വാക്ക്ഡ് റൗണ്ട് ആൻഡ് റൗണ്ട് ദ എസ്റ്റേറ്റ്. ആ എസ്റ്റേറ്റിൻ്റെ ചുറ്റിലും ഇങ്ങനെ റോന്ത് ചുറ്റിലാണ് മൂപ്പരുടെ പണി. സൗണ്ടിങ് ഇസ് റാറ്റിൽ. റാറ്റിൽ എന്ന് പറഞ്ഞാൽ ഒരു സാധനമാണ്, ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്ന, കുട്ടികളൊക്കെ കളിക്കുന്ന ഒരു കിൽക്കട്ട എന്നൊക്കെ പറയുന്ന സാധനമാണ് അല്ലേ. ഇത് വെച്ച് ഇയാൾ ശബ്ദം ഉണ്ടാക്കിയിട്ട് അങ്ങനെ നടക്കും, ആനിമൽസ് ഒന്നും വരാതിരിക്കാനാണ്. wrapping his 2 dogs, eel and കഷ്ടാങ്ക would follow him. മൂപ്പർക്ക് 2 നായയുണ്ട്, ഒന്ന് ഈലും മറ്റൊന്ന് കഷ്ടാങ്കയും. അത് രണ്ടും ഇയാളെ കൂടെ ചെല്ലും എപ്പോഴും. വിത്ത് ഡ്രൂപ്പിംഗ് ഹെഡ്സ്, തല താഴ്ത്തിയും കൊണ്ട്, ഇയാൾക്കനുസരിച്ച് കൊണ്ട് അവരങ്ങനെ നടക്കും. ഈൽ വാസ് നെയ്മഡ് ഓൺ അക്കൗണ്ട് ഓഫ് ഹിസ് ബ്ലാക്ക് കോട്ട് ആൻഡ് ലോങ് വെയ്സൽ ലൈക്ക് ബോഡി. ഈൽ എന്ന് പറയുന്ന നായ, അത് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് ഇതിനകത്ത്. വാങ്കയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു നായയാണ്. വാങ്ക പലപ്പോഴും ഇതിനെ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഈലെന്ന് പറയുന്ന നായയെ പറ്റി പറയുകയാണെങ്കിൽ അതിനൊരു ലോങ് വെയ്സൽ ലൈക്ക് ബോഡിയാണ്. കീരിയെ പോലെയുള്ള നീണ്ട മെലിഞ്ഞ ശരീരമാണ്. ഓടാനും ചാടാനും നുഴഞ്ഞു കയറാനൊക്കെ എളുപ്പമായിരിക്കും അതിന്. ബട്ട് വെയ്സൽ ലൈക്ക് ബോഡി. ഹി വാസ് വണ്ടർഫുള്ളി റെസ്പെക്ട്ഫുൾ ആൻഡ് ഇൻസിനുവേറ്റിംഗ്. വളരെയധികം ബഹുമാനം ആളുകൾക്ക് തോന്നിക്കുന്നതും അതുപോലെ തന്നെ ഇൻസിനുവേറ്റിംഗ് ആയിരുന്നു. ഇൻസിനുവേറ്റിംഗ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ അഫെക്ഷൻ പിടിച്ചു പറ്റാൻ കഴിവുള്ള, മനസ്സിലായില്ലേ? മറ്റുള്ളവരുടെ സ്നേഹം പിടിച്ചു പറ്റാൻ കഴിവുള്ളതിനെയാണ് ഇൻസിനുവേറ്റിംഗ് എന്ന് പറയാം. ഹി ഹാഡ് ദ സെയിം അപ്പീലിംഗ് ഗ്ലാൻസ് ഓൺ ഫ്രണ്ട്സ് ആൻഡ് സ്ട്രേഞ്ചേഴ്സ് ലൈക്ക്. സുഹൃത്തുക്കളെയും അതുപോലെ തന്നെ അപരിചിതരുടെയും ഒരേപോലെയാണ് അവൻ നോക്കാറ്. ബട്ട് ഹി ഇൻസ്പയർഡ് കോൺഫിഡൻസ് ഇൻ നോ വൺ. പക്ഷേ സുഹൃത്തുക്കളായിക്കോട്ടെ ആരായിക്കോട്ടെ ആരിലും അങ്ങനെ അമിതമായ ആത്മവിശ്വാസം ഉണ്ടാക്കാൻ അവൻ കൊടുക്കാറില്ല. എന്ന് വെച്ചാൽ അമിതമായ ട്രസ്റ്റ് അവന് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയൂല എന്ന് അവൻ്റെ സ്വഭാവം മാറും. ബട്ട് ഹി ഇൻസ്പയർഡ് കോൺഫിഡൻസ് ഇൻ നോ വൺ. ഹിസ് ഡിഫറൻഷ്യൽ മാനർ ആൻഡ് ഡോസിലിറ്റി വേർ എ പ്രീടെക്സ്റ്റ് ഫോർ ഹിസ് കണ്ണിങ്നെസ് ആൻഡ് ഹോസ്റ്റിലിറ്റി. അവൻ്റെ ഹോസ്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ എനിമിറ്റി എന്നർത്ഥം. എനിമിറ്റി, ശത്രുത. അവൻ്റെ ഈ വിരുതും അതുപോലെ തന്നെ അവൻ്റെ ഈ എനിമിറ്റിയും ശത്രുതയും ഒക്കെ മറച്ചു വെക്കാനുള്ള ഒരു തന്ത്രം മാത്രമായിരുന്നു, അല്ലെങ്കിൽ അതിന് മറ മാത്രമായിരുന്നു എന്ത്? അവൻ്റെ ഈ ഡിഫറൻഷ്യൽ മാനറും ഡോസിലിറ്റിയും ഒക്കെ. ഡോസിലിറ്റി എന്ന് പറഞ്ഞാൽ
റെഡി ടു അക്സെപ്റ്റ് ഇൻസ്ട്രക്ഷൻസ് എന്നാണ്. ആജ്ഞകൾ അനുസരിക്കാൻ. ഇപ്പം നിങ്ങൾ കണ്ടിട്ടായിരിക്കും നായനൊക്കെ ബോളൊക്കെ ഇട്ടിട്ട് എറിഞ്ഞു കൊടുത്തിട്ട് അതിന് തിരിച്ചു കൊടുത്തുകൊണ്ടിരുന്ന നായകളെ, എല്ല് കഷ്ണം എടുത്തിട്ട് തിരിച്ചു കൊണ്ടുവരുന്ന നായകളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു അനുസരണശീലം കണ്ടു കഴിഞ്ഞാൽ ആളുകൾക്ക് അതിനോട് ഇഷ്ടം തോന്നും. എന്നാൽ ഓതർ പറയുകയാണ് അതിൻ്റെ ഈ ആളുകളെ സോപ്പിടാനുള്ള അതിൻ്റെ കഴിവ്, ഡിഫറൻഷ്യൽ മാനറും ഡോസിലിറ്റിയും ശരിക്കും അതൊരു പ്രീടെക്സ്റ്റ് മാത്രമാണ്. അവൻ്റെ കുരുത്തക്കേടുകൾ മറച്ചു വെക്കാനുള്ള ഒരു മറ മാത്രമാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഹി വാസ് ആൻ അഡപ്റ്റ്. അവൻ നല്ലൊരു മിടുക്കനായിരുന്നു. അഡപ്റ്റ് എന്ന് പറഞ്ഞാൽ ഗുഡ് അറ്റ് ഡൂയിങ് സംതിങ് ആണ്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നല്ല നൈപുണ്യമുള്ള ആൾ, സ്കിൽഫുൾ ആയിട്ടുള്ള ആൾ. പിന്നെ നല്ല കഴിവുണ്ട്. എന്തിനെന്നറിയോ? അറ്റ് സ്റ്റീലിംഗ് അപ്പ് ദ ഷാർപ്പ് ഓഫ് എ സ്നാപ്പ് ഓഫ് എ ഫൂട്ട്, ക്രീപ്പിംഗ് ഇൻ ടു ദ ഐസ് ഹൗസ്, സ്നാപ്പ് അറ്റ് എ ഫൂട്ട് എന്ന ഒറ്റക്കാലിൽ നിന്നിട്ട് സാധനങ്ങൾ മോഷ്ടിക്കാനും, അതുപോലെ തന്നെ ഐസ് ഹൗസിലേക്ക്, ഐസ് ഹൗസ് എന്ന് പറഞ്ഞാൽ ഈ മഞ്ഞ് കാലങ്ങളിലൊക്കെ വലിയ റൂമുകൾ എന്താക്കിയിട്ടുണ്ടായിരിക്കും, ഫ്രിഡ്ജ് പോലെ ആക്കിയിട്ടുണ്ടാവും. അപ്പോൾ അതിനകത്ത് കുറേ ഈ ചിക്കനും കാര്യങ്ങളൊക്കെ ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും ആളുകൾ, കർഷകർ. അപ്പോൾ ഈ ചിക്കനൊക്കെ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് പിന്നെ എന്ത് ചെയ്യാറുണ്ട്? ഐസ് ഹൗസിലേക്ക് നുഴഞ്ഞു കയറാറുണ്ട്. ഓർ സ്നാച്ചിങ് എ പെസൻസ് ചിക്കൻ, അല്ലെങ്കിൽ ഒരു കർഷകൻ്റെ കോഴീനെ അങ്ങനെ തന്നെ അടിച്ചു മാറ്റി കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നാട്ടുകാർ പിന്നെ വെറുതെ വിടുമോ? ഇല്ല. ഹിസ് ഹിൻഡ് ലെഗ്സ്, അവൻ്റെ പുറകിലെ കാലുകൾ, പുറകിലെ കാലുകൾക്കാണ് ഹിൻഡ് ലെഗ്സ് എന്ന് പറയുക. അതിന് എന്ത് കിട്ടിയിട്ടുണ്ട്? ഹാഡ് ബീൻ സ്ലാഷ്ഡ് അഗെയിൻ ആൻഡ് അഗെയിൻ, ഒരുപാട് തവണ തല്ല് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ട്വൈസ് ഹി ഹാഡ് ബീൻ സ്ട്രങ് അപ്പ്, ഭയങ്കര അവർക്കാണ് ഇവനെ 2 തവണ നാട്ടിൽ കെട്ടി തൂക്കിയിട്ടുണ്ട്. ആൻഡ് ഹി വാസ് ബീറ്റൻ വിത്ത് എൻ ഇഞ്ച് ഓഫ് ഹിസ് ലൈഫ് എവറി വീക്ക് ബട്ട് ഹി സർവൈവ്ഡ് ഇറ്റ് ഓൾ. അവൻ്റെ ശരീരത്തിൽ മുഴുവനും അടി കിട്ടാത്ത ഒരു ആഴ്ച പോലും ഉണ്ടായിട്ടില്ല. എല്ലാ ആഴ്ചയിലും ഓരോ ഇഞ്ച് വെച്ചിട്ട് അവൻ എന്ത് കിട്ടാറുണ്ട്? അടി കിട്ടാറുണ്ട് ശരീരത്തിൽ. എന്നാൽ ഹി സർവൈവ്ഡ് ഇറ്റ് ഓൾ, അവൻ അതിനെല്ലാം അതിജീവിച്ചു. ആര്? ഈല് അതിനെല്ലാം അതിജീവിച്ചു. 2 നായകളെ പരിചയപ്പെടുത്തി. കഷ്ടാങ്ക ആൻഡ് ഈലിനെ പറ്റിയിട്ടാണ് കുറച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്തത്. 4ാമത്തെ പാരഗ്രാഫ്. ഗ്രാൻഡ് ഡാഡ് വാസ് പ്രോബബ്ലി സ്റ്റാൻഡിങ് അറ്റ് ദ ഗേറ്റ് അറ്റ് ദിസ് മൊമെൻറ്റ്. മിക്കവാറും ഗ്രാൻഡ് ഡാഡ് ഇപ്പോൾ ആ ഗേറ്റിൻ്റെ അടുത്ത് നിൽക്കുകയായിരിക്കും. സ്ക്രൂയിങ് അപ്പ് ഹിസ് ഐസ് അറ്റ് ടു ലുക്ക് ദ ബ്രൈറ്റ് റെഡ് ലൈറ്റ് കമ്മിങ് ഫ്രം ദ ചർച്ച് വിൻഡോസ്. കണ്ണൊക്കെ ഇങ്ങനെ സ്ക്രൂ ചെയ്തിട്ട്, ആ രാത്രിയിലാണല്ലോ പൊതു എല്ലാവരും ക്രിസ്മസിന് ചർച്ചിലേക്ക് പോയതല്ലേ. ആ ചർച്ചിലേക്ക് പോയ സമയത്ത് ബാങ്ക് ആലോചിക്കുകയാണ്, എൻ്റെ മുത്തശ്ശൻ ഇപ്പോൾ അവിടെ നിൽക്കുന്നുണ്ടാവും ആ ചർച്ചിലേക്ക് നോക്കിയിട്ട്. ലുക്കിംഗ് അറ്റ് ദ ബ്രൈറ്റ് റെഡ് ലൈറ്റ് കമ്മിങ് ഫ്രം ദ ചർച്ച് വിൻഡോ ഓർ സ്റ്റംപിങ് വാക്കിംഗ് ഹെവിലി എന്നാണ് സ്റ്റംപിങ്ങിൻ്റെ അർത്ഥം. സ്റ്റംപിങ് അബൌട്ട് ഹിസ് ഫെൽറ്റ് ബൂട്ട്സ് ഫൂളിംഗ് ദ സെർവൻസ്. തൻ്റെ അടിഞ്ഞു വീഴുന്ന ചപ്പലുകൾ നല്ല മുറുക്കി ചവിട്ടിയിട്ട് അയാൾ ഈ പറയുന്ന സെർവൻറ്റുകളെയൊക്കെ വിഡ്ഢിയാക്കിയിട്ട് ഓരോ കളി കളിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഹിസ് റാറ്റിൽ വുഡ് ബി ഫാസ്റ്റൻ ടു ഹിസ് ബെൽറ്റ്. അദ്ദേഹത്തിൻ്റെ റാറ്റിൽ, ആ ശബ്ദം ഉണ്ടാക്കുന്ന സാധനം ഉണ്ടല്ലോ, അത് വിൽ ബി കെപ്റ്റ് ഓൺ ടു ദ ബെൽറ്റ്, അദ്ദേഹത്തിൻ്റെ ബെൽറ്റിൽ വെച്ചിട്ടുണ്ടാവും. ഹി വുഡ് ബി ത്രോയിങ് ഔട്ട് ഹിസ് ആംസ് ആൻഡ് ഹഗിങ് ഹിംസെൽഫ് അഗെയിൻസ്റ്റ് ദ കോൾഡ്. ത്രോയിങ് ഔട്ട് ഹിസ് ആംസ് ആൻഡ് ഹഗിങ് ഹിംസെൽഫ് എന്ന് പറയുന്നത് ഇങ്ങനെ തണുപ്പകറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൈകൾ ചേർത്ത് പിടിക്കുക. ആൻഡ് ഹഗിങ് ഹിംസെൽഫ് against the cold or with his old man stitter pinching a maid. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ പറയുന്ന ഒരു വാർദ്ധക്യത്തിൻ്റെ ഒരു ഓൾഡ് മാൻസ് ലിറ്റർ എന്ന് പറഞ്ഞാൽ ഗിഗിൾ ചെയ്യുക, ഒരു പ്രത്യേകതരം ചിരി, വയസ്സിൻ്റെ ചിരി വെച്ച് അയാൾ എന്ത് ചെയ്യും? പിഞ്ചിങ് എ മെയ്ഡ്, ഒരു മെയ്ഡിനെ പോയി നുള്ളും. ഓർ വൺ ഓഫ് ദ കുക്സ്, അല്ലെങ്കിൽ ഏതെങ്കിലും കുക്കിനെ പിടിച്ചിട്ട് നുള്ളും, ബാക്കുന്നു നുള്ളി അവർ ചാടി തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ അയാൾ പറയും ഹാവ് എ നിപ്പ്, എന്നാ കുറച്ച് നിപ്പ് എടുത്തോ, ഒരു നുള്ളെടുത്തോ. ഹാവ് എ നിപ്പ് എന്ന് പറയുന്നത് നുള്ളെടുത്തോ. എന്താ കൊടുക്കുന്നത്? ഹി വുഡ് സേ ഹോൾഡിങ് ഹിസ് സ്നഫ് ബോക്സ് ടു ദ വിമൻ. ആ സ്ത്രീകൾക്ക് സ്നഫ് ബോക്സ് കൊടുക്കും. സ്നഫ് ബോക്സ് എന്ന് പറഞ്ഞാൽ മൂക്കുപൊടി എന്ന് പറയുന്ന ഒരു ലഹരിയാണ്. ചില പഴയ ആളുകളൊക്കെ മൂക്കുപൊടി ഇങ്ങനെ മൂക്കിൽ മണപ്പിക്കാറുണ്ട് അല്ലേ, ലഹരിയാണ്. അപ്പോൾ അത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, കാരണം അത് അവർക്ക് ശീലമായി. പക്ഷേ ഇത് അറിയാത്തൊരാൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, മൂക്കിലേക്ക് വലിച്ചു കയറ്റിയിട്ടുണ്ടെങ്കിൽ തുമ്മലിൻ്റെ പെരുന്നാളായിരിക്കും പിന്നെ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ സ്ത്രീകളോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് വേണോ എന്നാൽ എന്താ എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഇയാൾ സ്നഫ് കൊടുക്കും അവർക്ക്. ദ വുമൺ വുഡ് ടേക്ക് എ പിഞ്ച്. സ്ത്രീകൾ പാവം ഇതറിയാണ്ട് അത് എടുക്കും. ആൻഡ് സ്നീസ്, പിന്നെ തുമ്മലാണ്. ഓക്കെ,
ഗ്രാൻഡ് ഫാദർ വുഡ് ബി ഓവർകം വിത്ത് ഡിലൈറ്റ്. ഇവരുടെ തുമ്മൽ കാണുമ്പോൾ ഗ്രാൻഡ് ഫാദറിനാണെങ്കിൽ എന്തെന്നില്ലാത്ത സന്തോഷമാണ്. ബ്രേക്കിംഗ് ഔട്ട് ഇൻ ടു ജോളി ലാഫ്റ്റർ. അയാൾ അങ്ങോട്ട് ചിരി തുടങ്ങിയിട്ട് എന്താ ചെയ്യാന്നറിയോ? ആൻഡ് ഷൗട്ടിങ്, ഇങ്ങനെ വിളിച്ചു പറയും, ഗുഡ് ഫോർ ഫ്രോസൺ നോസസ്. മരവിച്ച മൂക്കുകൾക്ക് ഇത് നല്ലതാണ്. തണുത്ത് മരവിച്ച് കിടക്കല്ലേ മൂക്കൊക്കെ, ഒന്ന് എക്സസൈസ് ആയിക്കോട്ടെ, ഒന്ന് ചൂടായിക്കോട്ടെ എന്ന് അദ്ദേഹം കളിയാക്കി പറയുകയും ചെയ്യും. 5ാമത്തെ പാരഗ്രാഫിൽ, ഈവൻ ദ ഡോഗ്സ് വുഡ് ബി ഗിവൺ സ്നഫ്. ഇയാൾ ചില്ലറക്കാരനല്ല, ആ നായകൾക്ക് വരെ ഇയാൾ എന്ത് കൊടുക്കാറുണ്ട്? സ്നഫ് കൊടുക്കാറുണ്ട്. കഷ്ടാങ്ക വുഡ് സ്നീസ്. കഷ്ടാങ്കക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ കഷ്ടാങ്ക തുമ്മിയിട്ട് അങ്ങോട്ട് ഷേക്ക് ഹിസ് ഹെഡ് ആൻഡ് വാക്ക് അവേ ഒഫൻഡഡ്. അവന് അനോയിഡായിട്ട് ശല്യപ്പെട്ടുകൊണ്ട് മൂപ്പര് ദേഷ്യം പിടിച്ചിട്ട് അങ്ങോട്ടേക്ക് മാറി നടക്കും. ബട്ട് എന്നാൽ ഇവിടെയും മിടുക്കനാണ്. ടു പൊളൈറ്റ് ടു സ്നീസ്. വളരെ മര്യാദയോട് കൂടിയിട്ട് സ്നീസ് ചെയ്യും. വുഡ് വാഗ് ഹിസ് ടെയിൽ. വാലാട്ടിയിട്ട് അയാളുടെ അടുത്ത് എങ്ങനെ ഇരിക്കും. ആൻഡ് ദ വെദർ വാസ് ഗ്ലോറിയസ്. ഇനി പറയുന്നത് അവിടുത്തെ ഗ്രാമാന്തരീക്ഷമാണ്, പ്രകൃതിയാണ് കാണിക്കുന്നത്. ആൻഡ് ദ വെദർ വാസ് ഗ്ലോറിയസ്. വളരെ മനോഹരമാണ് അവിടുത്തെ കാലാവസ്ഥ. ദ എയർ സ്റ്റിൽ ട്രാൻസ്പെറൻറ്റ്. വായു എപ്പോഴും ട്രാൻസ്പെറൻ്റ് ആണ്. ട്രാൻസ്പെറൻ്റ് വെളിച്ചം കടത്തി വിടുന്നതാണ്. ആൻഡ് ഫ്രഷ്. ഇറ്റ് വാസ് ഡാർക്ക് നൈറ്റ് ബട്ട് ദ ഹോൾ വില്ലേജ് വിത്ത് ഇറ്റ്സ് വൈറ്റ് റൂഫ്സ്, സ്മോക്ക് റൈസിങ് ഫ്രം ദ ചിമ്നീസ്, ദ ട്രീസ് സിൽവർ വിത്ത് റൈൻ. നോക്കുക, ഈ രാത്രി നല്ല ഇരുട്ടുള്ളതാണ്, പക്ഷേ ഈ വില്ലേജ് മുഴുവൻ ഒരു പ്രകാശമുണ്ട്. എന്താ കാരണം എന്നറിയോ? എല്ലാ വീടിൻ്റെയും മുകളിൽ മഞ്ഞ് മൂടിക്കിടക്കുകയാണ്, വെളുത്ത മഞ്ഞ് മൂടിക്കിടക്കുകയാണ്. അതുപോലെ തന്നെ വെളുത്ത പുകയും എന്ത് ചെയ്യുന്നുണ്ട്? ഈ വീടുകളിൽ നിന്നും ഉയരുന്നുണ്ട്. ക്രിസ്മസ് ആണ് നാളെ, ഭക്ഷണം ഉണ്ടാക്കുമായിരിക്കും അല്ലേ? സിൽവർ വിത്ത് റൈം. ആ മരങ്ങളാണെങ്കിലോ എല്ലാ മരങ്ങളും സിൽവർ വിത്ത് റൈം. റൈം എന്ന് പറഞ്ഞാൽ ഫ്രോസ്റ്റാണ്. ഫ്രോസ്റ്റ് അറിയില്ലേ? നമ്മുടെ ഐസിൻ്റെ ചെറിയൊരു പാളി ഉണ്ടാവാറില്ലേ ഫ്രിഡ്ജിലൊക്കെ? നിങ്ങൾ ഡയറി മിൽക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ മേലെ ചെറിയൊരു ആവരണം ഉണ്ടാവാറില്ല, അത് ഫ്രോസ്റ്റ് എന്നാണ് പറയുക അല്ലേ? ഒരു ഐസിൻ്റെ ഒരു പാളി. അപ്പോൾ അതുപോലെ മരങ്ങളുടെ മേലൊക്കെ എന്തുണ്ട്? ഐസിൻ്റെ പാളി ഉണ്ടായിട്ടുണ്ട്. പിന്നെയോ ദ സ്നോ ഡ്രിഫ്റ്റ്സ്. ആ മഞ്ഞു വഴികളെല്ലാം കുഡ് ബി സീൻ ഡിസ്റ്റിങ്ലി. വ്യക്തമായും കാണാൻ പറ്റും നമുക്ക്. ദ സ്കൈ വാസ് സ്പ്രിങ്കിൾഡ് വിത്ത് ഗെയിലി ട്വിങ്ക്ലിംഗ് സ്റ്റാർസ്. ആകാശം മുഴുവനും നല്ല ഭംഗിയുള്ള നക്ഷത്രങ്ങൾ. ആൻഡ് ദ മിൽക്കി വേ സ്റ്റുഡ് ഔട്ട് ആസ് ക്ലിയർലി ആസ് ഇഫ് ന്യൂലി സ്ക്രബ്ഡ് ഫോർ ദ ഹോളിഡേ ആൻഡ് പോളിഷ്ഡ് വിത്ത് സ്നോ. ആ മിൽക്കി വേ, ആകാശഗംഗ നമുക്ക് കാണപ്പെടുന്നത് എന്താണ്? നല്ല പ്രകാശപൂരിതമായിട്ട് ആരോ പോളിഷ് ചെയ്ത് വെച്ചതുപോലെ. ഒരു സിൽവറിൻ്റെ റിംഗ് ഒക്കെ ആണെങ്കിൽ നമ്മൾ നന്നായിട്ട് പോളിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിളങ്ങി നിൽക്കും. അതുപോലെ ക്രിസ്മസ് ആയതുകൊണ്ട് ദൈവം ഇതെല്ലാം ആകാശഗംഗയെ പോളിഷ് ചെയ്ത് വെച്ചതുപോലെ ഉണ്ട്. നല്ല ഭംഗിയുള്ള കാഴ്ച മേലെയും താഴെയൊക്കെ. 6ാമത്തെ പാരഗ്രാഫ്. വാങ്ക സൈഡ്. വാങ്ക ഒന്ന് എന്ത് ചെയ്തു? നെടുവീർപ്പിട്ടു. ഡിപ്പിങ് ഹിസ് പെൻ ഇൻ ദ ഇങ്ക്. എന്നിട്ട് തൻ്റെ പെന്ന് ആ ഇങ്കിലൊന്ന് ഡിപ്പ് ചെയ്തു. ആൻഡ് വെൻറ്റ് ഓൺ റൈറ്റിംഗ്. എന്നിട്ടിങ്ങനെ എഴുതി. ആൻഡ് യെസ്റ്റർഡേ ഐ ഹാഡ് സച്ച് എ ഹിഡിങ്. മുത്തശ്ശ, ആൻഡ് യെസ്റ്റർഡേ, ഇന്നലെ, ഐ ഹാഡ് സച്ച് എ ഹിഡിങ്, എനിക്ക് വളരെ ക്രൂരമായ ഫിസിക്കൽ പണിഷ്മെൻറ്റ് കിട്ടി. ഓക്കെ, അടിക്കുക, പലതവണ അടിക്കുന്നതിനാണ് നമ്മൾ എന്താ പറയുക? ഹിഡിങ് എന്ന് പറയാം. ഒരു തവണ അടിക്കുന്നതിന് ബീറ്റിംഗ് എന്ന് പറയും. പക്ഷേ ക്രൂരമായ രീതിയിൽ ഒരുപാട് നേരം അടിച്ചുകൊണ്ടിരിക്കുന്നതിനാണ് നമ്മൾ ഹിഡിങ് എന്ന് പറയുക. ഇന്നലെ എന്നെ അങ്ങനെ അടിച്ചു. ദ മാസ്റ്റർ ടുക്ക് മീ ബൈ ദ ഹെയർ. എൻ്റെ മുടി പിടിച്ചു വലിച്ചു മാസ്റ്റർ. ആൻഡ് ഡ്രാഗ്ഡ് മീ ഔട്ട് ഇൻ ടു ദ യാർഡ്. എന്നെ പിടിച്ചു വലിച്ചിട്ട് മുറ്റത്തേക്ക് കൊണ്ടുപോയി. ആൻഡ് ബീറ്റ് മീ വിത്ത് ദ സ്റ്റിറപ്പ് സ്ട്രാപ്പ്. എന്നെ ചാട്ടവാറ് കൊണ്ടടിച്ചു. സ്റ്റിറപ്പ് സ്ട്രാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുതിരയുടെ മേലെ ഈ കാല് വെക്കുന്ന സാധനമൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടിട്ടായിരിക്കും ഒരു ബെൽറ്റ് അല്ലേ? അതാണ് സ്റ്റിറപ്പ് സ്ട്രാപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു കുഷനൊക്കെ വെക്കുന്ന ഒരു സാധനമില്ലേ, അതിനൊരു ലെതറിൻ്റെ സ്ട്രാപ്പ് ഉണ്ടാവും, അതിന് സ്റ്റിറപ്പ് സ്ട്രാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റിറപ്പ് സ്ട്രാപ്പ് കൊണ്ടാണ് എന്നെ തല്ലിയത്. എന്താ കാരണം എന്നറിയോ? ബിക്കോസ് ഓഫ് മൈ മിസ്റ്റേക്ക് ഐ വെൻറ്റ് ടു സ്ലീപ്പ് വൈൽ റോക്കിംഗ് ദിയർ ബേബി. അവരുടെ കുട്ടിയെ തൊട്ടിലാട്ടുന്ന സമയത്ത് ഞാനൊന്ന് ഉറങ്ങിപ്പോയി, അതിനാണ് എന്നെ അടിച്ചത്, ഇങ്ങനെ അടിച്ചത്. ആൻഡ് വൺ ഡേ ലാസ്റ്റ് വീക്ക് ദ മിസ്ട്രസ് ടോൾഡ് മീ ടു ഗട്ട് എ ഹെറിങ്. കഴിഞ്ഞ ദിവസം എന്നോട് മിസ്ട്രസ് പറഞ്ഞു എന്ത്? ടു ഗട്ട് എ ഹെറിങ്. ഹെറിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഹെറിങ് എന്ന് പറഞ്ഞാൽ മീനാണ്. അപ്പം മീൻ മുറിക്കാൻ എന്നോട് പറഞ്ഞപ്പോൾ ഐ ബിഗാൻ ഇറ്റ് ഫ്രം ദ ടെയിൽ. ഞാനത് വാൽ ഭാഗത്തു നിന്ന് തുടങ്ങിപ്പോയി. ഓക്കെ,
she and she picked up the herring and rubbed my face with its head. എന്നാൽ മുറിച്ച് തുടങ്ങേണ്ടത് തലഭാഗത്തു നിന്നായിരുന്നു. അപ്പോൾ അത് പറഞ്ഞു തന്നാൽ മതി, അങ്ങനെ പറയല്ല എന്നോട് ചെയ്തത് എന്താണെന്നറിയോ, എന്നോട് ആ മത്സ്യത്തിൻ്റെ തലഭാഗം എടുത്തിട്ട് എൻ്റെ മുഖത്ത് ഒരതി അല്ലെങ്കിൽ റബ്ബ് ചെയ്തു എന്നാണ് പറയുന്നത്. ആൻഡ് റബ്ഡ് മൈ ഫേസ് വിത്ത് ദ ഹെഡ്. ദ അതർ അപ്രൻറ്റിസസ് മേക്ക് ഫൺ ഓഫ് മീ. മറ്റുള്ള അപ്രൻറ്റിസസ് ആണെങ്കിലോ എന്നെ നോക്കി കളിയാക്കാറാണ് എപ്പോഴും. ദേ സെൻഡ് മീ ടു ദ ടാവറൻ. അവരെന്നെ ടാവറനിലേക്ക് പറഞ്ഞേക്കും. ടാവറൻ എന്ന് പറഞ്ഞാൽ സത്രത്തിലേക്ക് പറഞ്ഞേക്കും. ഈ അലിയോക്കിൻ്റെ അലിയോക്കിൻ്റെ ടാവറനിലേക്ക് എന്നെ പറഞ്ഞേക്കും. എന്തിന്? ഫോർ വോഡ്ക ആൻഡ് കുക്കുംബർ ആൻഡ് മേക്ക് മീ സ്റ്റീൽ മാസ്റ്റേഴ്സ് കുക്കുംബർ ആൻഡ് ദ മാസ്റ്റർ ബീറ്റ്സ് മീ വിത്ത് ദ ഫസ്റ്റ് തിങ് ഹി ഫൈൻഡ്സ്. അവരെന്നെ കൊണ്ട് മാസ്റ്ററുടെ വോഡ്കയും മദ്യവും അതുപോലെ തന്നെ കുക്കുംബർ കക്കിരിയൊക്കെ എന്നെ കൊണ്ട് മോഷ്ടിപ്പിക്കും. എന്നിട്ടോ മാസ്റ്ററോട് അടി കിട്ടുന്നത് എനിക്കുമാണ്. And the master beats me with the first thing he finds, and there is nothing to eat. മാത്രമല്ല ഇവിടെയാണെങ്കിലോ ഒന്നും ഭക്ഷണം കഴിക്കാനില്ല. They give me a bread in the morning. രാവിലെ ഒരു കഷ്ണം ബ്രെഡ് തരും. And gruel for the dinner. രാത്രിയിൽ കഞ്ഞിയാണ്. ഗ്രുവൽ എന്ന് പറഞ്ഞാൽ കഞ്ഞിയാണ്. And in the evening bread again. വൈകുന്നേരം പിന്നെയും തരും ഒരു കഷ്ണം ബ്രെഡ്. ബട്ട് ഐ നെവർ ഗെറ്റ് എ ടീ ഓർ എ ക്യാബേജ് സൂപ്പ്. എനിക്കാണെങ്കിൽ ഒരിക്കലും ഒരു ടീയോ ക്യാബേജ് സൂപ്പോ ഒന്നും കിട്ടാറില്ല. ക്യാബേജ് സൂപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും വില കുറഞ്ഞതാണ്, അതുപോലെ എനിക്ക് തരാറില്ലാന്ന്. ബട്ട് ഐ നെവർ ഗെറ്റ് എ ടീ, ഒരു ചായയോ ഒരു ക്യാബേജ് സൂപ്പ്. ദേ ഗോബിൾ ഇറ്റ് ഓൾ ബൈ ദെംസെൽസ്. അവർ അതെല്ലാം ഗോബിൾ ചെയ്യാണ്. ഗോബിൾ ചെയ്യാന്ന് പറഞ്ഞാൽ ആർത്തിയോടെ വിഴുങ്ങുക എന്നർത്ഥം. ആർത്തിയോടെ കഴിക്കും അവർ എനിക്ക് തരാതെ. ആൻഡ് ദേ മേക്ക് മീ സ്ലീപ്പ് ഇൻ ദ പാസേജ്. അവരെന്നെ ഉറക്കുന്നത് എവിടെയാണെന്നറിയാം മുത്തശ്ശ? വരാന്തയിലാണ് ഉറക്കുന്നത്. എന്തിനാ? ആൻഡ് വെൻ ദെയർ ബേബി ക്രൈസ് ഐ ഡോണ്ട് ഗെറ്റ് എനി സ്ലീപ്പ് അറ്റ് ഓൾ. അവിടെ കുട്ടി കരയുമ്പോൾ എനിക്കാണെങ്കിൽ എന്തുണ്ടാവില്ല? ഉറക്കവും ഉണ്ടാവില്ല. ആൻഡ് വെൻ ദെയർ ബേബി ക്രൈസ് ഐ ഡോണ്ട് ഗെറ്റ് സ്ലീപ്പ് അറ്റ് ഓൾ. ഐ വർക്ക് ഫോർ ഇറ്റ്. ഐ ഹാവ് ടു റോക്ക് ഇറ്റ്. അതിനെ തൊട്ടിലാട്ടേണ്ടത് ഞാനാണ്. ഡിയർ ഗ്രാൻഡ് ഡാഡ്, ഫോർ ദ ഡിയർ ലോഡ് സേക്ക്. അതുകൊണ്ട് പൊന്നു മുത്തശ്ശ, ദൈവത്തെ ഓർത്ത് ടേക്ക് മീ അവേ ഫ്രം ഹിയർ. എന്നെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും നിങ്ങൾ കൊണ്ടുപോകണം. ഹോ ഗ്രാൻഡ് ഫാ, ഐ ബെഗ് ആൻഡ് ഇംപ്ലോർ യു. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളോട് ആവശ്യപ്പെടുന്നു. ഐ വിൽ ഓൾവേസ് പ്രേ ഫോർ യു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കാം. ഡു ടേക്ക് മീ ഫ്രം ഹിയർ, ഐ വിൽ ഡൈ. എന്നെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുമെന്ന് പറയാണ്. 7ാമത്തെ പാരഗ്രാഫ്. വാങ്കാസ് ലിപ്സ് ട്വിസ്റ്റഡ്. വാങ്കാസ് ലിപ്സ് ട്വിസ്റ്റഡ്, ഒരു ചെറുതായിട്ടൊന്ന് ഇളകിയെന്നർത്ഥം, ചുണ്ടുകൾ. ഹി റബ്ഡ് ഹിസ് ഐസ് വിത്ത് ഹിസ് ബ്ലാക്ക് ഫിസ്റ്റ് ആൻഡ് ഗേവ് എ സോബ്. കൈ ഫിസ്റ്റ് കൊണ്ട് ഇങ്ങനെ തിരുമ്മിയിട്ട് കരഞ്ഞു, ഒന്ന് തേങ്ങിക്കരഞ്ഞു. ഐ വിൽ ഗ്രൈൻഡ് യു സ്നഫ് ഫോർ യു ഗ്രാൻഡ് ഡാഡ്. മുത്തശ്ശ, അങ്ങേക്ക് വേണ്ടിയിട്ട് ഞാൻ സ്നഫ് ഗ്രൈൻഡ് ചെയ്യാം. സ്നഫ് മൂക്കുപൊടി പൊടിച്ചു തരാം ഞാൻ. ഐ വിൽ പ്രേ ഫോർ യു, യു ക്യാൻ ഫ്ലോഗ് മീ ആസ് ഹാർഡ് ആസ് യു ലൈക്ക്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് എന്നെ എത്ര വേണമെങ്കിലും അടിക്കുകയും ചെയ്യാം. ഇഫ് ഐ ആം നോട്ടി, ഞാൻ കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ. ആൻഡ് ഇഫ് യു തിങ്ക് ദർ ഇസ് നത്തിങ് ഫോർ മീ ടു ഡു, ഞങ്ങൾക്ക് തോന്നുകയാണ് എനിക്കിവിടെ ഒന്നും ചെയ്യാനില്ല എന്ന് തോന്നുകയാണെങ്കിൽ, ഇഫ് യു തിങ്ക് ദർ ഇസ് നത്തിങ് ഫോർ മീ ടു ഡു, ഐ വിൽ ആസ്ക് ദ സ്റ്റീവാർട്ട് ടു ടേക്ക് പിറ്റി ഓൺ മീ. ഞാൻ സ്റ്റീവാർട്ടിനോട് പറയാം, എന്നോട്, സ്റ്റീവാർട്ട് എന്ന് പറഞ്ഞാൽ ആ വീട്ടിലെ കാര്യസ്ഥനോട് പറഞ്ഞിട്ട് ഞാൻ എന്ത് പറയാം, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരാൻ പറയാം. ടു ടേക്ക് പിറ്റി ഓൺ മീ ആൻഡ് ലെറ്റ് മീ ക്ലീൻ ദ ബൂട്ട്സ് ഓർ ഐ വിൽ ഗോ ആസ് ദ ഷെപ്പേർഡ് ബോയ് ഇൻസ്റ്റെഡ് ഓഫ് ഫിദിയ. ഫിദിയക്ക് പകരം ഞാൻ പോയിക്കൊള്ളാം എന്തായിട്ട്, ഈ ഷെപ്പേർഡായിട്ട്, അല്ലെങ്കിൽ ഞാൻ അവിടുത്തെ ആളുകളുടെയൊക്കെ ബൂട്ട് ക്ലീൻ ചെയ്തോളാം. ഗ്രാൻഡ് ഡാഡ്, ഡിയർ ഗ്രാൻഡ് ഡാഡ്, ഐ കാൺ സ്റ്റാൻഡ് ഇറ്റ്. എനിക്കിത് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. എൻ്റെ ഒന്നും മുത്തശ്ശ, എനിക്കിത് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഇറ്റ് ഈസ് കില്ലിങ് മീ. ഇതെന്നെ കൊല്ലുന്നതിന് സമമാണ്. ഐ തോട്ട് ഐ വുഡ് റൺ അവേ ഓൺ ദ ഫൂട്ട് ഇൻ ടു ദ വില്ലേജ്. ഞാൻ ഒരുപാട് തവണ ആലോചിച്ചു വീട്ടിലേക്ക് ഓടി വന്നാലോ എന്ന്. ബട്ട് ഐ ഹാവ് നോ ബൂട്ട്സ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എൻ്റെ കയ്യിൽ ഷൂസ് ഇല്ല, അല്ലേ. ആൻഡ് ഐ ആം എഫ്രൈഡ് ഓഫ് ദ ഫ്രോസ്റ്റ്. എനിക്കാണെങ്കിൽ മഞ്ഞിനെ പേടിയുമാണ്. അപ്പോൾ ഇവിടെ ഒരു സെൻറ്റൻസ് ഉണ്ട്, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അവിടെ. വാങ്ക ജോലി ചെയ്യുന്നത് ഒരു ഷൂ മേക്കറുടെ വീട്ടിലാണ്, പക്ഷേ വാങ്കയുടെ കയ്യിൽ ഷൂസ് പോലും ഇല്ലാന്ന്. അപ്പോൾ അതൊരു കോൺട്രഡിക്ഷനാണ്, ഒരു വൈരുദ്ധ്യമാണ്, അല്ലേ. ഷൂ
മേക്കറുടെ ജോലി ചെയ്യുന്ന ആൾക്ക് പോലും എന്തില്ല, ഒരു കൃത്യമായിട്ടുള്ള ഷൂസ് പ്രൊവൈഡ് ചെയ്തില്ല, പ്രത്യേകിച്ച് വിൻ്റർ സീസണിൽ എന്ന് പറയുന്നത് ഇയാളുടെ ഒരു ഗൗരവമായിട്ടുള്ള തെറ്റ് തന്നെയാണ്. ആരുടെ അലിയോക്കൻ എന്ന് പറയുന്ന അയാളുടെ മാസ്റ്ററിൻ്റെ അല്ലേ. there are shops, they were and when I grow up to be a man I will look after you and I will not let anyone hurt you. when you die I will pray for your soul like I do for my mummy. ഞാൻ വലുതായി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ നോക്കിക്കോളാം നന്നായിട്ട്. ഇനി നിങ്ങൾ മരിച്ചു പോവുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കും, ഞാൻ എൻ്റെ അമ്മയുടെ ആത്മാവിന് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ. 8ാമത്തെ പാരഗ്രാഫിൽ മോസ്കോ പട്ടണത്തിൻ്റെ ഒരു ചിത്രം നമുക്ക് നൽകുന്നത്. മോസ്കോ is such a big town. ഓതർ പറയാണ് മോസ്കോ ഒരു വലിയ പട്ടണമാണ്. there are so many gentlemen's houses such as a herd of horses and so sheep and no sheep and the dogs are not bit fries. ഈ ഒരു വില്ലേജും ടൗണും തമ്മിലുള്ള വ്യത്യാസം പറയുകയാണ്. മോസ്കോയിൽ വലിയ വലിയ വീടുകളാണ്, ഓക്കെ, വലിയ വലിയ ആളുകളുടെ വലിയ വലിയ വീടുകളാണ്. കുതിരകളാണ് അവിടെ അധികം കാണുന്നത്. ഏതിന് പകരം? ഷീപ്പിന് പകരം. മാത്രമല്ല നായകൾക്കൊന്നും അത്ര ശൗര്യമില്ല, നാട്ടിലതുപോലെ ശൗര്യമില്ല. The boys in the town don't roam the street with stars and they don't allow to sing one in the church on Christmas. ക്രിസ്മസിന് ഞങ്ങളുടെ നാട്ടിലൊക്കെ വില്ലേജിലൊക്കെ കുട്ടികൾ ആ പാട്ടൊക്കെ പാടാം, കരോൾ പാർട്ടിക്കൊക്കെ പോകാറുണ്ട്. ഇവിടെ കുട്ടികൾ അങ്ങനെ കരോളിലൊന്നും പോകുന്നത് കാണാറില്ല, സ്റ്റാറൊന്നും ആയിട്ട് തൂക്കി പോകുന്നത് കാണാറില്ല. ഓക്കെ, ഇനിയോ they were also seen selling fishing hooks. കുട്ടികൾ ഇവിടെ ഫിഷിംഗ് ഹുക്സ്, ചൂണ്ട വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. they could hold a sheet fish weighing 30 pounds. 30 പൗണ്ട് ഭാരമുള്ള ഒരു ഷീറ്റ് ഫിഷിനെ വരെ പിടിക്കാൻ പറ്റുന്ന വലിയ വലിയ കൊളുത്തുകൾ വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. there are shops that have all sorts of gun just like the one the master has home. മാസ്റ്ററുടെ വീട്ടിലുള്ളതുപോലെയുള്ള വലിയ വലിയ തോക്കുകളുള്ള കടകൾ ഞാൻ കണ്ടിട്ടുണ്ട്. മാസ്റ്ററിൻ്റെ വീട്ടിലപ്പോൾ എന്തുണ്ട്? തോക്കുണ്ടെന്നാണ് അർത്ഥം. they must cost 100 ruble each. ഓരോന്നിനും ഓരോ തോക്കിനും ഏകദേശം ഒരു 100 രൂപയെങ്കിലും വരും, വലിയ പൈസയാണ്. in the butcher shop they sell grouse, woodcock and hare about which they don't say where they were shot. അപ്പോൾ ഈ ബുച്ചർ എന്ന് പറഞ്ഞാൽ ഇറച്ചി വെട്ടുകാരനാണ്. ഇറച്ചി വെട്ടുകാരൻ്റെ കടയിൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? പലതരത്തിലുള്ള എന്താണ് നമ്മുടെ ഈ കാടക്കോഴിയില്ലേ, കാടക്കോഴീൻ്റെ കുറച്ച് വകഭേദമാണ് ഗ്രൗസ് എന്ന് പറയുന്ന സാധനം. വുഡ്കോക്ക് കുളക്കോഴിയാണ്. ആൻഡ് ഹെയർ എന്ന് പറഞ്ഞാൽ മുയലിൻ്റെ കുറച്ചും കൂടെ വലിയ രൂപമാണ്, കാട്ടുമുയൽ എന്നൊക്കെ പറയും. അപ്പോൾ അതൊക്കെ കാണും. ഇതിനൊക്കെ എവിടുന്നാണ് പിടിച്ചതെന്ന് ഞാൻ ചോദിക്കാറുണ്ട്, അവരാരും പറഞ്ഞു തരാറില്ല. 9ാമത്തെ പാരഗ്രാഫിലേക്ക് പിന്നെയും കത്തിലേക്ക് വരികയാണ്. ഡിയർ ഗ്രാൻഡ് ഡാഡ്, when they have Christmas tree in the big house take a glittered nut for me. മുത്തശ്ശ, അവിടെ ക്രിസ്മസ് ആഘോഷിക്കുന്ന സമയത്ത്, ക്രിസ്മസ് ട്രീ ഒരുക്കുന്ന സമയത്ത് അവിടെ ഒരു ഗ്ലിഡഡ് നട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഗ്ലിഡഡ് നട്ട് എന്ന് പറഞ്ഞാൽ, ഗ്ലിഡഡ് എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നിറത്തിലുള്ള, നട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നക്ഷത്രങ്ങളെയൊക്കെ നമ്മൾ ക്രിസ്മസ് ട്രീ ഒക്കെ അലങ്കരിക്കുന്ന സമയത്ത് സ്റ്റാർസ് ഉണ്ടാവും, അതുപോലെ തന്നെ ചന്ദ്രക്കല പോലുള്ള സാധനമല്ലേ, അതാണ് നട്ടെന്ന് പറയുന്നത്. ഒരു സ്വർണത്തിൻ്റെ നിറത്തിലുള്ള ഗ്ലിഡഡ് നട്ട് എനിക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കണം കേട്ടോ. പുട്ട് അവേ ഇറ്റ് ഇൻ മൈ ഗ്രീൻ ചെസ്റ്റ്. എൻ്റെ ഒരു പെട്ടിയില്ലേ, ഗ്രീൻ ചെസ്റ്റ്, എൻ്റെ ഒരു പെട്ടി ഉണ്ടല്ലോ അവിടെ, പച്ചപ്പെട്ടി, അതിനകത്താക്കി വെച്ചാൽ മതി. ആസ്ക് മിസ് ഓൾഗ ഇഗ്നാറ്റീവ്ന, ടെൽ ഹർ ഇറ്റ് ഇസ് ഫോർ വാങ്ക. അപ്പോൾ അടുത്ത പേര് ഓർത്ത് വെക്കാനുള്ളതാണ്, മിസ് ഓൾഗ ഇഗ്നാറ്റീവ്ന. ആദ്യം കോൺസ്റ്റാന്റിൻ മാക്രിച്ച്, അതിനു മുമ്പേ വാങ്ക യുക്കോവ് അല്ലേ, അലിയോക്കിൻ, പിന്നെ നമ്മൾ കണ്ടത് പിന്നെ ആരെയാണ്? ഇതാ ഇപ്പം നമ്മൾ മിസ് ഓൾഗ ഇഗ്നാറ്റീവ്ന. ഓൾഗ ഇഗ്നാറ്റീവ്ന എന്ന് പറഞ്ഞാൽ ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മാസ്റ്ററിൻ്റെ വീട്ടിലുള്ള, നമ്മുടെ ഈ എസ്റ്റേറ്റിലുള്ള ശിവാരേവൻ്റെ വീട്ടിലുള്ള ഒരു പെൺകുട്ടിയാണ്. അവൾക്ക് വാങ്കയെ ഭയങ്കര ഇഷ്ടമാണ്, വാങ്കയ്ക്ക് അവളെ വളരെ ഇഷ്ടമാണ്. ഷീ ഈസ് വാങ്കാസ് ഫേവറേറ്റ്. അത് എന്തുകൊണ്ടാണ് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പറയും. വാങ്ക ഗേവ് എ ഷാർപ്പ് സൈ വൺസ് മോർ ഗേസ്ഡ് അറ്റ് ദ വിൻഡോ പെയിൻ. അവനൊരു വലിയ ദീർഘനിശ്വാസം എടുത്തിട്ട് ആ വിൻഡോ പെയിനിലേക്ക് തന്നെ വീണ്ടും നോക്കി നിന്നു. ഹി റിമെമ്പേർഡ് ഹിസ് ഗ്രാൻഡ് ഫാദർ ഗോയിങ് ടു ദ ക്രിസ്മസ് ട്രീ ഫോർ ദ ജെൻട്രി. അവൻ ആ കത്തെഴുത്ത് നിർത്തിയിട്ട് അവൻ ഓർക്കുകയാണ്, സാധാരണ ഇന്ന ദിവസം മൂപ്പരെന്ത് ചെയ്യാറുണ്ട്? ക്രിസ്മസ് ട്രീ പറിക്കാൻ വേണ്ടിയിട്ട് പോകാറുണ്ട് അല്ലേ.
എവിടേക്ക്? കാട്ടിലേക്ക്. ആൻഡ് ടേക്കിംഗ് ഹിസ് ഗ്രാൻഡ് സൺ വിത്ത് ഹിം. കൂടെ ആരെയും കൂട്ടും? തൻ്റെ കൊച്ചുമകനെയും കൂട്ടാറുണ്ട്, വാങ്കയെയും കൂട്ടാറുണ്ട്. ആൻഡ് ടേക്കിംഗ് ഹിസ് ഗ്രാൻഡ് സൺ വിത്ത് ഹിം. ഹോ വാട്ട് എ ഹാപ്പി ടൈംസ് ദോസ് ഹാഡ് ബീൻ. എന്ത് സന്തോഷമുള്ള സമയങ്ങളായിരുന്നു അത്, അല്ലേ? ടേക്കിംഗ് ഹിസ് ഗ്രാൻഡ് സൺ വിത്ത് ഹിം. ഓ വാട്ട് ഹാപ്പി ടൈംസ് ദോസ് ഹാഡ് ബീൻ. ഗ്രാൻഡ് ഫാദർ വുഡ് ഗിവ് എ ചക്കിൾ. ഗ്രാൻഡ് ഫാദർ ഒരു ചിരിയിരിക്കും, ചക്കിൾ, കക്ക കക്ക എന്ന് പറഞ്ഞ ചിരിക്കും. ആൻഡ് ദ ഫ്രോസ്റ്റ് ബൗണ്ടഡ് വുഡ്സ് ചക്കിൾഡ്. അത് കേട്ടിട്ട് എക്കോ ആണ് ശരിക്കും ഈ ഫ്രോസ്റ്റ് ബൗണ്ടഡ് എന്ന് പറഞ്ഞാൽ മഞ്ഞ് കൊണ്ട് അല്ലെങ്കിൽ ഐസ് കൊണ്ട് മരവിച്ച് കിടക്കുന്ന ഈ പറയുന്ന മരങ്ങളുടെ ഭാഗത്തുനിന്നും അതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടാവും, എക്കോ ഉണ്ടാവും. ആൻഡ് വാങ്ക ഫോളോയിങ് ദർ എക്സാമ്പിൾ ചക്കിൾഡ്. വാങ്കയും അവരുടെ പോലെ തന്നെ എന്ത് ചെയ്യും? ചിരിക്കും. ബിഫോർ ചോപ്പിംഗ് ഡൗൺ ദ ഫസ്റ്റ് ഫിർ ട്രീ ഗ്രാൻഡ് ഫാദർ വുഡ് സ്മോക്ക് എ പൈപ്പ്. ആദ്യത്തെ മരം വെട്ടുന്നതിന് മുമ്പേ, ഫിർ മരമാണ് നമ്മൾ ക്രിസ്മസിനൊക്കെ മുറിക്കുക. ഫിർ മരം മുറിക്കുന്നതിന് മുമ്പേ എന്താ സംഭവിക്കുന്നത്? ഈ ഗ്രാൻഡ് ഫാദർ വുഡ് സ്മോക്ക് എ പൈപ്പ്. അദ്ദേഹം ഗ്രാൻഡ് ഫാദർ അയാളുടെ പൈപ്പ്, അല്ല സിഗരറ്റ് ഒന്ന് കത്തിക്കും. ടേക്ക് അപ്പ് എ ലോങ് പിഞ്ച് ഓഫ് സ്നഫ്. കുറേ സ്നഫ് വാരി വലിച്ച് കയറ്റും. ആൻഡ് ലോഫ് അറ്റ് ദ ഷിവറിങ് വാങ്ക. വാങ്കയെ ഒന്ന് നോക്കും, വിറയ്ക്കുന്ന വാങ്കയെ ഒന്ന് നോക്കും. എന്നിട്ട് ചിരിക്കും, കളിയാക്കി ചിരിക്കും. നീ വിറയ്ക്കാനടാ. ദ യങ് ഫിഗ് ട്രീസ് കോട്ടഡ് വിത്ത് ഫ്രോസ്റ്റ് സ്റ്റുഡ് മോഷൻലെസ് വെയിറ്റിംഗ് ടു സീ വിച്ച് വൺ ഓഫ് ദം വാസ് ടു ഡൈ. ആ മരങ്ങളാണെങ്കിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, ഇതിൽ ഞങ്ങളിൽ ആരാണ് ഈ ക്രിസ്മസിന് മരിക്കാൻ പോകുന്നത്. ആൻഡ് സഡൻലി എ ഹെയർ വുഡ് കം ലീപ്പിംഗ് ഓവർ ദ സ്നോ ഡ്രിഫ്റ്റ്. അപ്പോഴാണ് ആ മഞ്ഞു വഴിയിലൂടെ ഒരു ഹെയർ അതിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ടാവും. കടന്നു പോകുന്ന സമയത്ത് ആൻഡ് സഡൻലി എ ഹെയർ വുഡ് ലീപ്പിംഗ് ഓവർ ദ സ്നോ ഡ്രിഫ്റ്റ് സ്വിഫ്റ്റ് ആസ് എ ആരോ. വളരെ വേഗത്തിലാണ്, ഒരു ശരവേഗത്തിൽ അവരിങ്ങനെ പോകുമ്പോൾ ഗ്രാൻഡ് ഫാദർ കുഡ് നെവർ സ്റ്റോപ്പ് യെൽപ്പിംഗ് ഷൗട്ടിങ്. ഗ്രാൻഡ് ഫാദറിന് ഇങ്ങനെ ചെയ്യാതിരിക്കാൻ കഴിയില്ല. സ്റ്റോപ്പ് ഇറ്റ് യു സ്റ്റബ് ടേബിൾഡ് ഡെവിൾ. നിൽക്കണവിടെ, പിടിയിടവനെ. ഏത്? ദ മുറിവാലൻ ചാത്ത ആണോ, അല്ലെങ്കിൽ ദ മുറിവാലൻ ചെകുത്താനെ എന്നൊക്കെ മുമ്പ് വിളിക്കാം. എന്താണ് യു സ്റ്റബ് ഡെയിൽഡ് ഡെവിൾ എന്ന് പറഞ്ഞാൽ മുറിവാലൻ ചെകുത്താനെ. പിടിയട എന്ന് പറയുമ്പോൾ അപ്പോൾ അത് ഓൾറെഡി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ എങ്ങനെയും കൂടെ പറയുമ്പോൾ അത് ഇതിൻ്റെ സ്പീഡൊന്ന് കൂട്ടുകയാണ് ചെയ്യുക, അല്ലേ? അപ്പോൾ ഇത് കേൾക്കാൻ ഇയാൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഗ്രാൻഡ് ഫാദർ വുഡ് ഡ്രാഗ് ദ ട്രീ ഇൻ ടു ദ ബിഗ് ഹൗസ്. ആ വലിയ വീട്ടിലേക്ക് വലിച്ചയച്ച് കൊണ്ടുവരും ഗ്രാൻഡ് ഫാദർ എന്ത്? ആ മരം. മിസ് ഓൾഗ ഇഗ്നാറ്റീവ്ന വാങ്കാസ് ഫേവറേറ്റ് വാസ് ദ ബിസിയസ്റ്റ് ഓഫ് ഓൾ. എല്ലാവരും ഡെക്കറേറ്റ് ചെയ്യും ഈ മരത്തിൻ്റെ, പക്ഷേ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ബിസി ആയിരിക്കുന്നത് ആരാണ്? മിസ് ഓൾഗ ഇഗ്നാറ്റീവ്ന എന്ന് പറഞ്ഞ പെണ്ണാണ്. വാങ്കാസ് ഫേവറേറ്റ്, അവരാണ് വാങ്കയുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളും. ഓക്കെ, വാസ് ദ ബിസിയസ്റ്റ് ഓഫ് ഓൾ വൈൽ പെലേജിയ വാങ്കാസ് മദർ വാസ് എലൈവ്. വാങ്കയുടെ അമ്മയുടെ പേരാണ് പെലേജിയ. പെലേജിയ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ വെൻ പെലേജിയ വാങ്കാസ് മദർ വാസ് എലൈവ് ഇൻ ആൻഡ് സർവീസ് അറ്റ് ദ ബിഗ് ഹൗസ്. ഈ വലിയ വീട്ടിൽ സർവീസ് ചെയ്യുന്ന സമയത്ത് ഓൾഗ ഇഗ്നാറ്റീവ്ന യൂസ് ടു ഗിവ് വാങ്ക സ്വീറ്റ്സ്. ഓൾഗ ഇഗ്നാറ്റീവ്ന വാങ്കയ്ക്ക് മിഠായികൾ കൊടുക്കാറുണ്ടായിരുന്നു. ഓൾഗ ഇഗ്നാറ്റീവ്ന യൂസ് ടു ഗിവ് സ്വീറ്റ്സ് ആൻഡ് അമ്യൂസ് ഹെർസെൽഫ് ഇൻ ടീച്ചിങ് ഹിം ടു റീഡ്. അവൾക്കും ഇഷ്ടമായിരുന്നു വാങ്കയെ വായിക്കാൻ പഠിപ്പിക്കാൻ ഇഷ്ടമായിരുന്നു. റൈറ്റ് കൗണ്ട് ടു എ 100. 100 വരെ അവനെ എണ്ണാൻ പഠിപ്പിച്ചതും മിസ് ഓൾഗ ഇഗ്നാറ്റീവ്നയാണ്. ആൻഡ് ഈവൻ ടു ഡാൻസ് ദ ക്വാഡ്രിൽ എന്ന് പറയുന്ന നൃത്തരൂപം, രണ്ടാൾക്കാർ കപ്പിൾ ഡാൻസ് ആണ്, അല്ലേ? അങ്ങനെ തിരിച്ചിട്ടൊക്കെ കളിക്കുന്ന കളി, ആ കളി പഠിപ്പിച്ചതും ആരാണ്? മിസ് ഓൾഗ ഇഗ്നാറ്റീവ്നയാണ്. 100 വരെ എണ്ണാൻ പഠിപ്പിച്ചു, വായിക്കാൻ പഠിപ്പിച്ചു, അതുപോലെ തന്നെ ക്വാഡ്രിൽ എന്ന കളി പഠിപ്പിച്ചു, എഴുത്തും പഠിപ്പിച്ചു. ബട്ട് പെലേജിയ ഡൈഡ്. പക്ഷേ വെൻ പെലേജിയ ഡൈഡ്, അമ്മ പെലേജിയ മരിച്ചതോടുകൂടിയിട്ട് ദ ഓർഫൺ വാങ്ക വാസ് സെൻറ്റ് ഡൗൺ ടു ദ ബാക്ക് കിച്ചൺ ടു ഹിസ് ഗ്രാൻഡ് ഫാദർ. എന്നാൽ ആ പാവം കുട്ടീനെ ആരുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു? നമ്മുടെ മുത്തശ്ശൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചിട്ടോ ആൻഡ് ഫ്രം ദേർ, അവിടെ നിന്നും ടു മോസ്കോ, അവനെ മോസ്കോയിലേക്ക് കരകടത്തി. ടു അലിയോക്കിൻ ദ ഷൂ മേക്കർ, അങ്ങനെയാണ് അവൻ അലിയോക്കിൻ ഷൂ മേക്കറിൻ്റെ അടുത്തേക്ക് എത്തുന്നത്. അപ്പോൾ ഒരു ചോദ്യം, ഹു വാസ് വാങ്കാസ് ഫേവറേറ്റ്? മിസ് ഓൾഗ ഇഗ്നാറ്റീവ്ന. ആരായിരുന്നു വാങ്കയുടെ അമ്മ? ഷി വാസ് പെലേജിയ എന്ന് പറയുന്ന സ്ത്രീ ആയിരുന്നു. ഷി വാസ് ഇൻ സർവീസ് ഓഫ് ദ ബിഗ് ഹൗസ്. ആ വലിയ വീട്ടിൽ സർവീസിലായിരുന്നു, ജോലിക്കാരിയായിട്ട് ജീവിക്കുകയായിരുന്നു. 12ാമത്തെ പാരഗ്രാഫ്. കം ടു മീ ഡിയർ ഗ്രാൻഡ് ഡാഡ്. മുത്തശ്ശ, എൻ്റെ പൊന്നു മുത്തശ്ശ, എൻ്റെ അടുത്തേക്ക് വരണേ. കണ്ടിന്യൂഡ് വാങ്ക അതിനകത്ത് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഐ ബെഗ് യു
ഫോർ ക്രൈസ്റ്റ് സേക്ക്. ഞാൻ നിങ്ങളോട് യാചിക്കുകയാണ് ഫോർ ദ ക്രൈസ്റ്റ് സേക്ക്. ദൈവത്തെ ഓർത്തിട്ട് യു ഹാവ് ടേക്ക് മീ അവേ ഫ്രം ഹിയർ. എന്നെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് നിങ്ങൾ രക്ഷിക്കണം. പിറ്റി മീ, എന്നോട് ദയ കാണിക്കണം. അൺഹാപ്പി ഓർഫൺ, ദേ ബീറ്റ് മീ ഓൾ ദ ടൈം. ഞാൻ അൺഹാപ്പി ഓർഫൺ ആണ്. എന്താ അൺഹാപ്പി ഓർഫൺ എന്ന് പറഞ്ഞാൽ? ഓർഫൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ, അനാഥനാണ് അല്ലേ. അപ്പോൾ അൺഹാപ്പി ഓർഫൺ ആണ് ഞാൻ, അതുകൊണ്ട് എന്നോട് നിങ്ങൾ കരുണ കാണിക്കണം. പിറ്റി മീ അൺഹാപ്പി ഓർഫൺ, ദേ ബീറ്റ് മീ ഓൾ ദ ടൈം. എന്നെ എല്ലാ സമയത്തും അവർ ഉപദ്രവിക്കുകയാണ്. ആൻഡ് ഐ ആം ഓൾവേസ് ഹംഗ്രി, എനിക്കാണെങ്കിലോ എല്ലാ സമയത്തും വിശപ്പുമാണ്. ആൻഡ് ഐ ആം സോ മിസറബിൾ ഹിയർ, എൻ്റെ ജീവിതം വളരെ ദുസ്സഹമാണ് ഇവിടെ. ഐ കാണ്ട് ടെൽ യു ഐ ക്രൈ ഓൾ ദ ടൈം, എനിക്ക് പറഞ്ഞറിയിക്കാൻ അറിയില്ല, ഞാൻ എപ്പോഴും ഇവിടെ കരയാണ് മുത്തശ്ശ. ആൻഡ് വൺ ഡേ ദ മാസ്റ്റർ ഹിറ്റ് മീ ഓവർ ദ ഹെഡ് വിത്ത് എ ലാസ്റ്റ്. അങ്ങനെ ഒരു ദിവസം മാസ്റ്റർ എന്നെ ലാസ്റ്റ് കൊണ്ട്, ആ ഇരുമ്പിൻ്റേതോ അല്ലെങ്കിൽ ഷൂസിൻ്റെ അച്ചെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് തലക്കടിച്ചു, തലയുടെ മുകളിലടിച്ചു. ഐ തോട്ട് ഐ വുഡ് നെവർ ഗെറ്റ് അപ്പ് അഗെയിൻ. ഞാൻ വിചാരിച്ചു ഞാൻ ഇനി ഒരിക്കലും എണീക്കില്ല എന്ന്. ഐ ഹാവ് സച്ച് എ മിസറബിൾ ലൈഫ്, വേഴ്സ് ദാൻ ദാറ്റ്സ് ഓഫ് ഡോഗ്സ്. എനിക്ക് അത്രയും മോശമായിട്ടുള്ളൊരു ജീവിതമാണ് ഇവിടെ. ഏതിനേക്കാളും മോശമാണ്? ഒരു ഡോഗിനേക്കാളും മോശമുള്ള ജീവിതമാണ്. ആൻഡ് ഐ സെൻഡ് മൈ ലവ് ടു അലിയോന. ഏതൊരു ഫ്രണ്ടായിരിക്കാം, ആരാന്ന് നമുക്കറിയില്ല, അലിയോനോടെയും. ആൻഡ് വൺ ഐഡ് യോഗർ, ഒറ്റക്കണ്ണൻ യോഗറിനോടും എൻ്റെ അന്വേഷണം അറിയിക്കണം. ആൻഡ് ദ കോച്ച്മാൻ ആൻഡ് ഡോണ്ട് ഗിവ് മൈ കൺസെർട്ടിന ടു എനി വൺ. എൻ്റെ കൺസെർട്ടിന എന്ന് പറഞ്ഞാൽ ഒരു മൗത്ത് ഓർഗൻ പോലെ സാധനമല്ലേ? മൗത്ത് ഓർഗൻ അല്ല, ഈ കൺസെർട്ടിന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ എന്താ പറയുക, ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്, വായു ഉപയോഗിച്ചിട്ടുള്ളതാണ്, എയർ ഉപയോഗിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ കൺസെർട്ടിന ഉണ്ട്, അത് നിങ്ങൾ ആർക്കും എന്ത് ചെയ്യരുത്, കൊടുക്കരുത്. ഐ റിമെയിൻ യുവർ ഗ്രാൻഡ് സൺ ഇവാൻ യുക്കോവ്. ഞാൻ എന്നെന്നും നിങ്ങളുടെ ഗ്രാൻഡ് സൺ തന്നെയായിരിക്കും, ഇവാൻ യുക്കോവ്. ഡിയർ ഗ്രാൻഡ് ഡാഡ് കം ഓൺ ഡു കം. എൻ്റെ പൊന്നു മുത്തശ്ശ നിങ്ങൾ വരണേ, കത്ത് കിട്ടിയാൽ എന്തായാലും നിങ്ങൾ വരണം. വാങ്ക ഫോൾഡഡ് ദ ഷീറ്റ് ഓഫ് പേപ്പർ ഇൻ 4. വാങ്ക 4 മടക്കി, കത്തിനെ 4 മടക്കി. ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ടു ആൻ എൻവലപ്പ്, ഒരു എൻവലപ്പിനകത്താക്കി, കത്ത് ഒരു എൻവലപ്പിനകത്താക്കി. വിച്ച് ഹി ഹാഡ് ബ്രോട്ട് ദ ഡേ ബിഫോർ ഫോർ എ കൊപ്പാക്ക്. കഴിഞ്ഞ ദിവസം ഈ കത്ത് എഴുതാൻ വേണ്ടിയിട്ട് മൂപ്പര് ഒരു കൊപ്പാക്കൊക്കെ കൊടുത്തിട്ട് ഈ സ്റ്റാമ്പൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. സ്ക്രാച്ച് ഹിസ് ഹെഡ്, എന്നിട്ട് ഞാൻ തല ചൊറിഞ്ഞു. കത്ത് എഴുതി കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്താ അതിൻ്റെ പുറത്ത് അഡ്രസ്സ് എഴുതണം അല്ലേ? ത്രൂ എഗെയിൻ ആൻഡ് ദെൻ ആഡഡ്, എന്നിട്ട് ഇങ്ങനെ തോട്ട് എഗെയിൻ ആൻഡ് ദെൻ ആഡഡ്, ഇങ്ങനെ ആലോചിച്ചിട്ട് എഴുതി. ടു കോൺസ്റ്റാന്റിൻ മാക്രിച്ചിന് പ്ലീസ്ഡ് ദാറ്റ് നോ വൺ ഹാഡ് പ്രൂവ്ഡ്, ടു ഗ്രാൻഡ് ഫാദർ ഇൻ ദ വില്ലേജ്. ആദ്യം മൂപ്പർ അതാണ് എഴുതിയത് കേട്ടോ. ആ ഇമ്പോർട്ടിൽ ബാങ്ക് ഓഫ് ഓൾ ദ പേപ്പർ ഇൻ ടു 4 ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ടു എൻ എൻവലപ്പ് വിച്ച് ഹി ഹാഡ് ബോട്ട് ദ ഡേ ബിഫോർ ഫോർ എ കൊപ്പാക്ക്. ദെൻ ഹി പോസ്റ്റ് ടു തിങ്ക്, കുറച്ച് നേരം ആലോചിച്ചു. ഡിപ്ഡ് ഹിസ് പെൻ ഇൻ ടു ദ ഇങ്ക്പോട്ടിനകത്തേക്ക് മഷി ആക്കി. എന്നിട്ടോ ദെൻ റോട്ട്, എന്നിട്ട് എഴുതി. എന്താ എഴുതിയത്? ടു ഗ്രാൻഡ് ഫാദർ ഇൻ ദ വില്ലേജിലുള്ള ഗ്രാൻഡ് ഫാദറിന്. ദെൻ ഈ സ്ക്രാച്ച് ഹിസ് ഹെഡ്, തോട്ട് അഗെയിൻ, കുറച്ച് നേരം തല പറഞ്ഞിട്ട് പിന്നെ ആലോചിച്ചു. ഇനി എന്താ ഇപ്പോൾ ഒന്നും കൂടെ ഡീറ്റെയിൽസ് ചെയ്താൽ ടു കോൺസ്റ്റാന്റിൻ മാക്രിച്ച് എന്നും കൂടെ എഴുതി. ഓക്കെ. പ്ലീസ്ഡ് ദാറ്റ് നോ വൺ ഹാഡ് പ്രിവെൻറ്റഡ് ഹിം ഫ്രം റൈറ്റിംഗ്. തന്നെ ഈ എഴുത്തിൽ നിന്നും ആരും തടയാത്തത് കൊണ്ട് അവന് സന്തോഷമായി. എന്ന് വെച്ചാൽ വേറെ ആരും ശല്യം ചെയ്യാൻ വന്നിട്ടില്ലല്ലോ. ഹി പുട്ട് ഓൺ ഹിസ് ക്യാപ്പ്, പുട്ട് ഓൺ എന്ന വേർഡ് ഫ്രേസൽ വേർബാണ്, ധരിക്കുക എന്നർത്ഥം. പുട്ട് ഓൺ ഹിസ് ക്യാപ്പ് ആൻഡ് റാൻ ഇൻ ടു ദ സ്ട്രീറ്റ് വിത്തൗട്ട് പുട്ടിങ് ഹിസ് കോട്ട് പോലും ഇടാൻ മറന്നുപോയി. തണുപ്പത്ത് കോട്ട് പോലും ഇടാണ്ട് അവൻ നേരെ ഓടി. ആൻഡ് റാൻ ഇൻ ടു ദ സ്ട്രീറ്റ് without putting his coat on over his shirt. The men at the butcher's told, when he asked them the day before, തലേ ദിവസം അവൻ ആ ബുച്ചർ ഷോപ്പിലുള്ള ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, ദാറ്റ് ലെറ്റേഴ്സ് ആർ പുട്ട് ഇൻ ടു ലെറ്റർ ബോക്സസ്. കത്തുകൾ എവിടെ നിക്ഷേപിക്കുക? കത്തുകളൊക്കെ ഈ പെട്ടിക്കകത്താണ് അല്ലെ, ലെറ്റർ ബോക്സസിനകത്താണ് സൂക്ഷിക്കുക. ആൻഡ് ഫ്രം ദെയർ ബോക്സസ് സെൻഡ് ഓൾ ഓവർ ദ വേൾഡ്. അവിടെ നിന്നാണ് ഈ ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും കത്തുകളും പെട്ടികളൊക്കെ കൊണ്ടുപോകുന്നത്. ഓൺ മെയിൽ കോച്ചസ് വിത്ത് 3 ഹോഴ്സസ് ആൻഡ് ഡ്രങ്കൺ ഡ്രൈവേഴ്സ്. 3 കുതിരകളെ പൂട്ടിയ ഒരു കുതിരവണ്ടിയിലായിരിക്കും ഇത് കൊണ്ടുപോകുന്നത്. ആ കുതിരവണ്ടിയിലെ ഡ്രൈവേഴ്സൊക്കെ ഡ്രങ്കൺ ആയിരിക്കും, മദ്യപാനികളായിരിക്കും. ആൻഡ് ജിംഗ്ലിംഗ് ബെൽസ്, അതിനകത്ത് ബെല്ലും ഉണ്ടാവും. ഓക്കെ, നമ്മൾ ഫയർഫോഴ്സിനൊക്കെ ഉള്ള പോലെ
ബെല്ലില്ലേ, അതുപോലെ ഒരു ബെല്ല് കെട്ടിയിട്ടുണ്ടായിരിക്കും ഇവിടെ. Vanga ran as far as the nearest letter box and dropped his precious letter into the slit. വാങ്ക തൊട്ടടുത്തുള്ള പോസ്റ്റ് ബോക്സിലേക്ക് പോയി ആ കത്ത് അതിനകത്തിട്ട് തിരിച്ചു വന്നു. ആസ് എൻ അവർ ലേറ്റർ, ഒരു മണിക്കൂറിന് ശേഷം, ലൾഡ് ബൈ ദ റോസി ഹോപ്സ്, പ്രതീക്ഷകൾ നിറഞ്ഞ ജീവിതം അല്ലേ, പ്രതീക്ഷകൾ നിറഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ടു മെനി ലൾഡ് ബൈ റോസി ഹോപ്സ് ഹി വാസ് ഫാസ്റ്റ് അസ്ലീപ്പ്, അവൻ നന്നായിട്ട് ഉറങ്ങി, നല്ല ശുഭപ്രതീക്ഷകളുമായിട്ട് അവൻ നന്നായിട്ട് ഉറങ്ങിയിട്ടോ. ഹി ഡ്രീംഡ് ഓഫ് എ സ്റ്റൗ, അവൻ സ്വപ്നത്തിൽ കാണാണ് ഒരു സ്റ്റൗ, ഒരു അടുപ്പ് കാണാണ്. ഓൺ ദ സ്റ്റവ് ലെഡ്ജ്, ആ അടുപ്പിൻ്റെ അറ്റത്ത് ഒരാളിരിക്കുന്നു. സാറ്റ് ഹിസ് ഗ്രാൻഡ് ഫാദർ ഇരിക്കുന്നത് കാണുന്നു. ഹിസ് ബെയർ ഫീറ്റ് ഡാംഗ്ലിംഗ്, അയാളുടെ നഗ്നമായ പാദങ്ങൾ ഇങ്ങനെ ആടുന്നുണ്ട്. റീഡിങ് ദ ലെറ്റർ ടു ദ കുക്കുകൾക്ക് കത്ത് വായിപ്പിച്ച് കേൾപ്പിച്ച് കൊടുക്കുകയാണ് അയാൾ ചെയ്യുന്നത്. ഈൽ വാസ് വാക്കിംഗ് ബാക്ക്വേർഡ് ആൻഡ് ഫോർത്ത്, ഈൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഈലിനെ വീണ്ടും പറഞ്ഞിട്ടുണ്ട്. ഈൽ വാസ് വാക്കിംഗ് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ സ്റ്റൗ വാഗിങ് ഹിസ് ടെയിൽ, വാലാട്ടിയും കൊണ്ട് തൻ്റെ യജമാനോടുള്ള കൂറ് കാണിച്ചുകൊണ്ട് ഈൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഗ്രാൻഡ് ഫാദർ അവിടെ ഇരുന്നിട്ട് കത്ത് വായിക്കുന്നതും കണ്ടുകൊണ്ട് ഉറങ്ങുകയാണ് ആര് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്വപ്നത്തിൽ വാങ്ക അത് കാണുകയാണ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ, വാങ്ക എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററാണ്. അത് ജസ്റ്റ് കഥ കേട്ട് വെച്ചാൽ മതി, കഥ കേട്ടൊക്കെ കഥയുടെ ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ചാൽ മാത്രം മതി. ലാസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് ദ കാസ്റ്റ് അവേ എന്നാണ്. അപ്പോൾ ഇതിനകത്തുനിന്നും എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊരു പ്രൊഫൈലായിരിക്കും വരിക. പ്രൊഫൈൽ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ പ്രൊഫൈലായിരിക്കും വരിക. പ്രൊഫൈൽ എഴുതാൻ നമ്മൾ ചാപ്റ്റർ അറിയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഈ വാങ്കയിൽ നിന്ന് ചിലപ്പോൾ ഒരു പാസേജ് വന്നിട്ട് ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് കൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ടത് ജസ്റ്റ് ഒന്ന് വായിച്ചു ഒന്ന്. ഇവിടെ അതേപോലെ നമുക്ക് ദ കാസ്റ്റ് അവേ എന്ന് പറയുന്ന ചാപ്റ്ററും ഒന്ന് വായിക്കാം. ദ ബാറ്റിൽ ഓഫ് ദ ഗോഡ്സ് ആൻഡ് ഡിമോൺസ് ബിഗാൻ ഇൻ ദ ഈവനിങ്. ആരാണ് നമ്മുടെ ഓതർ? നേരത്തെ ഞാൻ പറഞ്ഞു, രവീന്ദ്രനാഥ് ടാഗോറാണ്. ടാഗോറിൻ്റെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ. ജനഗണമനൊക്കെ എഴുതിയ ആളാണ്, നൊബേൽ സമ്മാനം കിട്ടിയ ആളാണ്, ബംഗാളി ലിറ്ററേച്ചറിന് പുതിയ ഒരു മാനം നൽകിയ ആളാണ്. ഇനി ദ കാസ്റ്റ് അവേ, ഒരു കപ്പൽ അപകടത്തിലൊക്കെ രക്ഷപ്പെട്ട വ്യക്തിയെയാണ് നമ്മൾ എന്താ പറയുക, കാസ്റ്റ് അവേ എന്ന് പറയാം. ഒരു കപ്പൽ അപകടത്തിലോ ബോട്ട് അപകടത്തിലൊക്കെ വെള്ളത്തിൽ വീണിട്ട് പിന്നെ രക്ഷപ്പെട്ടു വരൂലേ നീന്തിയിട്ടൊക്കെ, അങ്ങനെ വരുന്ന ആളെ വിളിക്കുന്ന പേരാണ് ദ കാസ്റ്റ് അവേ എന്ന് പറയാം. ഇവിടെ ദ ബാറ്റിൽ ഓഫ് ദ സീ ഗോഡ്സ്, ദ ഗോഡ്സ് ആൻഡ് ഡീമോൺസ് ബിഗാൻ ഇൻ ദ ഈവനിങ്, ദ റോറിംഗ് സ്റ്റോം, ദ പോറിംഗ് റെയിൻ, ദ blood-gunning thunder and lightning and the black clouds all took their part. The Ganges was furious and one could hear nature's screams and sighs and groans and everywhere. എന്ന് വെച്ചാൽ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ കലുഷമായ ഒരു കാലാവസ്ഥയെ കാണിക്കുന്നത്. നല്ല ഇടിയും മിന്നലും അതുപോലെ തന്നെ കാറ്റും നല്ല മഴയും ഒക്കെയാണ് നമ്മൾ കാണുന്നത്. ആ ഗംഗാ നദിയാണെങ്കിൽ ഇങ്ങനെ ഇളകി മറയുന്നുണ്ട്, അത്രയും നല്ല വെള്ളമൊക്കെ ആയിട്ട്. ഓക്കെ, എന്തിനാണ് ഈ ഫസ്റ്റ് പാരഗ്രാഫ് ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ വരാനിരിക്കുന്ന കഥയിൽ വരാൻ പോകുന്ന ചില സംഭവങ്ങളെ സൂചിപ്പിക്കുന്നതാണത്. ഓക്കെ, നല്ല കാലാവസ്ഥ എന്ന് പറയുമ്പോൾ നല്ല ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷമാവും. കലുഷിതമായ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ കലുഷിതമായ അന്തരീക്ഷമായിരിക്കും കഥയിലുണ്ടാകാൻ പോകുന്നത്. അതെ, കഥയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഇൻ വൺ ഓഫ് ദ റിവർ സൈഡ് ഹൗസസ്, ആ ഒരു വീട്ടിൽ, റിവറിൻ്റെ തീരത്തുള്ള ഒരു വീട്ടിൽ, ചന്ദർനഗറിൽ, അറ്റ് ആൻ എൻലെസ് വേർബൽ ബാറ്റിൽ വാസ് ഗോയിങ് ഓൺ ബിറ്റ്വീൻ ശരത് ആൻഡ് ഹിസ് വൈഫ്. ശരത്ത് നമ്മുടെ ഹീറോ ആണ്. ശരത്തും അയാളുടെ വൈഫ് കിരണും തമ്മിലൊരു വലിയ വെർബൽ ബാറ്റിൽ നടക്കുകയാണ്, വാക്പോര് നടക്കുകയാണ്. കിരൺ അബൌട്ട് സ്റ്റേയിങ് ഇൻ ദ ഹൗസ്, വീട്ടിൽ നിൽക്കുന്നതും പറ്റിയിട്ടാണ് അവിടെ ചർച്ച. കിരൺ ഫെൽറ്റ് സീരിയസ്ലി ഇൽ, മേക്കിംഗ് എവ്രി വൺ ഇൻ ഹെർ നേറ്റീവ് വില്ലേജ് terribly anxious. The whole village advocated her to change for a necessary for her and advocated for a change necessary for her and to be taken to her own home. But Sharath and his mother gave no importance to their darling than the wisdom of the village. എന്ന് വെച്ചാൽ ഈ സ്ത്രീ ഉണ്ടല്ലോ, കിരൺ എന്ന് പറയുന്ന സ്ത്രീ,
ഈ കിരൺ എന്ന് പറഞ്ഞ സ്ത്രീക്ക് എന്തോ ഒരു അസുഖമായിട്ട് ഇവരിപ്പോൾ എങ്ങനെയോ രക്ഷപ്പെട്ടു വന്നതാണ്. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് ഇവരോടൊന്ന് കുറച്ച് റെസ്റ്റ് എടുക്കാൻ. ഈ കിരൺ എന്ന് പറയുന്ന ആളാണെങ്കിൽ വല്ലാണ്ട് ആളുകളുമായിട്ട് എന്താ പറയുക ബന്ധപ്പെട്ടിടുകയും ഇടവഴിയൊക്കെ ചെയ്തിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ അവളുടെ വില്ലേജിലുള്ള ആളുകളുടെയൊക്കെ അഭിപ്രായം അവളെ തിരിച്ച് അവളുടെ നാട്ടിലേക്ക് തന്നെ പറഞ്ഞയക്കണമെന്നും അവിടെയുള്ള ആളുകളുമായിട്ട് ഇടവഴി ജീവിക്കട്ടെ എന്നാണ്. പക്ഷേ ശരത്തും അയാളുടെ അമ്മയും അതിന് തയ്യാറാവുന്നില്ല. കാരണം ഡോക്ടേഴ്സ് പറഞ്ഞതനുസരിച്ചിട്ട് അവളെ ഒന്ന് ശാന്തമായിട്ടുള്ള അന്തരീക്ഷത്തിൽ കുറച്ചു കാലം കഴിയാൻ വേണ്ടിയിട്ടാണ് അവളെ പിടിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ കിരണാണെങ്കിലും പറയുന്നു എൻ്റെ അസുഖമൊക്കെ മാറിയില്ല, എനിക്ക് വീട്ടിലേക്ക് നേരെ പോകണം, പെട്ടെന്ന് എനിക്ക് വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് ശാഠ്യം പിടിക്കുന്നതാണ് നമ്മൾ കാണുന്ന ആദ്യത്തെ ആ വാക്ക് പോരെന്ന് പറയുന്നത്. The doctor also thinks that you should stay here for a few weeks, more days to return to home strong again. ഡോക്ടേഴ്സ് പറയുന്നത് നിന്നോട് ഇവിടെ നിൽക്കാനാണ് പറയുന്നത്. കുറച്ച് ആരോഗ്യം വീണ്ടെടുത്തതിന് ശേഷം നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. യുവർ ഡോക്ടർ നോസ് എവറിത്തിങ്. അപ്പോൾ കിരൺ ദേഷ്യപ്പെട്ടുകൊണ്ട് പറയാണ് നിങ്ങളെ ഡോക്ടറിനൊക്കെ അറിയാലോ. ലെറ്റ് ഹിം നോ ദാറ്റ്. എന്നാൽ അയാൾ ഇക്കാര്യം കൂടെ അറിയട്ടെ. ഏത്? ദാറ്റ് എ റിക്കവേർഡ് പേഴ്സൺ നെവർ നീഡ്സ് ഫർദർ മെഡിക്കേറ്റഡ് റിക്കവറി. ഒരു അസുഖം ഓൾറെഡി ഭേദമായ ഒരാൾക്ക് പിന്നെയും ഭേദമാക്കേണ്ട ആവശ്യമില്ല എന്ന്. ഐ ക്യാൻ ഗോ ഹോം റൈറ്റ് നൗ. എനിക്കിപ്പോൾ തന്നെ വീട്ടിലേക്ക് പോകാം, ഒരു പ്രശ്നമില്ല. നൗ യു നോ ദാറ്റ് ഓൾ സോർട്സ് ഓഫ് ഇൽനെസ് ഹാവ് eluded from here. നിങ്ങൾക്കറിയാം നൗ യു നോ ദാറ്റ് ഓൾ സോർട്സ് ഓഫ് ഇൽനെസ് ഹാവ് eluded എന്ന് പറഞ്ഞാൽ എന്താണ്? ഒളിച്ചിരിക്കുക എന്നാണ്. ഫ്രം ഹിയർ, ഇവിടെ ഒളിച്ചിരിക്കുന്നുണ്ട്. നൗ ഐ സപ്പോസ് എവ്രി വൺ ഹിയർ വുഡ് ബി പെർഫെക്റ്റ്ലി വെൽ ഇൻ ദിസ് സ്റ്റോം. അപ്പോൾ നീ ഇവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ചില അസുഖങ്ങളൊക്കെ പതിയിരിക്കുന്നുണ്ടാവും. ആ അസുഖങ്ങൾ നിൻ്റെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് വരാം. ഇപ്പോൾ നോർമലി ഇപ്പോൾ കാണുമ്പോൾ നിനക്ക് അസുഖമൊന്നും ഉണ്ടായി തോന്നുന്നില്ല, കംപ്ലീറ്റ് ആയിട്ട് മാറട്ടെ എന്നാണ് അയാൾ ഉദ്ദേശിച്ചത്. അപ്പോൾ കിരൺ അതിന് മറുപടി പറയുകയാണ്, ഇവിടെ ഇപ്പോൾ എല്ലാവരും പെർഫെക്റ്റ്ലി ഓക്കെ ആവും, നമുക്ക് കാണാം. കാരണം അത്രയും വലിയ കൊടുങ്കാറ്റും പേമാരിയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ നദി ഒഴുകി എന്തെങ്കിലും സംഭവിച്ചിട്ടൊക്കെ ഇവിടെയുള്ള ആൾക്കാരും കൂടെ മരിക്കും എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ശരത് ലുക്ക്ഡ് അറ്റ് ഹർ ഫേസ്. ഷീ സ്റ്റിൽ അപ്പിയർഡ് ടു ബി വെരി വീക്ക്. ശരത്ത് തൻ്റെ ഭാര്യയുടെ മുഖത്തേക്കൊന്ന് നോക്കി. അവളുടെ മുഖത്ത് ഇപ്പോഴും ആ ക്ഷീണമുണ്ട്. ഹിസ് ഹാർട്ട് സാങ്ക് അറ്റ് ദ തോട്ട് ഓഫ് ഹൗ നാരോലി ഷീ ഹാഡ് എസ്കേപ്ഡ് ഡെത്ത്. അയാൾ ആലോചിച്ചു, അയ്യോ ഇവളെ എങ്ങനെ എനിക്ക് കിട്ടി അല്ലേ, എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇവളെ രക്ഷപ്പെട്ടത്, ഈ പറയുന്ന മരണത്തിൽ നിന്നും എങ്ങനെയാണ് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത് എന്നത് അദ്ദേഹം ഓർത്തപ്പോൾ അദ്ദേഹത്തിന് ദുഃഖമായി. കിരൺ ഹാഡ് എൻജോയ്ഡ് ബീയിങ് വിത്ത് ദ വില്ലേജേഴ്സ് സ്റ്റീമിങ് വിത്ത് ഫൺ. ആളുകളുമായി തമാശയൊക്കെ പറഞ്ഞിട്ട് വില്ലേജേഴ്സിൻ്റെ കൂടെ നിൽക്കാനാണ് അവൾക്ക് എപ്പോഴും ഇഷ്ടം. ബട്ട് ഹിയർ ഇൻ ദ റിവർ സൈഡ്, എന്നാൽ ഇവിടെ ഈ നദിക്കരയിൽ ഷീ കുഡ് നോട്ട് ടോളറേറ്റ് വിത്ത് ദ ഹെവി ബേർഡൻ ഓഫ് ഡൂയിങ് നത്തിങ്. ഒന്നും ചെയ്യാതിരിക്കുന്നത് അവൾക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ല. ദാറ്റ് വാസ് ദെയർ പോയിന്റ് ഓഫ് ഡിസ്കഷൻ. അതായിരുന്നു അവരുടെ സംസാരത്തിൻ്റെ വിഷയം. ഹി ലോസ്റ്റ് ഹെർ സ്പിരിറ്റ് വെൻ ഷീ സഡൻലി സ്റ്റോപ്ഡ് ഹിസ് റെസ്പോണ്ടിങ് ആൻഡ് ടേൺഡ് ഹെർ ഹെഡ് അവേ. അയാൾക്ക് അതുവരെ അയാൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ അയാളുടെ ഒരു എനർജി നഷ്ടപ്പെട്ടു പോയി. എപ്പോൾ കിരൺ താല്പര്യമില്ലാണ്ട് അയാൾ പറയുന്നത് കേൾക്കാണ്ട് തലതിരിച്ച് കളഞ്ഞപ്പോൾ. ഹി ഹേർഡ് എ കോൾ. ആ സമയത്താണ് അയാളൊരു കോള് കേൾക്കുന്നത്, ഒരു വിളി. ആൻഡ് വെൻറ്റ് ഔട്ട്സൈഡ് ടു സീ എ യങ് ബോയ് ഇൻ ദ ഗാർഡൻ. ഒരു യങ് ബോയ് ഗാർഡനിൽ നിൽക്കുന്നതും കണ്ടു. എ സർവൈവർ ഫ്രം ദ അപ്ടേൺഡ് ബോട്ട് ഇൻ ദ സ്റ്റോം. സ്റ്റോമിൽ നല്ല കൊടുങ്കാറ്റത്ത് വീശുന്ന ഒരു നല്ല കൊടുങ്കാറ്റുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിനകത്ത് ഒരു ബോട്ട് പെട്ടിട്ട് ആ ബോട്ട് മറിഞ്ഞുപോയി. ആ ബോട്ടിൻ്റെ അകത്തുനിന്നും രക്ഷപ്പെട്ടു വന്ന ഒരു കുട്ടി അവിടെ പുറത്ത് നിൽക്കുന്നുണ്ട്. കിരൺ ഷോഡ് ഹോസ്പിറ്റാലിറ്റി ഗിവിങ് ഹിം ഡ്രൈ ക്ലോത്ത്സ്. ഇമീഡിയറ്റ്ലി കിരൺ ഷോഡ് ഹിം ഹോസ്പിറ്റാലിറ്റി. പെട്ടെന്ന് തന്നെ കിരൺ അവന് ആതിഥേയ മര്യാദ കൊടുത്തു. അയാളെ ആ കുട്ടീനെ വീട്ടിനകത്തേക്ക് കൊണ്ടുവന്നു, വേറെ വസ്ത്രങ്ങൾ കൊടുത്തു മാറാൻ വേണ്ടിയിട്ട്. ഷി ആസ്ഡ് ഹിസ് വെയർ അബൌട്ട്സ്. അവൻ്റെ വെയർ അബൌട്ട്സ് ചോദിച്ചു. വെയർ അബൌട്ട്സ് എന്ന് പറഞ്ഞാൽ വൺ വേർഡാണ്. അവൻ്റെ നീ എവിടെ നിന്ന് വരുന്നു, ആരാണെന്നൊക്കെ ചോദിച്ചു മനസ്സിലാക്കി. ആഫ്റ്റർ ഹി ഹാഡ് സെറ്റിൽഡ് ഡൗൺ ഷി ആസ്ഡ് ഹിസ് വെയർ അബൌട്ട്സ്. ഹിസ് നെയിം വാസ് നീലകണ്ഠ. നീലകണ്ഠ എന്നാണ് അവൻ്റെ പേര്. ബിലോങ് ടു എ തിയറിറ്റിക്കൽ ഗ്രൂപ്പ്. ഒരു തിയറിറ്റിക്കൽ ഗ്രൂപ്പിലുള്ളതാണ്. തിയറിറ്റിക്കൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നാടക ട്രൂപ്പിലുള്ള ആളായിരുന്നു അവന്. Their boat perished in the storm while they were going for a stage play in the neighboring villa. തൊട്ടടുത്തുള്ള വില്ല എന്ന് പറഞ്ഞാൽ വില്ലേജാണ്. വില്ലേജിലേക്ക് ഒരു നാടകം കളിക്കാൻ പോകുന്ന സമയത്ത് ഈ കൊടുങ്കാറ്റ് പെട്ടിട്ട് ബോട്ട് മറഞ്ഞതാണ്.
He said he had no idea about the others. ബാക്കിയുള്ളവർക്ക് എന്ത് സംഭവിച്ചു എന്ന് ഇവൻ അറിയില്ല എന്ന് പറഞ്ഞു. ഓക്കെ. The boy turned out to be a boon to everyone there. എന്നാൽ ആ ബോയ് ഇവൻ വന്നതോട് കൂടിയിട്ട്, ഈ നീലകണ്ഠ എന്ന് പറഞ്ഞ കുട്ടി വന്നതോട് കൂടിയിട്ട് എല്ലാവർക്കും അതൊരു അനുഗ്രഹമായി. കിരൺ ഹാഡ് വാം ഇൻട്രസ്റ്റ് ഇൻ ഹിം. കിരൺ ഒരു മകനെ പോലെയായിരുന്നു അവന്, അവനോട് വലിയ താല്പര്യമായിരുന്നു. ആസ് ഹി സ്വാം ഔട്ട് ഓഫ് ദ ക്ലച്ചസ് ഓഫ് ഡെത്ത്. കാരണം അവളെപ്പോലെ തന്നെ അവനും മരണത്തിൻ്റെ പിടിയിൽ നിന്നും നീന്തി വന്നതാണ് അല്ലേ. ശരത് ആൻഡ് ഹിസ് മദർ വർ ഹാപ്പി. ശരത്തിനും അമ്മയ്ക്കും സന്തോഷമായി. എന്താ കാരണം? കിരൺ വുഡ് സ്റ്റേ ലോങ്ങർ. ആ കിരൺ ഈ കാരണം കൊണ്ടെങ്കിലും അവിടെ കുറച്ച് കാലം കൊണ്ട് നിൽക്കുമല്ലോ. നീലകണ്ഠ ഓൾസോ വാസ് ഡിലൈറ്റഡ്. നീലകണ്ഠനും സന്തോഷം, കാരണം ടു എസ്കേപ്പ് ഫ്രം ഹിസ് മാസ്റ്റർ ആൻഡ് ടു ബി പാർട്ട് ഓഫ് ദിസ് വെൽത്തി ഫാമിലി. തൻ്റെ യജമാനൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുകയും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു നല്ല വെൽത്തി ഫാമിലിയുടെ കൂടെ നിൽക്കാൻ പറ്റിയല്ലോ എന്നുള്ളത് അവൻ്റെയും സന്തോഷമായി. ബട്ട് ഇൻ ദ ഷോർട്ട് വൈൽ ശരത് ആൻഡ് ഹിസ് മദർ ബിഗാൻ ടു റീതിങ്ക് ആൻഡ് ലോങ്ഡ് ഫോർ ഹിസ് ഡിപ്പാർച്ചർ. പക്ഷേ പെട്ടെന്ന് തന്നെ ശരത്തും അവൻ്റെ അമ്മയും മാറി ചിന്തിച്ച് തുടങ്ങി, ഇവൻ എങ്ങനെയെങ്കിലും ഒന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു എന്നായി അവർക്ക്. എന്താ കാരണം? ഹി ഡെവലപ്ഡ് എ വാസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് ബാൻഡ് ഓഫ് നോട്ടി ബോയ്സ്. ഒരുപാട് വികൃതി പയ്യന്മാരുടെ ഒരു കൂട്ടുകെട്ട് അവനുണ്ടാക്കി. വിച്ച് ഡിഡ് നോട്ട് അലൗ എനി ഫ്രൂട്ട് ടു ഗെറ്റ് റൈപ്പൺ ഇൻ ദ നൈബർഹുഡ്. ആ പരിസരത്ത് എവിടെയും ഒരു ഫ്രൂട്ടും എന്താ പറയുക പഴുക്കാൻ ഇടവയ്ക്കാത്ത രീതിയിൽ, എന്ന് വെച്ചാൽ മാങ്ങയൊക്കെ അങ്ങനെ ഉണ്ടാകുമ്പോഴേക്കും അവന്മാർ അടിച്ചു നോക്കുക അല്ലേ. ഇതാണ് ഇവരുടെ പരിപാടി. ഹിസ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദ വില്ലേജ് മോങ്ഗ്രൽ ഡോഗ് ടേൺ ദ ഹൗസ് അപ്സൈഡ് ഡൗൺ. അവനൊരു മോങ്ഗ്രൽ ഡോഗ്, ഒരു ചാവാലി പട്ടി എന്നൊക്കെ പറയില്ലേ, തെരുവ് പട്ടിയുമായിട്ടുള്ള ചങ്ങാത്തം ഈ വീടിനെ തലകീഴായിട്ട് നിർത്തുമായിരുന്നു. എന്ന് വെച്ചാൽ അത്രയും ബഹളമാണ് ഇവന്മാർ രണ്ടുപേരും വന്നു കഴിഞ്ഞാൽ ഈ നായകനെ കൊണ്ടുവന്നിട്ട്. ആൻഡ് കിരൺ അലോൺ ഫൗണ്ട് ഹാപ്പിനെസ് ഇൻ സപ്പോർട്ടിങ് ദ ബോയ്. കിരണിന് മാത്രമാണ് ആ കുട്ടീനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നത്. ഓൾ ദ വാർണിങ്സ് ഓഫ് ശരത് വെൻറ്റ് ഇൻ വെയിൻ. ശരത് ഒരുപാട് വാർണിംഗ് കൊടുത്തിട്ടുണ്ട് ഈ പയ്യന്, പക്ഷെ അതെല്ലാം വെറുതെ ആയിപ്പോയി. ഷീ പ്രൊവൈഡഡ് ഹിം ക്ലോത്ത്സ് ഇൻ അബൻഡൻസ്. ഇഷ്ടം പോലെ തുണി വാങ്ങിച്ചു കൊടുക്കും ഈ കുട്ടിക്ക്. ഷീ വുഡ് ഓൾവേസ് കോൾ ഹിം ഫോർ ദ തിയററ്റിക്കൽ പ്രസൻറ്റേഷൻ. അവനെ കൊണ്ട് എപ്പോഴും തിയററ്റിക്കൽ പ്രസൻറ്റേഷൻസ് ചെയ്യിപ്പിക്കും. ആൻഡ് ആഫ്റ്റർ ഹവേഴ്സ് ദ ബോയ് thought the boy often go to his ears boxed and pulled by Sharat. There was no notable change. He strongly believed that the world was made of eating and beatings, in which beatings played the prominent role. അപ്പോൾ ഇവിടെ പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ശരത്തിനോട് നല്ല അടി കിട്ടാറുണ്ട്, ചെവി പിടിച്ച് പതിക്കാറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ അതൊന്നും ഒരു കാര്യം ഉണ്ടാക്കില്ല. കാരണം ഇവൻ വളരെ ശക്തമായി വിശ്വസിച്ചു, നീലകണ്ഠൻ വിശ്വസിച്ചു ഈ ഭൂമി എന്ന് പറഞ്ഞാൽ ഈറ്റിങ്ങും ബീറ്റിങ്ങും മാത്രമുള്ളതാണ്. ഓക്കെ, അതിനകത്ത് ഏറ്റവും പ്രോമിനൻ്റ് റോൾ ആർക്കാണ്? ബീറ്റിങ്ങിനാണ്. അപ്പോൾ കുറച്ച് ബീറ്റിംഗ് കിട്ടിയാലൊന്നും കുഴപ്പമില്ല, ഈറ്റിംഗ് ഉണ്ടല്ലോ അത് മതി. ഹി വാസ് ഹാർഡ് ടു ടെൽ ഹിസ് ഏജ് ഫ്രം ഹിസ് ഫേസ്. അവൻ്റെ മുഖം നോക്കിയാൽ പ്രായം കണക്കാക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഹിസ് ഹെയർലെസ് ഇന്നസെൻറ്റ് ഫേസ് സെഡ് ഹി വാസ് എബൌട്ട് 14. അവൻ്റെ ഹെയർലെസ് രോമമില്ലാത്ത മുഖം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഒരു 14 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ തോന്നും ആ പയ്യനെ കണ്ടാൽ. ബട്ട് ദ സ്മോക്ക് ആൻഡ് വേർഡ്സ് ഗഷ്ഡ് ഔട്ട് ഫ്രം ഹിസ് മൗത്ത് സജസ്റ്റഡ് ഹി വാസ് എബൌട്ട് 17. എന്നാൽ അവൻ്റെ വായക്കകത്തു നിന്ന് വരുന്ന സ്മോക്കും അതുപോലെ തന്നെ വാക്കും കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇവന് ഇതൊന്നുമല്ല പ്രായമെന്ന് പറയുന്നത്, ഒരു 18 വയസ്സ് കഴിഞ്ഞവൻ്റെ വർത്തമാനമാണോ അവൻ്റെ. ബട്ട് എവ്രി വൺ ട്രീറ്റഡ് ഹിം ആസ് എ സ്മോൾ ബോയ്. എന്നാൽ എല്ലാവർക്കും അവനെ ഒരു കുട്ടിയായിട്ടാണ് പരിഗണിക്കാറ്. ഹി ഷോഡ് ദ ഫസ്റ്റ് സൈൻസ് ഓഫ് അഡൽട്ട്ഹുഡ് വെൻ ഹി ഹെസിറ്റേറ്റഡ് ടു ബി എ ലേഡി കമ്പാനിയൻ ടു കിരൺ ആൻഡ് ടു പ്ലേ ഏർലിയർ ഫെമിനൈൻ റോൾസ് ഹി ഹാഡ് പ്ലേഡ്. അപ്പോൾ ഇവന് ഒരു കൗമാരം കഴിഞ്ഞു, ഒരു അഡൽട്ട്ഹുഡിലേക്ക് എത്തുന്നതിൻ്റെ സൂചനകൾ കാണിച്ചു. എന്ന് വെച്ചാൽ ആദ്യമൊക്കെ കിരണിൻ്റെ കൂടെ എവിടേക്കും പോകാൻ റെഡിയായിരുന്നു, ഇപ്പോൾ അവൻ അങ്ങനെ പോകാൻ റെഡിയല്ല. പണ്ട് കാണിച്ചിരുന്ന സ്ത്രീ കഥാപാത്രങ്ങളെയൊന്നും ഇപ്പോൾ പെർഫോമൻസിൽ അവന് കാണിക്കുന്നില്ല. ആ ഒരു ചേഞ്ച് ഓഫ് റോളാണ്. ബട്ട് ഹിസ് റോൾ ആസ് എൻ അക്കോലൈറ്റ് അസിസ്റ്റൻ്റ് ആണ് കേട്ടോ, അസിസ്റ്റൻ്റ് ഫ്രണ്ട് എന്നൊക്കെ പറയാം. ടു കിരൺ ഡിഫെൻഡഡ് എനിത്തിങ് ദാറ്റ് കെയിം എഗെയിൻസ്റ്റ് ഹിം ഇൻ ദ ഹൗസ്. അവൻ ആ അവനെതിരെ എന്ത് വന്നു കഴിഞ്ഞാലും കിരണിൻ്റെ സഹായി എന്നതുകൊണ്ട് തന്നെ അതിനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാറില്ലായിരുന്നു.
He had nothing to think about other than entertaining Kiran with his diverse performances. അവൻ്റെ പല പല പെർഫോമൻസും കാണിച്ചിട്ട് കിരണിനെ എൻ്റർടൈൻ ചെയ്ത് നിർത്തുക എന്നുള്ളത് മാത്രമാണ് അവൻ്റെ പണി. ബാക്കി സമയം ഫുഡ് കഴിക്കുക, പിന്നെ കുരുത്തക്കെടും. Kiran's efforts to inculcate and the scholastic elements in him turned into ashes as the destitute youth figured out that even the alphabets were dancing in the mist in front of his eyes. അവിടെ ഒന്നുമില്ല, അവിടെ അവനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരെ നോക്കുകയാണ്, ശ്രമം നടത്തുകയാണ്. നമ്മുടെ കിരൺ ഒരു ശ്രമം നടത്തി, പക്ഷേ ആ ശ്രമം വെറുതെ പായായി പോവുകയുള്ളൂ. അവന് വാക്കുകളൊന്നും ഉറച്ചു നിൽക്കുന്നില്ല. എന്നാൽ അവൻ എന്ത് ചെയ്യാറുണ്ട്, വായിക്കുന്നത് പോലെ അഭിനയിക്കാറുണ്ട്. പക്ഷെ അത് വായിക്കുന്ന കാര്യം എന്താണെന്ന് അവനോ കേൾക്കുന്ന ആൾക്കോ ഒന്നും മനസ്സിലാവില്ല. വലിയ വായനക്കാരനെ പോലെ അവൻ എന്ത് ചെയ്യാറുണ്ട്, വായിക്കാറുണ്ടെന്നാണ് ആ പാരഗ്രാഫിൽ പറയുന്നത്. He felt everything to become music and music around him. The past life of the theoretical slave before the storm had completely faded out from the memory. The enchanting nature and the soothing presence of Kiran, who took up the role of his sister and mother combined, become the music of his song. And off from the and off from he would okay. അപ്പോൾ ഇവിടെ at that time Sharat's younger brother Satish came. അപ്പം ആ സമയത്താണ് ഒരു പുതിയ കഥാപാത്രം കടന്നു വരുന്നത്. അപ്പോൾ പുതിയ കഥാപാത്രത്തിൻ്റെ പേര് ഓർത്ത് വെക്കണം. ആദ്യം നമ്മൾ പറഞ്ഞത് കിരണിൻ്റെ ഭർത്താവ് ശരത്ത്, അവരുടെ അമ്മ അല്ലേ. പിന്നെ വന്ന ആളാണ് നീലകണ്ഠ. ഇപ്പോൾ പുതിയൊരാൾ വരികയാണ്, ശരത്തിൻ്റെ ബ്രദർ വരികയാണ്, സതീഷ് എന്ന് പറയുന്ന ആൾ കൽക്കത്തയിൽ നിന്നും വരികയാണ്. സതീഷും കിരണും ഏകദേശം സമപ്രായക്കാരാണ്. came to spend the vacation with them. അവൻ വെക്കേഷൻ സ്പെൻഡ് ചെയ്യാൻ ഇവരുടെ വീട്ടിലേക്ക് വന്നു. കിരൺ വാസ് ഓവർജോയ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് ദ ബ്രദർ ഇൻ ലോ അറ്റ് ദ സെയിം ഏജ്. അവളുടെ അതേ ഏജുള്ള ബ്രദർ ഇൻ ലോ വന്നപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി. ഷീ വുഡ് റൈറ്റ് എ മങ്കി. ദേ ബോത്ത് ഓൾവേസ് ഓൺ ദ മൂവ്, റോക്ലിംഗ് വിത്ത് പേൾസ് ഓഫ് ലാഫ്റ്റർ. രണ്ടുപേരും കളിയും തമാശയും ചിരിയൊക്കെയാണ് അപ്പോഴും. ഷീ വുഡ് റൈറ്റ് എ മങ്കി വിത്ത് വേർമിലൻ ഓൺ ഹിസ് ബാക്ക് ആൻഡ് ഹീ പുട്ട് പെപ്പർ എമംഗ് എ ബിറ്റിൽ. അവൾ സിന്ദൂരം എടുത്തിട്ട് അവൻ്റെ പുറകിൽ, ഷർട്ടിൻ്റെ പുറകിൽ മങ്കി നെയ്തി വെക്കും. ഇവളുടെ വെറ്റിലയുടെ ഉള്ളിൽ കുരുമുളക് പൊടി ചേർത്ത് വെക്കും. ഇതൊക്കെ അവരുടെ പതിവ് കളികളും തമാശകളുമായിരുന്നു. Meanwhile, no one knew how a cloud of unexplained wildness hovered over നീൽകണ്ഠ. പക്ഷെ ആരും മനസ്സിലാക്കിയില്ല ഈ സമയത്ത് നീലകണ്ഠൻ്റെ ഉള്ളിൽ ഒരു 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 മേഘങ്ങൾ ഇങ്ങനെ ഉരുണ്ടുകൂടുന്നുണ്ട് എന്നതാരും മനസ്സിലാക്കിയില്ല. He would thrash his devotees for no reason. അവൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ അവന് അടിച്ച് ഐസാക്കും ഒരു കാരണമില്ലാണ്ട്. ഓക്കെ, ആൻഡ് കിക്ക് ഇസ് മോങ്ഗ്രൽ ആൻഡ് സ്മാഷ് ദ ലീവ്സ് ആൻഡ് ട്വിഗ്സ് ഹാർഷ്ലി വിത്ത് കെയിൻ. വടിയുണ്ട് അവൻ്റെ ആ നായ ഉണ്ടല്ലോ അതിനെയും അതുപോലെ തന്നെ ഇലകളെയൊക്കെ അടിച്ചിട്ടൊഴിക്കുക, ഇതാണ് അവൻ്റെ പണി. ആഫ്റ്റർ സതീഷ് അറൈവൽ കിരൺ ഹാഡ് സെൽഡം ഗോട്ട് മച്ച് ടൈം ടു സ്പെയർ സെർവിങ് നീലകണ്ഠൻസ് മീൽ. സതീഷിൻ്റെ വരവോട് കൂടിയിട്ട് ഈ സ്ത്രീക്ക്, കിരണിനിപ്പോൾ സമയമില്ല ഈ കുട്ടിക്ക് നീലകണ്ഠന് ഭക്ഷണം ഒന്നും കൊടുക്കാൻ, വിളമ്പാൻ. വിച്ച് ഹി ഹാഡ് ബീൻ ഡൂയിങ് ജനറസ്ലി ആസ് ഹി ഹാഡ് ആൻ ഇമ്മൻസ് കപ്പാസിറ്റി ഓഫ് ഈറ്റിംഗ്. ഈ നീലകണ്ഠനാണെങ്കിലോ നന്നായിട്ട് ഭക്ഷണം കഴിക്കുകയും ചെയ്യും, ഈ സ്ത്രീ ആണെങ്കിൽ നന്നായിട്ട് വിളമ്പി കൊടുക്കുകയും ചെയ്യും. പക്ഷെ ഇത് ഇപ്പോഴൊന്നും നടക്കുന്നില്ല. ആഫ്റ്റർ ദാറ്റ് ഹി ലെഫ്റ്റ് ദ ഹാൾ വിത്തൗട്ട് ഈറ്റിംഗ് മച്ച്. അതിനുശേഷം ഈ സതീഷ് വന്നതിന് ശേഷം പലപ്പോഴും ഇവൻ അത്രയും കഴിക്കാതെയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഹി വുഡ് റിപ്പീറ്റഡ്ലി സേ, അവനിങ്ങനെ പറയും, എന്ത്, ഐ എം നോട്ട് ഹംഗ്രി, എനിക്ക് വിശപ്പില്ല എന്ന്. എന്തിനാ പറയുന്നതെന്നറിയോ? തിങ്കിങ് ദാറ്റ് ഇറ്റ് വുഡ് ബ്രിങ് കിരൺ ടു പ്രസ് ഹിം ടു ഫിനിഷ്. കിരൺ ഒന്ന് പ്രസ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ്, തന്നെ കഴിക്കുമോനെ എന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് വിശപ്പില്ല എന്ന് പറഞ്ഞത്. പക്ഷേ അങ്ങനെ ആരും പറഞ്ഞില്ല. ദാറ്റ് ഡിഡ്ന്റ് ഹാപ്പൻ, അത് സംഭവിച്ചില്ല. കിരൺ പ്രസ് ചെയ്തില്ല. സോക്കിംഗ് ദ പില്ലോസ് വിത്ത് സോബ്സ് കെയിം ഓവർ ആസ് യൂഷ്വൽ ഒക്കറൻസ്. അവൻ തേങ്ങിക്കരഞ്ഞിട്ട് തലയണകൾ കുതിർക്കുന്നത് സ്ഥിരം സംഭവമായി മാറി. ഹി ജംപ്ഡ് ഇൻ ടു ദ കൺക്ലൂഷൻ ദാറ്റ്, അവൻ അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തി. എന്താണെന്നറിയോ? സം വെനമസ് ട്രിക്ക് ഓഫ് സതീഷ് ഹാഡ് മെയ്ഡ് ഹർ ആംഗ്രി അഗെയിൻസ്റ്റ് ഹിം. ഏതോ ഒരു വിഷലിപ്തമായ ഒരു പരിപാടി, ആരുടെ? സതീഷിൻ്റെ ഒരു പരിപാടിയാണ് ഇതെല്ലാം നടക്കാനുള്ള കാരണം, അല്ലെങ്കിൽ സതീഷാണ് ഇതിൻ്റെ കാരണം എന്ന് അവൻ മനസ്സിലാക്കുകയാണ്. ഈ സതീഷാണ്
അല്ലെങ്കിൽ സതീഷിനെ കൊണ്ടാണ് ഈ സ്ത്രീക്ക് എന്നോട് ഇപ്പോൾ അത്ര ഇഷ്ടമില്ലാതെ ആയതെന്ന് അവർ തോന്നുകയാണ്. സതീഷ് ഡിഡ് നോട്ടീസ് ഹിസ് കോവേർട്ട് വേസ് ഓഫ് അവെഞ്ച് even though his soap disappeared from the steps of the bathing place or his dress floating past him as if blown by the wind. One day, Kiran and Neelakanta called Neelakanta to entertain Sadish. He kept mum and said that he couldn't remember anything. സതീഷിൻ്റെ എന്താ പറയുക, സതീഷ് മനസ്സിലാക്കിയില്ല ഈ നീലകണ്ഠൻ തനിക്കെതിരെ ഒരുപാട് പ്രതികാരങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ളതൊന്നും സതീഷ് മനസ്സിലാക്കിയില്ല. നീലകണ്ഠൻ ഇടയ്ക്കിടയ്ക്ക് സതീഷിൻ്റെ കുളക്കടവിൽ നിന്നും വസ്ത്രങ്ങൾ കാണാതാവുന്നതും അതുപോലെ തന്നെ സോപ്പ് കാണാതാവുന്നതൊക്കെ സ്ഥിരമായിരുന്നു. ഒരു ദിവസം നമ്മുടെ നീലകണ്ഠനോട് കിരൺ പറഞ്ഞു ഒരു പെർഫോമൻസ് സതീഷിന് വേണ്ടി കാഴ്ചവെക്കാൻ. അവൻ പറഞ്ഞു എനിക്കറിയില്ല, എനിക്ക് ഓർമ്മയില്ല അതൊന്നും എന്ന് പറഞ്ഞു അവൻ പോയി. The decision to return to the home made everyone busy packing up. എല്ലാവരും തിരിച്ചു പോകാനുള്ള പരിപാടിയിലാണ്, തിരിച്ചു പോകാനുള്ള പാക്കിങ്ങിലൊക്കെയാണ്. സതീഷ് വാസ് ഗോയിങ് വിത്ത് ദം. സതീഷ് അവരുടെ കൂടെ പോകുന്നുണ്ട്. ബട്ട് നീലകണ്ഠ റിമെയിൻഡ് അൺആസ്ക്ഡ്. പക്ഷേ നീലകണ്ഠനോട് മാത്രം ആരും ഒന്നും ചോദിച്ചില്ല, പോകുന്നുണ്ടോ വരുന്നുണ്ടോ എന്നൊന്നും ചോദിച്ചില്ല. ലേറ്റർ കിരൺസ് പ്രൊപ്പോസൽ ഓഫ് ടേക്കിംഗ് ഹിം with him was strongly opposed by the other members of the family. അവസാനം കിരൺ പറഞ്ഞു നമുക്കിവ ഈ പയ്യനെയും കൂടെ കൊണ്ടുപോകാം, നീലകണ്ഠനെ കൂടെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞപ്പോൾ അതിനെ ശക്തമായി എതിർക്കുകയാണ് എല്ലാവരും ചെയ്തത്. കിരൺ സോഫ്റ്റ്ലി അഡ്വൈസ്ഡ് ഹിം ടു ഗോ ബാക്ക് ടു ഹിസ് ഓൺ ഹോം. അങ്ങനെ അവസാനം കിരൺ പതുക്കെ നീലകണ്ഠനോട് പറഞ്ഞു മോനെ നീ എന്നാൽ നിൻ്റെ വീട്ടിലേക്ക് എന്നെ എങ്ങനെയെങ്കിലും പോയിക്കോ എന്ന് പറഞ്ഞു. ദിസ് അൺഎക്സ്പെക്റ്റഡ് കൈൻഡ്നെസ് മെയ്ഡ് ഹിം ബേസ്റ്റ് ഇൻ ടു ടിയേഴ്സ്. ഇത് കേട്ടപ്പോൾ നീലകണ്ഠനാകെ പൊട്ടിക്കരഞ്ഞുപോയി. കിരൺ കുഡ് നോട്ട് സ്റ്റോപ്പ് ജോയിനിങ് ഹിം. കിരണും അവനെ കൂടെ തന്നെ കരഞ്ഞു എന്നർത്ഥം. ബട്ട് സതീഷ് വാസ് ടെറിബിളി അനോയ്ഡ് അറ്റ്. പക്ഷേ ഇത് കണ്ടപ്പോൾ സതീഷിന് വല്ലാണ്ട് ദേഷ്യം വന്നു. ഓക്കെ, രണ്ടുപേരും കരയുന്ന കണ്ടപ്പോൾ. എന്നിട്ട് അവൻ പറഞ്ഞു ദാറ്റ് ബ്രാസ്റ്റ് as cleverly discovered a way to soften your heart with a few tears or two. കണ്ണുനീർ കൊണ്ട് നിൻ്റെ മനസ്സലയിപ്പിക്കാമെന്ന് ആ കള്ളന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ആ ക്ലെവർ മാൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ബിക്കോസ് യു ആർ ടു ഗുഡ് ആൻഡ് ട്രസ്റ്റ്ഫുൾ. നീലകണ്ഠ ഫെൽറ്റ് ദ സ്പോട്ട് വിത്ത് എ ബ്ലീഡിങ് ഹാർട്ട്. നീലകണ്ഠൻ അവിടെ വിട്ടുപോയത് ഒരു തകർന്ന ഹൃദയത്തോടു കൂടിയിട്ടാണ്. എന്താ മനസ്സിൽ വിചാരിച്ചതെന്നറിയോ? ഹൗ ആൻഡ് തിങ്കിങ് അബൌട്ട് ഹൗ ടു ബേൺ സതീഷ് ഇൻ ടു ആഷസ്. സതീഷിനെ എങ്ങനെ ഭസ്മമാക്കി കളയാം എന്നത് ഓർത്തിട്ടാണ് അയാൾ അങ്ങനെ പോകുന്നത്. സതീഷ് ഹാഡ് ബ്രോട്ട് ഗ്രാൻഡ് ഇൻസ്റ്റാൻഡ് വിത്ത് ഹിം, ഇസ് ഗ്രേറ്റ് ഫേവറേറ്റ് ഫ്രം കാൽക്കറ്റ. കാൽക്കറ്റയിൽ നിന്ന് വരുമ്പോൾ അവനൊരു വളരെ മനോഹരമായിട്ടുള്ള ഇങ്ക്സ്റ്റാൻഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഇങ്ക്സ്റ്റാൻഡ് അവൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. എല്ലാ ദിവസവും അവനെ തുടച്ച് വൃത്തിയാക്കി വെക്കാറാണ് ചെയ്യാറ്. പക്ഷേ അതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദ ഇങ്ക് പോട്ട് വാസ് സെറ്റ് ഓൺ എ പേൾ ബോട്ട്. ഒരു മുത്തിൻ്റെ ബോട്ടിലാണ് അത് ഇങ്ക്സ്റ്റാൻഡ് നിൽക്കുന്നത്. ഡ്രോൺ ബൈ സിൽവർ ഗൂസ്. നല്ല സിൽവർ നിറത്തിലുള്ള ഗൂസ് അരയന്നം കൊണ്ടുപോകുന്നതാണ്, അതിന് സ്വാൻ കൊണ്ടുപോകുന്നതാണത്, അല്ലെങ്കിൽ താറാവ് കൊണ്ടുപോകുന്നതാണ്. പെൻ ഹോൾഡർ ഉണ്ട് എന്ന് വെച്ചാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു പെൻ കേസാണത്. ഓക്കെ, ദ ഡേ ബിഫോർ ദേ വർ അബൌട്ട് ടു ഡിപ്പാർട്ട്. അവർ പോകുന്നതിൻ്റെ തലേ ദിവസം ദ ഇങ്ക്സ്റ്റാൻഡ് വാസ് മിസ്സിങ്. സതീഷ് ഇടയ്ക്കിടയ്ക്ക് തുടച്ചു വെക്കുന്ന ഈ ഇങ്ക്സ്റ്റാൻഡ് പെട്ടെന്ന് കാണാനില്ല. സതീഷ് വാസ് ഫ്യൂരിയസ് ആൻഡ് പൗൺസ്ഡ് അപ്പോൺ ദ ബോയ് ഷൗട്ടിങ്. സതീഷിനൊരു ഉറപ്പായിരുന്നു ഇവൻ തന്നെയാണ് എടുത്തതെന്ന്. ചാടി ഇവൻ്റെ വേന വീണു. യു ഹാവ് സ്റ്റോളൻ മൈ ഇങ്ക്സ്റ്റാൻഡ് യു തീഫ്. നീലകണ്ഠൻ വൂൾബ്ഡ് ടുവേർഡ്സ് ദ വാൾ വിത്ത് എ സോളൻ ഹാർട്ട് ആൻഡ് ഹെഡ്. കള്ളൻ എന്നൊക്കെ വിളിച്ചപ്പോൾ നീലകണ്ഠൻ വല്ലാണ്ട് തകർന്നുപോയി. അവൻ കരയാൻ തുടങ്ങി. കിരൺ വാസ് ഗ്രേറ്റ്ലി ഡിസ്ട്രസ്ഡ് വിത്ത് ദ സീൻ. കിരണും ഇതിനോട് വല്ലാത്ത ദേഷ്യം വന്നു. എന്നിട്ട് കിരൺ പതുക്കെ അവനെ റൂമിലേക്ക് കൊണ്ടുപോയി ചോദിച്ചു, നീ എടുത്തിട്ടുണ്ടെങ്കിൽ മോനെ അത് എനിക്ക് കയ്യിൽ തന്നോ, ഞാനത് കൊണ്ടുവച്ചോളാം, ആരും നിന്നോട് ഇതൊന്നും ചോദിക്കില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ പിന്നെയും നീലകണ്ഠൻ കരയാണ്. അപ്പോൾ കിരൺ ഒരു കാര്യം ഉറപ്പായി, ഇവൻ എന്ത് ചെയ്തില്ല,
ഓക്കെ എന്നാ കറണ്ട് വീണ്ടും പോയതാണ്. എന്തായാലും നമ്മളിവിടെ എത്തിയത് ഈ പറയുന്ന നമ്മുടെ നീലകണ്ഠൻ ഇത് മോഷ്ടിച്ചിട്ടുണ്ടെന്ന് ആര് പറഞ്ഞു? സതീഷ് പറഞ്ഞു. അപ്പോൾ കിരൺ ബോധ്യമായി മോഷ്ടിച്ചിട്ടില്ല എന്ന്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ നീലകണ്ഠൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് മോഷ്ടിച്ചതല്ല, അവനത് വലിച്ചെറിയാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. പക്ഷേ നീലകണ്ഠൻ അത് വലിച്ചെറിയാൻ പറ്റിയില്ല. അവൻ്റെ ബാഗിൽ, അവൻ്റെ പെട്ടിക്കകത്ത് അത് വെച്ചിട്ടുണ്ട്. എന്തായാലും ഇവരോട് രണ്ടുപേരോടും, സതീഷിനോടും നമ്മുടെ ഇവളുടെ ഭർത്താവില്ലേ അയാളോടും ശരത്തിനോടും വളരെ രൂക്ഷമായ രീതിയിൽ ആര് സംസാരിക്കുകയാണ്? കിരൺ സംസാരിക്കുകയാണ്. ഈ നീലകണ്ഠന് വേണ്ടി വാദിക്കുകയാണ്. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ അവൻ്റെ മുറി പരിശോധിക്കുക എന്നൊക്കെ പറയുന്നത്, പെട്ടി പരിശോധിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അവർ അതോടുകൂടിയിട്ട് നിർത്തി, പരിശോധന നിർത്തി. പക്ഷേ കിരൺ പോകുന്നതിന് മുമ്പേ ആയിട്ട് കിരൺ ഈ നീലകണ്ഠന് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വസ്ത്രങ്ങളും ഷൂസും അതുപോലെ തന്നെ ഒരു ബാങ്ക് ചെക്കും അവന് സമ്മാനമായിട്ട് സർപ്രൈസായിട്ട് കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട് അവൻ്റെ പെട്ടിയിൽ കൊണ്ടുവെക്കാൻ പോവാണ്. പക്ഷേ ആ ബോക്സിൽ വെക്കുന്ന സമയത്ത് ആ ബോക്സിൽ തുറന്നു നോക്കിയപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം അടക്കി വെക്കാമെന്ന് വെച്ചിട്ട് ആ സാധനങ്ങളെല്ലാം പുറത്തേക്ക് വെക്കുമായിരുന്നു അവൾ. പുറത്തേക്ക് വെക്കുന്ന സമയത്ത് ഏറ്റവും താഴെ അവൾ ആ ഇങ്ക് സ്റ്റാൻഡ് കണ്ടു. ആകെ തകർന്നു പോയി. പക്ഷേ ഇതേ സീൻ പുറകിൽ നിന്നും ഈ സ്ത്രീ കാണാതെ ആര് കാണുന്നുണ്ട്? നീലകണ്ഠനും കാണുന്നുണ്ട്. നീലകണ്ഠൻ ഒരിക്കലും ഇത് മോഷ്ടിക്കണം എന്ന് വിചാരിച്ചതല്ല, കളയണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, നമ്മുടെ കിരൺ അവനെ വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവൻ അവിടെ നിന്നും സ്ഥലം വിട്ടു, ആരും അറിയാതെ. കിരണാണെങ്കിലോ ഇത് ആ ഇങ്ക് സ്റ്റാൻഡ് അതേപോലെ തന്നെ പെട്ടിക്കകത്ത് വെച്ചു. എന്നിട്ട് അതിൻ്റെ മേലെ വസ്ത്രങ്ങളൊക്കെ വെച്ചു. ഏറ്റവും ടോപ്പിൽ അവൾ പുതിയതായി വാങ്ങിയ വസ്ത്രവും അതുപോലെ തന്നെ ആ ബാങ്ക് നോട്ടൊക്കെ വെച്ച് പെട്ടിപൂട്ടി അവളും പോയി. പക്ഷേ പിറ്റേ ദിവസം അവർ പോകുന്നതിന് മുമ്പേ ആയിട്ടോ അല്ലെങ്കിൽ പിന്നെ ആരും നമ്മുടെ നീലകണ്ഠനെ കണ്ടിട്ടില്ല. ഓക്കെ, നീലകണ്ഠൻ അവിടെ നിന്നും സ്ഥലം വിടുകയാണ് ചെയ്തത്. പോലീസുകാർ അറിയിച്ചു. പക്ഷേ ഒരു കാര്യവുമില്ല. ഇവനെവിടെ പോയെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്, കൂടുതൽ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ആ പെട്ടി പരിശോധിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ പെട്ടിയിൽ നിന്നും ആദ്യമേ ഇങ്ക് സ്റ്റാൻഡ് എടുത്ത് ആ നദിയിലേക്ക് ആര് കളഞ്ഞിട്ടുണ്ടായിരുന്നു? നമ്മുടെ കിരൺ കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയാണ് നമ്മുടെ കഥ അവസാനിക്കുന്നത്. ഇത്രയാണ് നമ്മുടെ സ്റ്റോറി ഉള്ളത്. അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ആ സ്റ്റോറി ഒന്ന് പറഞ്ഞു തന്നാണ്, ഒരു ഐഡിയ ഉണ്ടാക്കി തന്നാണ്. എങ്ങാനും ഏതെങ്കിലും ചോദ്യം നിങ്ങൾക്ക് ഓപ്ഷൻ തെറ്റിയിട്ട് വരികയാണെങ്കിൽ എന്താ പറയുക, ഇത് എഴുതണമെങ്കിൽ ഇത് എഴുതാൻ വേണ്ടിയിട്ടാണത്. അല്ലാതെ കൂടുതൽ ചോദ്യങ്ങളൊന്നുമില്ല. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതിനകത്ത് പ്രൊഫൈലായിരിക്കും, രവീന്ദ്രനാഥ ടാഗോറിൻ്റെ പ്രൊഫൈലായിരിക്കും വരിക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഗ്രാമറാണ്, അല്ലെങ്കിൽ പാറ്റേൺസ്, എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും A to Z, റൈറ്റ് എങ്ങനെ, ലെറ്റർ എങ്ങനെ എഴുതണം, അതുപോലെ തന്നെ പ്രൊഫൈൽ എങ്ങനെ എഴുതണം, അതുപോലെ തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും, അല്ലെങ്കിൽ നറേഷൻ ആണെങ്കിലും ഗ്രാമറാണെങ്കിലും ഇതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ അതിന് മുമ്പേ ഒരു ബ്രേക്ക് എടുക്കാം. ഒരു 9 o'clock ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 9:30 നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. 9:30 ആകുമ്പോഴേക്കും എല്ലാവരും ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് നന്നായിട്ട് എന്താ പറയുക വരിക. നമുക്ക് എല്ലാ കാര്യങ്ങളും ഗ്രാമറിലെ A to Z കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവാം. ഓക്കെ, അപ്പോൾ 9:30 കേട്ടോ. താങ്ക് യു.
ഹലോ, വെൽക്കം ബാക്ക്. യെസ്, നമ്മൾ ഗ്രാമർ തുടങ്ങാൻ പോവാണ്. ഗ്രാമർ എന്ന് പറയുമ്പോൾ വെറുതും നമ്മുടെ ഈ എന്താ പറയുക ഫിൽ ദ ബ്ലാങ്ക്സും അതുപോലെ പാസീവ് വോയിസും അതുമാത്രമൊന്നുമല്ല അല്ലേ. നമുക്കിവിടെ ഫോർമാറ്റുകളാണ് ആദ്യം പഠിക്കേണ്ടത്. എങ്ങനെയൊക്കെയാണ് നമ്മൾ 8 മാർക്കിൻ്റെ ചോദ്യം, 7 മാർക്കിൻ്റെ ചോദ്യം, 6 മാർക്കിൻ്റെ ചോദ്യം, 5 മാർക്കിൻ്റെ ചോദ്യം, ഇതൊക്കെ എങ്ങനെ അറ്റൻഡ് ചെയ്യുന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അല്ലേ. അപ്പോൾ അതവിടെ ഞാൻ ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലെറ്ററാണ്. ലെറ്റർ റൈറ്റിംഗ്. നിങ്ങൾക്കറിയാലോ, ഈ ലെറ്റർ റൈറ്റിംഗ് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല അല്ലേ. അത്രയും നമ്മൾ കണ്ടിട്ടുണ്ട് ലെറ്റർ റൈറ്റിംഗ് എങ്ങനെയാണ്. അപ്പോൾ ഈ ലെറ്റർ റൈറ്റിംഗിൽ 2 മോഡൽ. ഞാൻ ആദ്യം തന്നെ ഹൗ എ ചൈൽഡ് റൈറ്റ്സ് എ ലീവ് ലെറ്റർ ടു ദ ടീച്ചർ. ഒരു ലീവ് ലെറ്റർ എങ്ങനെയാണ് എഴുതുന്നത് നമുക്കൊന്ന് നോക്കാം. ലീവ് ലെറ്റർ എഴുതുന്ന ഒരു മോഡൽ ഞാനിവിടെ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഹാരി 10th B ഡൽഹി പബ്ലിക് സ്കൂൾ, ഡേറ്റ് എഴുതിക്കുന്നത് 21st January 2021 എന്ന് എഴുതിക്കുന്നത്. ഓക്കെ, ദെൻ താഴെ മിസ്സസ് ഗ്രേസി ദ ക്ലാസ് ടീച്ചർ 10th B ഡൽഹി പബ്ലിക് സ്കൂൾ. താഴെ അവൻ എഴുതിക്കാണ് റെസ്പെക്റ്റഡ് ടീച്ചർ, സബ്ജക്റ്റ് ദ റീസൺ ഫോർ അവൈലിംഗ് ലീവ്. ടീച്ചർ, ഐ ആം ഹാരി studying in your class. I have been sick, so was not able to attend the class for 2 days. Please grant me leave for 2 days. Thanking you, yours sincerely, Harry. ഇത് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇങ്ങനെ ഒരു സാധനം കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇതെന്ന് പറയുന്നത്, ഈ ലെറ്റർ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഫ്രണ്ട്ലി ലെറ്ററാണ്, അല്ലെങ്കിൽ ഒരു ഫോർമൽ ലെറ്ററാണ്. ഇതിലേതാണിത്? ഇത് ഫോർമൽ ലെറ്ററാണ്. ഒരു കമ്പനിയിലേക്കോ ഒരു സ്കൂളിലേക്കോ ഒക്കെ നമ്മൾ അയക്കുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക, ഫോർമൽ ലെറ്റർ എന്ന് പറയുക. ഓക്കെ, ഒരു കമ്പനിയിലേക്കോ ഒരു ഓഫീസിലേക്കൊക്കെ നമ്മൾ അയക്കുന്നതിനാണ് ഫോർമൽ ലെറ്റർ എന്ന് പറയുക. ഫോർമൽ ലെറ്ററിന് ഒരു ഫോർമാറ്റ് ഉണ്ട്. അത് ഒരു നമ്മുടെ ഫ്രം അഡ്രസ്സിൽ തുടങ്ങി ഹാൻഡ് ടൂൾ. ഓക്കെ, നമ്മൾ ഫ്രം അഡ്രസ്സിൽ തുടങ്ങി, ദെൻ ഡേറ്റ് എഴുതി, ശേഷം നമ്മൾ ടു അഡ്രസ്സ് എഴുതണം, ശേഷം നമ്മൾ റെസ്പെക്റ്റഡ് ടീച്ചർ എന്ന് പറയുന്ന ആ സല്യൂട്ടേഷൻ എഴുതി, താഴെ സബ്ജക്റ്റ് നിർബന്ധമായിട്ടും എഴുതണം. എന്താണോ റീസൺ അത് ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടാവും, സബ്ജക്റ്റ് എന്താണെന്നുള്ളത്. ശേഷം നമ്മൾ ലെറ്റർ എഴുതുമ്പോൾ വളരെ ചുരുക്കിയിട്ട്, സുഖവിവരങ്ങൾ അന്വേഷിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, വളരെ ചുരുക്കിയിട്ട് മാത്രം നമ്മൾ കാര്യങ്ങൾ പറയുന്നു. ഒരു കൺക്ലൂഷൻ ഇങ്ങനെയാ, താങ്കിങ് യു, താഴെ യുവർ സിൻസിയർലി ഹാരി, പേര്, SD, സിഗ്നേച്ചർ, ഇത്രയുണ്ടെങ്കിൽ മതി. ഇതാ അക്കോർഡിംഗ് ടു ദ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അക്കോർഡിംഗ് ടു ദ ഒരു ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. അക്കോർഡിംഗ് ടു ദ പ്രിവെൻഷൻ ഓഫ് ക്രൂവാലിറ്റി ടു ആനിമൽസ് ആക്ട്, if an animal is used for the purpose of entertainment, it shall be according to strict norms suggested by the Act. Imagine Ray writes a letter to the chairman of Animal Welfare Board of India informing him the details of the shoot and ensuring him that the rules will be strictly adhered to. Draft the likely letter. നമ്മൾ ആനിമൽ പ്രിവെൻഷൻ ഓഫ് ക്രൂവാലിറ്റി ടു ആനിമൽസ് ആക്ട് പ്രകാരം നമ്മളൊരു ആനിമൽ വെൽഫെയർ ബോർഡിലേക്ക് പെർമിഷൻ ചോദിച്ചുകൊണ്ട്, ഷൂട്ടിംഗ് ചെയ്യാൻ വേണ്ടി പെർമിഷൻ ചോദിച്ചുകൊണ്ട് കത്ത് എഴുതാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ലെറ്റർ എങ്ങനെയുള്ള ലെറ്റർ ആയിരിക്കും? ഫ്രണ്ട്ലി ആയിരിക്കുമോ ഒഫീഷ്യൽ ആയിരിക്കുമോ? ഒഫീഷ്യൽ ലെറ്റർ ആയിരിക്കും അല്ലേ. അതിൻ്റെ ഒരു മോഡൽ ഇതാ ഇവിടെ തന്നിട്ടുണ്ട്. നോക്ക് ഈ ലെറ്ററിൻ്റെ മോഡൽ. ഇതാ ഇവിടെ ഉണ്ട് ആ ലെറ്ററിൻ്റെ മോഡൽ. ഒന്നാമത് സത്യജിത്രേ എന്ന് നമ്മൾ ആദ്യം തന്നെ ഹെഡിങ് കൊടുത്തു. എന്ന് വെച്ചാൽ ഇതൊരു ആരാണോ അയക്കുന്നത്, ഫ്രം അഡ്രസ്സ് കൽക്കത്ത. ദെൻ ഡേറ്റ് എഴുതി,
ഡേറ്റ് എഴുതൽ നിർബന്ധമാണ്. പല ആൾക്കാരും മറന്നു പോകുന്ന സാധനമാണ് ഡേറ്റ് ചെയ്താൽ നമ്മൾ മറന്നു പോരുത്. അതിനുശേഷം തൊട്ടടിയിൽ ടു അഡ്രസ്സ് ആർക്കാണോ അയക്കുന്നത് ചെയർമാൻ, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുമെന്ന്, ആനിമൽ വെൽഫെയർ ബോർഡ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ന്യൂഡൽഹി, താഴെ ഡിയർ സർ അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് സാർ എന്ന് നിങ്ങൾക്ക് കൊടുക്കാം. സബ്ജക്റ്റ് എന്താ സബ്ജക്റ്റ്? ഇതും ആ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു. പെർമിഷൻ ഫോർ യൂസിങ് വൈൽഡ് ആനിമൽസ് ഫോർ ഷൂട്ടിംഗ് എ ഫിലിം എന്ന് പറയുന്നതാണ് നമ്മുടെ സബ്ജക്റ്റ്. ഇനി അത് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള അതുപോലെ തന്നെ നോക്കി എഴുതാം. ദിസ് ഈസ് ടു ഡ്രോ യുവർ അറ്റൻഷൻ ടു ഇൻഫോം യു ദാറ്റ് we are in need of your consent to use a tiger for the shooting of movie Gobi Gayan Bhagavan. ഗോപി ഗായൻ ഭാഗാബായൻ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു ടൈഗറിനെ ഞങ്ങൾക്ക് വേണം. അതിന് വേണ്ടിയിട്ടുള്ള പെർമിഷൻ ലെറ്റർ ആണിതെന്ന് ആദ്യം തന്നെ പറഞ്ഞു വെക്കാം. തൊട്ട് താഴെ ഐ ഹാവ് ഓൾറെഡി മെയ്ഡ് എ കോൺട്രാക്ട് വിത്ത് ദ ഭാരത് സർക്കസ് ഫോർ ദ പ്രൊവൈഡിങ് ദെയർ ടൈഗർ അഡ്ഹറിങ് ടു ഓൾ റൂൾസ്. എല്ലാ നിയമങ്ങളും അനുശാസിച്ചുകൊണ്ട് ഭാരത് സർക്കസുമായിട്ട് ഞാനൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞു. ദ റിംഗ് മാസ്റ്റർ വിൽ ഓഫ് കോഴ്സ് അസിസ്റ്റസ്. റിംഗ് മാസ്റ്റർ ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. ആൻഡ് ഓൾ ദ നെസസറി സേഫ്റ്റി മെഷേഴ്സ് വിൽ ബി കൺഫേം ടു. എല്ലാ സുരക്ഷാ മാർഗങ്ങളും ഞങ്ങൾ സ്വീകരിക്കുന്നതാണ്. ഐ വിൽ ബി ഗ്രേറ്റ്ഫുൾ ടു യു ഇഫ് യു കൈൻഡ്ലി ഗ്രാൻഡ് മീ ദ പെർമിഷൻ. നിങ്ങളോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു നിങ്ങൾ പെർമിഷൻ തരികയാണെങ്കിൽ. ലുക്കിംഗ് ഫോർ എ സ്പീഡി റെസ്പോൺസ് ആൻഡ് എ പോസിറ്റീവ് റിപ്ലൈ. പെട്ടെന്ന് തന്നെ ഒരു സ്പീഡി റിപ്ലൈ കിട്ടുന്നെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കത്ത് അവസാനിപ്പിക്കുന്നു. താങ്കിങ് യു യുവർ സിൻസിയർലി SD. നിർബന്ധം, സിഗ്നേച്ചർ വേണം ഒഫീഷ്യൽ ലെറ്റർ ആകുമ്പോൾ. സത്യജിത് റേ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നോക്കി വെക്കും. എന്താ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? നിങ്ങൾക്ക് എവിടെയൊക്കെ തെറ്റുപറ്റി പോവാം? ആദ്യം ഫ്രം അഡ്രസ്സ് എഴുതുന്നു, ഡേറ്റ് എഴുതണം. ദെൻ നമ്മൾ ടു അഡ്രസ്സ് ഡിയർ സാർ സബ്ജക്റ്റ് എഴുതണം. ആദ്യം എന്തിനാണ് ഈ കത്ത് എഴുതുന്നതെന്ന് പറയാം, പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം, പിന്നെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ റിപ്ലൈ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്കിങ് യു യുവർ സിൻസിയർലി SD സത്യജിത് റേ. മനസ്സിലായില്ലേ? അപ്പോൾ അത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് വൺ, വേറെ ക്വസ്റ്റ്യൻ. Now what type of a letter do we write to a friend? എന്ത് തരം ലെറ്ററാണ് നമ്മളൊരു സുഹൃത്തിന് എഴുതുന്നത്? Yes, we write a personal letter or we could say that is an informal letter. ഫ്രണ്ട്ലി ലെറ്റർ എന്നോ പേഴ്സണൽ ലെറ്റർ എന്നോ ഇൻഫോർമൽ ലെറ്റർ എന്നോ ഒക്കെ വിളിക്കാം നമുക്ക്. Now let us see how it is written. നമുക്ക് എങ്ങനെയാണ് ഒരു കുട്ടി കത്ത് എഴുതുന്നത്, നമ്മുടെ ഫ്രണ്ടിന് കത്ത് എഴുതുന്നത് നമുക്ക് നോക്കാം. സ്വാൻ, നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഫ്രം അഡ്രസ്സ് എഴുതാം, ഡേറ്റ് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾ പ്ലേസ് ഡേറ്റ് മാത്രം എഴുതിയാൽ മതി. ഫ്രം അഡ്രസ്സ് ഡേറ്റ് അല്ലെങ്കിൽ പ്ലേസ് ഡേറ്റ് മാത്രം എഴുതാം. താഴെ ഡിയർ സായന, പേരെന്തെങ്കിലും നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ പേര് ഡിയർ ഫ്രണ്ട് എന്ന് കൊടുത്താലും മതി. കോമ ഇടുന്നു. താഴെ ഹോപ്പിംഗ് ദാറ്റ് മൈ ലെറ്റർ ഫൈൻഡ്സ് യു ഇൻ ദ pink of health. I have been thinking of writing to you. Have you visited any places? We have not been able to go anywhere due to my father's busy schedule. Anyway, my father has given me word that he would surely take us for a trip to Munnar before the school reopens. I am really excited to think about the trip. You ask your parents if you could come with us. Then we could really have a good time. Do let me know. I will be waiting for your letter. Do convey my love and regards to your parents. Yours lovingly, Chinnu. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്ന് ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ അവർ നോക്കുന്നത് ഇത്രയാണ്. ഒന്ന് പ്ലേസ് എഴുതിക്കുന്നു നോക്കും, അല്ലെങ്കിൽ ഫ്രം അഡ്രസ്സ് എഴുതിക്കുന്നു, ഡേറ്റ് എഴുതിക്കുന്നു, അത് നിർബന്ധം. ഡിയർ സാർ ആ ഫ്രണ്ട് എന്ന് എഴുതുന്നത് നിർബന്ധം. ഇവിടെ നിങ്ങൾക്ക് 3 പാരഗ്രാഫ് ആക്കിയിട്ട് ഈ ലെറ്ററിനെ തിരിച്ചാൽ വേഗം നമുക്ക് തെറ്റാണ്ട് എഴുതാൻ പറ്റും, ഫോർമാറ്റ് ക്ലിയർ ആവും. 3 പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ, ഒന്ന് ഫസ്റ്റത്തെ പാരഗ്രാഫ് നമ്മൾ സുഖവിവരങ്ങൾ അന്വേഷിക്കൂലേ, ഹൗ ആർ യു, ഐ എം ഹോപ്പിംഗ് യു ആർ ഫൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യില്ലേ, അതൊരു പാരഗ്രാഫ് ആക്കി എഴുതാം. രണ്ടാമത് ഐ എം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു ഇൻഫോം യു, ഞാൻ ഈ കത്ത് നിന്നെ എഴുതുന്നത് നിന്നെ കാര്യം പറയാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലെറ്റർ എഴുതാം, ഒരു പാരഗ്രാഫ് എഴുതാം. ആ പാരഗ്രാഫിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, വലുതാക്കാം ചെറുതാക്കാം, ഒന്നും കുഴപ്പമില്ല. മനസ്സിലായോ? ആ പാരഗ്രാഫിൽ നിങ്ങൾക്ക് വലുതാക്കാം ചെറുതാക്കാം, ഒന്നും പ്രശ്നമില്ല. ശേഷം നമ്മൾ എഴുതുന്ന പാരഗ്രാഫ് ലാസ്റ്റ് ഒരൊറ്റ ലൈൻ മതി. ഡു കൺവേ മൈ ലവ് ആൻഡ് റിഗാർഡ്സ് ടു യുവർ പാരൻസ്. അതൊരൊറ്റ ലൈനിലാണെങ്കിലും 3 പാരഗ്രാഫ് നിർബന്ധമായിട്ടും ഉണ്ടാക്കുക. താഴെ യുവേഴ്സ് ലവിംഗ്ലി, ഇവിടെ സിഗ്നേച്ചറും കാര്യങ്ങളൊന്നും വേണ്ട.
ഇത്രയേ ഉള്ളൂ നമ്മളൊരു ലെറ്റർ ശ്രദ്ധിക്കാൻ. എന്ത് ലെറ്റർ? ഫ്രണ്ട്ലി ലെറ്റർ ശ്രദ്ധിക്കാൻ. ഓക്കെ, അപ്പോൾ ഇതാ തിങ്സ് ടു റിമെമ്പർ വൈൽ റൈറ്റിംഗ് എ ലെറ്റർ. ലെറ്റർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കുക. ഐഡന്റിഫൈ വിച്ച് ടൈപ്പ് ഓഫ് ലെറ്റർ ഇറ്റ് ഇസ് ടു ബി റിട്ടൺ. ചോദ്യം വായിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കണം ഇത് ഫ്രണ്ട്ലി ലെറ്റർ ആണോ അല്ലെങ്കിൽ ഫോർമൽ ലെറ്റർ ആണോ ഇൻഫോർമൽ ലെറ്റർ ആണോ എന്ന്. ബിവെയർ ഓഫ് ദ കോണ്ടെക്സ്റ്റ് ആൻഡ് പേർപ്പസ് ഓഫ് റൈറ്റിംഗ് ദ ലെറ്റർ. എന്തിനാണ് നമ്മൾ ഈ കത്ത് എഴുതുന്നതിന് എന്നതിനെ കുറിച്ചിട്ട് നല്ല അറിവുണ്ടാവണം, മനസ്സിലാക്കണം. ഐഡന്റിഫൈ ദ സെൻഡർ ആൻഡ് റിസീവർ. ആർക്കാണ് അയക്കുന്നത്, ആരാണ് അയക്കുന്നത് എന്നുള്ള ബോധം ഉണ്ടാവണം. ഫോളോ ദ സ്യൂട്ടബിൾ ഫോർമാറ്റ്. ഏത് ഫോർമാറ്റാണ് അത് ഫോളോ ചെയ്യുകയും വേണം. ഒരു ക്വസ്റ്റ്യൻ നോക്ക്. ദ ബോയ് ഇൻ ദ ലെസൺ അഡ്വഞ്ചേഴ്സ് ഇൻ ദ ബനിയൻ ട്രീ is excited seeing the white squirrels and shares his anxiety with his friend through the letter. Help him to complete the letter. അവനെ നിങ്ങൾ സഹായിക്കാൻ, കത്ത് എഴുതിയിട്ട് സഹായിക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. നമുക്ക് നോക്കാം. അല്ല, അങ്ങനത്തെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ ഏത് ലെറ്റർ എഴുതാം? ഫോർമൽ ആണോ ഇൻഫോർമൽ ആണോ? ഇൻഫോർമൽ ലെറ്റർ ആണ് അല്ലേ, ഫ്രണ്ട്ലി ലെറ്റർ ആണ്. അപ്പോൾ ഡേറ്റ് നമ്മൾ പ്ലേസും ഡേറ്റും എഴുതി ഡിയർ ഫ്രണ്ട് എന്ന് സ്റ്റാർട്ട് ചെയ്തു, സുഖവിവരങ്ങൾ അന്വേഷിച്ചു. ഐ എം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു share my experience of experience of seeing a white squirrels in our banyan tree എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ആ ബനിയൻ ട്രീയുടെ എപ്പിസോഡ് ഉണ്ടല്ലോ, ഏത് വൈറ്റ് സ്ക്വിറലിനെ കണ്ടുള്ള ആ ഭാഗം അതങ്ങോട്ട് വിശദീകരിക്കുക. ലാസ്റ്റ് ഡു കൺവേ മൈ ലവ് ആൻഡ് റിഗാർഡ്സ് ടു യുവർ ഫാമിലി മെമ്പേഴ്സ്. താഴെ യുവേഴ്സ് ലവിംഗ്ലി അല്ലെങ്കിൽ യുവേഴ്സ് എന്താണ് വിത്ത് ലവ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവസാനിപ്പിക്കാം നിങ്ങളുടെ പേര് എഴുതിയിട്ട്. അടുത്ത ചോദ്യം നോക്കുക. വൈൽ ഷൂട്ടിംഗ് ഹിസ് മൂവി ഗോപി ഗൈൻ ബാഗാബൈൻ സത്യത്രേ ഹാഡ് ടു യൂസ് എ ടൈഗർ അക്കോർഡിംഗ് ടു പ്രിവെൻഷൻ ക്രുവാലിറ്റി. ഇത് തന്നെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് തന്നെ ആൻസർ ഞാൻ കാണിച്ചു തന്നില്ലേ അത്. ഇവിടെ വേറെ ചോദ്യം നോക്കുക. ഇമാജിൻ ദാറ്റ് ദർ ആർ മെനി ചിൽഡ്രൻ ഹു ഹാവ് സിമിലർ എക്സ്പീരിയൻസസ് ലൈക്ക് ദാറ്റ് ഓഫ് വാങ്ക. വാങ്കയുടേത് പോലെയുള്ള എക്സ്പീരിയൻസസ് ഉള്ള ഒരുപാട് കുട്ടികളുണ്ടെന്ന് വിചാരിക്കാം. Write a letter to the editor of the newspaper describing difficulties children have to face. അപ്പോൾ എഡിറ്ററിന് ലെറ്റർ അയക്കുമ്പോൾ അത് എന്ത് ടൈപ്പ് ലെറ്റർ ആയിരിക്കണം? അത് നമ്മുടെ ഫ്രണ്ട്ലി ആയിരിക്കുമോ അല്ലെങ്കിൽ ഒഫീഷ്യൽ ആയിരിക്കുമോ? ഒഫീഷ്യൽ ലെറ്റർ ആയിരിക്കണം. അപ്പോൾ അതിന് നമ്മൾ ആദ്യം തന്നെ ഫ്രം അഡ്രസ് എഴുതി, ഡേറ്റ് എഴുതി, താഴെ ടു ദ എഡിറ്റർ, ഇന്ത്യൻ എക്സ്പ്രസ് അല്ലെങ്കിൽ ദ ഹിന്ദു, താഴെ ന്യൂഡൽഹി, അതിന് താഴെ ഡിയർ സർ അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് സർ. സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ് ഇതാ ഇൻഫർമേഷൻ ലെറ്റർ എന്ന് എഴുതിയാൽ മതി. എല്ലാ ലെറ്ററിനും ഈ സബ്ജക്റ്റ് എഴുതാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഇൻഫർമേഷൻ ലെറ്ററിന് എഴുതി വെച്ചാൽ മതി. ഏതിന്? ഫോർമൽ ലെറ്ററിൻ്റെ കാര്യമായിട്ടോ പറയുന്നത്. എന്നിട്ട് നിങ്ങൾ കാര്യങ്ങൾ പറയാം. ഇങ്ങനെ എൻ്റെ ലൊക്കാലിറ്റിയിൽ ഒരുപാട് കുട്ടികൾ ഇതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, ബാങ്കയെ പോലെ എന്താണ് ചൈൽഡ് ലേബറിന് വിധേയമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്താണോ കണ്ടൻറ്റ് എഴുതാനുള്ളത് അതിനെ പറ്റിയിട്ട് എഴുതാം. മറ്റൊരു ചോദ്യം നോക്കാം. The management decides to change the policy regarding scholarship jacket. The teachers feel unhappy about this change and the principal writes a letter to the management expressing his resentment. Write the likely letter. എന്താ ചോദ്യം? മാനേജ്മെന്റ് ഡിസൈഡ് ടു ചേഞ്ച് ദ പോളിസി റിഗാർഡിംഗ് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്. സ്കോളർഷിപ്പ് ജാക്കറ്റിൻ്റെ കാര്യത്തിൽ മാനേജ്മെന്റ് ഒരു മാറ്റത്തിന് തയ്യാറായി. ദ ടീച്ചേഴ്സ് ഈ ഫീൽസ് അൺഹാപ്പി അബൌട്ട് ദിസ് ചേഞ്ച്. ആൻഡ് ദ പ്രിൻസിപ്പൽ റൈറ്റ്സ് എ ലെറ്റർ ടു ദ മാനേജ്മെന്റ് എക്സ്പ്രസിംഗ് ഹിസ് റെസെൻമെന്റ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇതിനോട് ഡിസ്ലൈക്ക്, റിസെൻമെന്റ് എന്ന് പറഞ്ഞാൽ റെസിഗ്നേഷൻ ഒന്നുമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുന്ന കത്ത് പ്രിൻസിപ്പൾ അയക്കുമ്പോൾ അതും എങ്ങനെയായിരിക്കണം? ഫോർമൽ ലെറ്റർ തന്നെ ആയിരിക്കണം. ഫോർമൽ ലെറ്റർ തന്നെ ആയിരിക്കണം. ഫ്രം ടു, ഡേറ്റ് ടു, അതുപോലെ തന്നെ സബ്ജക്റ്റ്, അതുപോലെ തന്നെ എന്താണോ കാര്യം പണ്ട് മുതലേ ഉള്ള ആ ഒരു കാര്യത്തെ സ്കോളർഷിപ്പ് ജാക്കറ്റിൻ്റെ ഒരു മാനേജ്മെൻറ്റ് കാര്യത്തിൽ ഇവിടെ ഒരു മാറ്റം, ചേഞ്ച്, അതിലുള്ള ടീച്ചേഴ്സിൻ്റെ അൺഹാപ്പിനെസ്സും എൻ്റെ വ്യക്തിപരമായ അൺഹാപ്പിനെസ്സും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, അത് അവസാനിപ്പിക്കാം. താഴെ ഇതിൽ നിന്നൊരു മാറ്റം ഞങ്ങൾ ഉടനെ പ്രതീക്ഷിക്കുന്നു എന്നതും മനസ്സിലാക്കി എഴുതിയിട്ട് താഴെ താങ്കിങ് യു, യുവർ സിൻസിയർലി, പ്രിൻസിപ്പളിൻ്റെ പേര്, SD, സിഗ്നേച്ചർ, പേര് എഴുതി വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു ജനറൽ ഫോർമാറ്റ് പറയാണ്. Now let's see the conclude from the letter, the format of a formal letter. Formal letter എങ്ങനെ ആയിരിക്കണം? നെയിം, അഡ്രസ് ഓഫ് സെൻഡർ, ഫ്രം അഡ്രസ്സ്, ഡേറ്റ്, നമ്മൾ ആർക്കാണോ അയക്കുന്നത്, ടു അഡ്രസ്സ്, സാല്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റഡ് ടീച്ചർ അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് സർ എന്നൊക്കെ പറയാൻ തുടങ്ങുന്നത്. സബ്ജക്റ്റ് ഒരു 1 ലൈനിൽ എഴുതാൻ ഇൻഫർമേഷൻ ലെറ്റർ എന്ന് എഴുതിയാൽ മതി. ബോഡി ഓഫ് ദ ലെറ്റർ, ഇൻട്രൊഡക്ഷൻ ഉണ്ടാവണം.
ഡീറ്റെയിൽസ് പറയണം, ഒരു കൺക്ലൂഷൻ ഉണ്ടാവണം. ഇൻട്രൊഡക്ഷൻ, ഡീറ്റെയിൽസ്, കൺക്ലൂഷൻ ഉണ്ടാവണം. പിന്നെ ഒരു കോംപ്ലിമെൻ്ററി ക്ലോസ് ഉണ്ടാവും എന്ന് വെച്ചാൽ താങ്കിങ് യു, യു സിൻസിയർലി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കില്ലേ. താഴെ SD നെയിം. ഇത് ഓർത്ത് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 3 മാർക്ക് ഉണ്ടാവും. ഏതൊക്കെ? ഫ്രം അഡ്രസ്സ്, ഡേറ്റ്, ടു അഡ്രസ്സ്, സാല്യൂട്ടേഷൻ, സബ്ജക്റ്റ്, ഇൻട്രൊഡക്ഷൻ ഉണ്ടാവണം, ഡീറ്റെയിൽസ് ഉണ്ടാവണം, കൺക്ലൂഷൻ ഉണ്ടാവണം, ഒരു താങ്കിങ് യു എന്നോ അല്ലെങ്കിൽ യു സിൻസിയർലി എന്നോ ഒക്കെ എഴുതിയിട്ട് യു ഫെയ്ത്ത്ഫുള്ളി എന്നോ എഴുതിയിട്ട് SD നെയിം ഇത്ര എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ ഇത് ആരും എന്ത് ചെയ്യരുത്, വെറുതെ മാർക്ക് കളയരുത്. എന്തായാലും നമുക്ക് കിട്ടാൻ പോകുന്നൊരു മാർക്കാണ്. സോ നന്നായിട്ട് നോക്കി വെക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് വേണ്ടതെന്ന്. റെഡിയല്ലേ? നെക്സ്റ്റ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പേഴ്സണൽ ലെറ്ററിൻ്റെ, ഫ്രണ്ട്ലി ലെറ്ററിൻ്റെ ഫോർമാറ്റാണ്. ഫ്രണ്ട്ലി ലെറ്റർ എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? യെസ്, പ്ലേസ് ചെയ്താൽ അല്ലെങ്കിൽ ഫ്രം അഡ്രസ്സ് അല്ലെങ്കിൽ പ്ലേസ്, ഡേറ്റ് എഴുതുന്നു, ഡിയർ ഫ്രണ്ട്, സാല്യൂട്ടേഷൻ അതായിരിക്കും ഡിയർ ഫ്രണ്ട്. ഇനി ബോഡി ഓഫ് ദ ലെറ്റർ, ഇതിനെ ഞാൻ 3 ആക്കി തിരിക്കാൻ പറഞ്ഞു. ആ 3 ആക്കി തിരിക്കുന്നതിലൂടെ നമുക്ക് എന്ത് കിട്ടും? ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണത്. എന്നുവെച്ചാൽ ഇങ്ങനെ ഒറ്റ ഇതാക്കി എഴുതുമ്പോൾ അവിടെ ഒരു ഡിസ്റ്റിങ്ഷൻ ഉണ്ടാവില്ല, വേർതിരിച്ച് കാണിക്കാൻ പറ്റില്ല. 3 പാരഗ്രാഫാന്ന്. ഫസ്റ്റത്തെ പാരഗ്രാഫ് സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നു, സെക്കൻഡ് പാരഗ്രാഫ് ഐ റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു ഇൻഫോം യു അബൌട്ട് ദ, എന്താണോ ടോപ്പിക്ക് അത് പറയാം, അത് കുറേ പാരഗ്രാഫ് ആക്കിയിട്ട് പറയാം. ദെൻ ലാസ്റ്റ് നമ്മൾ ഡു കൺവേ മൈ റിഗാർഡ് ആൻഡ് ലവ് ആൻഡ് റിഗാർഡ് ടു യുവർ ഫാമിലി മെമ്പേഴ്സ് പറഞ്ഞ ഒരു ഒറ്റ സെൻറ്റൻസ് ഉള്ള പാരഗ്രാഫും താഴെ യുഎസ് വിത്ത് ലവ് എന്നോ അല്ലെങ്കിൽ ലവിങ്ലി എന്നോ എന്തെങ്കിലും എഴുതിയിട്ട് SD നെയിം, ഇത്രയും മതി. ഓക്കെ, ഈ SD നിർബന്ധമില്ല ഏതിൽ? ഈ ഇൻഫോർമൽ ലെറ്ററിൽ അല്ലെങ്കിൽ ഫ്രണ്ട്ലി ലെറ്ററിൽ SD ആവശ്യം ഇല്ല. ഓക്കെ, എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നോക്കി വെക്ക്, എന്തൊക്കെയായിരുന്നു വേണ്ടത് ശ്രദ്ധിച്ചു നോക്ക്. പ്ലേസ്, ഡേറ്റ്, സാല്യൂട്ടേഷൻ, ബോഡി 3 ആക്കി, താഴെ കോംപ്ലിമെൻ്ററി ക്ലോസ്, നെയിം. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് വൺ, യെസ്, ഇയാളാണ് അടുത്ത ആൾ. ഡയറി എൻട്രി ആണ്. ഓക്കെ, ഡയറി എൻട്രിയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഡയറി എൻട്രി, ഡയറി എന്ന് പറഞ്ഞാൽ അതിൽ കുറച്ച് പ്രത്യേകതകളുണ്ട്. ഇവിടെ ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്കൊരു ഡയറിൻ്റെ ഫോർമാറ്റ് കാണിച്ചു തരാം. യെസ്, ഇവിടെ നോക്കാം നമുക്ക് ആദ്യം. സാറ്റർഡേ, ഡേറ്റ് എഴുതിക്കുന്നത് അല്ലേ, സാറ്റർഡേ എന്ന ഡേ ആണ്, താഴെ ഡേറ്റ് എഴുതിക്കുന്നത്. വാട്ട് എ ടെറിബിൾ എക്സ്പീരിയൻസ്, എന്തൊരു വല്ലാത്ത ടെറിബിൾ എക്സ്പീരിയൻസ് ആണ്. ഇൻ ദാറ്റ് മൊമെന്റ് ഓഫ് ഡെസ്പയർ ഐ ട്രൈഡ് ടു എംബ്രേസ് ഡെത്ത്, ഹോപ്പ് കെയിം ഇൻ ദ ഫോം ഓഫ് ദ സർജന്റ്. ഈ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കുമ്പോഴേ ജസ്റ്റ് കേട്ടിരുന്ന ചിലപ്പോൾ ഈ ചോദ്യം തന്നെ ആയിരിക്കും റിപ്പീറ്റ് ചെയ്ത് വരിക. അപ്പോൾ അതുകൊണ്ടാണ് ഈ ടെക്സ്റ്റിലെ ഡയറി തന്നെ തരുന്നത്. ഇതൊന്ന് ജസ്റ്റ് കേട്ടിരിക്കുക. ഇൻ ദാറ്റ് മൊമെന്റ് ഓഫ് ഡെസ്പയർ ഐ ട്രൈഡ് ടു എംബ്രേസ് ദ ഡെത്ത്, ഹോപ്പ് കെയിം ഇൻ ദ ഫോം ഓഫ് ദ സർജന്റ് ആൻഡ് ദ ഡോക്ടർ. They saved my life. The landlady also helped me. I will never again follow that dark and evil life of mine. Definitely I will change. Just like the doctor, the surgeon and the landlady, I will also try to change the lives of many, thus bringing light to others. Now I see that the light never fades out. ഇത് ആരുടെ ഡയറിയാണ്? നമ്മുടെ ജോണസ് ആത്മഹത്യക്ക് ശേഷം അല്ലേ, ഫസ്റ്റ് 25 വർഷങ്ങൾക്ക് മുമ്പേ എഴുതിയുള്ള ആ ഡയറിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ ഡയറിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്? ഒന്ന്, അതിൻ്റെ ഫോർമാറ്റ് നമ്മൾ കീപ്പ് ചെയ്യണം. ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഡേയും ഡേറ്റും എഴുതാം. ശേഷപ്പുറത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ടൈം എഴുതി വെക്കാം. 10 PM അങ്ങനെ എഴുതി വെക്കാം, 10 PM എന്ന് എഴുതി വെക്കാം. ഓക്കെ, താഴെ ഫസ്റ്റ് തന്നെ നമ്മൾ എഴുതുന്ന സെൻറ്റൻസ് ആ ഒരു ദിവസത്തെ നമ്മളുടെ ഒരു എഫക്റ്റ് ഇല്ലേ, എന്ന് വെച്ചാൽ സന്തോഷമാണോ സങ്കടമാണോ ആ ഒരു കാര്യം ആദ്യം തന്നെ നമ്മൾ പറയണം. വാട്ട് എ ടെറിബിൾ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ അത് തുടങ്ങിയിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഡയറിയിൽ കഥകൾ എഴുതി വെക്കരുത്. ഡയറിയിൽ എന്താ വേണ്ടത്? നമ്മുടെ ഇമോഷണൽ ഫീലിങ്സ് ഇമോഷണൽ ലാംഗ്വേജിലൂടെയാണ് രേഖപ്പെടുത്തേണ്ടത്. ഇമോഷണൽ ഫീലിങ്സ് ഇമോഷണൽ ലാംഗ്വേജിലൂടെയാണ് ഇവിടെ രേഖപ്പെടുത്തേണ്ടത്. എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് തോന്നിയ കുറേ കാര്യങ്ങൾ ഉണ്ടാവില്ലേ, ആ ഒരു സന്ദർഭത്തിൽ ഇപ്പോൾ ഞാനാണ് ഈ ഒരു ജോണസിൻ്റെ സ്ഥാനത്തെങ്കിൽ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചില ചിന്തകൾ ഉണ്ടാവില്ലേ, അതിവിടെ പറഞ്ഞു വെക്കുക. അപ്പോൾ എങ്ങനെ സാറേ ഇമോഷണൽ ലാംഗ്വേജിൽ എഴുതാം? സിമ്പിളാണ്. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് ധാരാളം യൂസ് ചെയ്യുക.
അതുപോലെ തന്നെ ഇങ്ങനെ ഇൻകംപ്ലീറ്റ് സെൻറ്റൻസസ് യൂസ് ചെയ്യുക. ഡെഫിനറ്റ്ലി ഐ വിൽ ചേഞ്ച്, കുത്ത് നിങ്ങളുടെ സെൻറ്റൻസ് ഇല്ലേ. അതുപോലെ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ഇല്ലേ, അത് എഴുതിയാൽ തന്നെ നിങ്ങളുടെ എന്തായി, ഇതാ ഇവിടെ നോക്ക്, പിന്നെ ഇതാ വരുന്നു മെനി ഡാഷ് ഡാഷ് ഡാഷ്. അപ്പോൾ അത്തരത്തിലുള്ള സെൻറ്റൻസുകൾ, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്താൽ തന്നെ എന്തായി, ഇമോഷണൽ ലാംഗ്വേജ് ആയി. അപ്പോൾ അത്രയേ ഉള്ളൂ സംഭവം. എന്തൊക്കെയാ, ഡേറ്റും ഡേ എഴുതുന്നു, അതുപോലെ തന്നെ ടൈം എഴുതുന്നു. ഫസ്റ്റ് നമ്മുടെ വാട്ട് എ ടെറിബിൾ ഡേ എന്നോ അല്ലെങ്കിൽ ഇറ്റ് വാസ് എ അൺഹാപ്പി ഡേ എന്നോ എന്താണോ നിങ്ങൾക്ക് എഴുതാനുള്ളത് അത് എഴുതി വെക്കുക. താഴെ നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ ഇമോഷണൽ ലാംഗ്വേജിലേക്ക് മാറ്റുക. ഇമോഷണൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇൻകംപ്ലീറ്റ് സെൻറ്റൻസസും അതുപോലെ തന്നെ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസും ധാരാളമായിട്ട് യൂസ് ചെയ്താൽ മതി. ഇടയ്ക്ക് ചോദ്യങ്ങളൊക്കെ ചോദിക്കാം നിങ്ങൾക്ക്. വൈ ദിസ് ഇസ് ഹാപ്പനിങ് ടു മീ, എന്തുകൊണ്ട് എനിക്ക് മാത്രം സംഭവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് ഇടയിൽ കൊടുക്കുകയും ചെയ്യാം. ഇതാണ് ഒരു ഡയറിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ചോദ്യം ഒരു തന്നിട്ട് നോക്കുക. Imagine that Mr. Jonas, after meeting the narrator for the second time, writes his diary. What could be the possible diary entry? Okay, imagine that Dr. Jonas, after meeting the narrator for the second time, രണ്ടാമത്തെ തവണ കണ്ടപ്പോൾ അയാൾ എഴുതുന്ന ഡയറി എൻട്രി അതെങ്ങനെയായിരിക്കുന്നത്. അപ്പോൾ ആ രണ്ടാമത്തെ തവണ കണ്ടപ്പോൾ ആദ്യത്തെ തവണ ഇത് കണ്ടതാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയത് അല്ലേ. രണ്ടാമത്തെ തവണ കണ്ടപ്പോൾ എഴുതിയ ഡയറി ഇതാ ഇങ്ങനെയാണ്. എന്താ നോക്ക്, സാറ്റർഡേ ഡേറ്റും അതുപോലെ തന്നെ ടൈമും ഇരിക്കുന്നു, ഡേയും ഇരിക്കുന്നു അല്ലേ. ഹൗ ക്യാൻ ഐ എവർ ഫോർഗെറ്റ് ദിസ് ഡേ? ടുഡേ ഐ മെറ്റ് ദ മാൻ ഹു ഗേവ് മീ ദിസ് ലൈഫ് 25 years back. God brought us together on the same ship. At the very first glance I recognized him, but my excitement or embracement, I did not know exactly what prevented me from approaching him. My wife encouraged me to meet and talk to him. When I told Dr. A.J. Cronin about my charity work, he showed the interest to talk, but he couldn't still recognize me. Then I whispered in his ears about the foolish attempt of suicide that I had committed 25 years before. He could distinguish me. What a play of fate. കണ്ടോ ഇടയ്ക്ക് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ഉപയോഗിച്ചത്. What a play of fate. എന്തൊരു വിധിയുടെ വിളയാട്ടമാണ്. For 7 pounds 10 shillings I tried to take my life. Like an angel, this man came, saved me and gave me the paltry sum, which made me a new man. Now putting an end to my 25 years search, God brought him in front of me again. Oh God, you are great. This is the happiest day in my life. എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്യാം. മനസ്സിലായില്ലേ? അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഞാൻ വായിച്ചും തന്നു. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് എഴുതിയിട്ടുള്ളത്. രണ്ടാമത്തെ തവണ ജോണസിനെ കണ്ടതിന് ശേഷം എഴുതിയ ഡയറി. നേരത്തെ നമ്മൾ ആദ്യം ആദ്യം A.J. ക്രോണിനെ കണ്ടപ്പോൾ എഴുതിയ ഡയറിയാണ് നേരത്തെ പറഞ്ഞത്. രണ്ടാമത് തവണ അയാളെ കണ്ടപ്പോൾ എഴുതിയ ഡയറിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് വേഗം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഒന്ന് നോക്കുക. ഇനി കോൺവെർസേഷൻ എന്ന് പറയുന്ന ഏരിയ ആണ് അല്ലേ. കോൺവെർസേഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നോക്കാം. ഇതാ ഇവിടെ കോൺവെർസേഷനിൽ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. നോക്ക്, കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. ബോണ്ട്, റസ്കിൻ ബോണ്ടാണ്. ഗ്രാൻഡ്പാ, ഐ സോ എ മംഗൂസ് ഫൈറ്റിംഗ് വിത്ത് എ കോബ്ര. റിയലി ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. ബിനീത്ത് ദ ബനിയൻ ട്രീ. എന്തായിരിക്കും ഇവിടെ ആൻസർ? നമ്മൾ ഈ ബിനീത്ത് ദ ബനിയൻ ട്രീ ആണ് നോക്കേണ്ട ആദ്യം, എന്നാലേ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടുള്ളൂ അല്ലേ. ഐ ഹാവ് സീൻ ഇറ്റ് ജസ്റ്റ് നൗ. അപ്പൊ എന്തായിരിക്കും അവിടെ ചോദിച്ചിട്ടുണ്ടാവുക? വേർ ഡിഡ് യു ഫൈൻഡ് അല്ലെ, ഫ്രം വേർ ഡിഡ് യു ഫൈൻഡ് ഇറ്റ്, അല്ലെങ്കിൽ വേർ വാസ് ഇറ്റ് എന്നൊക്കെ ചോദിച്ചാൽ ആൻസർ തന്നെയാണ് ബിനീത്ത് ദ ബനിയൻ ട്രീ തന്നെയാണ് ആൻസർ വരാം. യു ആർ സ്റ്റാൻഡിങ് ക്ലോസ് ടു ദം, കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. യു ആർ സ്റ്റാൻഡിങ് ക്ലോസ് ടു ദം, ഒരു സെന്റൻസ് പകുതി വെച്ച് നിൽക്കുന്നു, കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പിക്കുക അത് ക്വസ്റ്റ്യൻ ടാഗ് ആയിരിക്കും. എന്താണ്, ഒരു സെന്റൻസ് പകുതി വെച്ച് നിൽക്കുക, കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കണ്ടാൽ നമ്മൾ മനസ്സിലാക്കണം അതെന്തായിരിക്കും, ക്വസ്റ്റ്യൻ ടാഗ് ആയിരിക്കും എന്ന്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എഴുതുക?
എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് എഴുതാം? യെസ്, അപ്പം നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ പറയണം? ഇവിടെ ആദ്യം ഓക്സിലറി വേർബ് തന്നത് നോക്കാം. ഏതാണ് ഇവിടെ തന്ന ഓക്സിലറി വേർബ്? വേർ ആണ് തന്നത് അല്ലേ? അപ്പോൾ ആ വേറിനെടുത്ത് ഇങ്ങോട്ട് എഴുതാം, വേർ. ഇനിയോ ഇവിടെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കാം. സ്റ്റാൻഡിങ് ക്ലോസ് ടു ദം പോസിറ്റീവ് ആണ് എന്ന് വെച്ചാൽ നോയോ നോട്ടോ ഉണ്ടെങ്കിൽ നെഗറ്റീവ് ആണ്, നോയോ നോട്ടോ ഇല്ലെങ്കിൽ അതെന്താണ്? പോസിറ്റീവ് ആണ്. ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ എന്താക്കണം? നെഗറ്റീവ് ആക്കണം. അപ്പോൾ വേറിൻ്റെ എന്ന് എഴുതി. ആരാണ് ഇവിടെ സബ്ജക്റ്റ്? യു. വേറിൻ്റെ യു ആണ് ആൻസർ. ഓക്കെ, ഇത് പോലെ നമുക്ക് ബാക്കിയുള്ള എന്താ പറയുക, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കി വെക്കാം. വേറെ 1-2 ക്വസ്റ്റ്യൻസ് നോക്കാം. He is my teacher, comma dash question mark. They have not come. I am your friend. ഇവിടെ നോക്കൂ, ഈ ചോദ്യങ്ങൾ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഹീ ഈസ് മൈ ടീച്ചർ എന്ന് പറഞ്ഞ് ഈ സെൻറ്റൻസ്, ഹീ ഈസ് മൈ ടീച്ചർ എന്ന് പറയുമ്പോൾ ഇതിൽ ഏതാണ് ഓക്സിലറി വേർബ് നോക്കുക. ഓക്സിലറി വേർബ് ഈസ്, വാസ്, ആർ, ഹാവ്, ഡു, ഡസ്, ഡിഡ് എന്നൊക്കെ പറയുന്ന വേർഡ്സ് അല്ലേ. ഇവിടെ ഒരു ഓക്സിലറി വേർബ് ഉണ്ട്. ഏതാണത്? ഈസ് എന്ന് പറയുന്നതാണ് ഓക്സിലറി വേർബ്. ആ ഈസിനെ എടുത്ത് ഞാൻ ഇങ്ങോട്ടേക്ക് എഴുതി. ഇനി എന്താ നോക്കേണ്ടത്? ഈ ഈസ് എന്ന് പറയുന്ന ഈ ഭാഗം, തന്നിരിക്കുന്ന ഭാഗം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കണം. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നോയോ നോട്ടോ ഇല്ലെങ്കിൽ അത് പോസിറ്റീവ് ആണ്, നോയോ നോട്ടോ ഉണ്ടെങ്കിൽ അത് നെഗറ്റീവ് ആവും. ബാറ്ററീൻ്റെ പോലെയാണ്. ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ നെഗറ്റീവ് ആവണം, ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ പോസിറ്റീവ് ആവണം. ഹീ ഈസ് മൈ ടീച്ചർ എന്ന് പറയുമ്പോൾ ഇവിടെ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? പോസിറ്റീവ് ആണ്, കാരണം ഇവിടെ നെഗറ്റീവ് ആയിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ നെഗറ്റീവ് ആക്കണം. ഇവിടെ നോട്ട് ചേർത്താൽ മതി നെഗറ്റീവ് ആവാൻ. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ടാഗിൽ നമ്മൾ നോട്ട് എന്ന് കംപ്ലീറ്റ് ചെയ്താറില്ല, ഇൻഡ് എന്നാണ് കൊടുക്കുക. ഈസിൻഡ് ആര്? ഹീ. ഈസിൻഡ് ഹീ എന്ന് കൊടുത്താൽ മതി, ആൻസർ ആയി. ഹീ ഈസ് മൈ ടീച്ചർ, ഈസിൻഡ് ഹീ, ആൻസർ ആണ്. ദേ ഹാവ് നോട്ട് കം. ദേ ഹാവ് നോട്ട് കം എന്ന് പറയുമ്പോൾ ഇവിടെ ഏതാണ് ഓക്സിലറി വേർബ്? ഹാവ് ആണ് സർ ഓക്സിലറി വേർബ്. അപ്പോൾ ഹാവിനെ എടുത്ത് ഇങ്ങോട്ട് എഴുതാം, ഹാവ്. ഇനി എന്താ ശ്രദ്ധിക്കേണ്ടത്? ക്വസ്റ്റ്യൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നെഗറ്റീവ് ആണ്, നമ്മൾ പോസിറ്റീവ് ആക്കണം. ഹാവിൻ്റെ ദേ എന്നാക്കിയാൽ മതി, ഹാവിൻ്റെ ദേ എന്നാക്കിയാൽ മതി. ഓക്കെ, തെറ്റിയില്ലേ? കാരണം ഇവിടെ ഓൾറെഡി നോട്ട് ഉണ്ട്, ഇവിടെയും നോട്ട് ഉണ്ട്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് പോസിറ്റീവ് അല്ലേ വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് എഴുതാൻ പാടില്ല? നോട്ട് ഇവിടെ എഴുതാൻ പാടില്ല. അങ്ങനെയാണ് കുട്ടികൾ തെറ്റിക്കാറ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഹാവ് ദേ എന്ന് മാത്രം മതി. നോട്ട് എല്ലായിടത്തും ഇങ്ങനെ നോട്ട് എഴുതേണ്ട ആവശ്യമില്ല. ഇവിടെ ക്വസ്റ്റ്യനിൽ നോട്ട് ഉണ്ടായത് കൊണ്ട് പിന്നെ ഇവിടെ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ നോട്ട് എഴുതാൻ പാടില്ല. ഹാവ് ദേ എന്നാണ് ആൻസർ വരിക. ഐ ആം യുവർ ഫ്രണ്ട്. ആം ആണതിലെ ഓക്സിലറി വേർബ്. ഓക്കെ, ആം വരുമ്പോൾ ഒന്ന് എഴുതാനൊന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. എന്താ കാരണം എന്ന് വെച്ചാൽ ഇവിടെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കാം. ഇവിടെ പോസിറ്റീവ് ആണ്, കാരണം നോട്ടോ നോയോ ഒന്നുമില്ല. അപ്പോൾ ഇവിടെയൊക്കെ വരുമ്പോൾ എന്തായിരിക്കും ആൻസർ വരിക? ആമിൻ്റെ ഐ എന്നാണ് വരിക. പക്ഷേ ആമിൻ്റെ ഐ എന്നൊരു വേർഡ് ഇല്ല. അതുകൊണ്ട് നമ്മൾ എഴുതുക ആറിൻ്റെ ഐ എന്നാണ് എഴുതുക. ആമിൻ്റെ ഐ എന്ന് പറയൂല. അതുകൊണ്ട് നമ്മൾ പറയുന്നത് എന്താണ്? ആറിൻ്റെ ഐ എന്നാണ് പറയുക. ഓക്കെ, നെക്സ്റ്റ്. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ദേ
play food they play football, comma dash question mark. They played football. He plays football. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ വരാം ഒന്ന് നോക്ക്. ദേ പ്ലേ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഓക്സിലറി വേർബ് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയില്ല അല്ലേ? ഓക്സിലറി വേർബ് ഇതിനകത്ത് കാണുന്നുണ്ടോ? ഇല്ല. എന്നാൽ ഇവിടെ ഓക്സിലറി വേർബ് ഉണ്ട്. അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കാന്ന് വെച്ചാൽ ഇതാ നോക്കിക്കോ. പ്ലേ എന്ന് പറഞ്ഞാൽ പ്ലേ പ്ലസ് ഡു എന്നാണ് അർത്ഥം. ഇനി നോക്ക്, പ്ലേസ് എന്ന് പറഞ്ഞാൽ പ്ലേ പ്ലസ് ഡസ് എന്നാണ് അർത്ഥം. പ്ലേഡ് എന്ന് പറഞ്ഞാൽ പ്ലേ പ്ലസ് ഡിഡ് എന്നാണ് അർത്ഥം. ഇത് നിങ്ങളൊന്ന് ബൈഹാർട്ട് മനസ്സിലാക്കി വെക്കണം. എന്തൊക്കെയാണ്? പ്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലേ പ്ലസ് ഡു, അല്ലെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കുക. പ്ലേ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആരുണ്ട്? പ്ലേ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഡു ഉണ്ട് എന്ന് മനസ്സിലാക്കുക. പ്ലേസ് എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ ഒരു എസ് കണ്ടില്ല നിങ്ങൾ? ഈ എസ് ഡസിന്റെ എസ് ആണത്. ഡസ് ഉണ്ട് പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്ന് മനസ്സിലാക്കുക. പ്ലേഡ് എന്ന് പറഞ്ഞാൽ ഇതാ ഡി ഡി ഡിഡ് ഉണ്ട് അതിനകത്ത് നിന്ന് മനസ്സിലാക്കുക. പാസ്റ്റ് ടെൻസ് ആണ്, ഡിഡ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പം നമുക്ക് ആൻസറിലേക്ക് വരാം. ദേ പ്ലേ ഫുട്ബോൾ. ഇവിടെ പ്ലേ അല്ലേ? പ്ലേനകത്ത് ആരാ ഉള്ളത്? ഡു ആണുള്ളത്. പഠിച്ചില്ലേ? ഡു മെലിഞ്ഞ ആളാണ്. അപ്പോൾ പ്ലേൻ്റെ അകത്തുനിന്ന് പുറത്തേക്കൊന്നും കാണുന്നില്ല. ഡു. ഇനി പോസിറ്റീവ് ആണോ നോക്ക്, നെഗറ്റീവ് ആണോ? പോസിറ്റീവ് ആണ്, നെഗറ്റീവ് ആക്കി. നോ ഡോണ്ട് ദേ ആൻസറായി. അടുത്ത നോക്കാം. ദേ പ്ലേഡ് ഫുട്ബോൾ. പ്ലേഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ആരുണ്ട്? ഡിഡ് ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി അല്ലേ? ഡി പുറത്തേക്ക് കാണുന്നില്ല, തടിച്ച ആളാണ്. ഡിഡിൻ്റെ ദേ എന്നാക്കി. അടുത്ത നോക്ക്. ഹീ പ്ലേസ് ഫുട്ബോൾ. പ്ലേസ് എന്ന് പറയുമ്പോൾ ഡസ് ആണെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ എന്ത് എഴുതി? ഡസിൻ്റെ ഹീ എന്ന് എഴുതി. ഡസിൻ്റെ ഹീ. ഇത് ഓർത്തു വെക്കുക നന്നായിട്ട്. അത് ഓർത്തു വെക്കാം. ഓക്കെ, ഇതെങ്ങനെയാണ് വരും എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മറ്റൊരു ക്വസ്റ്റ്യൻ. രണ്ട് ക്വസ്റ്റ്യൻ ആണ്. ഹി വിൽ ഗോ. എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ? ഹി വിൽ ഗോ എന്ന് പറയുമ്പോൾ വില്ല് വന്നു കഴിഞ്ഞാൽ നമ്മൾ വോണ്ട് എന്നാണ് എഴുതുക. നേരത്തെ ആം വന്നപ്പോൾ ആറിൻ്റെ എഴുതിയില്ലേ? അതേപോലെ വിൽ നോട്ട് എന്ന് എഴുതൂല, വില്ലിൻ്റെ എന്ന് എഴുതൂല. എന്താ എഴുതുക? വോണ്ട് ഹീ എന്നാണ് എഴുതേണ്ടത്. അതൊരു എക്സെപ്ഷൻ ആയതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. ലെറ്റസ് വന്നാൽ ആൻസർ വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട, ഷാൽ വി എന്ന് മാത്രം എഴുതി വെക്കുക. ലെറ്റസ് വന്നാൽ ആൻസർ എന്തായിരിക്കും? എപ്പോഴും ഷാൽ വി എന്നായിരിക്കും. ഷാൽ വി എന്നായിരിക്കും. പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും അവിടെ പരിഗണിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് അതിനകത്ത് നമുക്ക് പറയാനുള്ളത്. ദെൻ നമുക്ക് തിരിച്ച് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. യെസ്, ബാക്കി ഭാഗത്തേക്ക് വരാം. ഇവിടെ ഇപ്പം നമ്മൾ വേറിൻ്റെ ഹീ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? വേറിൻ്റെ ഹീ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നോക്കാം വേറിൻ്റെ യു. നോ ഐ വാസ് ഇൻ ദ ട്രീ. വേറിൻ്റെ യു ആണ് നമ്മളിവിടെ പറഞ്ഞത് അല്ലേ? വേറിൻ്റെ യു. നോ ഐ വാസ് ഇൻ ദ ട്രീ. God, if you had fallen down dash
ഇവിടെ നമ്മൾ ഇഫ് ക്ലോസ് ആണ് പഠിക്കേണ്ടത്. ഇഫ് ക്ലോസ് എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളത് നമ്മൾ നോക്കേണ്ടത്. ഇഫ് യു ഹാഡ് ഫോളൺ ഡൗൺ, നീ എങ്ങാനും വീണിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അല്ലേ? അപ്പോൾ അത് നിന്നെ കുത്തിയേനെ, അല്ലെങ്കിൽ അവർ നിന്നെ എന്താ കടിച്ചേനെ എന്നൊക്കെയാണ് നമുക്ക് പറയാനുണ്ടാവുക. ഇപ്പോൾ ഇവിടെ ഇഫ് ക്ലോസ് എന്തൊക്കെയാണ് നമ്മൾ ഓർത്തു വെക്കണം. ഇഫ് യു ഹാഡ് ഫോളൺ ഡൗൺ എന്തായിരിക്കും ആൻസറിൽ പറയാം? ഇഫ് യു ഹാഡ് ഫോളൺ ഡൗൺ എന്തായിരിക്കും പറയാം? എന്തായിരിക്കും ഇവിടെ പറയാം? ഇഫ് യു ഹാഡ് ഫോളൺ ഡൗൺ എന്താണ് പറയേണ്ടതെന്ന് അറിയണമെങ്കിൽ നമ്മൾ ആദ്യം ഈ ഇഫ് ക്ലോസ് ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇഫ് ക്ലോസിലേക്ക് വരാം. ഇവിടേക്ക് ശ്രദ്ധിച്ചോ. ഇഫ് ക്ലോസ് നമുക്ക് പഠിക്കാനുള്ളത് 3 കണ്ടീഷനാണ്. ഒന്നാമത്തെ കണ്ടീഷൻ നോക്കാം. ഇഫ് യു കം. രണ്ടാമത്തെ കണ്ടീഷൻ ഇഫ് യു കെയിം. മൂന്നാമത്തെ കണ്ടീഷൻ ഇഫ് യു ഹാഡ് കം. ഓക്കെ, ഈ 3 കണ്ടീഷൻ നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇഫ് ക്ലോസിൽ എവിടെ ഒരു മാർക്കും പോകില്ല. ഇതാണെങ്കിൽ എന്തായാലും ഉണ്ടാവും ചെയ്യും സാധനം, ഇഫ് ക്ലോസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോ, ഇതെങ്ങനെ നമ്മൾ ആൻസർ കണ്ടെത്തുന്നത് നോക്കാം. ഇഫ് യു കം എന്ന് പറയുന്ന ഈ സെൻറ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ വേഗം അതിൻ്റെ വെർബിനെ കണ്ടുപിടിക്കുക. ഏതാണ് ഇതിൽ വെർബ്? ഇഫ് യു കം എന്ന് പറയുന്നതിൽ ഏതാ വെർബ്? കമ്മാണ് വെർബ്. ക്രിയ, പ്രവൃത്തി, ആക്ഷൻ അല്ലേ? കമ്മല്ലേ അതിനകത്ത്. അപ്പോൾ ഈ കം എന്ന് പറയുന്ന വേർഡ് പ്രസന്റ് ടെൻസ് ആണെന്ന് എനിക്കറിയാം അല്ലേ? കമ്മിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താണോ? കെയിമാണ്. അപ്പോൾ ഇവിടെ പ്രസന്റ് ടെൻസ് ആണ് തന്നതെങ്കിൽ ആൻസറിൽ നിങ്ങൾ ഒന്നുകിൽ വില്ല്, അല്ലെങ്കിൽ ക്യാന്, അല്ലെങ്കിൽ ഷാല്, അല്ലെങ്കിൽ മേ, ഇതിലേതെങ്കിലും ഉപയോഗിച്ചിരിക്കണം. ഉദ്ദേശം ഒരു എക്സാമ്പിൾ പറയാം. ഇഫ് യു കം, നീ നാളെ വരികയാണെങ്കിൽ ഐ വിൽ ഗിവ് യു സ്വീറ്റ്സ്, ഞാൻ നിനക്ക് മിഠായി തരും. ഇനി ഇതേപോലെ ഇഫ് യു കെയിം എന്നാണ് സെൻറ്റൻസിലെങ്കിൽ പാസ്റ്റ് ടെൻസ് ആണ് ഇവിടെ കെയിം എന്ന് എനിക്ക് മനസ്സിലായി. വേർബ് നോക്കി, വേർബ് പാസ്റ്റ് ടെൻസിലാണെന്ന് കണ്ടു. അങ്ങനെയെങ്കിൽ എനിക്ക് ആൻസർ എന്താ വരിക? ഐ വുഡ് ഗിവ് യു സ്വീറ്റ്സ്. ഐ വുഡ് ഗിവ് യു സ്വീറ്റ്സ്. ഒന്നുകിൽ വുഡ് എഴുതാം, അല്ലെങ്കിൽ കുഡ്, അല്ലെങ്കിൽ ഷുഡ്, അല്ലെങ്കിൽ മൈറ്റ്. ഇതിലേത് വന്നാലും ആൻസർ റെഡിയാണ്. ഐ വുഡ് ഗിവ് യു, ഐ കുഡ് ഗിവ് യു, ഷുഡ് ഗിവ് യു, മൈറ്റ് ഗിവ് യു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ കെയിം പാസ്റ്റ് ടെൻസ് വെർബ് വന്നപ്പോൾ ഇവിടെയും എന്തെന്നെ വന്നു? പാസ്റ്റ് ടെൻസ് തന്നെ വന്നു. ഇവിടെ പ്രസന്റ് ടെൻസ് വന്നപ്പോൾ ഇവിടെ എന്തെന്നെ വന്നു? പ്രസന്റ് ടെൻസ് തന്നെ വന്നു. ഇത് മാത്രം ആലോചിക്കാനുള്ളൂ. അപ്പോൾ ഇനി ഇഫ് യു ഹാഡ് കം, മൂന്നാമത്തെ കണ്ടീഷൻ എന്താ നോക്കാം. ഹാഡ് കം എന്ന് പറയുമ്പോൾ അത് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയും. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എത്ര മാത്രം, ക്വസ്റ്റ്യൻ പേപ്പറിൽ വെർബിൻ്റെ മുമ്പിൽ ഹാഡ് വന്നിട്ടുണ്ടോ നോക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ വെർബിൻ്റെ മുമ്പിൽ ഹാഡ് വന്നിട്ടുണ്ടെങ്കിൽ അത് മൂന്നാമത്തെ കണ്ടീഷൻ ആണെന്ന് മനസ്സിലാക്കുക. അതിൻ്റെ ഉത്തരം നമ്മൾ ഇങ്ങനെയാണ് എഴുതുക. ഐ വുഡ് ഹാവ് ഗിവൺ യു സ്വീറ്റ്സ്. ഐ വുഡ് ഹാവ് ഗിവൺ യു സ്വീറ്റ്സ്. ഒന്നുകിൽ വുഡ് ഹാവ്, അല്ലെങ്കിൽ ഐ കുഡ് ഹാവ്, അല്ലെങ്കിൽ ഐ ഷുഡ് ഹാവ്. മൈറ്റ് ഹാവ് പറയാറില്ല. ഇത് പഠിച്ചു വെച്ചാൽ മതി. പ്ലസ് എന്തുകൊണ്ട്? V3. V3 എന്ന് പറഞ്ഞാൽ ഗിവൺ. ഇവിടെയൊക്കെ ഗിവ് ആണ് എഴുതിയത് അല്ലേ? V1 ആണ് എഴുതിയത്. ഇവിടെ നമ്മൾ എന്താ എഴുതിയത്? ഗിവൺ ആണ് വരിക. അത് ഓർത്തു വെക്കുക. അപ്പം 3 കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞത്. 3 കണ്ടീഷൻസിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഒന്നാമത്തെ കണ്ടീഷൻ ഇഫ് യു കം, പ്രസന്റ് ടെൻസ് ആണ് കം. അതുകൊണ്ട് എനിക്കിവിടെ എന്തും എഴുതാം. ആൻസറിൽ പരീക്ഷ പേപ്പർ നോക്കുന്ന ആൾ എന്താ നോക്കുന്നത്? കുട്ടി വില്ല് എഴുതിക്കുന്നോ, ക്യാൻ എഴുതിക്കുന്നോ, ഷാല എഴുതിക്കണോ, മേ എഴുതിക്കുന്നോ, ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ റെഡിയാം. രണ്ടാമത്തെ കണ്ടീഷൻ നോക്കുക. കെയിം എന്നാണ്, പാസ്റ്റ് ടെൻസ് ആണ്. കെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പുറത്ത് നമുക്ക് വുഡ്, കുഡ്, ഷുഡ്, മൈറ്റ് ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയിട്ട് ബാക്കി അങ്ങോട്ട് എഴുതിയാൽ മതി. ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് എഴുതിയാൽ മതി. അതിനുശേഷം കം എന്ന വേർഡിൻ്റെ വെർബിൻ്റെ മുമ്പിൽ ഹാഡ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകിൽ വുഡ് ഹാവ്, കുഡ് ഹാവ്, ഷുഡ് ഹാവ്,
പ്ലസ് V3 കൂടെ എഴുതി വെക്കണം. ഇത്രയും ഓർത്ത് വെച്ചാൽ മതി. നിങ്ങൾക്ക് ഇഫ് ക്ലോസിൽ ഒരു മാർക്കും എവിടെയും പോവില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും ഓർത്ത് വെക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ് നല്ലോണം മനസ്സിലാക്കുക. ഇഫ് ക്ലോസ് ഇത്രയാണ്: പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഇനി നിങ്ങൾ പറയണം, ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ട ആ ഒരു ടൈപ്പ് എന്ത് ടൈപ്പാണെന്ന് നിങ്ങൾ പറഞ്ഞു തരണം. ഫസ്റ്റ് കണ്ടീഷനാണോ, സെക്കൻഡ് കണ്ടീഷനാണോ, തേർഡ് കണ്ടീഷനാണോന്ന് നിങ്ങൾ നോക്കി നോക്ക്. ഏത് കണ്ടീഷനാണ് ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ കാണുന്നത്? ഇഫ് യു ഹാഡ് ഫോളൻ ഡൗൺ. നോക്ക്, വെർബ് ഏതാ അതിനകത്ത്? ഫോളൻ ഡൗൺ അല്ലേ വെർബ്, അല്ലേ? ഈ ഫോളൻ ഡൗണിൻ്റെ മുമ്പിൽ ഹാഡ് ഒന്നുമില്ലേ? അപ്പോൾ ഏതായിരിക്കും കണ്ടീഷൻ? തേർഡ് കണ്ടീഷൻ അല്ലേ? അപ്പോൾ ആൻസറിൽ എന്താ നിങ്ങൾക്ക് എഴുതാ? ഇഫ് യു ഹാഡ് ഫോളൻ ഡൗൺ, നിങ്ങൾക്ക് എന്ത് വരണം? യു വുഡ് ഹാവ്, അല്ലേ? യു വുഡ് ഹാവ് fallen, you would have fallen in front of them. എന്തും എഴുതട്ടോ എനിക്ക്. ഞാൻ അവിടെ ഇപ്പം ഇങ്ങനെ എഴുതിയെന്നുള്ളൂ. നീ എങ്ങാനോ വീണിട്ടുണ്ടെങ്കിൽ നീ അതിൻ്റെ മുമ്പിലായിരിക്കും വീഴുക. ഇവിടെ ആൻസർ നോക്കുന്ന ആള്, ക്വസ്റ്റ്യൻ നമ്മുടെ ആൻസർ ഷീറ്റ് നോക്കുന്ന ആള് കുട്ടി വുഡ് ഹാവ് എഴുതിക്കണമെന്നാ നോക്കുന്നുള്ളൂ. വുഡ് ഹാവ് ആണ് അവിടെ വരേണ്ടത്. കാരണം ഹാഡ് ഫോളൻ ആയതുകൊണ്ട്, മൂന്നാമത്തെ കണ്ടീഷൻ ആയതുകൊണ്ട്. മനസ്സിലായില്ലേ? വുഡ് ഹാവ് എഴുതിക്കണം. ഇവിടെ എന്തോ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, യു വുഡ് ഹാവ് ഫോളൻ എന്നോ, അല്ലെങ്കിൽ യു വുഡ് ഹാവ് ഗെറ്റ് ബീറ്റൻ ബൈ ദ സ്നേക്ക് എന്നോ എന്തും എഴുതാം. പക്ഷേ വുഡ് ഹാവോ കുഡ് ഹാവോ ഷുഡ് ഹാവോ അവിടെ വരണം. ഓക്കെ, അടുത്തത്. ഐ നോ ദ കോബ്ര വാസ് ബിഗ് വൺ ബട്ട് ദ മംഗൂസ് കിൽഡ് ഇറ്റ് ഗ്രാൻഡ്പാ, ബട്ട് there may be more snakes. You had better dash. had betterന്റെ യൂസേജ് ആണ്. You had better, നീ സൂക്ഷിക്കണം എന്നാണ്. യു ഹാഡ് ബെറ്റർ ടേക്ക് പ്രിക്കോഷൻസ്. യു ഹാഡ് ബെറ്റർ ടേക്ക് പ്രിക്കോഷൻസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവസാനിപ്പിക്കാം. ഇവിടെ ഈ ടേക്ക് എന്ന് പറയുന്ന വേർഡിലാണ് മാർക്കുള്ളത്. എന്ന് വെച്ചാൽ യു ഹാഡ് ബെറ്റർ കഴിഞ്ഞാൽ നമ്മൾ V1 ഉപയോഗിക്കണം എന്നുള്ളതാണ് നിയമം. V1 ഉപയോഗിക്കണം എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ യു ഹാഡ് ബെറ്റർ ടേക്കിംഗ് എന്നൊന്നും പറയരുത്. യു ഹാഡ് ബെറ്റർ ടേക്കൺ എന്നോ ടുക്ക് എന്നോ പറയരുത്. ടേക്ക് എന്ന് തന്നെ പറയാം. യു ഹാഡ് ബെറ്റർ കൺസൾട്ട് എ ഡോക്ടർ. യു ഹാഡ് ബെറ്റർ ടേക്ക് റെസ്റ്റ്. യു ഹാഡ് ബെറ്റർ സ്റ്റഡി വെൽ എന്നൊക്കെ പറയുമ്പോൾ സ്റ്റഡിങ് എന്നോ സ്റ്റഡീഡ് എന്നോ ടുക്കെന്നോ ടേക്കിംഗ് എന്നോ ഒന്നുമല്ല പറയുന്നത്. ടേക്ക് ആ V1 രൂപം, വെർബിൻ്റെ ഒന്നാമത്തെ രൂപം ഉപയോഗിക്കുന്നുള്ളതാണ് ഹാഡ് ബെറ്ററിൻ്റെ യൂസേജ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ബട്ട് ഐ ലൈക്ക് സിറ്റിംഗ് ദെയർ. ഐ വുഡ് റാദർ യു ഡാഷ്. ബട്ട് ഐ വുഡ് റാദറിൻ്റെ യൂസേജ് ആണ് അവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഐ വുഡ് റാദറിൻ്റെ യൂസേജ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിച്ചു വെച്ചതാണ്. ബട്ട് ഐ ലൈക്ക് സിറ്റിംഗ് ദെയർ, എനിക്കത് ഇരിക്കാൻ ഇഷ്ടമാണ്. ഐ വുഡ് റാദർ യു ഡു ദ സെയിം. അങ്ങനെ പറഞ്ഞാൽ മതി. ഐ വുഡ് റാദർ യു ഡു ദ സെയിം. ഓക്കെ, ലെറ്റ് മീ സീ. അല്ലെങ്കിൽ I would rather you to make me some arrangements for that. എന്തെങ്കിലും അവിടെ പറയാം, പക്ഷേ അവിടെ ആ യൂസേജ് കറക്റ്റ് ആക്കുക എന്നുള്ളതുള്ളൂ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഹാഡ് ബെറ്ററിന് ശേഷം നിങ്ങൾക്ക് എന്തും പറയാം, പക്ഷെ അവിടെ യൂസേജ് കറക്റ്റ് ആക്കിയാൽ മതി. ഇതുപോലെ വുഡ് റാദറിന് ശേഷം എന്തും പറയാം, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് എന്തും പറയാം, പക്ഷേ അവിടെ യൂസേജ് കറക്റ്റ് ആക്കുക. ഈ ഇഫ് ക്ലോസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തും പറയാം, പക്ഷെ അവിടെ എന്ത് ചെയ്യണം? ആ യൂസേജ് കണ്ടീഷൻ കറക്റ്റ് ആക്കിയാൽ മതി. ക്വസ്റ്റ്യൻ ടാഗിലാണെങ്കിൽ നിങ്ങൾക്ക് എന്തും പറയാം, പക്ഷേ അവിടെ എന്ത് ചെയ്യണം? നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ നിയമങ്ങൾ പാലിച്ചിട്ട് എഴുതിയാൽ മതി. ഇവിടെ പിന്നെ ഓവർ പറയാനൊന്നും ഉണ്ടാവില്ല. ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ഈസിൻ്റെ ഹീന്നോ വാസിൻ വേറിൻ്റെ ഹീന്നൊക്കെ യു എന്നൊക്കെ അല്ലേ നമുക്ക് എഴുതാണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയാണ് മക്കളെ ഒരു കോൺവെർസേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. നമുക്കിനി നോക്കാം. കോൺവെർസേഷൻ സിസ്റ്റം പോലെയുണ്ട്. ഇവിടെ ഒരു കോൺവെർസേഷൻ തന്നിട്ടുണ്ട്. ഈ കോൺവെർസേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഫ്രാഗ്മെൻറ്റ്സ് തരുന്ന ഇതല്ല. എന്ന് വെച്ചാൽ അവർ കുറേശ്ശെ തന്നിട്ട് നിങ്ങളോട് എഴുതാൻ പറയുന്ന സംഭവമല്ല, മറിച്ച് നിങ്ങളോട് ഒരു കോൺവെർസേഷൻ ഉണ്ടാക്കാൻ പറയുന്നൊരു ചോദ്യമുണ്ട്, അല്ലേ?
Imagine that the homeopathic doctor rushes to the friend after escaping from the snake. Prepare a conversation between the doctor and his friends. ഫ്രണ്ട്സും ഡോക്ടറും തമ്മിലൊരു കോൺവെർസേഷൻ ആണ് അവിടെ എഴുതേണ്ടത്. അപ്പോൾ നമ്മളൊരു മോഡൽ അവിടെ തന്നിട്ടുണ്ട്. ഫ്രണ്ട്, ഹായ് ഡോക്ടർ, ഗുഡ് ഈവനിങ്. ഡോക്ടർ, ഗുഡ് ഈവനിങ്. ലെറ്റ് മീ സിറ്റ് ഹിയർ. ഗിവ് മീ സം വാട്ടർ പ്ലീസ്. You look very scared and tired. What happened to you? A cobra coiled on my arm. What? A cobra? It didn't bite you, did it? Did it? Question dagger. No, it didn't. God saved me in the form of a mirror. Mirror? Oh my God. What are you saying? Yes, it is true. A cobra fell on me from the roof, coiled on my arm, but uncoiled and slithered away when it saw the image in the mirror on my table. Friend, thank God. Anyway, don't go there tonight. Let us stay here. We can look for another house later. Doctor, yeah, thanks a lot. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കോൺവെർസേഷൻ എഴുതാൻ പറയുമ്പോഴേ ഒരു തുടക്കം ഉണ്ടായിരിക്കണം അതിന്, അതുപോലെ തന്നെ ഒരു അവസാനിപ്പിക്കലും ഉണ്ടാവണം. ഇപ്പം ഹായ് ഡോക്ടർ, ഗുഡ് ഈവനിങ് എന്ന് തുടങ്ങിയില്ലേ, അത് തന്നെയാണ് തുടക്കം എന്ന് പറയുന്നത്. ഇതേപോലെ ഇതിനൊരു അവസാനിപ്പിക്കലും കണ്ടില്ലേ, താങ്ക്സ് ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് ഈ രീതിയിലുള്ള ഒരു അവസാനിപ്പിക്കലും നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കണം. പിന്നെ കാര്യങ്ങളൊക്കെ ഒരു ഓർഡറിൽ ഇങ്ങനെ പറഞ്ഞു വരണം. ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്ന രീതിയിലായിരിക്കണം എഴുതുന്നത്. ഒരാളിങ്ങനെ ഒരു എസ്സേ പറയാം, മറ്റേ ആൾ ആണോ അല്ലേ എന്നൊക്കെ ചോദിക്കുക, അങ്ങനെയല്ല. ഒരു ലോജിക് ഉണ്ടാവണം. അതുപോലെ തന്നെ ചോദ്യം ഉത്തരം എന്ന രീതിയിലേക്ക് കൊണ്ടുവരിക. ക്വസ്റ്റ്യൻ ടാഗ് യൂസ് ചെയ്യുക. ഇത്രയും മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, തുടക്കം, അവസാനം, ലോജിക്ക്, ക്വസ്റ്റ്യൻ ആൻസർ ടൈപ്പ്, ക്വസ്റ്റ്യൻ ടാഗ് ഉപയോഗിക്കുക. ഓക്കെ, ദെൻ മറ്റൊരു ചോദ്യം നോക്കാം. Imagine that the doctor and his friend were walking to his room to remove things from there. They had a chat about the events in the previous night. Prepare the likely conversation between them. ഗുഡ് മോർണിംഗ്. സംഭവം മനസ്സിലായില്ലേ? ഡോക്ടറും ഫ്രണ്ടും നമ്മളുടെ വീണ്ടും കോൺവെർസേഷൻ ആണ്. സന്ദർഭം ഒന്ന് ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് മൈ ഫ്രണ്ട്. ഗുഡ് മോർണിംഗ്. വൈ ഡു യു വേക്ക് അപ്പ് സോ ഏർലി? ഡോക്ടർ, ഏർലി? ഇറ്റ് ഈസ് 8 o'clock now. Would you come and help me to shift my things to the new house? Friend, yes, why not? Let us go. Doctor, it was a horrible night. If you didn't help me find a new house, where would I go now? Friend, you were lucky. The snake was attracted to by its own beauty and left you. Perhaps I'm not so handsome, am I? എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ടാഗ് അവിടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കോൺവെർസേഷൻ. രണ്ടാമത്തെ ഒരു മോഡൽ കോൺവെർസേഷൻ തന്നതാണ്. സെയിം ആൾക്കാർ, പക്ഷേ സന്ദർഭം ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്തിട്ട് മാറിയിട്ടുണ്ട്. ജസ്റ്റ് ഓർത്ത് വെക്കാം. മറ്റൊരു കോൺവെർസേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബാക്കിയായിട്ടാണ് തന്നത്, നമുക്ക് വേണ്ട. ഇനി നെക്സ്റ്റ് റൈറ്റപ്പാണ്. ഒരു റൈറ്റപ്പ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, റൈറ്റപ്പ് എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, ഇതൊക്കെയാണ് അതിനകത്ത് പറയുന്നത്. നോക്കാം. എ ക്വസ്റ്റ്യൻ ടു മേക്ക് എ റൈറ്റപ്പ് ഇസ് മെന്റ് ടു എക്സ്പ്രസ് യുവർ പേഴ്സണൽ വ്യൂസ് ആൻഡ് ഐഡിയാസ് അബൌട്ട് എ പേഴ്സൺ, എ ബുക്ക് ഓർ ഇവന്റ്, എ ഫിലിം ഓർ എ ക്യാരക്ടർ, എക്സെട്ര. Your personal opinion is highlighted and it should be substantiated by examples and explanations. Try to start with a striking point. Include all relevant points and arrange them sequentially. Use simple and clear sentences. Conclude effectively with your personal opinion or advice, but in a way having a general acceptance. A suitable title is important. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റൈറ്റപ്പിൽ വേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ റൈറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എസ്സേ തന്നെയാണ് സംഭവം. നിങ്ങളുടെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഒരു പുസ്തകത്തെക്കുറിച്ച്, ഒരാളെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു സംഭവത്തെക്കുറിച്ചിട്ട്, ഒരു ഫിലിമിനെ കുറിച്ചിട്ട്, ഒരാളുടെ സ്വഭാവത്തെക്കുറിച്ചിട്ടൊക്കെ ഉള്ള നമ്മുടെ വ്യക്തിപരമായുള്ള അഭിപ്രായം ഉണ്ടാവില്ലേ, അത് എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട്, എക്സ്പ്ലനേഷൻസ് ഒക്കെ വെച്ചിട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഈ റൈറ്റപ്പ് എന്ന് പറയുക. അത് തുടക്കം നല്ല സ്ട്രൈക്കിംഗ് പോയിന്റ് ഒക്കെ വെച്ചിട്ട് തുടങ്ങുക, ഒരു ഹെഡിങ് ഒക്കെ കൊടുക്കുക. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ ഇവിടെ നോക്കാം. നമുക്ക് prepare a write-up on the topic. Act of kindness and compassion bring forth fruitful results in the light of the story, the best investment I ever made. Best investment I ever made എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ബന്ധപ്പെട്ട് കൊണ്ടൊരു ചോദ്യമാണ്, റൈറ്റപ്പ് ആണ് നിങ്ങൾ ഉണ്ടാക്കാൻ പറഞ്ഞത്.
അതിനൊരു ടോപ്പിക് അവർ നിൽക്കുന്നത് ആക്ട് ഓഫ് കൈൻഡ്നസ് ആൻഡ് കമ്പാഷൻ ബ്രിങ്സ് ഫോർത്ത് ഫ്രൂട്ട്ഫുൾനെസ് ഇൻ ലൈഫ്. ഇനി നമ്മുടെ അതേ ടോപ്പിക് തന്നെ നിങ്ങൾ ഹെഡിങ് ആക്കി കൊടുത്തു, അവർ തന്ന അതേ ടോപ്പിക് തന്നെ ഹെഡിങ് ആക്കി കൊടുത്തു, ദ ആക്ട് ഓഫ് കമ്പാഷൻ ദാറ്റ് ചേഞ്ച്ഡ് എ മാൻ. ആക്ട്സ് ഓഫ് ടൈംലി കൈൻഡ്നസ്, ഞാൻ വായിക്കുമ്പോൾ ഒന്ന് കേട്ടിരിക്കാം. ആൻഡ് കമ്പാഷൻ ക്യാൻ ബ്രിങ് ഫോർത്ത് fruitful changes in people who may be transgressors or even criminals. When we read the story The Best Investment I Ever Made, written by A.J. Cronin, we will realize the fact further. നമുക്ക് ആ കഥ കാര്യം കുറച്ചുകൂടെ മനസ്സിലാവുന്നു. One of the characters in the story, Mr. John, had led a loose life in his youthful days. He was an orphan and his uncle found a job for him in the town. Soon he forgot his state and started running after pleasures of life beyond his means. അവൻ്റെ പ്രാപ്യമായ സന്തോഷങ്ങൾക്ക് അപ്പുറത്തുള്ള സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്തു? സഞ്ചരിച്ചു. ടു മേക്ക് മണി ഹി ഗാംബിൾഡ്, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്തു? ചൂതാട്ടം നടത്തി. ആൻഡ് ഈവൻ സ്റ്റോൾ സം എമൗണ്ട് ഫ്രം ഹിസ് ഓഫീസ്, ഓഫീസിൽ നിന്നും കുറച്ച് പൈസ മോഷ്ടിക്കുകയും ചെയ്തു. Lost everything, becoming disappointed and anguished and afraid of the possible prosecution for the theft. He finally resorted in suicide attempt. അങ്ങനെ അവസാനം സൂയിസൈഡ് അറ്റംപ്റ്റിലേക്ക് അവന് ചെന്നെത്തുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞിട്ടില്ല. ഇനിയോ the timely intervention and the help of three kind-hearted people, the landlady of the lodge where he stayed, a police sergeant and Dr. A.J. Cronin, brought him back to the fresh life. They felt pity towards the young man who tried to end his life for a meager amount, meager tuchamaya, of $7.10. 7 pounds on dollars alla. They showed kindness and compassion to him by taking timely decision to help him. The lady offered him free food and accommodation for a month. MONTH ആണ്. The sergeant was ready to take risk of his position, agreeing not to report this crime, and Dr. A.J. Cronin gave him as much as money as he needed to put back in his office safe. The timely decisions of the three people changed John's mind, and he determined to make a fresh start. He submitted the rest of his life for the charity work. The acts of kindness and compassion of the three good people saved a young man, and he in return lived the rest of his life for the others, saving the society with all the virtues of his mind. ഇത്രയും മതി. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ആ റൈറ്റപ്പിൽ നമ്മൾ എഴുതാൻ ഉദ്ദേശിച്ചത്. ഇനി മറ്റൊരു ചോദ്യം നോക്കാം. A single story creates a stereotypes. The problem with the stereotype is not that they are untrue, but they are incomplete. ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നു. Do you agree to these statements? Prepare a write-up justifying your views in the light of your of reading the speech, The Danger of a Single Story. Danger of a Single Story എന്ന് പറയുന്ന കഥ വായിച്ചിട്ട് നിങ്ങളുടെ ഈ ഒരു ഒപ്പീനിയൻ ശരിയാണോ എന്ന്. സിംഗിൾ സ്റ്റോറി ക്രിയേറ്റ്സ് സ്റ്റീരിയോടൈപ്സ്. സ്റ്റീരിയോടൈപ്സിൻ്റെ പ്രോബ്ലം അൺട്രൂ ആണെന്നല്ല, അവർ ഇൻകംപ്ലീറ്റ് ആണെന്നാണ്. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ റൈറ്റപ്പ് ആക്കി എഴുതുകയാണെങ്കിൽ, ഇതായിരുന്നു നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചോദ്യമെങ്കിൽ നിങ്ങളിതാ ഇങ്ങനൊരു എന്ത് ചെയ്താൽ മതി, റൈറ്റപ്പ് എഴുതി വെച്ചാൽ മതി. ഇതാ ഹെഡിങ് ആദ്യം കൊടുക്കുക, സ്റ്റീരിയോടൈപ്സ് ആൻഡ് പാർഷ്യൽ ട്രൂത്ത്സ്. സ്റ്റീരിയോടൈപ്സും പാർഷ്യൽ ഭാഗികമായിട്ടുള്ള സത്യവും എന്ന് പറയുന്നത് തുടങ്ങാം. The single story creates stereotypes, and the problem with the stereotype is not that they are untrue. സ്റ്റീരിയോടൈപ്സിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ അൺട്രൂ ആണെന്നുള്ളതല്ല, ബട്ട് ദേ ആർ ഇൻകംപ്ലീറ്റ്. അവർ ഇൻകംപ്ലീറ്റ് ആണ് എന്നതാണ്. Adichie says so in her speech, The Danger of a Single Story. Citing some examples, she very aptly proves the danger of having a single story about people or countries. A child, she used to read American and British books. She had convinced that books by their nature should have foreign characters and things with which she should not have any special identity. But when she got chances to read books by African authors like
Chinuaki Bay and Cameralae, a single idea bought about books was changed. She realized that people like her, girls with kinky hair and chocolate-colored skin, could also be characters in books. Next paragraph. Diche's family had a houseboy named Fide. She had heard a lot about in his poor and miserable family from her own mother. Thus, Diche developed in her mind one single story about him, a poor boy from a poverty-stricken family. But when she visited once his house, she found out that they had other abilities of craftsmanship. ആ കൊട്ട ഉണ്ടാക്കിയതാണ് വിഷയം. Fide's brother could make beautifully patterned baskets of dyed raffia. Then she realized the foolishness behind her single thought about Fide and his family. അപ്പോൾ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഇനി അപ്പോൾ ആ ചോദ്യം വന്നാൽ അതന്നെ ഉത്തരം കേട്ടോ. Imagine that Vanga ran away from the house of Aliakin. Children who suffer a lot at the master's house often do that. Prepare a write-up focusing on the child labor and its consequence. നമുക്ക് വരൂല, കാരണം ഇത് ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയയുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കേണ്ട. അടുത്ത ചോദ്യവും ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ ഉള്ളതാണ്. ഏതാണ്? അലി lost the shoes of his sister Zara. His family was too poor to buy a new pair of shoes. Prepare a write-up on the poverty that exists in the country that suggests a way to eradicate it. ദാരിദ്ര്യവും അത് നിർമ്മാർജ്ജനം ചെയ്യാനുള്ള മാർഗങ്ങളെയും കുറിച്ചിട്ട് നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞത്. അതും അലിയുടെ ചാപ്റ്ററും എന്താണ് നോട്ട് ഫോക്കസ് ഏരിയ ആയതുകൊണ്ട് റൈറ്റപ്പ് വരാൻ ചാൻസ് ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നതാണ് മാർത്തയുടെ ചാപ്റ്ററിൽ നിന്നാണ്. മാർത്ത ഓർമ്മയുണ്ടല്ലോ, സ്കോളർഷിപ്പ് ജാക്കറ്റ് ആണ്. മാർത്ത ഹാഡ് വൺ ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്. ഷീ ഹാഡ് ടു ഫേസ് സം ഒബ്സ്റ്റക്കിൾസ് ടു വിൻ ഇറ്റ്. വാട്ട് വേർ ദ ഒബ്സ്റ്റക്കിൾസ് ഷീ ഹാഡ് ടു ഫേസ്? എന്തെല്ലാം പ്രശ്നങ്ങളാണ് മാർത്തയ്ക്ക് എന്താണ് സഹിക്കേണ്ടി വന്നത്? പ്രിപ്പയർ എ റൈറ്റപ്പ് ഓൺ ദ ഡിഫിക്കൽട്ടീസ് ഫേസ്ഡ് ബൈ മാർത്ത ടു വിൻ ദ ജാക്കറ്റ്. മാർത്ത നേരിട്ട പ്രശ്നങ്ങളെല്ലാം നിങ്ങളൊന്ന് റൈറ്റപ്പിൻ്റെ രൂപത്തിലേക്ക് എഴുതാനാണ് പറയുന്നത്. സോ ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരാം. നമ്മൾ ഒരു ടൈറ്റിൽ കൊടുക്കാം, വിന്നിങ് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്നോ അല്ലെങ്കിൽ ബ്രേവിങ് ദ ഹെസാർഡ്സ് എന്നോ ഒക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് പറയാം. അല്ലെങ്കിൽ ഡിറ്റർമൈൻഡ് ഗേൾ, തീരുമാനിച്ചുറച്ച പെൺകുട്ടി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ആ സംഭവങ്ങൾ വിവരിക്കാം. മാർത്ത പ്രതീക്ഷിച്ചതും പിന്നീട് നടന്ന സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് അവിടെ വിശദീകരിക്കാം. ഇന്നലെ ഞാനൊരു ക്വസ്റ്റ്യൻ ഇതേപോലെ അവരുടെ ഫ്രണ്ടിന് എഴുതുന്നൊരു നറേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നോക്കി എഴുതിയാലും മതി കേട്ടോ. അടുത്ത് നോട്ടീസാണ്. നോട്ടീസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോക്കാം. ഓക്കെ, നോക്കാം. നോട്ടീസിൽ there should be a heading proclaiming the subject of the notice. നോട്ടീസിൻ്റെ സബ്ജക്റ്റ് എന്താണെന്ന് വിശദീകരിക്കുന്ന ഒരു ഹെഡിങ് ഉണ്ടായിരിക്കണം. ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് നോട്ടീസ് അത് നിർബന്ധമാണ്, ഇത് മറന്നു പോരുത്. ഡേറ്റ് ഓഫ് ഇഷ്യൂ എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടത്, അത് എഴുതി വെക്കണം. ഓക്കെ, നോട്ടീസ് എന്നാണോ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യുന്നത്, അന്നത്തെ ഡേറ്റ് ആടേണ്ടത്. സാല്യൂട്ടേഷൻ ആൻഡ് ഇൻവിറ്റേഷൻ. സാല്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് അല്ലെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ് എന്നൊക്കെ പറയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്നൊക്കെ പറയില്ലേ, അതും അതുപോലെ തന്നെ ഇൻവിറ്റേഷൻ ഉണ്ടാവും. ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ആളുകളെ ക്ഷണിക്കുക അല്ലേ, ഓൾ ആർ വെൽക്കം എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഓൾ ആർ ഇൻവൈറ്റഡ്, ഓൾ ആർ വെൽക്കം, വി എക്സ്പെക്റ്റ് യുവർ എക്സ്പ്ലിസിറ്റ് പ്രസൻസ് എന്നൊക്കെ പറയുന്ന ആ ഭാഗമാണ് ഇവിടെ ഇൻവിറ്റേഷൻ എന്ന് പറയുന്നത്. ഡെസിഗ്നേഷൻ ഓഫ് ദ നോട്ടീസ് ഇഷ്യൂയിങ് അതോറിറ്റി എന്ന് വെച്ചാൽ താഴെ നമ്മൾ സെക്രട്ടറിന്നോ അല്ലെങ്കിൽ കൺവീനർ എന്നൊക്കെ എഴുതൂലേ, അത് വേണം. ഡേറ്റ്, ടൈം, വെന്യൂ ആൻഡ് പ്രോഗ്രാം ഡീറ്റെയിൽസ് ഓഫ് ദ നോട്ടീസ് ഇസ് അബൌട്ട് ആൻ എലോബറേറ്റ് പ്രോഗ്രാം. ഒരു വലിയ പരിപാടിയാണെങ്കിൽ ആ പരിപാടിയിൽ നമ്മൾ താഴെ വെൽക്കം സ്പീച്ച്, ഇനോഗ്രൽ അഡ്രസ്സ്, പ്രസിഡൻഷ്യൽ അഡ്രസ്സ്, ഇനോഗ്രൽ അഡ്രസ്സ്, അതുപോലെ തന്നെ ഫെലിസിറ്റേഷൻ, വോട്ട് ഓഫ് താങ്ക്സ് എന്നൊക്കെ പറയില്ലേ, ആ സാധനങ്ങൾ വേണമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. The last one, if the notice is about an advertisement, the program details are not relevant. ഇതൊരു പരസ്യമാണ്, അല്ലെങ്കിൽ വാച്ച് കളവ് പോയി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരസ്യത്തെക്കുറിച്ചിട്ടാണ് നോട്ടീസ് എങ്കിൽ നമ്മൾ അതിൻ്റെ ആവശ്യമില്ല, പ്രോഗ്രാം നോട്ടീസിൻ്റെ ആവശ്യം ഇല്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോട്ടീസിൽ ശ്രദ്ധിക്കേണ്ടതായിട്ട് അവർ പറയുന്നത്. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. The movie club of your school
conducts a film festival as a part of Silver Jubilee celebrations of your school. You are being the secretary of the club. Asked to prepare a notice. Prepare it. നിങ്ങളാണ് ആ ക്ലബിൻ്റെ സെക്രട്ടറി. അപ്പോൾ അതൊരു ഉത്തരവായി അല്ലേ. പിന്നെ മൂവി ക്ലബ് ഓഫ് എ സ്കൂളാണ് കണ്ടക്ട് ചെയ്യുന്ന പ്രോഗ്രാം. ഫിലിം ഫെസ്റ്റിവലാണ് പ്രോഗ്രാം. പിന്നെ സിൽവർ ജൂബിലി സെലിബ്രേഷനാണ്. ഫിലിം ഫെസ്റ്റിവലാണ് സംഭവം. ഇതിൻ്റെ ഒരു നോട്ടീസ് എങ്ങനെ ഇപ്പോൾ ഉണ്ടാക്കുക നമ്മൾ? ഇതാ അതിൻ്റെ ഒരു നോട്ടീസിൻ്റെ രൂപമാണ് ഇവിടെ കൊടുത്തുള്ളത്. നല്ലോണം നോക്കിക്കോ എങ്ങനെയൊക്കെയാണ്. ആദ്യം തന്നെ നമ്മൾ ഫിലിം ഫെസ്റ്റിവൽ 2017 കൊടുത്തു. താഴെ നിങ്ങൾ കൊടുക്കാം, നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് കൊടുക്കാം. ABC സ്കൂൾ എന്ന് കൊടുക്കാം. ABC സ്കൂൾ എന്ന് കൊടുക്കാം. ഓക്കെ. താഴെ ഇതാ ഇവിടെ ഡേറ്റ് ചെയ്ത് കണ്ടില്ലേ? ഇത് ഇവിടെയോ അല്ലെങ്കിൽ അപ്പുറത്തോ എഴുതാട്ടോ. രണ്ട് ഡേറ്റ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡേറ്റ്. ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഡേറ്റ്. അതിനുശേഷം ഡിയർ ഫ്രണ്ട്സ് സല്യൂട്ടേഷൻ ഞാൻ പറഞ്ഞു. സല്യൂട്ടേഷൻ ഡിയർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു. ദ മൂവി ക്ലബ് ഓഫ് GHS കൊച്ചി ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട് ABC സ്കൂളിൽ നിന്ന് എഴുതിയാൽ മതി. നമ്മൾ കൊച്ചി എന്ന് എഴുതണ്ട. കണ്ടക്ട് എ ഫിലിം ഫെസ്റ്റിവൽ ആസ് എ പാർട്ട് ഓഫ് സിൽവർ ജൂബിലി സെലിബ്രേഷൻസ് ഓഫ് ദ സ്കൂൾ. ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ റിനൗണ്ട് ഫിലിം ഡയറക്ടർ ഇനാഗ്രേറ്റ്സ് ദ ഫെസ്റ്റിവൽ. ആ പ്രോഗ്രാം ഇന്ന ആളാണ് ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. ഓൾ ആർ ഇൻവൈറ്റഡ്. അതും കൂടെ ഇതിനകത്തേക്ക് എന്ത് ചെയ്യണം? ഉൾപ്പെടുത്തണം നിങ്ങൾ. സെക്രട്ടറി മൂവി ക്ലബ്ബ് അതും എഴുതി. ഡേറ്റ്, ടൈം, വെന്യൂ, എന്നാണ് പ്രോഗ്രാം നടക്കുന്നത്. ഈ ഡേറ്റ് വ്യത്യാസമുണ്ട്. ആ ഡേറ്റ് പരിപാടി നടക്കുന്ന ഡേറ്റ്, ഈ ഡേറ്റ് നമ്മളെ നോട്ടീസിൻ്റെ ഡേറ്റ്. അതാണ് ഞാനിത് എടുക്കെടുക്ക് പറയുന്നത്. വെന്യൂ പറയണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ എഴുതാം. ഡിസൈഡ് ടു കണ്ടക്ട് എ മൂവി ഫെസ്റ്റിവൽ ആസ് എ പാർട്ട് ഓഫ് ദ സിൽവർ ജൂബിലി celebration of our school. Sri Adur Gopalakrishnan, renowned film director, inaugurate the festival. അല്ലേ? അതിന് മുമ്പേ ഇവിടെ ഈ സ്കൂൾ വരെ സെലിബ്രേഷൻസ് ഓഫ് ദ സ്കൂൾ ഓൺ ഏത് ഡേറ്റ് എന്ന് പറയാം? ഓൺ 13/10/2017 at 10 AM in the സ്കൂൾ ഓഡിറ്റോറിയം എന്ന് പറയാം. എന്നതിന് ശേഷം എന്ത് ചെയ്യാം? ഓൾ ആർ ഇൻവൈറ്റഡ് എന്നതും എന്ത് ചെയ്യാം? നിങ്ങൾക്ക് എഴുതി വെക്കാം. അല്ലെങ്കിൽ ഓൾ ആർ വെൽക്കം എന്ന് എഴുതി വെക്കാം. ഇത് ഒരു രീതി. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ എഴുതാം. അത് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം, നിങ്ങൾക്ക് ഏതാണോ എളുപ്പമായി തോന്നുന്നത് ആ രീതിയിൽ എഴുതാം. അല്ല ഇങ്ങനെ വിശദീകരിച്ച് എഴുതണം, ഇതിൻ്റെ കൂടെ തന്നെ എഴുതണം തോന്നുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാം. തൊട്ട് താഴെ പ്രോഗ്രാം ഡീറ്റെയിൽസ്. ആദ്യം ഒരു പ്രയർ കൊടുക്കുന്നത് നല്ലതാണ്. പ്രയർ ഒക്കെ ഓർമ്മ ഉണ്ടാവുമെങ്കിൽ പ്രയർ കൊടുക്കാം. സ്കൂൾ കോയർ എന്ന് എഴുതിയാൽ മതി. പ്രയർ ആരാ പറയുന്നത്? സ്കൂൾ കോയർ. ഓക്കെ. ദെൻ അടുത്തത് വെൽക്കം സ്പീച്ച്. ഏതെങ്കിലും ഒരാൾ, സെക്രട്ടറി മൂവി ക്ലബ്ബ്. പ്രസിഡൻഷ്യൽ അഡ്രസ്സ് PTA പ്രസിഡന്റ്. ഇനോഗ്രൽ അഡ്രസ്സ് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ. ഫെലിസിറ്റേഷൻ പ്രിൻസിപ്പൾ. വോട്ട് ഓഫ് താങ്ക്സ് സ്കൂൾ ലീഡർ. ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് ഓർമ്മയിലുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നോട്ടീസിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിതാ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. The English club of your school has decided to stage the play The Book That Saved the Earth. You, being the secretary of the club, was asked to prepare a notice on the program. Prepare the likely notice. Notice എന്ന് ഹെഡിങ് കൊടുത്തു. കൈരളി ഇംഗ്ലീഷ് സ്കൂൾ കോഴിക്കോട്. അവിടെ താഴെ എന്ത് ചെയ്ത് നമ്മൾ ആ ഡേറ്റ് എഴുതിയത് ഇവിടെ കേട്ടോ. സാധാരണ ഇവിടെ എഴുതാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഇവിടെ എഴുതാം, രണ്ടും കുഴപ്പമില്ല. Dear friends, the English club of our school has decided to, അത് അവിടെ തന്നെ ഉണ്ട്. The English club of your school has decided to stage the play. അല്ലേ? അതുപോലെ അങ്ങോട്ട് എഴുതിയെടുത്താൽ മതി. ആനിവേഴ്സറി പ്രോഗ്രാംസ് വരെ എഴുതി വെക്കുക. ഓൾ ആർ വെൽക്കം എന്ന് എഴുതിയാൽ ഡേറ്റ്, ടൈം, വെന്യൂ എഴുതാം. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ചില ആൾക്കാർക്ക് ഈ ഓണ് ഡേറ്റിന് മുമ്പിൽ ഓണാണ്, ടൈമിന് മുമ്പിൽ അറ്റാണ്, വെന്യൂയുടെ മുമ്പിൽ ഇന്നാണ് എന്നത് ഓർമ്മ ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ എന്ത് എഴുതണ്ടെന്നാൽ മതി, അത് എഴുതാതെ തന്നാൽ മതി. മനസ്സിലായില്ലേ? അത് വിശദീകരിച്ച് എഴുതുമ്പോഴാണ്, സെൻറ്റൻസ് ആക്കി എഴുതുമ്പോഴാണ് ഈ ഓൺ ഇന്നും അറ്റൊക്കെ എഴുതേണ്ടത്. അത് അങ്ങനെ എഴുതുന്നില്ല, ഇങ്ങനെ എഴുതി വെച്ചാലും മതി, മാർക്ക് കിട്ടും. സെക്രട്ടറി ഇംഗ്ലീഷ് ക്ലബ്ബ്
ഈ നോട്ടീസ് എഴുതുന്ന ഡേറ്റ് എഴുതണം, അത് നിർബന്ധമാണ്. ഇത് മറ്റേ ഡേറ്റാണ്, പരിപാടിയുടെ ഡേറ്റാണ്. ഓക്കെ, നെക്സ്റ്റ് മറ്റൊരു നമുക്ക് പഠിക്കാനുള്ളൊരു നോട്ടീസാണ്, നോക്കാം. Alfred Hitchcock was in need for a large number of birds, ravens for his film named Birds. Notices were placed in press all over the United States asking for the people to contact the filmmaker. Draft a likely notice that was published in the newspaper. Newspaperൽ അന്ന് കൊടുത്ത ന്യൂസ് എങ്ങനെയായിരിക്കുന്നു? ട്രെയിൻഡ് റാവൻസ് വാണ്ടഡ് അല്ലേ, ട്രെയിൻഡ് റാവൻസ് വാണ്ടഡ് എന്ന് ഹെഡിങ് കൊടുത്തു. താഴെ വേണമെങ്കിൽ നിങ്ങൾക്ക് കാലിഫോർണിയ എന്ന് എഴുതാം, സ്ഥലം കാലിഫോർണിയ, അമേരിക്കയിലെ കാലിഫോർണിയ. താഴെ ദ നോട്ടഡ് ഫിലിം മേക്കർ, അല്ലെങ്കിൽ ദ ഫേമസ് ഫിലിം മേക്കർ, ദ റിനൗണ്ട് ഫിലിം മേക്കർ, പ്രൊഡ്യൂസർ, ഫിലിം പ്രൊഡ്യൂസർ ആൻഡ് ഫിലിം മേക്കർ എന്തും കൊടുക്കാം. ആൽഫ്രഡ് ഹിച്ച്കോക്ക് ഈസ് ഇൻ നീഡ് ഓഫ് ട്രെയിൻഡ് റാവൻസ് ആൻഡ് സെവറൽ അതർ ബേർഡ്സ് ഫോർ ഹിസ് ഫോർത്ത് കമ്മിങ് ഫിലിം, അല്ലെങ്കിൽ ഹിസ് ന്യൂ ഫിലിം എന്ന് പറയാൻ മതി, നെയ്മഡ് ബേർഡ്സ്. ദോസ് ഹു ആർ ഹാവിംഗ് ട്രെയിൻഡ് ബേർഡ്സ് മേ കോൺടാക്ട് ഹിം ആസ് സൂൺ ആസ് പോസിബിൾ. താഴെ ഫോൺ നമ്പർ, ന്യൂയോർക്ക് ഡേറ്റ് അല്ലെങ്കിൽ കാലിഫോർണിയ ഡേറ്റ്, അന്നത്തെ ഡേറ്റ്, ഇത്രയും മതി. ഇതിന് പ്രോഗ്രാം നോട്ടീസിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലേ. ഇതൊരു മസ്റ്റ് പഠിച്ചു വെക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്, കാരണം അതേപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. റെഡി അല്ലേ? ഇനി അതേപോലത്തെ ഒരു ചോദ്യം, അല്ലെങ്കിൽ അതേപോലെ നമ്മളോട് നോട്ടീസ് ഉണ്ടാക്കാൻ വന്നുള്ള ഒരു ചോദ്യമാണ്. A.J. Cronin invited to inaugurate the home of derelict youth started by Mr. John and his wife. You are asked to prepare a notice to invite the public to attend the function and make it a grand success. അപ്പോൾ അതിന് ആ രീതിയിലേക്ക് എന്ത് ചെയ്യുക, മാറ്റുക. അപ്പോൾ ചീഫ് ഗസ്റ്റ് ആരായിരിക്കും? A.J. Cronin ആണ്. പിന്നെ സെക്രട്ടറി എന്ന് പറയുന്ന ഭാഗത്ത് ആരായിരിക്കും എഴുതേണ്ടത്? നമ്മൾ ജോണസിന് എഴുതണം. കാര്യങ്ങളും അത്രയും അധികം ശ്രദ്ധിച്ചാൽ മതി. The Texas school has decided to make Texas school, മാർത്തയുടെ ആഫ്റ്ററാണ്, decided to make the scholarship jacket awarding ceremony a great event. The principal issued a notice inviting all the students, teachers and parents and as well as well-wishers to the function. Prepare the likely notice issued by the principal. ആ നോട്ടീസ് എങ്ങനെയായിരിക്കുന്നു? ഏകദേശം ഇതുപോലെ തന്നെയാണ്. അതിനകത്തും പ്രോഗ്രാം നോട്ടീസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, സ്കൂള് കാര്യങ്ങൾ, ഡേറ്റ് കാര്യങ്ങളൊക്കെ എഴുതാം. നെക്സ്റ്റ്, ദ സ്കൂൾ ഇൻ ദ സ്റ്റോറി മൈ ചൈൽഡ്ഹുഡ് ഡേയ്സ്. വേണ്ട. അടുത്ത് ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ്. ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. എ കാച്ചി ആൻഡ് കൺസൈൻസ് ഹെഡ്ലൈൻ, ഒരു പെട്ടെന്ന് ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു ഹെഡിങ് നിർബന്ധമാണ് നമ്മുടെ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ. പീറ്റർ ജോൺ സ്റ്റാഫ് റിപ്പോർട്ടർ എന്ന് വെച്ചാൽ ഒരാളുടെ പേര് എഴുതാം, സ്റ്റാഫ് റിപ്പോർട്ടറിന്, ബൈലൈൻ റിപ്പോർട്ടേഴ്സ്, മനസ്സിലായില്ലേ? എന്ന് വെച്ചാലേ നമ്മളെ ഹെഡിങ് എഴുതി കഴിഞ്ഞാൽ താഴെ തന്നെ സ്റ്റാഫ് റിപ്പോർട്ടർ എന്ന് മാത്രം എഴുതാം, അല്ലെങ്കിൽ ഒരാളുടെ പേര് എഴുതാം, പീറ്റർ ജോൺ സ്റ്റാഫ് റിപ്പോർട്ടർ, അങ്ങനെ പേര് എഴുതാം. സ്വന്തം ലേഖകൻ എന്ന് നമ്മൾ കാണൂലേ, അത് തന്നെ. തൊട്ടടിയിലെ ലൈനിൽ സൺഡേ 10 ഡിസംബർ 2017 നെയിം ആൻഡ് ഡേറ്റ് ആണ് നമ്മൾ എഴുതുന്നത്. ഒന്നുമില്ല, വേറെ ഒന്നുമില്ല. നമ്മളിവിടെ എഴുതിയത് നെയിം, ഇയാളുടെ പേര് എഴുതി, അതുപോലെ തന്നെ താഴെ ഡേറ്റ് എഴുതുന്നു, അത്രയേ ഉള്ളൂ. കുത്ത് കോമ. ഓക്കെ, ഇനി താഴെ പ്ലേസ് എഴുതാം. പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡൽഹി, അല്ലെങ്കിൽ ഏതെങ്കിലുമാണോ സ്ഥലം, കാലിഫോർണിയ, ഏതാണോ സ്ഥലം അത് എഴുതി വെക്കാം. ഇനി 2 കുത്തിട്ടിട്ട് എന്ന് വെച്ചാൽ കോളം ഇട്ടിട്ട് നേരെ ദ ഓപ്പണിംഗ് സെക്ഷൻ ദാറ്റ് ഗീവ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ ആ ഹെഡിങ്ങിൻ്റെ ഒരു വിശദീകരണമായിരിക്കണം ഇവിടെ കൊടുക്കുന്നത്. ആദ്യത്തെ സെൻറ്റൻസ് ക്യാച്ചസ് റീഡേഴ്സ് ഇൻട്രസ്റ്റ്, ആളുകളുടെ അറ്റൻഷൻ സീക്ക് ചെയ്യുന്ന, വായനക്കാരന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആദ്യം വായിക്കുക, അതാണ് അവിടെ കൊടുക്കേണ്ടത്. ഇൻട്രൊഡ്യൂസസ് ദ ടോപ്പിക്, ദ ആൻസേഴ്സ് മോസ്റ്റ് 5 W's, ഹൂ, വാട്ട്, വെൻ, വേർ, വൈ എന്ന ഈ 5 ഡബ്ല്യൂയുടെ ആൻസേഴ്സ് എന്ന് വെച്ചാൽ ആർക്കാണ് സംഭവിച്ചത്, എന്താണ് സംഭവിച്ചത്, എവിടെ നിന്നാണ് സംഭവിച്ചത്, എപ്പോഴാണ് സംഭവിച്ചത്, എങ്ങനെയാണ് സംഭവിച്ചത് എന്ന ചോദ്യങ്ങളില്ലേ, അതെല്ലാം അതിൻ്റെ അകത്ത് വരണം. ഫസ്റ്റത്തെ സെൻറ്റൻസുകളിൽ വരണമെന്ന്. ഡീറ്റെയിൽസ് ഓഫ് ദ സ്റ്റോറി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കംസ് ഫസ്റ്റ്, ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യം എഴുതണം. സിമ്പിൾ ആൻഡ് സ്ട്രെയിറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കണം. സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സിലൂടെ എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ അതന്നെ നമുക്ക് എളുപ്പം. അപ്പോൾ അത് സിമ്പിളാണ് അവർക്കും വേണ്ടത്. കോട്ട് ഇൻ ഡയറക്റ്റ് സ്പീച്ച്, വാട്ട് ആക്ച്വലി സംവൺ ഓർ വിറ്റ്നസ് സെഡ് എക്സെട്ര എന്ന് വെച്ചാൽ
ലാസ്റ്റിലൊക്കെ ഇപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ അവരുടെ ഫ്രണ്ട്സ് പറയുന്നത് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുടെ ഇതൊരു സ്ഥിരം സംഭവമാണ് ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം. ഒരു എക്സാമ്പിൾ നോക്കിയാൽ വേഗം മനസ്സിലാവും. മാർത്ത ടെക്സസ് സ്കൂളിൽ സ്കോളർഷിപ്പ് ജാക്കറ്റ് വിൻ ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ്. ദ ടെക്സസ് സ്കൂൾ ഫൈനലി ഡിസൈഡഡ് ടു അവാർഡ് ദ പ്രസ്റ്റീജിയസ് സ്കോളർഷിപ്പ് ജാക്കറ്റ് ടു മാർത്ത. പ്രിപ്പയർ എ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് അബൌട്ട് ഇറ്റ്. നിങ്ങളോടൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് അതിനെക്കുറിച്ചിട്ട് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. മാർത്ത വിൻസ് ടെക്സസ് സ്കൂൾ സ്കോളർഷിപ്പ് ജാക്കറ്റ്. കേട്ടോ, മാർത്ത വിൻസ് ടെക്സസ് സ്കൂൾ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന ഹെഡിങ്. ജെ പീറ്റർ സ്റ്റാഫ് റിപ്പോർട്ടർ, വെനസ്ഡേ 7 മാർച്ച് 2018. ഇനി ടെക്സസ് എന്ന് പറഞ്ഞ സ്ഥലം, ആ സ്ഥലം എഴുതി കോളം ഇട്ട്, മാർത്ത എ 14-year-old ഗേൾ ആൻഡ് 8th grade student of Texas school has won the scholarship jacket of the school this year. അപ്പോൾ അതിനകത്ത് കുറേ ആൻസേഴ്സ് വന്നു, ആര് എപ്പോൾ എന്ത് വിൻ ചെയ്തു എന്നൊക്കെ. The scholarship jacket is a prestigious award. Every year the school awards to the winner as a tradition during the 8th grade graduation. It is very beautiful green and gold jacket award to the valedictorian, the student who has maintained the highest grade for 8 years. The jacket was awarded to the Martha by the Vice Chancellor of the Texas University in the presence of the school principal, teachers and students. It is like my dream has come true, which I thought once slipped between the cup and the lip, Jubilant Martha said. മാർത്ത പറഞ്ഞ വാക്കുകൾ കൂടെ നമ്മൾ അതിൻ്റെ അകത്ത് ലാസ്റ്റ് കോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അതൊരു ക്വസ്റ്റ്യൻ്റെ മോഡൽ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ്റെ മോഡൽ നോക്കാം. മിസ്റ്റർ ജോൺ ലിവ്സ് ആൻഡ് ലെറ്റ് ലിവ്സ് അതേഴ്സ്, അല്ലെങ്കിൽ മിസ്റ്റർ ജോൺ ലിവ്സ് ആൻഡ് ലെറ്റ് അതേഴ്സ് ലിവ്. MKP സ്റ്റാഫ് റിപ്പോർട്ടർ വെനസ്ഡേ ഡേറ്റും കൊടുത്തു, ലണ്ടൻ. മിസ്റ്റർ ജോൺ, a resident of Kerala's capital city, shows the world how can a man live and let others live with his own life. He with his wife travels to different parts of the world to learn the methods employed in dealing with the cases of backward, sidelined and maladjusted youth and bringing them back to the normal life. Mr. John once transgressed and led a loose life. He went after worldly pleasures, gambled and became a thief to find money for pleasures. Having lost everything, finally he attempted to commit suicide. He was saved by 3 people, including the famous writer A.J. Cronin. Now Mr. Jonas and wife have been more than 15 years in the field of charity work. They take derelict adolescents from the juvenile courts and place them in the healthy environment, heal them in mind and body and send them back into the world. Once I was saved from the brink of the death by 3 good people unknown to me. My life is their gift. Dr. A.J. Cronin, the landlady of the lodge where I stayed and attempted to suicide, and a police surgeon taught me the value of life. I want to pay the debt of I owe to them by serving the society with the rest of my life, said John in his humble voice. Okay, അപ്പോൾ ഇതിങ്ങനെ തന്നെ ആവണമെന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ എഴുതാം. ഈ രീതി വന്നാൽ മതി, ഫോർമാറ്റ് വന്നാൽ മതി. ഞാൻ ജസ്റ്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാര്യം കത്താൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചൈൽഡ് ലേബർ കൺസിഡർ ചെയ്യുന്നു, അത് നമുക്ക് വരില്ല, വാങ്കയുടെ ചാപ്റ്ററാണ്. The Film Club of a school conducted a one-day film festival on Satyajit Ray's famous film. Almost 250 students participated in it. Prepare a news report of the film festival. General question. Imagine that the tiger in the memoir Project Tiger did not turn back. Instead, it attacked a man and killed him. ആ ഒരാളെ അയാൾ ടൈഗർ കൊന്നു എന്ന് വിചാരിക്കാം. വാട്ട് വുഡ് ബി ദ ലൈക്ലി ന്യൂസ് ദാറ്റ് അപ്പിയേഴ്സ് ഇൻ ദ ന്യൂസ് പേപ്പർ? പിറ്റേ ദിവസം പത്രത്തിൽ എന്തായിരിക്കും വാർത്ത വന്നിട്ടുണ്ടായിരിക്കുക? ആ ടൈഗർ ഒരാളെ കൊന്നു. റൈറ്റ് ദ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. എന്തായിരിക്കും നിങ്ങൾ എഴുതുക? ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ കണ്ടോ? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇമാജിൻ ദാറ്റ് ദ ടൈഗർ ഇൻ ദ മെമ്മോർ ഓഫ് പ്രൊജക്ട് ടൈഗർ ഡിഡ് നോട്ട് ടേൺ ബാക്ക്.
അത് തിരിച്ചു പോകാണ്ട് ഒരാളെ കൊന്നു എന്ന് വിചാരിക്കുക. ഇൻസ്റ്റഡ് ഇറ്റ് അറ്റാക്ക്ഡ് എ മാൻ ആൻഡ് കിൽഡ് ഹിം. ഓക്കെ, വാട്ട് വുഡ് ബി ദ ലൈക്ലി ന്യൂസ് പേപ്പർ റിപ്പോർട്ടർ? ടൈഗർ കിൽസ് എ മാൻ ഇൻ ബിറ്റ്വീൻ ഷൂട്ടിംഗ്. ഹെഡിങ് കൊടുക്കാം. ഓക്കെ, താഴെ സ്റ്റാഫ് റിപ്പോർട്ട്, താഴെ ഡേറ്റ്, താഴെ കൽക്കത്ത, അല്ലെങ്കിൽ ബീർഭൂം, ഏതെങ്കിലും സ്ഥലത്തിൻ്റെ പേര് എഴുതാം. ഓക്കെ, എ പേഴ്സൺ വാസ് കിൽഡ്, അല്ലെങ്കിൽ ശങ്കർ, എ 19-year-old boy was killed brutally by a fierce tiger while shooting a film Gobiga and Bagabayan by Satyajit Ray. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ എലമെൻറ്റ്സ് അതിനകത്ത് വന്നു. ഇനി ഇതേപോലെ ഷൂട്ടിങ്ങുകൾ നടക്കുന്നതും ഈ ഷൂട്ടിങ്ങിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ എത്ര പ്രിക്കോഷൻസ് അവരെടുത്തിട്ടുണ്ടായിരുന്നു. ടൈഗറിനെ കൊണ്ടുവന്ന് ബാറ്റ് സർക്കസ് എന്നാണ് അതിൻ്റെ ആൾക്കാരൊക്കെ കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം. ഇത് കണ്ടുകൊണ്ടിരുന്ന ഒരു ദൃക്സാക്ഷിയുടെ ഒരു വിവരണവും താഴെ കൊടുക്കാം. ഓക്കെ, സ്പീച്ചാണ് അടുത്തത് നമുക്ക് പറയാനുള്ളത്. സ്പീച്ചിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ട് വിത്ത് എ ഗുഡ് സല്യൂട്ടേഷൻ. ആദ്യം നമ്മൾ സ്പീച്ച് തുടങ്ങുമ്പോൾ നല്ലൊരു സല്യൂട്ടേഷൻ വേണം. സല്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സല്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് ടു ഓൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യില്ലേ, അതാണ്. അണ്ടർസ്റ്റാൻഡ് വെൽ ദ ടോപ്പിക് ആസ്ക്ഡ് ഇൻ ദ ക്വസ്റ്റ്യൻ. എന്ത് ചോദ്യത്തിൽ എന്താണ് ചോദിച്ചതെന്ന് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. എന്നതിന് ശേഷമായിരിക്കണം നമ്മുടെ ഉത്തരം എഴുതേണ്ടത്. ഇൻട്രൊഡ്യൂസ് ദ ടോപ്പിക് ആൻഡ് സിറ്റുവേഷൻ. നമ്മൾ ആ ടോപ്പിക്കും കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് വെച്ചാൽ ആദ്യം തന്നെ സല്യൂട്ടേഷൻ പറഞ്ഞു, റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഐ ആം സ്റ്റാൻഡിങ് ഹിയർ ടു സ്പീക്ക് യു സംതിങ് അബൌട്ട്. ഞാനിവിടെ നിൽക്കുന്നത് നിങ്ങളോട് ഇത് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നതിനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ പറഞ്ഞു വെക്കണം. ഇമാജിൻ ദ പേഴ്സൺ പോസിബിൾ ടു ബി പ്രസൻറ്റ് ആൻഡ് അക്കോർഡിംഗ്ലി അഡ്രസ് ദ ഗസ്റ്റ് ആൻഡ് ഓഡിയൻസ്. ആരൊക്കെ വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. ആ ആളുകളെയൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്യുക. റെസ്പെക്റ്റഡ് ഡിഗ്നിറ്ററീസ് ഓൺ ആൻഡ് ഓഫ് ദ ഡയാസ് എന്ന് പറഞ്ഞാലും മതി. വേദിയിലും സദസ്സിലുമുള്ള എല്ലാ വിശിഷ്ട വ്യക്തികളെ എന്ന് പറഞ്ഞു തുടങ്ങിയാൽ മതി. യൂസ് കൊട്ടേഷൻസ് ഓർ പ്രോവേർബ്സ് റെലവൻറ്റ് ടു ദ കോണ്ടെക്സ്റ്റ് ആൻഡ് ആസ്ക് റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ്. പ്രോവേർബുകളൊക്കെ എഴുതാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്തരം വേണ്ടാത്ത ചില ചോദ്യങ്ങളിലായിരുന്നു. നമ്മൾ വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ എന്നൊക്കെ പറഞ്ഞ റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞില്ലായിരുന്നു. ആൻഡ് ദ ആൻസർ മൈ ഫ്രണ്ട് ഇസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ്, ദ ആൻസർ ഫ്ലോയിങ് ഇൻ ദ വിൻഡ് എന്നൊക്കെ പറഞ്ഞില്ലായിരുന്നു. ഉത്തരം വേണ്ടാത്ത ചോദ്യങ്ങൾ, എന്തുകൊണ്ടാണ് ഈ നാട് ഇങ്ങനെ ആയിപ്പോയത് എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യം, അത്തരം ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നിങ്ങൾക്ക് സ്പീച്ചിൽ ഉൾപ്പെടുത്താം. എക്സ്പ്രസ് യുവർ വ്യൂസ് ആൻഡ് ഐഡിയാസ് ആൻഡ് പ്രൊവൈഡ് എക്സാമ്പിൾസ് ടു സബ്സ്റ്റാൻഷിയേറ്റ് യുവർ വ്യൂസ്. നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ അതിനകത്തേക്ക് കൊടുക്കാം. കീപ് ഫ്ലോ ഓഫ് ദ സ്പീച്ച് അൺബ്രോക്കൺ ആൻഡ് ചേഞ്ച് ദ ടോപ്പിക് ലോജിക്കലി ഇഫ് നീഡഡ്. ഒരു സീക്വൻസ് ഉണ്ടാവണം, ഒരു തുടർച്ച ഉണ്ടാവണം ഇതിനകത്ത്. ഗ്രാജുവലി ആദ്യം പറയാം, രണ്ടാമത് പറയാം, അങ്ങനെ ഒരു ഓർഡറിൽ പറയണമെന്ന്. ഗ്രാജുവലി ആൻഡ് എഫക്റ്റീവ്ലി മൂവ് ടു ദ എൻഡ് സമ്മിങ് അപ്പ് ദ ടോപ്പിക്. അവസാനിപ്പിക്കുന്നതിന് മുമ്പേ ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, നമ്മുടെ ടോപ്പിക്കുകളെല്ലാം ഒന്ന് സംഗ്രഹിച്ചിട്ട് ഒന്ന് ഷോർട്ടാക്കിയിട്ട് എല്ലാം ഒന്ന് പറഞ്ഞു വെക്കാം. അപ്പോഴത്തേക്ക് തന്നെ കുറേ ആയി ഉണ്ടാവും എഴുതിയിട്ട്. ഇഫ് യു ഓട്ട് ടു എക്സ്പ്രസ് എ ഗ്രാറ്റിറ്റ്യൂഡ് ഓർ സ്പെഷ്യൽ മെൻഷനിങ് ടു ഇറ്റ് കൺക്ലൂഡ് എഫക്റ്റീവ്ലി താങ്കിങ് ദ ഓഡിയൻസ്. ഓഡിയൻസിനെ നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് അവസാനിപ്പിക്കാം. താങ്ക് യു ഫോർ ലെൻഡിങ് മി യുവർ ഇയേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഇവിടെ അതാ ഒരു സ്പീച്ചിന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നോക്കാം. Martha talked in the award ceremony about the trouble she had undergone before getting the scholarship jacket. Prepare the likely speech delivered by Martha in the ceremony. Ceremony Martha കൊടുത്ത ഒരു എന്താണ്, സ്പീച്ചാണ്. Respected principal, teachers and my dear friends, a warm good morning to all of you. Paulo Coelho said, കണ്ടോ ഒരു കോട്ടിങ് കൊടുത്തോണ്ടില്ലേ, അല്ലെങ്കിൽ ഒരു പ്രോബബ് കോട്ടിങ് കൊടുക്കാൻ പറഞ്ഞില്ലേ, അതുപോലെ ഇവള് പറയാണെന്ന്. Paulo Coelho said, when you want something, all the universe conspires in helping you to achieve it. ഇത് നിങ്ങൾ അധികാരികളും കേട്ടിട്ടുണ്ടായിരിക്കും ഈ സാധനം. I had a strong wish. എൻ്റെ ഉള്ളിൽ ഒരു കത്തുന്ന പ്രതീക്ഷയുണ്ടായിരുന്നു, ആഗ്രഹമുണ്ടായിരുന്നു. Today I attained it. ഇന്ന് ഞാനത് കരസ്ഥമാക്കി. Hence I feel highly delighted to stand before you and speak a few words about my life. I was fighting against my fate. Do you know how much I suffered in my life? I was born in a poor family. My father was a poor farm laborer. He was unable to bear the expenses of my studies.
So I was sent to my grandfather. I was not at all I was not allowed to join any sports items because I couldn't afford the charges. But I was not ready to surrender. I know that to be a champion in my life, you have to believe in yourself. When no one else will believe, will I believe in myself. ഞാൻ എന്നിൽ തന്നെ വിശ്വസിച്ചു. I worked hard to win the scholarship jacket. It was something worthier than money. Today, I am before you with this jacket. Friends, you must bear in mind that there are 4 pillars on which you can build the platform to reach the zenith of success. These are dedication, devotion, discipline, and determination. I had to fight a lot. The difficulties I faced made me sharper. Next paragraph, a concluding paragraph ആയിട്ട് കൊടുക്കാം. I have to say that my teachers, friends, and well-wishers stood by me to achieve this merit. I take this opportunity to thank all of them. My grandpa had helped me a lot, and now I realize his greatness. Honors came of the day. The basis of merit. He taught me the real value of life. Let me conclude my words expressing my sincere gratitude to all of you for supporting me to achieve this honor. Thank you and have a nice day. എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാർത്തയുടെ സ്പീച്ച് അവസാനിപ്പിക്കാം. അടുത്തത് വാങ്കയിൽ നിന്നൊരു ചോദ്യം, അത് നമുക്ക് പ്രതീക്ഷിക്കേണ്ട സ്പീച്ച് ആയതുകൊണ്ട്. No animals is harmed in the production of this film. You might have noticed this statement at beginning of the film. സിനിമയുടെ തുടക്കത്തിൽ നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഡയലോഗ് അല്ലേ? No animals are harmed എന്ന് പറയുന്നത്. Do you think that animals are not harmed while shooting films? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആനിമൽസിനൊന്നും അങ്ങനെ അപകടം പറ്റുന്നില്ല സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊന്ന്? പ്രിപ്പയർ എ സ്പീച്ച് ഇൻ റെസ്പോൺസ് ടു ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്, ചാപ്റ്ററുമായിട്ട് കണക്ഷൻ ഇല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ ഒപ്പീനിയൻസ് ലോജിക്കലി പറഞ്ഞു വെക്കാം. ഓക്കെ, ടോപ്പിക് ഇതാണെന്ന് പറയാം. നിങ്ങൾക്ക് തോന്നുന്ന കുറേ കാര്യങ്ങളുണ്ടാവില്ലേ, ഇത് ശരിയാണെന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, ആനിമൽസ് ഒന്നും ഉപദ്രവിക്കുന്നില്ല, അല്ല ഉപദ്രവിക്കുന്നുണ്ട്, ഹേർട്ട് സംഭവിക്കുന്നുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ആ കാര്യങ്ങൾ വിശദീകരിച്ച് എക്സാമ്പിൾസ് വെക്കാം, കഥകൾ പറയാം, കണക്കുകൾ കാണിക്കാം. ഓക്കെ, കള്ളക്കണക്ക് കാണിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എക്സാമിനേഷൻ എഴുതാമല്ലേ, പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി ചെയ്യല്ലേ, അപ്പോൾ ആ രീതി കൈകാര്യം ചെയ്താൽ മതി. നെക്സ്റ്റ്, ഇമാജിൻ ദാറ്റ് മിസ്റ്റർ ഷിമിറ്റ് സ്പീക്സ് ഇൻ ദ award function about the arguments regarding the selection of students to award the scholarship jacket. How it would be? ഷിമിറ്റ് സാർ ഒരു പ്രസംഗം നടത്തുന്നു, അതിൻ്റെ നിന്ന് എഴുതാനും മാർത്തയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും എങ്ങനെയാണ് ഈ സെലക്ഷൻ നടക്കുന്നതെന്നും കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. മറ്റൊന്ന്, ഒരു ക്വസ്റ്റ്യൻ എയറാണ്. അടുത്തത് ക്വസ്റ്റ്യൻ എയറിലേക്ക് വരാം നമുക്ക്. ക്വസ്റ്റ്യൻ എയർ എന്ന് പറഞ്ഞാൽ ചോദ്യാവലി. നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ചോദ്യങ്ങൾ ചോദിക്കില്ലേ, ചില ആൾക്കാരോട് ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് കയറിയില്ലേ, അതാണ് ഈ ക്വസ്റ്റ്യൻ എയർ എന്ന് പറയുന്നത്. ഇമാജിൻ മെനി പീപ്പിൾ റെസ്പോണ്ടഡ് ടു ദ അഡ്വർടൈസ്മെൻറ്റ് പ്ലേസ്ഡ് ഇൻ ദ ന്യൂസ് പേപ്പർ ബൈ ആൽഫ്രഡ് ഹിച്ച്കോക്ക്. ആൽഫ്രഡ് ഹിച്ച്കോക്കിനോട് ഒരുപാട് ആൾക്കാർ ചോദ്യങ്ങൾ ചോദിച്ചു, അല്ല റെസ്പോണ്ട് ചെയ്തു അയാളുടെ പരസ്യം കണ്ടിട്ട്. വൺ ഓഫ് ദം ഡിഡ്ന്റ് വാണ്ട് എനി റെമ്യൂണറേഷൻ ബട്ട് വാണ്ടഡ് ടു ഗെറ്റ് എ ചാൻസ് ടു ആക്ട് ഇൻ ദ ഫിലിം. ഒരാൾക്ക് അതിലത് എന്ത് വേണ്ട, പൈസയൊന്നും വേണ്ട, ഡ്രാവൻസിനൊക്കെ തരാം, പക്ഷെ എനിക്ക് ഒരു ചാൻസ് തന്നാൽ മതി ഫിലിമിൽ. ഹിച്ച്കോക്ക് ഇൻവൈറ്റഡ് ഹിം ആൻഡ് ആസ്ക്ഡ് മെനി ക്വസ്റ്റ്യൻസ്. ഹിച്ച്കോക്ക് അയാളെ വിളിപ്പിച്ചിട്ട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. പ്രിപ്പയർ 6 or 7 ലൈക്ലി ക്വസ്റ്റ്യൻസ്, അങ്ങനെയൊക്കെ ആയിരിക്കും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവാം. അപ്പോൾ നോക്കൊരു ചോദ്യം, ഉദാഹരണം നോക്കാം. Where are you from? Simple question. How many varieties of birds do you have? എന്തൊക്കെ varieties of birds ഉണ്ട് നിങ്ങളുടെ കയ്യിൽ? How long have you been in the field of bird training? Who taught you methodology of bird training? Why do you like acting more than money? Have you got any previous experience in acting? Are you ready to take any role? എന്നൊക്കെ ചോദിക്കാം. ഇനി
മറ്റൊരു ചോദ്യം നോക്കാം. The District English Association conducted a chat show with the eminent director Adur Gopalakrishnan. You got an opportunity to interview him as a part of the program. Prepare 5 questions that you would ask him. അപ്പോൾ ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അയാളെക്കുറിച്ച് നല്ല അറിവുള്ള ആൾക്കാരാണ് ഇൻ്റർവ്യൂ ചെയ്യുക. അപ്പോൾ വാട്ട് ഈസ് യുവർ നെയിം എന്നോ അങ്ങനത്തെ ഇഡിയോട്ടിക് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാതിരിക്കുക എന്നുള്ള. ഓക്കെ, ഹൂ ഈസ് യുവർ റോൾ മോഡൽ, വാട്ട് ആർ യുവർ ഫ്യൂച്ചർ പ്ലാൻസ്, ഓക്കെ, അതുപോലെ തന്നെ വാട്ട് ഈസ് യുവർ മെസ്സേജ് ടു ദ യൂത്ത് എന്നൊക്കെ ചോദ്യങ്ങൾക്ക് വാട്ട് ഈസ് യുവർ ഗ്രേറ്റസ്റ്റ് അവാർഡ് എന്നൊക്കെ ചോദിക്കുന്നത് എല്ലാവരോടും ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അത്തരം ചോദ്യങ്ങൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുന്നത് പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ മതി. 3-4 ചോദ്യങ്ങൾ ഉണ്ടാവുള്ളൂ. അത് ചോദിച്ചാൽ 4 ചോദ്യമാണെങ്കിൽ 4 എഴുതിയ 4 മാർക്കാണ് കേട്ടോ. അതേപോലെ മറ്റൊരു ക്വസ്റ്റ്യനെയർ ഇവിടെ ഉണ്ടാക്കാൻ, ദ ലിറ്റററി ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു ഇൻവൈറ്റ് ചിമാമാൻഡ Ngozi Adichie to interact with the club members. Being the convener of the club, you are asked to prepare. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യനെയറിൽ തന്നെ യുവർ റോൾ മോഡൽ, യുവർ ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെൻറ്റ് ഇൻ ലൈഫ്, വാട്ട് ഈസ് യുവർ ഡ്രീം പ്രോജക്റ്റ്, വാട്ട് ഈസ് യുവർ മെസ്സേജ് ടു ദ യൂത്ത് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ എന്തായി, ആ ക്വസ്റ്റ്യൻസ് ആയി കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻസ് എന്നുള്ളത് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും കേട്ടോ, അല്ലെങ്കിൽ മാർക്ക് നോക്കിയിട്ട് എഴുതിയാൽ മതി. അടുത്ത് പ്രൊഫൈലാണ്. പ്രൊഫൈൽ എഴുതുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? യെസ്, പ്രൊഫൈൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. പ്രൊഫൈൽ എന്തായാലും വരുന്നൊരു ചോദ്യമല്ലേ, നോൺ ഫോക്കസ് ഇരുന്നായിരിക്കും വരിക. ഓൾ ദ ഹിൻസ് ഗിവൺ വിത്ത് ദ ക്വസ്റ്റ്യൻ ഷുഡ് ബി ഡെവലപ്ഡ് ഇൻ ടു ഷോർട്ട് സെൻറ്റൻസസ്. തന്നിരിക്കുന്ന ഹിൻറ്റുകളെല്ലാം എനിക്ക് ആദ്യം കുട്ടിയോട് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും പ്രൊഫൈൽ അതേപോലെ അങ്ങോട്ട് കോപ്പി ചെയ്തരുത്. ചില ആൾക്കാർ അതേപോലെ ഇങ്ങനെ ഡോട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ബുള്ളറ്റൊക്കെ അല്ലേ, ആ ബുള്ളറ്റ്സ് ഒക്കെ ഇട്ടിട്ട് ഇതേപോലെ ഇങ്ങനെ എഴുതി വെക്കും. എന്തിനാ ഇങ്ങനെ മാർക്ക് വേസ്റ്റ് ചെയ്യുന്നത്? ഒരു ഹെഡിങ് കൊടുക്കുക ആദ്യം തന്നെ. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന എല്ലാ പോയിന്റുകളും എന്ത് ചെയ്യുക, സെൻറ്റൻസുകളാക്കിയിട്ട് എഴുതുക. സെൻറ്റൻസ് ഷുഡ് ബി അറേഞ്ച്ഡ് ഇൻ എ വേ ടു മേക്ക് എ ഷോർട്ട് പാരഗ്രാഫ്. ഒരു ഷോർട്ട് പാരഗ്രാഫ് എന്ന രീതിയിലായിരിക്കണം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ദ പാരഗ്രാഫ് ഷുഡ് ഹാവ് ആൻ എഫക്റ്റീവ് ബിഗിനിങ് ആൻഡ് എൻഡ്. അത് എങ്ങനെ തുടങ്ങിയാൽ അതിൻ്റെ ഒരു നല്ല ബിഗിനിങ് ഉണ്ടാവും, അവസാനം ഉണ്ടാവും. കാരണം ബിഗിനിങ് ജനനത്തിലായിരിക്കും നമ്മൾ തുടങ്ങുക. അയാൾ ജനിച്ചത് ഇന്ന ദിവസമാണ്, ഇന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്, മരിച്ചതിലായിരിക്കും അവസാനിക്കുന്നുണ്ടാവുക. ദ ടൈറ്റിൽ ഷുഡ് ബി ഗിവൺ. ഒരു ഹെഡിങ് കൊടുക്കണം, ആളെ പേര് തന്നെ കൊടുത്താൽ മതി. ഇറ്റ് ക്യാൻ ബി ദ നെയിം ഓഫ് ദ പേഴ്സൺ ഹൂസ് പ്രൊഫൈൽ ഇസ് ക്രിയേറ്റഡ്. നോട്ട് ദ ബർത്ത് ഡേറ്റ് ഷുഡ് ഹാവ് ഓൾവേസ് ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ സിമ്പിൾ പാസ്റ്റ് പാസീവ് ഫോം. വാസ് ബോൺ ഓൺ എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വാസ് ബോൺ ഓൺ വിത്ത് എ ഡേറ്റ് ആൻഡ് എ ഇയർ ഓൺ. ഡേറ്റ് തരികയാണെങ്കിൽ ഓൺ ചേർക്കണം, അത് മറക്കരുതേ. ഡേറ്റും ഡേയും ഓണാണ്, അതിങ്ങനെ മനസ്സിലാക്കി പഠിച്ചു വെച്ചാൽ മതി. ഞാനോട് ഡേറ്റ് തരാം. ഡേറ്റും ഡേയും വന്നാൽ എന്താ വരുന്നത്, ഹി വാസ് ബോൺ ഓൺ. ആ ഡേറ്റും ഡേയും ഓണാണ്. ഈ ഡേ എന്ന് പറഞ്ഞാൽ സൺഡേ മൺഡേ എന്നൊക്കെ പറയില്ലേ, ആണ് ഡേ എന്ന് പറയുന്നത്. ഇയർ വന്നാൽ ഇന്നാണ്. ടൈം വന്നാൽ ടൈമല്ല, ടൈം വന്നാൽ അറ്റാണ്. പ്ലേസ് വന്നാൽ അറ്റാണ്. പിന്നെയും വന്നാൽ ഇന്നാണ്. പിന്നെയും വന്നാൽ ഓഫാണ്. ഇത് ഒരു പാട്ട് പോലെയോ എങ്ങനെയൊന്ന് പഠിച്ചു വെക്കാം. ഇതാ പ്രൊഫൈലിലും ഫിൽ ദ ബ്ലാങ്ക്സിലും നമുക്ക് മാർക്ക് കിട്ടാനുള്ള സാധനങ്ങളാണ്. എന്തൊക്കെയാണ് പറയുന്നത്? ഡേറ്റും ഡേയും ഓണാണ്. ഇയർ വന്നാൽ ഇന്നാണ്. ടൈം വന്നാൽ അറ്റാണ്. പ്ലേസ് വന്നാൽ അറ്റാണ്. പിന്നെയും വന്നാൽ ഇന്നാണ്. പിന്നെയും വന്നാൽ ഓഫായി. എന്താണ് ഡേറ്റും ഡേയും? ഇപ്പോൾ ഞാൻ പറയാണ്, ഹി വാസ് ബോൺ 2017 എന്ന് പറയുമ്പോൾ ഇവിടെ ഓണാണ് കൊടുക്കേണ്ടത്. ഹി വാസ് ഡാഷ് മൺഡേ. ഹി വാസ് ബോൺ ഓൺ മൺഡേ എന്നാണ് പറയേണ്ടത്. അതാണ് ഡേറ്റും ഡേയും ഓണാണെന്ന് പറഞ്ഞത്. ഇയർ പറഞ്ഞാൽ ഹി വാസ് ഡാഷ് 2000 അല്ലെങ്കിൽ 2012 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് 2012 ആണ്. അതാണ് ഇയർ വന്നാൽ ഇന്നാണെന്ന് പറഞ്ഞത്. നമ്മൾ നോട്ടീസൊക്കെ എഴുതുമ്പോൾ ടൈം എഴുതുമ്പോൾ അറ്റ് 2 o'clock അല്ലേ, ടൈം വരുമ്പോൾ അറ്റാണ് പറയാം. പ്ലേസ് ശ്രദ്ധിക്കാം. ഹി വാസ് ബോൺ ഡാഷ് കാലിക്കറ്റ് എന്നാണെങ്കിലോ, ഡാഷ് കാലിക്കറ്റ് എന്നാണെങ്കിൽ അറ്റ് കാലിക്കറ്റ് ആണ്. ഡാഷ് കാലിക്കറ്റ് ഡാഷ് കേരള എന്നുണ്ടെങ്കിലോ, 2 ഡാഷ് ഉണ്ടെങ്കിലോ അപ്പോൾ അറ്റ് കാലിക്കറ്റ് ഇന്ന് കേരള. ഇനി കേരള കഴിഞ്ഞിട്ട് ഒരു ഡാഷ് ഉണ്ടെങ്കിലോ അവിടെ ഓഫ് ചേർത്താൽ മതി. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കാം.
in with the month or year. Then if the person is still alive, we can use the simple present tense to talk about his writing styles, etc. As he writes is in a dash style. When even when the author is dead, we use normally simple present tense to ask about his works, talk about his works, and his works are എന്നാണ് പറയുക. എന്നുവെച്ചല്ലേ അയാളുടെ കൃതികളൊക്കെ തന്നിട്ടുണ്ടായിരിക്കും. ആ കൃതികളൊക്കെ എഴുതുമ്പോൾ നമ്മൾ ഹിസ് വർക്ക്സ് വാസ് എന്നല്ല എഴുതേണ്ടത്, ഹിസ് വർക്ക്സ് ആർ എന്നാണ് എഴുതേണ്ടത്. അയാൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും മരിച്ചാലും ഒക്കെ അയാളുടെ റൈറ്റിംഗ് സ്റ്റൈലിനെ പറ്റി എഴുതുകയാണെങ്കിലും ആർ പ്രസൻറ്റ് ടെൻസ് തന്നെയാണ് എഴുതേണ്ടത്. സെൻറ്റൻസുകളിലേക്ക് ആക്കുക, ടൈറ്റിൽ കൊടുക്കുക, ഈ പറഞ്ഞ സാധനങ്ങൾ കംപ്ലീറ്റ് ശരിയാക്കി കഴിഞ്ഞാൽ ഒരു വലിയൊരു കുഴപ്പമില്ലാത്ത സെൻറ്റൻസുകളിലേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ ഫുൾ മാർക്ക് കിട്ടും മക്കളെ. അതെന്ത് ചെയ്യണ്ട, നഷ്ടപ്പെടുത്തണ്ട. മനസ്സിലായില്ലേ? ഓക്കെ. ഇനി പ്രൊഫൈൽ ഒരു എക്സാമ്പിൾ ഇതാ. പ്രൊഫൈലിനൊരു എക്സാമ്പിൾ നോക്ക്. നോക്കാം നമുക്ക്. Prepare a profile of Vaikom Mohammad Bashir with the help of the given hints. Birth January 19th ഒരു വർഷം തന്നിട്ടുണ്ട്. അറ്റ് വൈക്കം, എ പ്രിൻസ്ലി സ്റ്റേറ്റ് ഓഫ് ട്രാവൻകൂർ, എ നോവലിസ്റ്റ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ, ഫ്രീഡം ഫൈറ്റർ, ഫണ്ണി സ്റ്റോറീസ് ഇസ് സിമ്പിൾ ആൻഡ് ഓപ്പൺ സ്റ്റൈൽ. ഫേമസ് വർക്ക്സ് ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആട്, മതിലുകൾ, എൻ്റെ പൂപ്പകരാന ഉണ്ടായിരുന്നു, ജന്മദിനം, അങ്ങനെ 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 അനർഘ നിമിഷങ്ങൾ എക്സെട്ര. ദ പത്മശ്രീ അവാർഡ് ഇൻ 1982. ബേപ്പൂർ സുൽത്താൻ ഡൈഡ് ഓൺ 5 July 1994. ഇതിൻ്റെ പ്രൊഫൈൽ നമ്മൾ എങ്ങനെ എഴുതി നോക്കാം. ഇതാ വൈക്കം മുഹമ്മദ് ബഷീർ. ശ്രീ വൈക്കം മുഹമ്മദ് ബഷീർ വാസ് ബോൺ ഓൺ 19 ഓൺ ഉണ്ടല്ലേ, ഡേറ്റ് ആണ് ഇവിടെ വന്നുള്ളത്. അപ്പോൾ ഓൺ 19 January, ആ ഓൺ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഓൺ നമ്മൾ ശ്രദ്ധിക്കണം. ഹെഡിങ് നമ്മൾ എഴുതിയിട്ടുണ്ട്, ഹെഡിങ് എഴുതിയിട്ടുണ്ട്, ഓൺ എഴുതി. അറ്റ് വൈക്കം കണ്ടില്ലേ, ഒരു സ്ഥലം തന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ എഴുതിയത്, അറ്റ് വൈക്കം എന്ന് എഴുതിയത് അല്ലേ. എ പ്രിൻസ്ലി സ്റ്റേറ്റ് ഓഫ് ട്രാവൻകൂർ കണ്ടോ, മൂന്നാമത്തെ സ്ഥലത്തിന് മുമ്പിൽ ഓഫ് ട്രാവൻകൂർ എന്ന് എഴുതി. പിന്നെ ഹി വാസ് എ നോട്ടഡ് റൈറ്റർ ആൻഡ് എ ഫ്രീഡം ഫൈറ്റർ. He was a noted writer and a sentence ആക്കി എഴുതി. He wrote novels and stories in a very simple and open language in a funny style. His most famous works are ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആട്, മതിലുകൾ, ഡുപ്പേപ്പയ്ക്ക് രാനുണ്ടായിരുന്നു, ജന്മദിനം, അനർഘ നിമിഷങ്ങൾ എക്സെട്ര. He was awarded the Padmashri in കണ്ടില്ലേ, അവിടെ ഇൻ ആണ് നമ്മൾ ഉപയോഗിച്ചത്. When he was 86, the ബേപ്പൂർ സുൽത്താൻ was fondly he called. അതൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് ചേർത്ത കേട്ടോ. ബേപ്പൂർ സുൽത്താൻ അദ്ദേഹത്തെ അദ്ദേഹത്തെ വിളിക്കുന്ന പേരാണ്, സ്നേഹത്തോട് വിളിക്കുന്നതാണ്. പാസ്ഡ് അവേ എന്നാക്കി നമ്മൾ. ഇതുവരെ നമ്മൾ നേരത്തെ പറഞ്ഞതായിരുന്നു ഡൈഡ് എന്നാണ് അവിടെ കൊടുത്തത്, പാസ്ഡ് അവേ എന്നാക്കുക. ഓൺ ഡേറ്റിൻ്റെ മുമ്പിൽ ഓണും ചേർത്തു. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇനി ഇതാ മറ്റൊരു പ്രൊഫൈൽ തന്നിട്ടുണ്ട്, WB ഈറ്റ്സിൻ്റെ. അതും ജസ്റ്റ് ഒന്ന് പ്രൊഫൈൽ മാത്രം പറയാം, നമുക്ക് എന്തിലേക്ക് പോകണ്ട. ഹിന്റ് പറയാനുള്ള സമയമില്ല. WB ഈറ്റ്സ് വാസ് ബോൺ ഓൺ കണ്ടോ, ഡേറ്റ് പറയുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, ഓൺ എന്നാണ് പറഞ്ഞത്. ഇൻ സാൻഡി മൗണ്ട്, സ്ഥലം വലിയ സ്ഥലമാണെങ്കിൽ നമ്മൾ എന്ത് പറയാം, ഇന്നാണ് ചേർക്കുക. അപ്പോൾ ഐ വാസ് ബോൺ ഡാഷ് കേരള എന്നാണെങ്കിൽ ഐ വാസ് ബോൺ ഇൻ കേരള എന്നാണ് പറയാം. ഹിസ് വൈഫ് വാസ് Georgina Hayden Lees. He was a renowned poet and dramatist. He was also famous and senator and a founder of the Albay Theatre. His major works are Celtic Twilight, The Tower, The Vision, etc. The symbolism and elusive imagery are the main important characteristics of his writing style. He was awarded the Nobel Prize in Literature in December. Okay. ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്, ഇൻ ഡിസംബർ 1923 എന്ന് പറയുന്ന ഈ ഭാഗം ശരിക്കും മന്തും ഇയറും ആണ്, അതുകൊണ്ടാണ് ഇന്ന് കൊടുത്തത് കേട്ടോ. ഈറ്റ്സ് പാസ്ഡ് അവേ ഓൺ ഡേറ്റ് ആയപ്പോൾ ഓൺ ആണ് അത് കൊടുത്തത്. പാസ്ഡ് അവേ എന്നൊക്കെ ഡൈഡിൻ്റെ. ഇനി നറേറ്റീവാണ്. നറേറ്റീവിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കാം. നറേറ്റീവിൽ ഗിവ് എ ക്യാച്ചി ആൻഡ് കൺസൈൻസ് ഹെഡിങ്, ഒരു ചുരുക്കിയ
ക്യാച്ചി ആയിട്ടുള്ളൊരു ഹെഡിങ് കൊടുക്കാം. നറേറ്റീവ് എന്ന് പറഞ്ഞാൽ തന്നെ മക്കളെ എന്താ മനസ്സിലാക്കേണ്ടത്? ടെല്ലിങ് എ സ്റ്റോറിയാണ്. ഒരു കഥ പറയുന്നതിനാണ് നമ്മൾ നറേറ്റീവ് എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പേഴ്സണിൽ കഥ പറയാം, സെക്കൻഡ് പേഴ്സണിൽ കഥ പറയാം, തേർഡ് പേഴ്സണിൽ കഥ പറയാം. ഞാൻ എൻ്റെ തന്നെ കഥ പറയുകയാണെങ്കിൽ ഫസ്റ്റ് പേഴ്സണിലാണ് പറയാം, ഐ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ മറ്റൊരാളുടെ കഥ പറയുകയാണെങ്കിൽ ഹി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. മനസ്സിലായില്ലേ? അതാണ് നറേറ്റീവിൻ്റെ പ്രത്യേകത. യൂസ് അപ്രോപ്രിയേറ്റ് പേഴ്സൺ ആൻഡ് ചേഞ്ച് ദ പെർസ്പെക്റ്റീവ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ക്വസ്റ്റ്യൻ. ദെൻ സ്റ്റാർട്ട് ദ നറേഷൻ വിത്ത് അട്രാക്റ്റീവ് ഓപ്പണിംഗ് സെൻറ്റൻസ്. നല്ല തുടക്കം. ഡിസ്ക്രൈബ് ദ സെറ്റിംഗ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ സ്റ്റോറി. Add figurative usages and variety of sentences. While keeping the flow of the story, try to avoid unnecessary explanation. ആവശ്യമില്ലാത്ത എക്സ്പ്ലനേഷൻസ് ഒന്നും ആവശ്യം വേണ്ട, അത് വേണ്ട ഒഴിവാക്കുക. Direct speech dialogues can be possible within the narration. Give an effective ending. അവസാനിപ്പിക്കലും ഉണ്ടാവണം, നല്ലൊരു അവസാനിപ്പിക്കലും ഉണ്ടാവുക. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. Imagine that you are the doctor in the story. The snake and the mirror. നിങ്ങളാണ് ഡോക്ടർ എന്ന് വിചാരിക്കുക, സ്നേക്ക് ആൻഡ് ദ മിററിൽ. യു ആർ അറ്റ് യുവർ വർക്ക് പ്ലേസ് away from your home when the snake incident took place. After reaching home, you narrate the whole incident to your mother. സംഭവം മുഴുവൻ നിങ്ങൾ അമ്മയോട് പറയാൻ പോവാണ്. Prepare the likely narrative. നിങ്ങൾ ആ narrative ഒന്ന് എഴുതി നോക്കുക. The mirror and that saved my life. The mirror that saved my life എന്ന് പറയുന്ന ഒരു ഹെഡിങ് കൊടുത്തു. Mom, come and sit with me for a while. കുറച്ച് നേരം എൻ്റെ അടുത്ത് വന്നിരിക്കൂ. I will tell you about a horrible but strange thing happened to last week. Yes, I am here with you. Tell me son, what happened? Mom, it was around 10 o'clock in the night. I just returned to my room after having my meal at the restaurant. You know, my room was full of rats. We were like sharing friends. I was preparing to go to bed. It was very hot and I just went out to get some cold and fresh air. But in vain as no wind, I went to the room and sat in the chair, looking in the mirror. In the light of the kerosene lamp, I saw myself as a handsome young man. While I was sitting there thinking about the increasing my beauty, I heard a thud. തഡ് ശബ്ദത്തിൻ്റെ പേരാണ്. I thought it would be a rat and didn't take care. What was it, my son? Mom, it was a full-blooded cobra. Before I realized the danger, it had already reached on my shoulder and then coiled on my left arm. Mom, it was only 3 or 4 inches away from my face and it stayed there spreading its hood. Oh my God! It's horrible. What did you do, my dear? But seeing its reflection in the mirror, the snake left me and slithered towards the mirror. Immediately I rushed out of the room and ran for my life as fast as I could. Where did you go in that night, my son? I went to my friend's room and stayed there at that night. Having decided to shift to a new room, next morning we went to take all my things, but some thieves had already cleaned out everything. Have you lost anything valuable? No, Mom, only some used and dirty clothes. It's okay. God saved you and your friend helped you. I think the snake had the same weakness as yours, dreaming in front of a mirror. വേറൊരു ചോദ്യം നോക്കാം, നമുക്ക് പരിചയപ്പെടാം. ഇമാജിൻ ദാറ്റ് ഈ വാങ്കയുടെ ചോദ്യം ആയതുകൊണ്ട് നമുക്ക് വേണ്ട. The story in the doctor in the story, the snake at the mirror reaches his friend's house at night. He tells his friend what had happened. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, മോമിനോട് പറ്റി പറഞ്ഞില്ലേ, അത് ഫ്രണ്ടിനോടാക്കി മാത്രം മാറ്റിയാൽ മതി. അത് തന്നെയാണ് അതിൻ്റെ ആൻസർ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ. ഇമാജിൻ ദാറ്റ് യു വിറ്റ്നസ് ദ ഷൂട്ടിംഗ് ഇൻ Nottingham. How will you explain the preparations and shooting you have seen there to one of your friends? നിങ്ങൾ ആ നൊട്ടുഗ്രാമിലെ സംഭവം കണ്ടിട്ടുണ്ട്. ഇന്നലെ ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇവിടെ ഡിസ്കസ് ചെയ്തതാണ്. സെയിം ക്വസ്റ്റ്യൻ. നൊട്ടുഗ്രാമിലെ ഷൂട്ടിങ് കണ്ടിട്ട് നമ്മൾ അത് നറേറ്റ് ചെയ്യുക, ഫ്രണ്ടിനോട് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു, ടൈഗർ ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡ്ലി ചെയ്തു എന്നൊക്കെ പറയുന്ന ആ ഒരു ക്വസ്റ്റ്യനാണ് തോന്നുന്നു. മൈ സിസ്റ്റർ ഷൂസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. നെക്സ്റ്റ് വൺ ഇസ് ക്യാരക്ടർ സ്കെച്ച്. ക്യാരക്ടർ സ്കെച്ചിൻ്റെ ഒരു പ്രത്യേകത, ക്യാരക്ടർ സ്കെച്ച് ഇപ്രാവശ്യം ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക. ക്യാരക്ടർ സ്കെച്ച് ചെയ്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഹെഡിങ് കൊടുക്കുക, ക്യാരക്ടറിൻ്റെ
ഹെഡിങ് കൊടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആളുടെ പേര് തന്നെ കൊടുത്താൽ മതി. ആ ക്യാരക്ടർ ഏത് കഥയിൽ നിന്ന് വരുന്ന ആളാണെന്ന് പറയാം, ആ ക്യാരക്ടർ ഏത് സ്റ്റോറിയിലുള്ള ആളാണെന്ന് പറയാം. ശേഷം ആ ക്യാരക്ടറിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാം. ഇപ്പോൾ ജോണസ് ഒക്കെ ആണെങ്കിൽ ഓക്കെ, ഇപ്പോൾ അയാളുടെ ക്യാരക്ടർ ഇപ്പോൾ നമ്മൾ അയാളുടെ ക്യാരക്ടർ വളരെയധികം പറഞ്ഞു എന്തായിരുന്നു, ആദ്യം തന്നെ അയാളുടെ ഹെഡിങ് എഴുതാം, പേര് തന്നെ എഴുതാം. ശേഷം അയാൾ ഏത് സ്റ്റോറിയിലുള്ള ആരാണെന്ന് പറയാം, മനസ്സിലായോ? അതിനുശേഷം അയാളുടെ ഫിസിക്കൽ ഫീച്ചേഴ്സ് പറയാം. ഫിസിക്കൽ ഫീച്ചേഴ്സ് ഇപ്പോൾ കോൺസ്റ്റാന്റിൻ മാക്രേച്ചിനെ പറ്റി നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? സ്മോൾ ലീൻ ഓൾഡ് മാൻ ഓഫ് 65 എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നില്ലേ? അതേപോലെ ജോണസിനെ പറ്റിയിട്ടും അതേപോലെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞതിന് ശേഷം അയാളുടെ ക്വാളിറ്റീസ്, അയാളുടെ സ്വഭാവത്തിലുള്ള ചില ക്വാളിറ്റീസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അയാൾ ഹമ്പിളാണ്, അല്ലെങ്കിൽ അയാൾ ഗുഡ് പേഴ്സൺ ആണ്, അല്ലെങ്കിൽ അയാൾ വിക്കറ്റ് പേഴ്സൺ ആണ്, എന്താണോ അത് മാത്രം പറഞ്ഞു വെക്കാണ്ട് അതിനെ ശരിവെക്കുന്ന കുറച്ച് സംഭവങ്ങൾ കഥയിൽ നിന്നും എടുത്തു പറയുകയും ചെയ്യാം. മനസ്സിലായില്ലേ? അത്രയും മതി നമ്മളെ ക്യാരക്ടർ സ്കെച്ച്. ഈ ക്യാരക്ടറിൻ്റെ ട്രെയ്റ്റ്സ് ഇതാണെന്ന് പറയുന്ന സംഭവങ്ങൾ എടുത്തു പറയുന്ന രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, കഥയെ മാറ്റിയാൽ മതി. അത്രയും മതി. ക്യാരക്ടർ സ്കെച്ചിൽ അത്രയും ശ്രദ്ധിക്കാനുള്ളൂ. റീകോൾ ദ ടെക്സ്റ്റ് ഇതൊന്നും വേണ്ട, ഇതൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് വെച്ചാൽ മതി. ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. മാർത്താസ് ഗ്രാൻഡ് ഫാദറിനെ കുറിച്ചിട്ടുള്ളൊരു, മാർത്തയുടെ ഗ്രാൻഡ് ഫാദർ അല്ലേ സ്കോളർഷിപ്പ് ജാക്കറ്റിലെ, അയാളുടെ ഒരു ക്യാരക്ടർ സ്കെച്ചാണ് ഇവിടെ കൊടുത്തുള്ളത്. മാർത്താസ് ഗ്രാൻഡ് ഫാദർ ഇസ് പ്രോബബ്ലി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി. ഇത് ഇയാളെ ചോദ്യം എപ്പോഴും ചോദിച്ച് കണ്ടിട്ടുള്ള കേട്ടോ, ഈ മാർത്താസ് ഗ്രാൻഡ് ഫാദറിൻ്റെ ക്യാരക്ടർ സ്കെച്ച്. In our mind, he will be the winner once we finish reading the full story. His words, if you pay for it, it is not a scholarship jacket, made even the principal changes decision. He is somewhat a rich farmer owning a 200-acre ranch. He is seen in the story working in his field always. പ്രിൻസിപ്പളുടെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അയാൾ 200 ഏക്കർ റാഞ്ചുള്ള ഒരു വലിയ ധനികനാണ്, പക്ഷേ അയാൾ ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഫീൽഡിൽ, അല്ലേ? ഹീ ഈസ് എ സോർട്ട് ഓഫ് റിസർവ്ഡ് ടൈപ്പ് ബട്ട് എ മാൻ ഓഫ് സ്ട്രോങ് ഡിറ്റർമിനേഷൻ. അയാളെ കണ്ടാൽ നമുക്കറിയാം ഒരു റിസർവ്ഡ് ടൈപ്പാണ്, എന്ന് വെച്ചാൽ അധികം സംസാരിക്കാത്ത ഒരു പ്രകൃതമുള്ള ആളാണ്, അതാണ് റിസർവ്ഡ് ടൈപ്പ് എന്ന് പറയുന്നത്. ബട്ട് എ മാൻ ഓഫ് സ്ട്രോങ് ഡിറ്റർമിനേഷൻ, എന്നാൽ വലിയ ഒരു തീരുമാനം എടുക്കാനുള്ള കഴിവുള്ള ആളാണ്. Though he is uneducated, he believes it is injustice to pay for deserving award. അദ്ദേഹത്തിന് അത്ര എഡ്യൂക്കേഷൻ ഒന്നും ഇല്ലെങ്കിലും, അല്ലെ, സ്പാനിഷ് ഭാഷ മാത്രം സംസാരിക്കുന്ന, ഇംഗ്ലീഷ് അറിയാത്ത ആളാണ് അദ്ദേഹം. പക്ഷെ എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിന് ഒരു കാര്യം അറിയാമായിരുന്നു, ഇറ്റ് ഈസ് ഇൻജസ്റ്റിസ്, നീതിയല്ല. ഒരു ഡിസേർവിങ് അവാർഡ് കിട്ടാൻ പൈസ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് നീതിയല്ല എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. സോ ഹി സ്ട്രോങ്ലി സ്റ്റാൻഡ്സ് വിത്ത് ഹിസ് ബിലീഫ് ഈവൻ വെൻ ഹിസ് ഗ്രാൻഡ് ഡോട്ടർ ക്രൈസ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അതിൻ്റെ മേലെ ഉറച്ചു നിൽക്കുന്നത്, ഗ്രാൻഡ് ഡോട്ടർ കരയുന്ന സമയത്ത് പോലും. ഫൈനലി ഹിസ് വേർഡ്സ് വിൻ ആൻഡ് മാർത്ത ഗെറ്റ്സ് ദ അവാർഡ്. അവസാനം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെയാണ് വിജയിക്കുന്നത്, മാർത്തയ്ക്ക് അവാർഡ് കിട്ടുകയും ചെയ്യുന്നു. വെൻ ഹി ഹിയേഴ്സ് ബോത്ത് സാഡ് ആൻഡ് ഹാപ്പി ന്യൂസ് ഓഫ് മാർത്ത, ഹി എക്സ്പ്രസസ് ഓൾമോസ്റ്റ് ദ സെയിം റിയാക്ഷൻ. വെൻ മാർത്ത സന്തോഷ വാർത്ത വന്ന് പറയുമ്പോഴും മൂപ്പരയ്ക്ക് അതേ റിയാക്ഷൻ തന്നെയാണ്, ഓവർ എക്സൈറ്റ്മെൻ്റ് ഒന്നും കാണിക്കുന്നില്ല. When she tells him about her winning the jacket, he still doesn't express his rejoice through words. വാക്കുകളിലൂടെ അദ്ദേഹത്തിൻ്റെ സന്തോഷം അദ്ദേഹം പങ്കുവെക്കുന്നുമില്ല. He just give her a smile, അവൾക്കൊരു ചിരി കൊടുക്കുക ചെയ്യുന്നത്. And pat on her shoulder. As the proverb still waters run deep എന്ന് പറയുന്നത് പോലെ, some people will not show overtly their deep love and affection. ചില ആൾക്കാർ എന്താ പറയുക, നിശ്ചലമായി കിടക്കുന്ന വെള്ളത്തിന് നല്ല ആയമുണ്ടാവും എന്ന് പറയുന്ന ഒരു പ്രോവർബ് ഉണ്ട്. അതുപോലെയാണ് ചില ആളുകളുടെ സ്നേഹം ചില ആളുകൾ കാണിക്കില്ല, പക്ഷെ നല്ല സ്നേഹം ഉണ്ടാവുന്നു. അതുപോലെയാണ് ഗ്രാൻഡ് ഫാദർ എന്ന്. മാർത്താസ് ഗ്രാൻഡ് ഫാദർ ഈസ് എ മാൻ ഓഫ് ദിസ് സോർട്ട്. ഇത്തരത്തിലുള്ളൊരു കഥാപാത്രമാണ് മാർത്തയുടെ. ഇയാളെക്കുറിച്ച് നമുക്ക് കൂടുതലൊന്നും പറയാനില്ല, കാരണം ഇയാൾ കുറേ സംസാരിക്കുന്നുമില്ല, കുറച്ച് ഭാഗത്ത് മാത്രമേ ഉള്ളൂ മാർത്തയുടെ ഗ്രാൻഡ് ഫാദർ. പക്ഷേ ഈ കഥയുടെ മുഴുവനും ഇയാൾ ഉണ്ട് താനും, അല്ലേ? ഗ്രാൻഡ് ഫാദറിൻ്റെ ഒരു വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ട് മാർത്തയ്ക്ക് സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടുന്നതിലും. അതുകൊണ്ട് തന്നെ ഇയാളെ പറ്റി എഴുതാൻ നമുക്ക് ഒരുപാട് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു സാധനം നിങ്ങൾക്ക് കുറച്ച് നല്ലതാണ്. പക്ഷേ നമ്മളുടെ ഭാഗ്യത്തിന് തവണ എന്ത് വരില്ല എന്ന് പറയുന്നത്
CAT sketch വരാൻ ചാൻസ് ഇല്ലെന്നാണ് പല ആൾക്കാരും പറയുന്നത്. മോഡൽ എക്സാമിന് വരാത്തതുകൊണ്ട്. സോ നമുക്ക് വരില്ല എന്ന് പ്രതീക്ഷിക്കാം. മാർത്തയുടെ സ്കോളർഷിപ്പ് ഒരു മാർത്തയുടെ ഡിസ്ക്രൈബ് ദ ക്യാരക്ടർ ഓഫ് മാർത്ത ഇൻ ദ സ്റ്റോറി സ്കോളർഷിപ്പ് ജാക്കറ്റ്. മാർത്തയുടെ സ്കാറ്റർ സ്കെച്ച് ആട്ടോ ഇവിടെ പറഞ്ഞുള്ളത്. അതും കൂടെ നമുക്കിത് വായിക്കാം. മാർത്തയുടെ മാർത്ത ഇൻ ദ സ്റ്റോറി ഇസ് ദ മാർത്തയ്ക്ക് ഒരു ഹെഡിങ് കൊടുക്കണം. മാർത്ത തന്നെ കൊടുത്താലും മതി. ഇൻ ദ സ്റ്റോറി ദ scholarship jacket is a character of mixed feelings. She is a sensitive but bold and brilliant. She is 14-year-old and an 8th grade student, maintaining a consistent A level since her first grade. She is in every sense qualified enough to win the prestigious scholarship jacket, an award to the class valedictorian of her school. Martha is daughter of a poor Mexican farmer. Owing to the poverty at her own family, she has been given to her grandparents to raise. In appearance, she is very lean and her friends call her Beanpole and String Bean. Once, she happens to overhear a heated argument between her two teachers. She understands that a conspiracy is going on. Conspiracy എന്ന് പറഞ്ഞാൽ ഗൂഢാലോചന കേട്ടോ. Is going on to undermine her winning the jacket. Eventually, the principal asks her to pay $15 for the award. Although bold and brilliant, this incident makes her cry in despair. But when Martha's grandfather tells her that a paid award is not an award or at all, she accepts his words. She strongly believes that she deserves the award by merit and it will come her way. She determines to tell the principal, looking straight into his eyes, that she is not ready to pay. Here we see a bold Martha. However, later when Martha hears from the principal that she is going to get the jacket, she cannot control her happiness. But while talking to her grandfather about the happy news, she controls herself. Martha's words and deeds show that she is quite sensitive, but at the same time sensible and bold. മാർത്തയുടെ പ്രത്യേകത സെൻസിറ്റീവ് ആണ്, അതേസമയം സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഈസിലി ഇൻഫെക്റ്റഡ് എന്നർത്ഥം, പെട്ടെന്ന് നമ്മളെ ബാധിക്കുന്നത്. അതേപോലെ തന്നെ എന്ന് വെച്ചാൽ പെട്ടെന്ന് കരയുക, പെട്ടെന്ന് ചിരിക്കുക ഒക്കെ ചെയ്യുന്ന ആൾക്കാർ, സന്തോഷിക്കുക ചെയ്യുന്ന ആൾക്കാർ സെൻസിറ്റീവ്. അതേപോലെ സെൻസിബിളുമാണ് അവൾ. സെൻസിറ്റീവ് മാത്രമല്ല, തൊട്ടാവാടിയല്ല, സെൻസിബിളുമാണ്, അതുപോലെ തന്നെ ബോൾഡുമാണ് ഇവൾ. ഇതിന് ന്യായീകരിക്കുന്ന ചില സന്ദർഭങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ അവളുടെ രൂപം പറഞ്ഞു, ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. വേർഡ് പിരമിഡ് എന്ന് പറഞ്ഞ സാധനമുണ്ട് നമുക്ക് പഠിക്കാൻ അല്ലേ. ഇന്നലെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ സാധനം ചെയ്തിട്ടുണ്ടായിരുന്നു. നൗണ് അല്ലേ, നൗൺ ഫ്രേസ് എന്താണെന്നും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വേറൊരു രീതി നിങ്ങളെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾക്കിങ്ങനെ അങ്ങനെ മനസ്സിലാക്കി വെക്കാം മക്കളെ. ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ എ ആൻഡ് ദ ആണ് ഇംഗ്ലീഷിൽ ആർട്ടിക്കിൾസ് എന്ന് പറയാം. അപ്പോൾ ആർട്ടിക്കിൾസിനെ മറ്റൊരു വിളിക്കുന്ന പേരാണെന്ത്? ഡിറ്റർമിനേഴ്സ് എന്ന് പറയും. ആർട്ടിക്കിൾസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണെന്ത്? ഡിറ്റർമിനേഴ്സ് എന്ന് പറയും. അപ്പോൾ എ എന്ന് പറയുന്നത് എന്താണ്? ആർട്ടിക്കിളുമാണ്, എന്തുമാണ്? ഡിറ്റർമിനറുമാണ്. ഡെമോൺസ്ട്രേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? ഡെമോ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളിൽ നമ്മൾ ഡെമോ ചെയ്യാന്ന് പറഞ്ഞാൽ ഷോ ചെയ്യാന്ന് അർത്ഥം. ദിസ്, ദാറ്റ്, ദീസ്, ദോസ്, ഇത്, അത്, ദോ ഇരിക്കുന്നു, അത് എന്നൊക്കെ പറയുന്നതാണ് നമ്മളെന്ത് ഡെമോ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകൾ. അപ്പോൾ ഡെമോൺസ്ട്രേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ദിസ്, ദാറ്റ്, ദീസ്, ദോസ് എന്നൊക്കെ പറയുന്നതാണ്. പൊസസീവ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പൊസസീവ്സ് എൻ്റേത്, അവൻ്റേത്, അവളുടേത്, ഗ്രാൻഡ് ഫാദറുടേത്, ടീച്ചറുടേത് എന്നൊക്കെ പറയൂലേ, അതാണ് പൊസസീവ്സ് എന്ന് പറയുന്ന വേർഡ്സ്. മൈ, യുവർ, ഹെർ, അവർ, ഹിസ്, ഇറ്റ്സ്, ദെയർ, ഗ്രാൻഡ് ഫാദേഴ്സ്, ടീച്ചേഴ്സ് എന്നൊക്കെ പറയുന്നു. ഇനി റിലേറ്റീവ് പ്രോണൗൺസ് എന്ന് പറഞ്ഞാൽ ദാറ്റ്, വിച്ച്, ഹൂ, ഹൂസ്, വെൻ, വേർ, വൈ എക്സെട്ര. ഇത് നമ്മൾ സെൻറ്റൻസിൻ്റെ നടുവിൽ ഉപയോഗിക്കുന്നത്. ദിസ് ഇസ് ദ ബുക്ക് ദാറ്റ് ഹി ഗേവ് മീ, ദിസ് ഇസ് ദ ബോയ് ഹൂ കോൾഡ് മീ യെസ്റ്റർഡേ എന്നൊക്കെ പറയില്ലേ നമ്മൾ. ആ ഹൂ നടുവിലല്ല ഉപയോഗിച്ചത്. ക്വസ്റ്റ്യൻ വേർഡായിട്ട് ഉപയോഗിക്കുന്ന ഹൂ അല്ല ഇവിടെ പറയുന്നത്. ഇതിനെയാണ് നമ്മൾ നടുവിൽ ഉപയോഗിക്കുന്ന ഒരു റിലേറ്റീവ് ക്ലോസിനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന റിലേറ്റീവ്
ക്ലോസിനെയാണ് നമ്മൾ റിലേറ്റീവ് പ്രോണൗണുകളെയാണ് നമ്മൾ റിലേറ്റീവ് പ്രോണൗൺ എന്ന് പറയാം കേട്ടോ. ഇനി അത് ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ചാൽ നിങ്ങളോട് പറയാണ് നൗണ് ഡിറ്റർമിനർ പ്ലസ് നൗണ്, ഡിറ്റർമിനർ പ്ലസ് അഡ്ജക്റ്റീവ് പ്ലസ് നൗണ്, ഇങ്ങനെ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എന്താ പറയുക വേർഡ് പിരമിഡ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കാൻ നൗണ് നിങ്ങൾക്ക് അറിയാലോ. ഒരു നൗണ് പറയും, ഇഷ്ടം പോലെ ഏത് പേരിനെയും നമ്മൾ എന്താ പറയുക നൗണെന്നല്ലേ പറയാം. എന്തിൻ്റെയും പേരിനെ നമ്മൾ എന്താ പറയുക നൗണെന്നല്ലേ പറയാം. അപ്പോൾ നോക്കുക, ഒരു നൗണ് പറയാം, ഗേൾ എന്നൊരു നൗണ് പറയാം. ഓക്കെ, ഗേൾ ഡിറ്റർമിനർ പ്ലസ് നൗൺ. അപ്പോൾ ഡിറ്റർമിനർ ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നു ആർട്ടിക്കിൾസ് ഡിറ്റർമിനർ ആണെന്ന് പറഞ്ഞു അല്ലേ. ആർട്ടിക്കിൾസ് ഏതൊക്കെയാ? എ ആൻഡ് ദ. അപ്പോൾ ഒന്ന് പറഞ്ഞു നോക്ക്, ദ ഗേൾ എന്നായില്ലേ. എടോ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് നൗണാണ്. നൗണിന് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ഏതാണ്? ഗേൾ പറഞ്ഞു, ഗേൾ. അപ്പോൾ ഇനി ഗേൾ, ദ ഗേൾ എന്ന് പറയുമ്പോൾ എന്തായി? ദ ഗേൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയായി? ഡിറ്റർമിനർ പ്ലസ് നൗൺ ആയില്ലേ. ഇനി ഡിറ്റർമിനർ പ്ലസ് ആഡ്ജക്റ്റീവ് പ്ലസ് നൗൺ വരണം. അപ്പോൾ ഞാൻ ഡിറ്റർമിനർ ആദ്യം എഴുതി, ദ ആഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് ദ ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് എഴുതി. അപ്പോൾ ആഡ്ജക്റ്റീവ് ആയി. ആഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നാമവിശേഷണമാണ്. നാമത്തെ നമ്മൾ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് നമ്മൾ നാമവിശേഷണം എന്ന് പറയാം. നൗണുമായി. ഇനി ഡിറ്റർമിനർ പ്ലസ് ആഡ്ജക്റ്റീവ് പ്ലസ് നൗൺ പ്ലസ് പ്രപ്പോഷണൽ ഫ്രേസ്. പ്രപ്പോഷണൽ ഫ്രേസ് ഇന്നലെ ഞാൻ പഠിപ്പിച്ചതാണ്. ഇൻ ദ ക്ലാസ് അല്ലേ, പ്രപ്പോസിഷൻ വരുന്നത്, ഒരു പ്രപ്പോസിഷൻ വരിക, നൗൺ ഫ്രേസിൻ്റെ അകത്ത് ആര് വരിക? പ്രപ്പോസിഷൻ വരുന്നതിനെ നമ്മൾ പ്രപ്പോഷണൽ ഫ്രേസ് എന്ന് പറയും. ഇപ്പോൾ പ്രപ്പോഷണൽ ഫ്രേസുമായി. ഇനി അടുത്ത എന്താ ചോദിക്കുന്നത്? അഡ്ജക്റ്റീവ് നൗൺ പ്രപ്പോഷണൽ ഫ്രേസ് പ്ലസ് റിലേറ്റീവ് ക്ലോസ്. ഓക്കെ, ഇൻ ദ ക്ലാസ് ഹൂ ഗേവ് മീ ദ പെൻ, ഹൂ ഗേവ് മീ ദ പെൻ. എന്താണ് ഈ റിലേറ്റീവ് ക്ലോസ് എന്ന് പറഞ്ഞാൽ? ഞാൻ പറഞ്ഞില്ലായിരുന്നോ, റിലേറ്റീവ് പ്രോനൗൺ വരുന്ന സെൻറ്റൻസുകളെയാണ് നമ്മൾ റിലേറ്റീവ് ക്ലോസ് എന്ന് പറയാം. റിലേറ്റീവ് പ്രോനൗൺ ദാ, ഹൂ, ദാറ്റ്, വെൻ, വേർ എന്നൊക്കെ പറഞ്ഞില്ലായിരുന്നോ നടുവിൽ വരുന്ന? അതാണ് ഇവിടെ എഴുതിയത്, അങ്ങനെ സെൻറ്റൻസ് ആക്കി. എ റിലേറ്റീവ് ക്ലോസ് ആൻഡ് എ മെയിൻ ക്ലോസ് മേക്ക് എ കംപ്ലീറ്റ് സെൻറ്റൻസ് എ കോംപ്ലക്സ് സെൻറ്റൻസ്. ഒരു കംപ്ലീറ്റ് സെൻറ്റൻസ് കോംപ്ലക്സ് സെൻറ്റൻസ്. അത് നിങ്ങൾ ആലോചിക്കേണ്ട. ഇത് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ചാൽ ഇതാ, ഞാനിവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. നോക്ക്, ദ സിംഗർ. സിംഗർ നൗണാണ്. ദ സിംഗർ എന്ന് പറയുമ്പോൾ ആരൊക്കെയുണ്ട്? ഡിറ്റർമിനർ ഉണ്ട് പ്ലസ് ആരുമായി? നൗണുമായി. ശേഷം ദ ബ്യൂട്ടിഫുൾ സിംഗർ, ദ ഡിറ്റർമിനർ ഉണ്ട് അല്ലെങ്കിൽ ആർട്ടിക്കിൾ ഉണ്ട്, അഡ്ജക്റ്റീവ് ഉണ്ട്, സിംഗറുമായി. സിംഗർ നൗണാണ്. ഇനി അടുത്തത് ദ ബ്യൂട്ടിഫുൾ സിംഗർ ഓൺ ദ സ്റ്റേജ്. ഓൺ ദ സ്റ്റേജ് എന്ന് പറയുമ്പോൾ അപ്പോൾ ആരൊക്കെയായി? ദ എന്ന് പറയുന്ന ഡിറ്റർമിനറായി. ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് എന്താണ്? ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് എന്താണ്? ഡിറ്റർമിനർ പ്ലസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് ആഡ്ജക്റ്റീവ് അല്ലേ. പ്ലസ് ആരാണ്? സിംഗർ എന്ന് പറയുന്നത് നൗണാണ്. ഓൺ ദ സ്റ്റേജ് എന്ന് പറയുന്നത് എന്തായിരുന്നു? പ്രപ്പോസിഷണൽ ഫ്രേസ് ആണ്. അപ്പോൾ അതായില്ലേ. ഇനി അടുത്തത് നോക്ക്, ദ ബ്യൂട്ടിഫുൾ. ദ എന്ന് പറയുന്നത് ഡിറ്റർമിനർ പ്ലസ് ആഡ്ജക്റ്റീവ് പ്ലസ് നൗണ് പ്ലസ് പ്രപ്പോഷണൽ ഫ്രേസ്. ഇത്രയും പ്രപ്പോഷണൽ ഫ്രേസ് ആണ്. ഹൂ സിങ്സ്. ഹൂ സിങ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇത് റിലേറ്റീവ് ക്ലോസ് ആക്കി സെന്റൻസിനെ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇനി എഡിറ്റിങ്ങിൽ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. എഡിറ്റിങ്ങിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന്. ഓക്കെ, there are some errors in the given passage. Errors are underlined. Yesterday I dash അല്ലെങ്കിൽ I tell grandfather to the fight. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഒന്ന് വായിച്ചു നോക്കാം. തന്ന ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം, കംപ്ലീറ്റ് ആയിട്ട് വായിച്ചു നോക്കാം. ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒന്ന് ചെയ്യാൻ തുടങ്ങിയാൽ മതി. എന്തിനത് വായിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ ടെൻസ് ഐഡൻറ്റിഫൈ ചെയ്യണം. തന്നിരിക്കുന്ന ചോദ്യത്തിൻ്റെ ടെൻസ് എന്താണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതെങ്ങനെയാണ് സാറേ ടെൻസ് ഐഡൻറ്റിഫൈ ചെയ്യുക? അതിൻ്റെ ചില ക്ലൂസ് ഉണ്ടാവും അതിനകത്ത്. ഒന്ന് വെർബ് ഉണ്ടോ നോക്കുക. തന്നിരിക്കുന്ന സെൻറ്റൻസിൽ വെർബ് ഉണ്ടാവും. വെർബ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ എനിക്ക് മനസ്സിലാക്കാം പാസ്റ്റ് ടെൻസ് ആണെന്ന്. അല്ല, ഈ വെർബാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ വെർബാണ് നമ്മളോട് എഡിറ്റ് ചെയ്യാൻ തന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളില്ലേ വേറെ ചില കാര്യങ്ങൾ ഉണ്ടാവും അതിനകത്ത്. ഇപ്പോൾ യെസ്റ്റർഡേ, ടുഡേ എന്നൊക്കെ പറയുന്ന, ലാസ്റ്റ് ഡേ എന്നൊക്കെ പറയുന്ന ചില ക്ലൂസ് ഉണ്ടാവും. ഇപ്പോൾ യെസ്റ്റർഡേ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം പാസ്റ്റ് ടെൻസ് ആണ്. ടുഡേ എന്ന് പറഞ്ഞാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, നൗ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം പ്രസന്റ് ടെൻസ് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ക്ലൂസ് കണ്ടുപിടിക്കാനാണ് മുഴുവൻ വായിക്കുന്നത് പറയുന്നത്. അപ്പോൾ യെസ്റ്റർഡേ ഐ ടെൽ ഗ്രാൻഡ് ഫാദർ ഓഫ് ദ ഫൈറ്റ് ഐ ഹാഡ്, സോ ഹി വാസ് പ്ലീസ്ഡ് ദാറ്റ് ദ മംഗൂസ് ഹാഡ് വൺ.
He had encouraged it to living in the garden, to keep away the snakes, and fed it regularly with scraps from the kitchen. He had never tried training it because wild mongoose was more useful a domestic one. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിങ്ങനെ വായിക്കുമ്പോൾ തന്നെ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും ഫസ്റ്റത്തെ വായനയിൽ തന്നെ. രണ്ടാമത്തെ വായനയിൽ യെസ്റ്റർഡേ പാസ്റ്റ് ടെൻസ് ആണ് എനിക്ക് മനസ്സിലായി. ഐ ടെൽ എന്ന് പറയില്ല, യെസ്റ്റർഡേ ഐ ടോൾഡ് എന്നേ പറയുള്ളൂ അല്ലേ. ഐ ടോൾഡ് ഗ്രാൻഡ് ഫാദർ, കാരണം ഇന്നലെ അല്ലേ, പാസ്റ്റ് ടെൻസിലല്ലേ പറയേണ്ടത്. ടോൾഡ് ഗ്രാൻഡ് ഫാദർ ഓഫ് ദ ഫൈറ്റ് ഐ ഹാഡ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്നറിയോ, ഹാഡ് വന്നിട്ടുണ്ടെങ്കിൽ സോ അല്ല ഉപയോഗിക്കുക, ഹാഡ് പ്ലസ് V3 ആണ് ഉപയോഗിക്കുക. ഹാഡിൻ്റെ കൂടെ നമ്മൾ എന്താ ഉപയോഗിക്കുക, V3 ആണ് ഉപയോഗിക്കുക. അപ്പോൾ അത് ഞാൻ ബൈ ഹാർട്ട് പഠിച്ചു വെക്കണം. ഹാസ് അല്ലെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാഡ്, ഇവരുടെ കൂടെ ആരേ വരുള്ളൂ, വെർബിൻ്റെ മൂന്നാമത്തെ രൂപങ്ങൾ വരൂ. എന്താ ഈ മൂന്നാമത്തെ രൂപം? സി V1 ആണ്, സോ V2 ആണ്, സീനാണ് എന്ത് V3. ഏതുപോലെ? ഗോ, വെൻറ്റ്, ഗോൺ പോലെ. മനസ്സിലായോ? റൈറ്റ്, റോട്ട്, റിട്ടൺ പോലെ. മനസ്സിലായോ? പ്ലേ, പ്ലേഡ്, പ്ലേഡ് പോലെ, ഇതുപോലെയാണത്. അപ്പോൾ ഹാഡിൻ്റെ കൂടെ ഒരിക്കലും എന്ത് വരില്ല, സോ വരില്ല. എന്താ വരിക? ഹാഡ് സീൻ എന്നാണ് വരിക. V3 ഏതാണ്? സീനാണ്. അങ്ങനെ എനിക്കത് മനസ്സിലായി. ഹി വാസ് പ്ലീസ്ഡ് ദാറ്റ് ദ മംഗൂസ് ഹാഡ് വൺ. ഹി ഹാഡ് എൻകറേജ്ഡ് ഇറ്റ് ടു ലിവിങ്. അവിടെ എന്താ മനസ്സിലാക്കേണ്ടത് അറിയോ? 2 + ഇൻഫിനിറ്റീവ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ഇംഗ്ലീഷിൽ. ഇൻഫിനിറ്റീവ് എന്ന് വെച്ചാൽ 2ൻ്റെ കൂടെ നമ്മൾ എപ്പോഴും വെർബിൻ്റെ ഈ V1 രൂപമാണ് ഉപയോഗിക്കുക, ING ഒന്നും ഉപയോഗിക്കില്ല. വെർബിൻ്റെ ബേസ് ഫോമാണ് ഉപയോഗിക്കുക, ഇൻഫിനിറ്റീവ് ഫോമാണ് ഉപയോഗിക്കുക. V1 എന്നല്ല, ഇൻഫിനിറ്റീവ് ഫോമാണ് ഉപയോഗിക്കുക. എന്ന് വെച്ചാൽ ഇൻഫിനിറ്റീവ് ഫോം എന്താണ് ഇവിടെ? ലിവ് ആണ്, അല്ലാണ്ട് എന്താ പറയില്ല. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഐ ആം ഗോയിങ് ടു വാക്കിംഗ് എന്ന് പറയോ, അല്ലെങ്കിൽ ഐ ആം ഗോയിങ് ടു വാക്ക് എന്നാണ് പറയാം. ഐ ആം ഗോയിങ് ടു വാക്ക് എന്നാണ് പറയാം, ഐ ആം ഗോയിങ് ടു വാക്കിംഗ് എന്ന് പറയില്ല. ഐ ആം ഗോയിങ് ടു സ്റ്റഡിങ് എന്നോ ഐ ആം ഗോയിങ് ടു സ്റ്റഡി എന്നാണ് പറയുക, സ്റ്റഡി എന്നാണ് പറയുക. 2ൻ്റെ ശേഷം നമ്മൾ ഇൻഫിനിറ്റീവ് ആണ് യൂസ് ചെയ്യുക, അല്ലാണ്ട് എന്തല്ല ING ഒന്നും വരൂല. അപ്പോൾ അതാണ് അവിടുത്തെ മിസ്റ്റേക്ക്. ഇനിയോ താഴേക്ക് വന്നാൽ ഹി ഹാഡ് നെവർ ട്രൈ, ഇതിവിടെ പറഞ്ഞത് തന്നെ ട്രൈഡ് എന്നാക്കണം. ഹി ഹാഡ് നെവർ ട്രൈഡ്, ഹാഡ് വന്നിക്കുന്നു, പിന്നെ ഇവിടെ ട്രൈഡ് വേണം, V3. ഇവിടെ വേർഡ് ഓർഡറിലാണ് മിസ്റ്റേക്ക്. വൈൽഡ് മംഗൂസ് വാസ് more useful than a domesticated one. ഇവിടെ ദാൻ വിട്ടുപോയിട്ടുണ്ട്, ദാൻ അവർ എഴുതിയിട്ടില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ മനസ്സിലായി ഇവിടെ ദാനാ വിട്ടുപോയതെന്ന്? മോറിൻ്റെ ശേഷം അല്ലെങ്കിൽ മോറിൻ്റെ കൂടെ നമ്മൾ എന്ത് ഉപയോഗിക്കും? ദാൻ ഉപയോഗിക്കണം, മോർ ദാൻ. ഓ മനസ്സിലായോ? അതെന്താ സംഭവം എന്ന് വെച്ചാൽ നിങ്ങളെ ഫസ്റ്റ് പാഠത്തിൻ്റെ എക്സസൈസിൽ, ലാസ്റ്റ് എക്സസൈസിനകത്ത് പറയുന്നൊരു സംഭവമുണ്ട്. നമ്മളെ പോസിറ്റീവ് കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവ് എന്ന് പറഞ്ഞ സാധനം പഠിക്കുന്നുണ്ട്. പോസിറ്റീവ് കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവ് എന്ന് വെച്ചാൽ സ്ട്രോങ്, സ്ട്രോങ്ങർ, സ്ട്രോങ്ങസ്റ്റ്, ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്, ടോളർ, ടോളസ്റ്റ് എന്ന് പറയുന്ന സാധനം ഓർമ്മയില്ലേ? പോസിറ്റീവ് കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവ്. ഇതിൽ കമ്പാരിറ്റീവ് ആണ് ഈ പറയുന്ന മോർ ദാൻ. അപ്പോൾ മോർ ഉപയോഗിക്കുമ്പോൾ ഹി ഈസ് മോർ റിച്ച് ദാൻ മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം അവനാണ് എന്നെക്കാളും പണക്കാരൻ. രണ്ടാൾക്കാർ തമ്മിലുള്ള കമ്പാരിസനാണ് നമ്മൾ സാധാരണ ഈ കമ്പാരിറ്റീവ് ഫോം ഉപയോഗിക്കുക, മോർ ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ മോർ തന്നെ വരണമെന്നില്ല, കമ്പാരിറ്റീവിൽ ഏത് വന്നാലും മതി. യങ്ങർ ദാൻ, യങ്ങർ ഇവിടെ തന്നിട്ടുണ്ടെങ്കിൽ യങ്ങർ ദാൻ ഇവിടെ നിർബന്ധമായിട്ടും വരണം. സ്ട്രോങ്ങർ തന്നിട്ടുണ്ടെങ്കിൽ ദാൻ ഇവിടെ വരണം. മനസ്സിലായോ? ടോളർ തന്നിട്ടുണ്ടെങ്കിലും ദാൻ വരണം. അതാണ് ഇവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. നമ്മുടെ എഡിറ്റിങ്ങിൽ തന്നെ I was also an early writer, and when I begin to write at the age of 7, stories in my pencil with crayon illustrations that my poor mother was obliged to reading. I wrote exactly the kinds of stories I was read. All my characters was white
and blue-eyed. They played in the snow, they ate apples, and they talked a lot about weather. How lovely it was that the sun had come out. But I had never been outside Nigeria. We didn't have snow. We ate mangoes and we never talk about the weather because there was no need to. ഇതാണ് തന്നിരിക്കുന്ന ചോദ്യം. ഇതിനകത്ത് നമ്മൾ ആദ്യം എങ്ങനെയാണ് അത് ചെയ്യുക? ആദ്യം തന്നെ എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി. ഐ വാസിൽ തുടങ്ങിയതുകൊണ്ട് ഇത് പാസ്റ്റ് ടെൻസ് ആണെന്ന് ഞാൻ ആദ്യം തന്നെ മനസ്സിലാക്കി. ഓൾസോ ആൻ ഏർലി റൈറ്റർ ആൻഡ് വെൻ ഐ ബിഗിൻ, അത് പ്രസന്റ് ടെൻസ് അല്ലേ? അപ്പോൾ തെറ്റല്ലേ? നമ്മൾ എന്താക്കണം? പാസ്റ്റ് ടെൻസ് ആക്കണം. വെൻ ഐ ബിഗാൻ ടു റൈറ്റ് അറ്റ് അബൌട്ട് ദ ഏജ് ഓഫ് 7 stories in my pencil with crayon illustrations that my mother was obliged to read was 2 plus എന്തായിരുന്നു? 2 plus infinitive. ഓർമ്മയില്ലേ? റീഡിംഗ് എന്ന് പാടില്ല, എന്തേ പാടുള്ളൂ? റീഡ് എന്നേ പാടുള്ളൂ. ഐ റോട്ട് എക്സാക്ട്ലി ദ സ്റ്റോറീസ്. ഐ വാസിൻ്റെ കൂടെ റീഡ് പോരാ, വാസിൻ്റെ കൂടെ എന്ത് വരണം? ഈസ്, വാസ്, ഓക്സിലറിക്ക് ശേഷം നമ്മൾ ഐ ആം ഗോയിങ്, ഹി ഈസ് ടീച്ചിങ്. ഹി ഈസ് ടീച്ച് എന്ന് പറയോ? ഐ ആം ഗോ എന്ന് പറയോ? അല്ലേ? അതുപോലെയാണ് ഐ വാസ് റീഡിങ് എന്നായിരുന്നത്. ഓൾ മൈ ക്യാരക്ടേഴ്സ് വാസ് തെറ്റാണ്. വാസ് അല്ല വരിക, ക്യാരക്ടേഴ്സ് കുറേ ആൾക്കാരുണ്ട്. വേർ വൈറ്റ് ആൻഡ് ബ്ലൂ ഐഡ്. അത് കഴിഞ്ഞാൽ താഴേക്ക് വന്നാൽ ഡി കഴിഞ്ഞാൽ ഇ. ആൻഡ് വി നെവർ ടോക്ക് അബൌട്ട് ദ വെദർ. വി നെവർ ടോക്ക്ഡ് എന്നാക്കണം, ടോക്കിൻ്റെ പാസ്റ്റ് ടെൻസ് ആക്കണം. അതാണ് അവിടെ മിസ്റ്റേക്ക് അല്ലേ? നെവർ ടോക്ക്ഡ് എന്നാക്കണ്ടേ? ഇത് ടോക്ക് പ്രസന്റ് ടെൻസ് അല്ലേ? അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഏകദേശം ഒരേപോലെ വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? റിപ്പീറ്റേഷൻ തന്നെയാണ് അതിനകത്ത് വരിക കൂടുതൽ കേട്ടോ. നിങ്ങൾ നിർബന്ധമായിട്ടും നോക്കി വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കാം. നിങ്ങളത് മനസ്സിലായിട്ടുണ്ടോ നോക്കുക. ലെറ്റർ, ഡയറി, നറേഷൻ, ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, സ്പീച്ച്, ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്, റൈറ്റപ്പ്, ഇതെല്ലാം ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്തതാണ്. ഇത് എല്ലാം നിങ്ങളുടെ നമ്മുടെ ഫോക്കസ് ഏരിയ എന്നായിരിക്കും വരിക കേട്ടോ. ഇനി പ്രൊഫൈൽ, കോൺവെർസേഷൻ നോട്ടീസ്. ഇത് നോൺ ഫോക്കസ് ഏരിയ എന്നും വരാം. അപ്രീസിയേഷനിൽ വരുന്ന ചാപ്റ്റേഴ്സ് ലൈൻസ് റിട്ടേൺ ഇൻ ഏർലി സ്പ്രിങ്, ബെലഡ് ഓഫ് ഫാദർ ഗില്ലിഗൺ, മദർ ടു സൺ. ഇതിലേതെങ്കിലും ഒന്നായിരിക്കും വരിക. 3 പഠിച്ചു വെച്ചാൽ അതിൽ എന്തായാലും ആൻസർ കിട്ടും. പിന്നെ പോയട്രി, അതുപോലെ തന്നെ ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്ന് പറയുന്ന സോങ്ങാണ് നോൺ ഫോക്കസ് ഏരിയയിലുള്ളത്. ഗ്രാമർ സെക്ഷനിൽ കോൺവെർസേഷൻ കംപ്ലീഷൻ അത് ഞാൻ പഠിപ്പിച്ചു. അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് ക്വസ്റ്റ്യൻ ടാഗ്, ഒരു ഇഫ് ക്ലോസ്, അതുപോലെ തന്നെ ഹാഡ് ബെറ്ററിൻ്റെ യൂസേജ് അത് ഞാൻ പറഞ്ഞു അല്ലേ? WH ക്വസ്റ്റ്യന് അങ്ങനെ കാര്യങ്ങളൊക്കെ ഇല്ലേ? WH ക്വസ്റ്റ്യന്, യെസ് ഓർ നോ ക്വസ്റ്റ്യനൊക്കെ എങ്ങനെ അറ്റൻഡ് ചെയ്യുക എന്നുള്ള കാര്യം അതും ശ്രദ്ധിച്ച് നോക്കാം. എഡിറ്റിങ് വരും, അത് പഠിച്ചു വെക്കണം. ഫ്രേസൽ വേർബ് പഠിച്ചു വെക്കണം. ഫ്രേസൽ വേർബ് നമ്മൾ പറഞ്ഞിട്ടില്ല, ഫ്രേസൽ വേർബ് കുറേ എണ്ണം ഉണ്ട്, അത് കുറച്ചെണ്ണം ഞാൻ പറഞ്ഞുതരാം. അപ്പം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വരും. നൗൺ ഫ്രേസ്, വേർബ് ഫ്രേസ് അതും നമ്മൾ പറഞ്ഞതാണ്. ഇവിടെ ശ്രദ്ധിച്ചോ, ഒരു സാധാരണ ചോദിച്ച് കണ്ടിട്ടുള്ള ഫ്രേസൽ വേർബ്സ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം ഏതൊക്കെയാണെന്ന്. എന്താ? put on, to wear, put out, to extinguish, put across, to convey, put up with, to tolerate, put on, put out, put across, put up with. ഓക്കെ, ഈ നാലെണ്ണം നോക്കാം. പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ ടു ധരിക്കുക, വിയർ ചെയ്യുക, ധരിക്കുക. പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ ടു എക്സ്റ്റിങ്വിഷ്, അണയ്ക്കുക എന്ന് പറയാം. പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ അണയ്ക്കുക, അണയ്ക്കുക. പുട്ട് അക്രോസ് എന്ന് പറഞ്ഞാൽ ടു കൺവേ എന്നർത്ഥം, ടു കൺവേ, അറിയിക്കുക, ടു കമ്മ്യൂണിക്കേറ്റ് എന്നും പറയും.
പുട്ട് അപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ ടു ടോളറേറ്റ് എന്ന് അർത്ഥം. ടു ടോളറേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ടോളറേറ്റ് എന്ന് പറഞ്ഞാൽ സഹിക്കുക. ഓക്കെ, സഹിക്കുന്നതിനാണ് നമ്മൾ ടോളറേറ്റ് എന്ന് പറയാം. ഇതുപോലെ അപ്പോൾ ഈ വേർഡ്സ് സാധാരണ ചോദിച്ച് കാണുന്നതാണ്. അതുപോലെ ഒന്നാണ് കെയിം എക്രോസ്. കെയിം എക്രോസ് എന്ന് പറയുന്ന വേർഡ്. കെയിം എക്രോസ് എന്ന് പറഞ്ഞാൽ അവിചാരിതമായി കണ്ടുമുട്ടുക. ടു മീറ്റ് ബൈ ചാൻസ് ആണ് കെയിം എക്രോസ് എന്ന വേർഡിൻ്റെ മീനിങ്. ടു മീറ്റ് ബൈ ചാൻസ്, അവിചാരിതമായി കണ്ടുമുട്ടുക. മറ്റൊന്ന് കോൾ അറ്റ്, കോൾ ഓൺ. രണ്ടിനും ഒരേ മീനിങ് ആണ്. ടു വിസിറ്റ് ആണ്. ടു വിസിറ്റ്, ടു വിസിറ്റ്. അപ്പോൾ നോക്കുക, ടു വിസിറ്റ് എ പ്ലേസ് ആണെങ്കിൽ കോൾ അറ്റ് ആണ് വരിക. ടു വിസിറ്റ് എ പേഴ്സൺ ആണെങ്കിൽ ദ പേഴ്സൺ ഓൺ. അറ്റ് നമ്മുടെ സ്ഥലത്തിൻ്റെ മുമ്പിലല്ലേ പറയാം. അപ്പോൾ അറ്റ് ആണെങ്കിൽ സ്ഥലമാണ് പറയുന്നതെങ്കിൽ അറ്റ്. ഐ ഡാഷ് ഹിം അറ്റ് ഡൽഹി. ഐ കോൾ അറ്റ് ഹിം അറ്റ് ഡൽഹി. ഇതാണ് ആൻസർ. ഐ ഡാഷ് പ്രൈം മിനിസ്റ്റർ. ഐ കോൾ ഓൺ പ്രൈം മിനിസ്റ്റർ. മനസ്സിലായില്ലേ? അതുപോലെ വെൻ ഐ വെൻ ടു ദ മാർക്കറ്റ് ഐ ഡാഷ് ദ പ്രിൻസിപ്പിൾ. ഞാൻ മാർക്കറ്റിലേക്ക് പോയപ്പോൾ ഐ ഡാഷ് ദ പ്രിൻസിപ്പിൾ. ഐ കെയിം അക്രോസ് ദ പ്രിൻസിപ്പിൾ. അവിടെ കെയിം അക്രോസ് ആണ് വരിക. എന്താ കെയിം അക്രോസ് വരാൻ കാരണം? കെയിം അക്രോസ് എന്ന് പറഞ്ഞാൽ അവിചാരിതമായി കണ്ടുമുട്ടുന്നതിനാണ് നമ്മൾ കെയിം അക്രോസ് എന്ന് പറയാം. മറ്റൊന്ന് കീപ് ഓൺ, വെൻഡ് ഓൺ. ഡബ്ല്യു ആണ്. വെൻഡ് ഓൺ, ഗോ ഓൺ, ക്യാരി ഓൺ. ഇതിനൊക്കെ ഒരേ മീനിങ് ആണ്. എല്ലാത്തിനും ഒരേ മീനിങ് ആണ്. മീനിങ് എന്താണ്? കണ്ടിന്യൂ എന്നാണ്. കണ്ടിന്യൂ. കീപ്പ് ഓൺ എന്ന് പറഞ്ഞാലും വെൻഡ് ഓൺ എന്ന് പറഞ്ഞാലും ക്യാരി ഓൺ എന്ന് പറഞ്ഞാലും ഒക്കെ ഒരേ മീനിങ് ആണ്. എന്താ മീനിങ്? കണ്ടിന്യൂ എന്നാണ് മീനിങ്. ഓക്കെ, ഇനി ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തുതരാം. എ ലോട്ട് ഓഫ് പീപ്പിൾ ഡാഷ് ടു വാച്ച് ദ ഗാരേജ് ബേണിംഗ് ഇൻ ടു ആഷസ്. സെറ്റപ്പ് എന്നൊരു അർത്ഥമുണ്ട്. സെറ്റപ്പ്. സെറ്റപ്പ് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉണ്ടാക്കുന്നതിനാണ് സെറ്റപ്പ് എന്ന് പറയാം. ടേൺഡ് അപ്പ്, അതുപോലെ ടേൺ ഓൺ. ടേൺ ഓൺ എന്ന് പറഞ്ഞാൽ എന്താ? ടേൺ ഓൺ, ഓൺ ചെയ്യുക. ടേൺ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഓഫ് ആക്കുക. ഇങ്ങനെയുള്ള എളുപ്പത്തിൽ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാക്കുന്ന ചിലതൊന്നും വരും. ഇതുപോലെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളതും എളുപ്പത്തിൽ നമുക്ക് നോക്കിയാൽ കിട്ടുന്നതുമായിട്ടുള്ള ചില ഫ്രേസൽ വേർബ്സും വരും. അപ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ആയിട്ടായിരിക്കും അവർ തരിക. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേഗം ചെയ്യാൻ പറ്റും. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഞാൻ കാണിച്ചു തരാം. When the boy returned to the house, ആ റിട്ടേൺഡ് എന്ന വേർഡ് ഡാർക്കൺ ചെയ്ത് തന്നിട്ടുണ്ട് അവർ. ഓക്കെ, അപ്പോൾ എന്നിട്ട് അവർ ബ്രാക്കറ്റിൽ നിന്നുള്ള വേർഡ്സ് ഏതൊക്കെയാണ്? കം ബാക്ക് ഉണ്ട്, കെയിം ബാക്ക് ഉണ്ട്, മെയ്ഡ് ഔട്ട് ഉണ്ട്, പുട്ട് അക്രോസ് ഉണ്ട്, മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ്. റിട്ടേൺഡിനോട് സമാനമായിട്ടുള്ളൊരു വേർഡ് ഏതാണെന്ന്? കെയിം ബാക്ക് ആണ്. മനസ്സിലായില്ലേ? ആ കെയിം ബാക്ക് ഒരു റിട്ടേൺ നമ്മളിങ്ങനെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് ഓൾറെഡി നമുക്ക് വരും. വെൻ ദ ബോയ് കെയിം ബാക്ക് ടു ദ ഹൗസ് ഹീ ടോൾഡ് എവറിത്തിങ് ടു ഹിസ് ഗ്രാൻഡ് ഫാദർ. ഹീ പുട്ട് അക്രോസ് എവറിത്തിങ് ടു ഹിസ് ഗ്രാൻഡ് ഫാദർ. മനസ്സിലായില്ലേ? ഗ്രാൻഡ് ഫാദർ വാസ് എക്സൈറ്റഡ് വെൻ ഹി അണ്ടർസ്റ്റുഡ് ദാറ്റ്. അണ്ടർസ്റ്റുഡ് ആണ് ഡാർക്കൻ ചെയ്തത്. അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ മംഗൂസ് ഹാഡ് വൺ ദ ഫൈറ്റ്. അണ്ടർസ്റ്റുഡിനോട് സമാനമായ വേർഡ് ഏതാണ്? മേക്ക് ഔട്ട് ആണ് അല്ലേ? മേക്ക് ഔട്ട് ആണ്. ഗ്രാൻഡ് ഫാദർ ഹാഡ് ഓൾറെഡി ഡിസൈഡഡ് നോട്ട് ടു ടൈം. ഡിസൈഡഡ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഡിസൈഡഡ് എന്ന വേർഡിനോട് സമാനമായത് മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ് ആണ്. മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ് ആണ്. മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ്. ഡിസൈഡഡ്, മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ്. ഓക്കെ, അതുപോലെ മറ്റൊരു ഫ്രേസൽ വേർബിൻ്റെ ക്വസ്റ്റ്യൻ. ഐ ഹാഡ് ടു റിമൂവ് മൈ യൂണിഫോം ആൻഡ് വിയർ PE ഷോർട്സ്. റിമൂവ് എന്ന വേർഡിന് ടേക്ക് ഓഫ് ആണ്. അത് പറയാൻ മറന്നുപോയതാണ്. ടേക്ക് ഓഫ്, ടേക്ക് ഓഫ്. ടേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്, പുട്ടോണിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഏത്? ടേക്ക് ഓഫ്. റിമൂവ് എന്നാണ് അർത്ഥം കേട്ടോ, റിമൂവ്. പിന്നെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ അർത്ഥമുണ്ട്. റിമൂവ് ആണ് ഇവിടെ മെയിൻ. അപ്പോൾ ഇവിടെ നോക്ക്, വെൻ I had to take off my uniform and wear, put on അല്ലേ? Put on my PE shorts to the ground. I started towards my classroom. Started underline ചെയ്തിരിക്കുന്നത്. I started dash towards my classroom. എന്തായിരിക്കും വരിക? went out, set out. സെറ്റ് ഔട്ട് ആണ് ആൻസർ. സെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ടു സ്റ്റാർട്ട് എ ജേണി. യാത്ര തുടങ്ങുന്നതിനാണ് സെറ്റ് ഔട്ട് എന്ന് പറയുക. സെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ടു സ്റ്റാർട്ട് എ ജേണി. ഐ മെറ്റ് മൈ ഫ്രണ്ട്. ആ പോകുന്ന വഴിക്ക് ഐ മെറ്റ് മൈ ഫ്രണ്ട്, ഞാൻ കണ്ടു എൻ്റെ സുഹൃത്തിനെ. മെറ്റ് എന്തായിരിക്കും? കെയിം അക്രോസ് മൈ ഫ്രണ്ട്. ഓക്കെ, അത്രയേ ഉള്ളൂ. 3 ക്വസ്റ്റ്യനേ ഉള്ളൂ അതിനകത്ത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്.
The boy gazed at the white rat sitting on the tree. Gazed അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഗേസ്ഡ് എന്നുള്ളതിന് അവർ ലുക്ക്ഡ് അറ്റ് ആണ് അവിടെ ഫ്രേസൽ വേർബ് എന്നുള്ളത്, ലുക്ക്ഡ് അറ്റ് കേട്ടോ. The mongoose could not tolerate the movements of the snake. The mongoose could not tolerate എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? Put up with ആണ്. The Mr. Thorat could not convey to the tiger what he meant. Convey ഏതായിരുന്നു? convey എന്ന് പറഞ്ഞാൽ ഏതായിരുന്നു? Put across. AJ Cronin decided not to have on-board contacts. Not to have on-board contacts. ഏതായിരുന്നു? ഡിസൈഡഡ് മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ്സ്. അപ്പോൾ കണ്ടില്ലേ, ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനകത്തുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് പറയുന്ന സാധനമുണ്ട്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലും നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അതിലൊന്ന് നമ്മൾ ഡേയും ഡേറ്റും ഓണാണേ, ഇയർ വന്നാൽ ഇന്നാണെന്നൊക്കെ ഞാനൊരു പാട്ടൊക്കെ പാടിയില്ലായിരുന്നു. അതുപോലെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. അതുപോലെ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. She goes to church dash Sundays. I am sitting dash the chair. She is sitting dash the table. The classes begin dash 10 a.m. He was born dash 1957. നോക്ക്, ഈ ചോദ്യങ്ങൾ ഒന്ന് നമുക്ക് ചെയ്ത് നോക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഷീ ഗോസ് ടു ചേർച്ച് ഓൺ സൺഡേസ് ആണ് ആൻസർ. കാരണം ഡേയും ഡേറ്റും ഓൺ ആണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഐ ആം സിറ്റിംഗ് ഡാഷ് ദ ചെയർ, ചെയറിൻ്റെ മേലെയാണ്. അപ്പോൾ എന്തായിരിക്കും വരിക? ഓൺ തന്നെയാണ്. എന്തിൻ്റെയും പുറത്താണ് നമ്മൾ ഇരിക്കുക. ചെയർ ആണെങ്കിലും ആം ചെയറിൻ്റെ അകത്താണ് ഇരിക്കുക, പക്ഷേ കൈയുള്ള കസേരയുടെ അകത്തായിരിക്കുക. ബാക്കി എല്ലാത്തിൻ്റെയും പുറത്താണ് നമ്മൾ ഇരിക്കുക. അപ്പോൾ ഓൺ ദ ചെയർ എന്നുള്ള വേർഡ് നിങ്ങൾ എന്ത് ചെയ്യണം? ബൈ ഹാർട്ട് പഠിക്കണം. ഓൺ ദ ബെഡ്, ഓൺ ദ ഫ്ലോർ എന്നൊക്കെയാണ് പറയാം. ഷീ ഈസ് സിറ്റിംഗ് ഡാഷ് ദ ടേബിൾ, എന്നാൽ ടേബിളിൻ്റെ മുമ്പിലാണ് ഇരിക്കുക, അടുത്താണ് ഇരിക്കുക. ടേബിളിൻ്റെ മേലെ ആരും കയറിയിരിക്കില്ല അല്ലേ? ടേബിളിൻ്റെ അടുത്തിരുന്നു ഏതാണ് നമ്മളെ ഹോമിയോപ്പത്ത്. അപ്പോൾ ആ സെൻറ്റൻസ് ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പോൾ അവിടെ ഓൺ ദ ടേബിൾ അല്ല പറയേണ്ടത്. ഹോമിയോപ്പത്ത് ടേബിളിൻ്റെ മേലെ കയറിയിട്ടായിരിക്കുന്നത്, ചെയറിൻ്റെ മേലെ ആയിരിക്കുന്നത്, ടേബിളിൻ്റെ അടുത്തായിരിക്കുന്നത്. അറ്റ് എന്ന് പറഞ്ഞാൽ നിയർ എന്നർത്ഥം, അടുത്ത്. ദ ക്ലാസ്സസ് ബിഗിൻ, ടൈം ആണെങ്കിലും എന്താ വരിക? അറ്റാണ് വരിക. ഹി വാസ് ബോൺ, ഇയർ ആയതുകൊണ്ട് എന്താണ് വരിക? ഇന്നാണ് വരിക. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ മെയിനായിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇതൊന്ന് ഓർത്ത് വെച്ചോ. നോ സൂണർ ഹാഡ് വന്നാൽ, നോ സൂണർ ഹാഡ് ഐ റീച്ച് ദ സ്റ്റേഷൻ ഡാഷ് ദ ട്രെയിൻ ലെഫ്റ്റ്. നോ സൂണർ ഹാഡ് വന്നാൽ, നോ സൂണർ ഹാഡ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഡാഷ് ഉണ്ടെങ്കിൽ അവിടെ എന്താ നമ്മൾ ഉപയോഗിക്കേണ്ടത്? അവിടെ നമ്മൾ ദാൻ ആണ് യൂസ് ചെയ്യേണ്ടത്. അത് ഓർത്ത് വെക്കുക. നോ സൂണർ ഹാഡിൻ്റെ കൂടെ ദാൻ ആണ് യൂസ് ചെയ്യുക. ഓക്കെ. അതുപോലെ തന്നെ ഹാർഡ്ലി ഹാഡ്, ഹാർഡ്ലി ഹാഡ് അല്ലെങ്കിൽ സ്കേഴ്സ്ലി ഹാഡ്, രണ്ടും ഹാർഡ്ലി ഹാഡ് അല്ലെങ്കിൽ സ്കേഴ്സ്ലി ഹാഡ് വന്നാൽ അതിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്താണ്? വെൻ ആണ്. ഒരു എക്സാമ്പിൾ നോക്കുക. ഹാർഡ്ലി ഹാഡ് ഐ റീച്ച് ദ സ്റ്റേഷൻ വെൻ ദ ട്രെയിൻ ലെഫ്റ്റ്. വെൻ ദ ട്രെയിൻ ലെഫ്റ്റ്, അപ്പോൾ ഡാഷ് ദ ട്രെയിൻ ലെഫ്റ്റ് എന്നായിരിക്കും. നമ്മൾ ഹാർഡ്ലി ഹാഡാണ് വന്നത്, അതുകൊണ്ട് വെൻ ആണ് എഴുതേണ്ടത്. അത് ബൈ ഹാർട്ട് പഠിക്കുക. അതുപോലെ തന്നെ ആസ് സൂൺ ആസ് പിന്നെ ഒന്നും ഉപയോഗിക്കാനില്ല. ആസ് സൂൺ ആസ് ഐ റീച്ച് ദ സ്റ്റേഷൻ കോമ ഇട്ടിട്ട് ദ ട്രെയിൻ ലെഫ്റ്റ് എന്ന് മാത്രം എഴുതിയാൽ മതി. അത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ കോമ ഇടാൻ പറയില്ലല്ലോ. അപ്പോൾ അവിടെ ഒരു കുഴപ്പമില്ല. ഇത്രയും കാര്യങ്ങൾ ഓർത്തു. ഈ നോ സൂണർ ഹാഡിൻ്റെ കൂടെ ദാനും ഹാർഡ്ലി ഹാഡ് സ്കാസ്ലി ഹാഡ് ആണെങ്കിൽ വെന്നും ആണെന്ന് വരാമെന്നും ഓർത്ത് വെക്കുക. പിന്നെ നൗൺ ഫ്രേസ്, വേർബ് ഫ്രേസ് ഒക്കെ നമ്മൾ പഠിപ്പിച്ചതാണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മക്കളെ നോക്കേണ്ടത്.
അപ്പോൾ നന്നായിട്ട് പരീക്ഷ എഴുതാം. പരീക്ഷ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടെ. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത്, ഒരാളൊരു കമൻറ്റിൽ ചോദിച്ചൊരു ചോദ്യം ഇതായിരുന്നു, സാർ നമ്മൾ ആദ്യം എഴുതേണ്ട ചോദ്യം എങ്ങനെയാണ്, നല്ലോണം അറിയുന്ന ചോദ്യമാണോ? അത് ശരിക്കും നല്ലതാണ്. അറിയുന്ന ചോദ്യങ്ങൾ ആദ്യം എഴുതുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ അതിങ്ങനെ ഒരു ഓർഡർ തെറ്റിച്ചിട്ടൊന്നാവരുത്. ഇപ്പോൾ ഒരു എസ് ഒക്കെ ആദ്യം എഴുതി തുടങ്ങുകയാണ്, അത് കുഴപ്പമൊന്നുമില്ല. എസ് ഒക്കെ സമയം നമുക്ക് ഒരുപാട് നഷ്ടപ്പെടുന്ന പേടിക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം, എസ് എഴുതി തുടങ്ങാം. 7 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ 2.5 പേജ്, 2 പേജെങ്കിലും നിർബന്ധമായിട്ട് എഴുതണം. 2 പുറമാണ് കേട്ടോ. ഒരു 6 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ 1.5 പേജ് എഴുതാം. 5 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ 1 പുറം എഴുതാം. ഈ രീതിയിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത് നമ്മൾ ലാസ്റ്റിലേക്കൊക്കെ ഈ വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ വെക്കുമ്പോൾ ഒരുപാടെണ്ണം മിസ്സായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പേടിയുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, ആദ്യം തന്നെ വലിയ ആൻസേഴ്സ് എഴുതിയിട്ട് വരിക. എന്നിട്ട് ഒരു ഓർഡർ കീപ്പ് ചെയ്യണം. നമ്മൾ ഒന്നാമത്തെ എഴുതി, പിന്നെ 12, പിന്നെ 34ാമത്തെ, ആ രീതിയിൽ എഴുതുമ്പോൾ ഇറിറ്റേഷൻ സംഭവിക്കും. നോക്കുന്ന ആൾക്കാർ ഇംപ്രഷൻ തോന്നിക്കുന്ന ആ എഴുത്തായിരിക്കണം എഴുതുന്നത്. തെറ്റെഴുതി വെക്കുകയാണെങ്കിലും വൃത്തിയിൽ എഴുതി വെക്കാമെന്ന് പറയും നമ്മൾ, മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു വൃത്തിയായിട്ട് എപ്പോഴും പേപ്പറിനെ കൊണ്ടുവരിക. അപ്പോൾ ഒരു നോട്ടീസൊക്കെ എഴുതാണെങ്കിൽ പേജിൻ്റെ ലാസ്റ്റ് എഴുതാണ്ട് ഒരു പുതിയ പേജിലേക്ക് അതിനെ കൊണ്ടുവരിക. അത് വൃത്തിയിൽ പേപ്പറിൽ ഇങ്ങനെ കാണണം സംഭവമൊക്കെ. നല്ല നീറ്റായിട്ട് അതൊക്കെ വരച്ച് പിന്നെ മാക്സിമം എഴുതാൻ കുറച്ച് പ്രയാസമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും, അല്ല ഇംഗ്ലീഷ് കുറച്ച് പ്രയാസമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അവരോട് എനിക്ക് പറയാനുള്ളത്, എഴുതാതെ നിങ്ങൾ നിൽക്കരുത്. ഇത് നമ്മളെ ലാസ്റ്റ് ഒരു ചാൻസ് ആണ്. 10ാം ക്ലാസ്സിൽ എഴുതാൻ പോകും നിങ്ങൾ, അല്ലേ, പരീക്ഷ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇതിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും വിജയിക്കണമെങ്കിൽ എന്തെങ്കിലും എഴുതി വെച്ചാലേ അവർക്ക് മാർക്ക് ഇടാൻ പറ്റുള്ളൂ. സോ എന്തെങ്കിലും എഴുതി വെക്കുക. എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വിഡിത്തരമല്ല എഴുതി വെക്കേണ്ടത്. ഒരു കാരണവശാലും ക്വസ്റ്റ്യൻ എഴുതി വെക്കരുത്. ചില ആൾക്കാർ ക്വസ്റ്റ്യനൊക്കെ അതേപോലെ കൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ട് പകർത്തുമ്പോൾ ഒറ്റ വെട്ട അതിൽ മാർക്ക് ഇടാനില്ല. അയാൾ കളിയാക്കുന്ന പോലെയല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എഴുതൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ നോട്ടീസ് ഉണ്ടാക്കുമ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങോട്ടൊക്കെ എഴുതുന്നൊക്കെ കണ്ടില്ലേ, അതുപോലെ എഴുതൊക്കെ ചെയ്യാം. പക്ഷെ അതിനൊരു രീതിയിൽ ഫോർമാറ്റൊക്കെ കറക്റ്റാക്കിയിട്ട് എഴുതാം. അല്ലാതെ പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ കഥകളൊക്കെ, ആ കഥ നിങ്ങളുടെ ലാംഗ്വേജിലും കൂടെ എഴുതാം. തെറ്റിക്കോട്ടെ, ഗ്രാമർ തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. അത് ഗ്രാമറാണല്ലോ നമ്മളെ വലിയ പ്രശ്നം. ഗ്രാമർ തെറ്റിപ്പോവുക, ഞാൻ എഴുതിയാൽ തെറ്റിപ്പോവുക എന്നൊക്കെ ഉള്ളതാണ് പല ആൾക്കാരുടെയും പ്രശ്നം. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. ഇവിടെ നിങ്ങൾക്ക് എന്തറിയാമെന്നുള്ളത് അളക്കുന്ന പരീക്ഷയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഒന്നും എഴുതാതെ എന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്നാണ് അവർ വിചാരിക്കുക. നിങ്ങൾക്ക് എന്തൊക്കെയോ അറിയാം. അറിയുന്ന കാര്യങ്ങളൊക്കെ ഇതെന്ത് ചെയ്താൽ മതി, എഴുതിയാൽ മതി. പിന്നെ ചില ആൾക്കാർക്ക് ടെൻഷൻ ഉണ്ടാവും, ഇപ്പോൾ കുറേ കാര്യങ്ങൾ പഠിച്ചു, ആകെ എല്ലാം കൂടെ കൺഫ്യൂഷൻ ആയിട്ടുണ്ട് എല്ലാം. അതൊന്നുമില്ല, പഠിച്ച ആളുകളുടെ ലക്ഷണമാണത്. എല്ലാം പഠിച്ച ആൾക്കാർക്ക് അങ്ങനെ തന്നെ ഉണ്ടാവുക. പക്ഷേ പരീക്ഷ ഹാളിൽ നിങ്ങൾ എത്തുമ്പോൾ പതുക്കെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ മനസ്സിലേക്ക് പതുക്കെ ഇങ്ങനെ ആൻസേഴ്സ് വന്നുകൊണ്ടിരിക്കും. അതങ്ങനെയാണ് അതിൻ്റെ റൂള്. ഓക്കെ, സോ നോ നീഡ് ഓഫ് എനി ടെൻഷൻ അബൌട്ട് ദാറ്റ്. അതേക്കുറിച്ചൊന്നും ടെൻഷൻ അടിക്കേണ്ട. പിന്നെ എന്താണ്, നന്നായിട്ട് ആത്മവിശ്വാസത്തോടുകൂടി ദൈവത്തെ ഓർത്ത് എന്ത് ചെയ്യാം, എല്ലാ അനുഗ്രഹങ്ങളും വാങ്ങിച്ചിട്ട് പോയിട്ട് പരീക്ഷ എഴുതാം. നീറ്റായിട്ട് എഴുതാം, മാക്സിമം എഴുതാം. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അപ്പം ടീച്ചർ ഉണ്ടാവും അവിടെ, ചോദിക്കുക. എന്നതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ആൻസർ ചെയ്താൽ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.